to Physics Wallah. Good evening, everybody. Welcome back to Physics Wallah. Okay, so correct 6 മണിയിലെ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ എവല്യൂഷൻ, നെക്സ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് നീറ്റിന്റെ ഒരു സ്റ്റഡീസ് തുടങ്ങിയിട്ട് ഒരു മാസമാകാനായിട്ടുണ്ട് അല്ലേ. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബയോളജിയിൽ സുവോളജിയുടെ കേസിൽ എവല്യൂഷൻ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് കഴിയുമ്പോഴേക്കും നമ്മളുടെ 99.9% പോർഷൻസും ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. നമുക്ക് റിമൈനിങ് ആയിട്ട് ഒറ്റ ചാപ്റ്റർ കൂടി ഉണ്ടാവുള്ളൂ, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽ. അതിൽ കോക്രോച്ചും ഫ്രോഗുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. വെയിറ്റേജ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്ന ചാപ്റ്ററിൻ്റെ ഒന്നും അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. മാത്രമല്ല നമുക്ക് ബോർഡ് എക്സാമിന് ഡിലീറ്റഡ് ആക്കിയിരിക്കുന്ന ചാപ്റ്റർ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഒന്ന് ഫുള്ളായിട്ട് ആ ക്ലാസ് കേൾക്കണം എന്നൊക്കെ ഉണ്ടാവും. മറ്റന്നാളായിരിക്കും നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസിന്റെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുക. എനിവേ നമ്മൾ ഇന്ന് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് അതേപോലെ എവല്യൂഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഫൈൻ. യെസ്, ഗുഡ് ഈവനിങ് എവറിബഡി. ഗുഡ് ഈവനിങ് വൺസ് അഗെയിൻ. നിങ്ങളുടെ മെസ്സേജസ് ജസ്റ്റ് ഒന്ന് അയക്കാമോ? ഗുഡ് ഈവനിങ്. അപ്പം നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് മെസ്സേജ് അയക്കണേ. നിങ്ങൾ കീം എക്സാംസിൻ്റെ ഒക്കെ തിരക്കിലാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കീം എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. പല സെൻറ്ററുകളിലായിട്ട് നിങ്ങൾ കീം എക്സാം ഒക്കെ നടന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? യെസ്, ഓക്കെ. അപ്പം ഭയങ്കര ചൂടാണ്, എക്സാം ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡ് ആയിരിക്കും. ബട്ട് നമ്മൾക്ക് മെയ് 3 വരെ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. വി ഹാവ് എ നീറ്റ് എക്സാമിനേഷൻ ഓൺ മെയ് 3. ഓക്കെ, അപ്പം കീം എക്സാം ബേസ് ചെയ്തിട്ട് നമുക്ക് കേരളത്തിൽ എല്ലാ കോളേജസിലും എല്ലാ കോഴ്സസിനും അഡ്മിഷൻ കിട്ടത്തില്ല. +2 കഴിഞ്ഞിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മൾക്ക് കീം ബേസ് ചെയ്തിട്ട് എഞ്ചിനീയറിംഗിന് കേരളത്തിലെ കോളേജസിൽ അഡ്മിഷൻ കിട്ടും, ആർക്കിടെക്ചർ കോഴ്സസിന് അഡ്മിഷൻ കിട്ടും, അതേപോലെ ചില മെഡിക്കൽ അലീഡ് കോഴ്സസിനും അഡ്മിഷൻ കിട്ടും. പക്ഷേ ഇതിനപ്പുറം ചില മെഡിക്കൽ കോഴ്സസ്, അതേപോലെ MBBS, ആയുഷ് കോഴ്സസ്, BDS ഇങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നീറ്റ് എക്സാം എഴുതണം. നീറ്റിന്റെ സ്കോർ പിന്നീട് നമ്മൾ കീം സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കീം എക്സാം യൂസ്ഫുൾ അല്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നീറ്റ് എക്സാം തന്നെ നമ്മൾ എഴുതണം. സോ നീറ്റ് എക്സാം നിങ്ങൾ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണ്. യെസ്, മെയ് 3 നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഒന്നും കിട്ടിയിട്ടില്ല. അഡ്മിറ്റ് കാർഡ് ഒക്കെ ഉടനെ തന്നെ കിട്ടും. സോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ പ്രിപ്പറേഷൻ, നീറ്റിനെ കുറിച്ചുള്ള ടെൻഷൻസ്, എത്ര പേര് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു? ചില കുട്ടികളുണ്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് എഴുതി നോക്കുള്ളൂ, ഒട്ടും പഠിക്കത്തൊന്നുമില്ല. ബോർഡ് എക്സാം കഴിഞ്ഞു അവിടെ വിട്ടു, എന്താണെങ്കിലും പോയി എഴുതി നോക്കാമെന്ന് വിചാരിച്ചു പോയി എഴുതി നോക്കും. ഓക്കെ, പക്ഷെ ചില കുട്ടികളുണ്ടാവും +2 കഴിഞ്ഞ ഉടനെ തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കും. എങ്ങനെയാണ് നമ്മളുടെ ഒരു സ്കോർ, എങ്ങനെയാണ് എക്സാം, നമുക്ക് റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു ഓപ്ഷൻ ഇവിടെ അവോയ്ഡ് ചെയ്യണോ, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ട്. എനിവേ, നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള കുട്ടികളാണ്, ഏത് മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾക്ക് നീറ്റ് എക്സാമിനെ കുറിച്ച് എന്നത് ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ. യെസ്, ഒന്ന് കമന്റ് ചെയ്യാമോ? കുറച്ച് കുട്ടികളൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ജോയിൻ ചെയ്ത ആളുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഈ മെസ്സേജസ് എല്ലാം വേറെ എന്തൊക്കെയോ ആണ്. കുറേ ബാക്കി കോഴികളും പൂച്ചകളും അങ്ങനത്തെ കുറേ മൃഗങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കാക്കകൾ, അതേപോലെ തത്തമ്മകൾ, കുറേ ബേർഡ്സ് ആണ് ഇതിലുള്ളത്. കോഴികളൊക്കെ ഒരുപാടുണ്ട്. ഇതൊന്നും അല്ലാതെ നമ്മളുടെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള എത്ര പേരുണ്ട്? How many of you are here to study? How many of you are here to score for NEET 2026? കുറച്ച് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ഓൾമോസ്റ്റ് ഇന്ന് 22nd. ഇന്ന് എത്രയാണ് നമ്മുടെ ഡേറ്റ്? 22nd അല്ലേ? ഇന്ന് 22nd. നമുക്ക് ജസ്റ്റ് ഒരൊറ്റ ആഴ്ചയും കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ദിവസങ്ങളാണ്. അപ്പൊ ഒന്ന് മെസ്സേജ് ചെയ്യാമോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങൾ സീരിയസ് ആസ്പിറൻസ് ആണോ എന്ന് ഞാൻ നോക്കട്ടെ. ചാറ്റ് ബോക്സ്, കമന്റ് ബോക്സ് അനങ്ങുന്നില്ല കേട്ടോ. ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു ഫിസിക്സ് വാല. കമന്റ് ബോക്സ് അനങ്ങുന്നില്ല. ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ചാറ്റ് ബോക്സ് ഇങ്ങനെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നീറ്റ് ടഫ് ആണ് എന്ന് ഫീൽ ചെയ്തുകൊണ്ട് നീറ്റ് പ്രിപ്പറേഷൻ താല്പര്യമില്ലാതായി പോവാണോ എന്ന് എനിക്കറിയില്ല. ചില കുട്ടികളൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, കീം എക്സാം ആയതുകൊണ്ട് അതിന്റെ തിരക്കിലാണ്. അപ്പൊ അവർ അതിന് ശേഷം ലൈവായിട്ട് അവർക്ക് വാച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിലും പിന്നീടായിരിക്കും അവർ വാച്ച് ചെയ്യാന്നൊക്കെ മെസ്സേജ് അയക്കുന്ന കുട്ടികളുണ്ട്. എനിവേ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? ഓൺലി ടു എൻഷുർ വെദർ ദ ഓഡിയോ, വീഡിയോ, സ്ക്രീൻ, ചാറ്റ്, കമന്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ അല്ലയോ? ജസ്റ്റ് ഇതൊന്ന് മെൻഷൻ ചെയ്യാമോ?
എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാച്ച് ചെയ്യുന്നുണ്ട്, വാച്ചിങ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ കമന്റ്സ് ഒന്നും മെസ്സേജസ് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ആസ് യൂഷ്വൽ നമ്മളുടെ വാട്സ്ആപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സ്കാനർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അയ്യോ 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 ദൈവമേ, എൻ്റെ അമ്മേ. ഓക്കെ 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 ഓക്കെ, ഒറ്റ സെക്കൻഡ്, സംതിങ് ഹാപ്പൻഡ്. എന്ത് പറ്റി മല്ലയ്യ? ഓക്കെ ഓക്കെ, അതേപോലെ നമ്മളുടെ ഫിസിക്സ് വാലയുടെ ആപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 100% ഫ്രീ ആയിട്ട്, ഒരു രൂപ പോലും മുടക്കാണ്ട് നമുക്ക് ഫിസിക്സ് വാലയുടെ ആപ്പ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ആൻഡ് ഈ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സ്കാനറും ഈ ലിങ്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളുടെ ആപ്പിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളുടെയും എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ ചാപ്റ്ററുകളുടെയും ഷോർട്ട് നോട്ട്സ്, അതേപോലെ നിങ്ങളുടെ പ്രിപ്പറേഷന് ആവശ്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, PYQ ഡിസ്കഷൻ എല്ലാം നമ്മളുടെ ആപ്പിൽ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. യെസ്, എന്താണ് മെസ്സേജ്? കംപ്ലീറ്റ് NCERT പറയൂ. യെസ്, വിഷ്ണു ഫസ്റ്റ് ആയിട്ടാണോ നമ്മളുടെ ലൈവിൽ വരുന്നത്? നമ്മൾ കംപ്ലീറ്റ് NCERT പറയാറുണ്ട് കേട്ടോ. നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അനിമൽ കിങ്ഡം, ബയോമോളിക്യൂൾസ്, ഹ്യൂമൻ ഫിസിയോളജിയിലെ 6 ചാപ്റ്റേഴ്സ്, അതിനുശേഷം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ജെനറ്റിക്സ് 1, ജെനറ്റിക്സ് 2, ആൻഡ് നൗ വി ഹാവ് റീച്ച്ഡ് എവല്യൂഷൻ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് NCERT ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഡിസ്കഷൻ. ആൻഡ് ഓരോ ചാപ്റ്ററും ഡിസ്കസ് ചെയ്തതിന് ശേഷം ആ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ലൈവിൽ തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ എവല്യൂഷൻ ആണ് കേട്ടോ. ഓക്കെ, ആദ്യം എവല്യൂഷൻ, അതിനുശേഷമായിരിക്കും നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ഡിസ്കസ് ചെയ്യാം. റെഡി ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. അപ്പം നമ്മളുടെ ജെനറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. എവല്യൂഷൻ നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ വായിച്ചു പഠിക്കാൻ അങ്ങനെ ഒരു ചാപ്റ്റർ അല്ല. എവല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താ, പരിണാമ സിദ്ധാന്തം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? കുറെ കോൺസെപ്റ്റ്സ് ആണ്, കുറെ തിയറീസ് ആണ്, കുറെ ഐഡിയോളജീസ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുകയാണ് വേണ്ടത്. എവല്യൂഷൻ ആ ഫ്ലോ ചാർട്ട് ഒന്ന് എങ്ങനെ പഠിക്കണം എന്ന് പറയണേ. ഓക്കെ, ഏത് ഫ്ലോ ചാർട്ടിന്റെ കാര്യമാണെന്ന് മനസ്സിലായില്ല. ഹ്യൂമൻ എവല്യൂഷന്റെ കാര്യമാണോ? നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. വിഷ്ണു എല്ലാം ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് നോക്കാം. ഫൈൻ. അപ്പം നമ്മൾ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഏറ്റവും ഫസ്റ്റ് എവല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂണിവേഴ്സ് ഫോം ചെയ്തു. യൂണിവേഴ്സിൽ ഒരുപാട് ഗാലക്സീസ് ഫോം ചെയ്തു. അതിൽ മിൽക്കി വേ ഗാലക്സിയിൽ നമ്മളുടെ എർത്ത് ഫോം ചെയ്തു. എർത്തിലെ ഏറ്റവും ഫസ്റ്റ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തു. ജീവന്റെ തുടക്കം നമ്മളുടെ ഭൂമിയിൽ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? നമുക്കറിയില്ല ഈ ഒരു മിൽക്കി വേ ഗാലക്സിയിലെ എർത്തിൽ മാത്രമേ ലൈഫ് ഉള്ളൂ എന്നറിയില്ല. യൂണിവേഴ്സിൽ ഇതേപോലെ ഒരുപാട് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ പ്ലാനറ്റ്സോ എവിടെയെങ്കിലും ഒക്കെ ലൈഫ് ഉണ്ടാവും. ഏലിയൻ സ്പീഷീസ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാറ്റഗറീസ് ഉണ്ടാവും അല്ലെ? പക്ഷേ നമ്മൾ എർത്തിൽ നടക്കുന്ന ലൈഫിന്റെ എവല്യൂഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തു. ഏറ്റവും ഫസ്റ്റ് ഒറിജിനേറ്റ് ചെയ്ത ലൈഫ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആയിരുന്നു. റൈറ്റ്? അപ്പൊ ആ സിംഗിൾ സെൽഡ് ഓർഗാനിസംസിൽ നിന്ന് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഫോം ചെയ്തു. നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പ്ലാന്റ് കിങ്ഡം ആൻഡ് അനിമൽ കിങ്ഡം ഒക്കെ കണ്ടാണ് അല്ലെ? ഏറ്റവും സ്മോളർ ആയിട്ടുള്ള കോംപ്ലക്സിറ്റി കുറഞ്ഞ സിമ്പിൾ ഓർഗാനിസംസിൽ നിന്ന് നമ്മളുടെ ബയോഡൈവേഴ്സിറ്റി അത്രയധികം റിച്ച് ആയി മാറിയിട്ടുണ്ട്. മില്യൺസ് ഓഫ് സ്പീഷീസ് ആണ് ഉള്ളത് അല്ലെ? അപ്പൊ ആ സിംഗിൾ സെൽഡ് ഓർഗാനിസംസിൽ നിന്ന് വീണ്ടും ഫോം ചെയ്ത്
ഇത്ര വൈബ്രന്റ് ആയിട്ട്, ഇത്ര ഡൈവേഴ്സ് ആയിട്ട്, ഇത്ര ലൈഫ് ഫോംസ് എങ്ങനെ ഫോം ചെയ്തു? ആ ലൈഫിന്റെ ഫോർമേഷൻ ഓവർ ടൈം പീരിയഡ്, ഓരോ കാലഘട്ടങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഒരു ജീവികളിൽ ഒരു കൈൻഡ് ഓഫ് ജീവികളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ജീവികളിൽ നിന്ന് പരിണമിച്ച് ഇത്ര ഡൈവേഴ്സിഫൈ ചെയ്ത് ലിവിങ് ഓർഗാനിസംസ് എങ്ങനെ ഫോം ചെയ്തു എന്ന് പറയുന്ന സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാർബോണിഫറസ്, ട്രാസിക്, ജൂറാസിക്, ഓക്കെ വി വിൽ ഡിസ്കസ്. ഓക്കെ വിഷ്ണു, ഓക്കെ നമുക്ക് നോക്കാം. ശരി, ഓക്കെ. അപ്പൊ എവല്യൂഷൻ എന്ന് പറയുന്നത് ഫ്ലോറയുടെയും ഫോണയുടെയും അതേപോലെ എല്ലാ ഓർഗാനിസംസിന്റെയും ഫോർമേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒറിജിൻ ഓഫ് ലൈഫ് ഇസ് കൺസിഡേർഡ് ആസ് എ യൂണിക് ഇവന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് യൂണിവേഴ്സ്. നമുക്ക് എർത്തിലെ ഒറിജിൻ ഓഫ് ലൈഫ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് യൂണീക്ക് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ഇപ്പം നമ്മളുടെ യൂണിവേഴ്സിൽ ഇത് കംപ്ലീറ്റ് യൂണിവേഴ്സ് ആണെന്ന് വിചാരിച്ചോ, നമുക്ക് നമ്മളുടെ യൂണിവേഴ്സിന്റെ എൻഡ് ഒന്നും അറിയത്തില്ല. അതിന്റെ അറ്റം എവിടെയാണ്, അതിന്റെ ടിപ്പ് എവിടെയാണ്, ടോപ്പ് പാർട്ട് എവിടെയാണ്, ബോട്ടം പാർട്ട് എവിടെയാണ്, ഒന്നും അറിയില്ല അല്ലെ. അപ്പൊ എനിവേ നമുക്ക് ഈ എർത്തിൽ നടന്നിരിക്കുന്ന എവല്യൂഷൻ മാത്രമേ അറിയുള്ളൂ. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഒക്കെ പ്ലാനറ്റ്സിൽ എവിടെയെങ്കിലും ഒക്കെ എവല്യൂഷൻ നടന്നിട്ടുണ്ടാവും. പക്ഷെ ആ എവല്യൂഷൻ ഒരു പക്ഷേ നമ്മളുടെ എർത്തിൽ നടന്ന എവല്യൂഷൻ പോലെ ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി ഡിഫറെന്റ് ലൈക്ക്. അപ്പൊ ഈ എർത്തിൽ നടന്നിരിക്കുന്ന എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഇവന്റ്, ബൈ ചാൻസിൽ അതേ രീതിയിലൊക്കെ നടന്നു അല്ലെ. അങ്ങനെ ഒരു യുണീക്ക് ഇവന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ഫസ്റ്റ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ യൂണിവേഴ്സിന്റെ ഒറിജിനെ തന്നെ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം എർത്ത് എങ്ങനെ ഫോം ചെയ്തു ഡിസ്കസ് ചെയ്യും. അതിനുശേഷം എർത്തിലെ ലൈഫ് ഫോംസ് എങ്ങനെ ഡിസ്കസ് ചെയ്തു ലൈഫ് ഫോംസ് എങ്ങനെ ഫോം ചെയ്തു ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഈ ലൈഫ് ഫോംസിലെ എവല്യൂഷൻ നടക്കുന്നുണ്ട്. നമുക്ക് പല തിയറീസ് ഉണ്ടല്ലേ ലൈഫ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു എന്ന്. അപ്പൊ പലതരം തിയറീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനൊപ്പം തന്നെ നമ്മൾ കെമിക്കൽ എവല്യൂഷൻ, അതായത് എവല്യൂഷൻ ത്രൂ ആണ് ലൈഫ് ഇവിടെ ഫോം ചെയ്തതും ഡൈവേഴ്സിഫൈ ചെയ്തതും എന്ന് സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസസ് ഫോർ എവല്യൂഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു സിമ്പിൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ നടക്കുന്ന ചാപ്റ്റർ ആണ്. എനിവേ ലെറ്റ്സ് ഡിസ്കസ് ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. നമ്മളുടെ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന തിയറിയുടെ പേരാണ് ബിഗ് ബാങ് തിയറി. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മൾ ഓൾറെഡി ചാപ്റ്റർ പഠിച്ച ആളുകൾ ല്ലേ. ഈവൻ നമ്മൾ ബോർഡ് എക്സാമിന് പോലും നമ്മളുടെ ഫിസിക്സ് വാല +2 ചാനൽ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ എന്താണ് ഒരു 1.5 hours ചാപ്റ്റർ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ ഞാൻ തിയറീസും കോൺസെപ്റ്റ്സും ഒക്കെ പെട്ടെന്ന് പറഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ പറയുന്ന ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് കമന്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് കൂടിയ ഭാഗങ്ങളായിരിക്കും നമ്മൾ മെയിൻലി ഇവിടെ ഡിസ്കസ് ചെയ്യുക. ഫൈൻ, ഓക്കെ. അപ്പൊ എനിവേ ഈ ബിഗ് ബാങ് തിയറി ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ജോർജ് ലെമേറ്റർ ആണ് ഇൻ ദ ഇയർ 1927. അപ്പൊ എങ്ങനെയാണ് യൂണിവേഴ്സ് ഫോം ചെയ്യുന്നത് എന്താണ് പറയുന്നത്? ഒന്നുമില്ല, ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ, ഒരു വലിയ പൊട്ടിത്തെറിയിൽ കൂടിയാണ് യൂണിവേഴ്സ് ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ത്രൂ എ സിംഗുലാർ ഹ്യൂജ് എക്സ്പ്ലോഷൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളിപ്പം വാറിന്റെ ഒക്കെ കേസിൽ അല്ലെങ്കിൽ ബോംബൊക്കെ ഇടുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിച്ചു എന്ന് നമുക്കറിയാം. ആ പൊട്ടിത്തെറിക്കില്ല, അതായത് ഇത്രയും ഉണ്ടാവുള്ളൂ അല്ലേ. ഈ ഇനീഷ്യൽ ബോംബ് എന്ന് പറയുന്ന സാധനം ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും അതാ നമ്മുടെ പെണ്ണിപ്പൊ പൊട്ടിത്തെറിച്ചാണേ. ഓക്കെ, അപ്പം ഈ ബോംബ് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും ഒരു വലിയ ഏരിയയിൽ ഒരു എക്സ്പ്ലോഷൻ ആണല്ലേ നടക്കുന്നത്. ഇതേപോലെയൊന്നുമല്ല, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര രീതിയിൽ ഒരു സിംഗിൾ ഹ്യൂജ് എക്സ്പ്ലോഷൻ. നമ്മളിപ്പോ ആറ്റം ബോംബ് ഇട്ടിട്ടുണ്ടെങ്കിൽ ലോകം തന്നെ നശിക്കും എന്നൊക്കെ പറയൂലേ, അതേപോലെ തനിയെ നാച്ചുറൽ ആയിട്ട് ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ നടന്നപ്പോ വലിയൊരു പൊട്ടിത്തെറി നടന്നു. അതിന്റെ ടെമ്പറേച്ചർ കൂടുതലായിരുന്നു. അതിന് ഒരുപാട് ഗ്യാസസ് റിലീസ് ആയിട്ടുണ്ട്. നല്ല ടെമ്പറേച്ചറും എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ടെമ്പറേച്ചർ കൂടുതലായിരുന്നു. ഒരു തീ പൊട്ടിത്തെറിച്ചൊരു വലിയ തീ ഉണ്ടായ പോലെ തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാം. പിന്നീട് എന്ത് സംഭവിച്ചു? പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി നടന്ന് അത് കൂൾ ഡൗൺ ചെയ്ത് നോർമൽ പഴയ അവസ്ഥയിൽ കുറെ ആഷസ് ആയിട്ട് പോകുകയല്ല ചെയ്തത്. യൂണിവേഴ്സ് അങ്ങനെ ആ നോക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചോ? നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ഇതായിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ് പൊട്ടിത്തെറിയുടെ ഒറിജിൻ എന്ന് വിചാരിക്കുക. ഇതിങ്ങനെ പൊട്ടിത്തെറിച്ച ഉടനെ ആ ഒരു തീ ഗോളം അവിടെ നിന്ന് അതങ്ങ് ഓഫായി കുറെ ചാരമായിട്ട് മാറും അല്ല ചെയ്തത്. ആ ഹ്യൂജ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിങ്ങനെ
കൂൾ ഡൗൺ ചെയ്യണം, ഒന്ന് കാം ആയിട്ട് പഴയ പോലെ ആകാൻ ഒരുപാട് സമയമെടുത്തു. ഇതിന്ന് ഗ്യാസസ് ഇങ്ങനെ റിലീസ് ആവുക എന്ന് പറഞ്ഞാൽ ഇതിന്ന് കുറെ ഗ്യാസസ് മുകളിലേക്ക് പോയിട്ട് എക്സ്പാൻഷൻ ആണല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സ് അങ്ങനെ എക്സ്പാൻഡ് ചെയ്തു, ആ ഗ്യാസസ് അങ്ങ് പടർന്ന് പന്തലിച്ച് ദൂരേക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ആൻഡ് ഹെൻസ് ദ ടെമ്പറേച്ചർ കെയിം ഡൗൺ. അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഗ്യാസ് ഇങ്ങനെ അതിന്ന് റിലീസായി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വലിയ യൂണിവേഴ്സ്, ഇപ്പൊ നമ്മൾ കാണുന്ന യൂണിവേഴ്സിന് ഒരു എൻഡ് ഒന്നും ഇല്ല. ആ യൂണിവേഴ്സ് ഇങ്ങനെ ഫോം ചെയ്തതിനനുസരിച്ച് ആ ടെമ്പറേച്ചർ കൂൾ ഡൗൺ ചെയ്തുകൊണ്ടേയിരുന്നു. ഹൈഡ്രജനും ഹീലിയവും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോം ചെയ്തു. അതിൽ ചില ഗ്യാസസ് എന്തായി, ഗ്യാസസിന് നമ്മളുടെ ഗ്രാവിറ്റി ബേസിൽ അത് സെറ്റിൽ ചെയ്യും അല്ലേ. അപ്പം ഗ്രാവിറ്റേഷന്റെ ബേസിസിൽ അതിങ്ങനെ ചില നോക്ക്, ഇപ്പം എന്താ ഗ്രാവിറ്റിയുടെ ബേസിൽ ചില ഗ്യാസസ് ഇവിടെ കൂട്ടമായിട്ട് നിന്നു, ചില ഗ്യാസസ് ഇവിടെ കൂട്ടമായിട്ട് നിന്നു, ചില ഗ്യാസസ് ഇവിടെ കൂട്ടമായിട്ട് നിന്നു, ഗ്രാവിറ്റി അനുസരിച്ചല്ലേ. അപ്പൊ ഇതുമായിട്ട് അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ ഗ്രാവിറ്റിയുടെ ബേസിസിൽ ചില ഗ്യാസസ് അവിടെ കൂട്ടമായിട്ട് നിന്നു. ആ ഫോം ചെയ്ത കൂട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, ആ ഫോം ചെയ്ത കൂട്ടത്തിനെയാണ് നമ്മൾ ഗാലക്സീസ് എന്ന് വിളിച്ചത്. സോ ഹ്യൂജ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സീസ്, അങ്ങനെ ഒരുപാട് ക്ലസ്റ്റേഴ്സ് ഇതിന്റെ പല ഭാഗത്തായിട്ട് ചിന്നിച്ചിതറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നു. ഇതെല്ലാം കൂടെ ഈ ഹ്യൂജ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സി എല്ലാം കൂടെ കൂടിച്ചേർന്നാണ് നമ്മളുടെ ഗാലക്സി എന്ന് പറയുന്നത്. ഒരു ഗാലക്സി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് കുറെ ഡസ്റ്റ്, സ്മോക്ക്, ഗ്യാസ്, അതേപോലെ കുറെ സ്റ്റാർസ്, കുറെ ചിന്നിട്ട് ചിതറിയ കുറെ സ്റ്റാറുകൾ എല്ലാം കൂടെ കൂടിച്ചേർന്നാണ് നമ്മളുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള നമുക്ക് ഒറിജിൻ ഓഫ് യൂണിവേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. ഇനി അടുത്ത് നമ്മൾ ഒറിജിൻ ഓഫ് എർത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിഫോർ ദാറ്റ്, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എത്രയോ നാളുകൾക്ക് മുമ്പ്, ഓൾമോസ്റ്റ് 20 ബില്യൺ ഇയേഴ്സ് അഗോ നടന്നു. നോക്ക്, 1ഉം 2ഉം 1000ഉം 10,000ഉം അല്ല, മില്യനും അല്ല, ബില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. 20 ബില്യൺ ഇയേഴ്സ് അഗോ യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ സംഭവിച്ചു, യൂണിവേഴ്സിന്റെ ഫോർമേഷൻ സംഭവിച്ചു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനൊക്കെ എത്രയോ ശേഷം, അതായത് അതിൽ നിന്ന് ഓൾമോസ്റ്റ് 15.5 ബില്യൺ ഇയേഴ്സിന് ശേഷം വെറും 4.5 ബില്യൺ ഇയേഴ്സ് അഗോ ആണ് ആ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിന്ന് ഓൾമോസ്റ്റ് ഒരു 15.5 ബില്യൺ ഇയേഴ്സിന് ശേഷമാണ് എർത്തിന്റെ ഫോർമേഷൻ അവിടെ സംഭവിച്ചത്. സോ ഒറിജിൻ ഓഫ് എർത്ത്, എർത്ത് ആ മിൽക്കി വേ ഗാലക്സിയിലാണ് നമ്മൾ എർത്ത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹ്യൂജ് എക്സ്പ്ലോഷൻ ആണ് നടന്നത്, അവിടെ ഗാലക്സി ഫോം ചെയ്തു. അപ്പൊ ഈ മിൽക്കി വേ ഗാലക്സിയിൽ നമ്മളുടെ എർത്ത് എന്ന് പറയുന്ന ഇനീഷ്യൽ എന്തായിരുന്നു, ഒരു കത്തുന്ന തീഗോളമായിരുന്നു. ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട് ഫോം ചെയ്ത് ആ ഒരു മിൽക്കി വേ ഗാലക്സിയിൽ ചിന്നിച്ചിതറിയെത്തിയ ഒരു ഹോട്ട് ബോൾ ആണ് നമ്മളുടെ എർത്ത് എന്ന് പറയുന്നത്. അതിങ്ങനെ കത്തിക്കൊണ്ടേയിരുന്നു അല്ലെ, പൊട്ടിത്തെറിച്ച് ഫോം ചെയ്തതാണ്. അപ്പൊ ആ മിൽക്കി വേ ഗാലക്സിയിൽ നമ്മളുടെ എർത്ത് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരുന്നു. ഇനീഷ്യലി ഇറ്റ് വാസ് എ ഹോട്ട് ബോൾ ഓഫ് ഫയർ. എന്നിട്ടോ അതിൻ്റെ ഉള്ളിൽ കത്തുന്ന തീഗോളം എന്ന് പറയുമ്പോൾ, ജസ്റ്റ് തീ എന്ന് പറയുമ്പോൾ എന്താ, തീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ തീ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ, ഒരുപാട് ഗ്യാസസ് ഉണ്ടായിരിക്കും, കുറെ മെറ്റാലിക് വേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇനീഷ്യലി ഈ കത്തിക്കൊണ്ടിരുന്ന ഹോട്ട് ബോൾ ഓഫ് ഫയർ ആയിട്ടുള്ള നമ്മളുടെ എർത്തിലും എന്തുണ്ടായിരുന്നു, കുറെ മെറ്റാലിക് വേപ്പേഴ്സും അതേപോലെ കുറെ ഹോട്ട് ഗ്യാസസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത്, ആ കത്തിക്കൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ അറ്റ്മോസ്ഫിയർ, ലിതോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ഇങ്ങനെ ഒന്നും സെപ്പറേറ്റഡ് ആയിട്ട് ില്ല. ഓക്കെ, അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ അത് കൂൾ ഡൗൺ ചെയ്തുകൊണ്ടേയിരുന്നു. കൂൾ ഡൗൺ ചെയ്യുന്നതിനനുസരിച്ച് അതിലുള്ള മെറ്റാലിക് വേപ്പേഴ്സിന് കുറച്ചും കൂടെ വെയിറ്റ് കൂടുതലായിരിക്കും. സോ മെറ്റാലിക് വേപ്പേഴ്സ് എന്ത് ചെയ്തു, കണ്ടൻസ് ചെയ്തു. ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ മെറ്റാലിക് വേപ്പേഴ്സ് ആണ് ഏറ്റവും ഫസ്റ്റ് കണ്ടൻസ് ചെയ്തത്, അതായത് കട്ടി പിടിച്ചത്. എന്നിട്ട് അക്കോർഡിംഗ് ടു ദ ഡെൻസിറ്റി അവരെന്തായി, ലിതോസ്ഫിയർ ആയിട്ട് മാറി, ഭൂമിയായിട്ട് മാറി, ലിതോസ്ഫിയർ അല്ലെ, ലാൻഡ് പാർട്ടായിട്ട് മാറി. അപ്പൊ ഏറ്റവും ഫസ്റ്റ് മെറ്റാലിക് വേപ്പേഴ്സ് കണ്ടൻസ് ചെയ്ത് കൂൾ ഡൗൺ ചെയ്ത ലാൻഡ് ആണ് എർത്തിൽ ഫോം ചെയ്തത്. അതിനുശേഷം ഈ കൂളിംഗ് കണ്ടിന്യൂ ചെയ്തു. അപ്പം ഈ മോൾട്ടൻ മാസ് ആണ്, ഈ കത്തുന്ന തീ കൊളത്തുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും ഉള്ളിലുള്ള ഭാഗങ്ങളിൽ നിന്ന് സർട്ടൻ ഗ്യാസസ് പുറത്തേക്ക് റിലീസായി. ഉള്ളിൽ നിന്നുള്ള ചില ഗ്യാസസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്തു, ഓക്കെ, റിലീസ് ചെയ്തു. എന്നിട്ട് അതെന്ത് ചെയ്തു, അവർ ഈ എർത്തിനെ ചുറ്റും പുറം ഭാഗത്തായിട്ട് ഇങ്ങനെ ആവരണം ചെയ്തു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഉള്ളിലുള്ള ഗ്യാസ്, വെയിറ്റ് കുറഞ്ഞ ഗ്യാസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്താണ് അല്ലെ, അതിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ റെഡ്യൂസിങ് ടൈപ്പ് ആയിരുന്നു. എന്ന് വെച്ചാൽ അവിടെ എന്തുണ്ടായിരുന്നില്ല, ഓക്സിജൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്താണ്, നിറച്ചും ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ഈ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ വേറെ ഏതൊക്കെ ഗ്യാസസ് ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്. വാട്ടർ അല്ല, വാട്ടർ വേപ്പർ ആണ് ഇൻ ദ ഗേഷ്യസ് ഫോം.
നോർമൽ വാട്ടർ ഇല്ല, വേപ്പർ ഫോമിലുള്ള വാട്ടർ വേപ്പർ H2 ആണ് പ്രസന്റ്. അതേപോലെ മീഥെയിൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അമോണിയ ഉണ്ട്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളാം, H2 ഉണ്ട്, മീഥെയിൻ ഉണ്ട്, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതേപോലെ അമോണിയ ഉണ്ട്. ദീസ് ആർ ദ ഗ്യാസസ് വിച്ച് ആർ പ്രസന്റ് ഇൻ ദി പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിച്ചു? നമ്മളുടെ യു വി റേസ് ഫ്രം ദി സണ്ണിൽ നിന്നുള്ള യു വി റേസ് ഈ പറഞ്ഞ വാട്ടറിനെ H2O എന്തായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു? ഹൈഡ്രജനും അതേപോലെ ഓക്സിജനുമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. ലൈറ്റർ ആയിട്ടുള്ള ഹൈഡ്രജൻ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജന് വെയിറ്റ് കുറവാണ് അല്ലേ? ഹൈഡ്രജൻ എന്ത് ചെയ്യും? മുകളിലേക്ക് വീണ്ടും എസ്കേപ്പ് ചെയ്യും. ഓക്കെ, ഇത് ഹൈഡ്രജൻ എസ്കേപ്പ്. അപ്പൊ ഇവിടെ വെറുതെ നിൽക്കുന്ന ഓക്സിജൻ എന്ത് ചെയ്തു? അതവിടെയുള്ള അവിടെ പ്രസന്റ് ആയിട്ടുള്ള അമോണിയയുമായിട്ട് കമ്പൈൻ ചെയ്തു, മീഥെയിനുമായിട്ട് കമ്പൈൻ ചെയ്തു, അമോണിയം മീഥെയിനുമായിട്ട് കമ്പൈൻ ചെയ്തു. എന്നിട്ട് വീണ്ടും മോർ വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, വേറെ കുറെ ഗ്യാസസ് ഒക്കെ ഫോം ചെയ്തു. ആ സമയത്ത് എന്ത് ആബ്സെന്റ് ആയിരുന്നു? ഇപ്പൊ സണ്ണിൽ നിന്നുള്ള യു വി റേസ് ആണ് ഡയറക്ട്ലി H2O ബ്രേക്ക് ഡൗൺ ചെയ്തത് അല്ലെ? അപ്പൊ ഈ എർത്തിന് ചുറ്റുമുള്ള ഓസോൺ ലെയർ, O3 എന്ന് നമ്മൾ വിളിക്കുന്ന ഓസോൺ ലെയർ ആ ടൈമിൽ അവിടെ ആബ്സെന്റ് ആയിരുന്നു. ഓസോൺ ലെയർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പതിയെ 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 എർത്ത് വീണ്ടും കൂൾ ഡൗൺ ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരുപാട് വാട്ടർ വേപ്പർ, ഇവിടെ വീണ്ടും ഇവിടെ നമ്മുടെ NH3യും അതേപോലെ CH4ഉം ആയിട്ട് റിയാക്ട് ചെയ്ത് കൂടുതൽ വാട്ടർ ഇൻ ഗേഷ്യസ് ഫോം ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ കൂളിംഗ് സംഭവിക്കുന്നതിനനുസരിച്ച് ഈ വാട്ടർ വേപ്പർ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ തണുത്ത് കഴിയുമ്പം അത് താഴെ മഴയായിട്ട് പെയ്തിറങ്ങും. അപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ എർത്ത് എന്താണ്? കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ സ്ഫെറിക്കൽ ആയിട്ട് ഇരിക്കില്ല. അതിനുള്ളിൽ കുറെ കുഴികളൊക്കെ ഉണ്ട്, ഡിപ്രഷൻസ് ഒക്കെ ഉണ്ട്. അവിടെ മുഴുവൻ ഈ തണുത്തുറഞ്ഞ് വീണ മഴ എന്ത് ചെയ്തു? ഫില്ല് ചെയ്തു. അതെന്തായിട്ട് മാറി? ഓഷ്യൻ ആയിട്ട് മാറി. അവിടെ എന്ത് ഫോം ചെയ്തു? ഹൈഡ്രോസ്ഫിയർ ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ എന്തൊക്കെ അവിടെ ഫോം ചെയ്തു? അറ്റ്മോസ്ഫിയറിന്റെ ഫോർമേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, ലിതോസ്ഫിയറിന്റെ ഫോർമേഷൻ ഡിസ്കസ് ചെയ്തു, ഹൈഡ്രോസ്ഫിയറിന്റെ ഫോർമേഷൻ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഓൾമോസ്റ്റ് എർത്ത് ഒരു പരുവത്തിലേക്കായി മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന പരുവത്തിലേക്കൊന്നും ആയി മാറിയിട്ടില്ല. അപ്പൊ എർത്തിന്റെ ഒറിജിൻ നമ്മൾ എത്ര ബില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ എന്നാണ് പറയുന്നത്? 4.5 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് അല്ലെ? ഓക്കെ, എർത്ത് ആദ്യം ഫോം ചെയ്തിട്ട് വേണം എർത്തിൽ ഹൈഡ്രോസ്ഫിയറും ലിതോസ്ഫിയറും അറ്റ്മോസ്ഫിയറും ഫോം ചെയ്തിട്ട് വേണം അവിടെ എന്ത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്? ഓർഗാനിസംസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ ലൈഫ് appeared 500 million years after the formation of Earth, that is almost 4 billion years back. എന്ന് വിചാരിച്ച് ഈ 500 മില്യൺ ഇയേഴ്സിന് ശേഷം 4.5 ബില്യൺ ഇയേഴ്സ് ഒക്കെ എന്ത് ഫോം ചെയ്തു? എർത്ത് ഫോം ചെയ്തു. ഉടനെ 500 മില്യൺ ഇയേഴ്സിന് ശേഷം ഇവിടെ കുറെ ജീവികൾ ഇവിടെ വന്നു എന്നല്ല നമ്മൾ അർത്ഥമാക്കേണ്ടത്. 500 മില്യൺ ഇയേഴ്സ് എടുത്തു എന്തിനു വേണ്ടിയിട്ട്? ലൈഫിന്റെ ഫോർമേഷൻ ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉടനെ 500 മില്യൺ ഇയേഴ്സ് ഒക്കെ എന്ന് വെച്ചാൽ 4 ബില്യൺ ഇയേഴ്സ് ഒക്കെ ഇവിടെ ജീവൻ പ്രത്യക്ഷപ്പെട്ടു എന്നല്ല, ലൈഫിന്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഓർഗാനിസം, ഫസ്റ്റ് സെല്ലാർ ഓർഗാനിസം എപ്പോഴാണ് ഫോം ചെയ്തെന്നൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ കാണും. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണോ? നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? യൂണിവേഴ്സിന്റെ ഫോർമേഷൻ ഡിസ്കസ് ചെയ്തു, എർത്തിന്റെ ഫോർമേഷൻ ഡിസ്കസ് ചെയ്തു. ഇനിയാണ് എർത്തില് ലൈഫ് എങ്ങനെ ഫോം ചെയ്തു എന്ന് പറയുന്ന പല തിയറീസ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയോ? ഇല്ല. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ നടന്ന കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ? ഓൾ ആർ അസെപ്ഷൻസ്, കുറെ ഹൈപ്പോത്തസിസുകൾ, കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ നിർവചിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ തിയറീസ് പല ഫിലോസഫേഴ്സ് പറയും. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട്, ഏറ്റവും എവിഡൻസ് ഉള്ള, ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന, ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ളത് നമ്മൾ വിശ്വസിക്കും. ചിലപ്പോൾ മെജോറിറ്റി എല്ലാ ആളുകൾക്കും ഒരേ കാര്യം ആയിരിക്കില്ല കൺവിൻസ് ചെയ്യുക. ചില ഗ്രൂപ്പ് ഒരു പെർട്ടിക്കുലർ തിയറി വിശ്വസിക്കും, ചില ആളുകൾക്ക് കുറച്ചും കൂടെ കൺവിൻസ്ഡ് ആവുന്നത് വേറൊരു തിയറി ആയിരിക്കും. സയന്റിഫിക് വേൾഡിനെ കൺവിൻസ് ചെയ്യുന്ന മെജോറിറ്റി സയന്റിസ്റ്റുകൾക്കും കൺവിൻസ്ഡ് ആവുന്ന ഒരു തിയറി ഉണ്ടായിരിക്കും. അപ്പൊ എനിവേ നമ്മൾ എർത്തില് ലൈഫിന്റെ ഫോർമേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കുറെ അധികം തിയറീസ് ഉണ്ട് അബൌട്ട് ദി ഒറിജിൻ ഓഫ് ലൈഫ്. അതിൽ ചില തിയറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സയന്റിഫിക് വേൾഡ് ഏറ്റവും വിശ്വസിക്കുന്ന തിയറി ഏതാണ്, കാരണം അതിന് എന്ത് എവിഡൻസ് ആണുള്ളത് തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റെഡി? യെസ്, ശരൺ, ഹലോ, ഹൗ ആർ യു ശരൺ? ഹലോ, ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഷാൽ വി ഡിസ്കസ് ദ റിമൈനിങ് ടോപ്പിക്സ്? ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ റിമൈനിങ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ പോവാണേ.
സോ ഇനിയെല്ലാം നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് എല്ലാം സെന്റൻസ് ബൈ സെന്റൻസ് വായിക്കില്ല, ജസ്റ്റ് ആ ഒരു തിയറി എന്താണ് പറയുന്നത് അത്ര മാത്രമേ പറയുള്ളൂ. ഓക്കെ, അപ്പം തിയറീസ് ഓൺ ദി ഒറിജിൻ ഓഫ് ലൈഫ്. ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് കോസ്മോജനിക് തിയറി ഓർ തിയറി ഓഫ് പാൻസ്പെർമിയ. എന്താണ് ഈ തിയറി പറയുന്നത്? ഒരു മണ്ടൻ തിയറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എക്സ്പ്ലെയിൻസ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒറിജിൻ ഓഫ് ലൈഫ്. അതായത് നമ്മളുടെ എർത്ത് ഇങ്ങനെ യൂണിവേഴ്സിലിരിക്കുകയാണ്. ദിസ് ഇസ് ദ മിൽക്കി വേ ഗാലക്സി. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുറെ കമ്പോണൻസ് ഉണ്ട്, കുറെ സ്റ്റാർ, കുറെ ഡസ്റ്റ്, കുറെ ഗ്യാസസ്, വേറെ കുറെ പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ട്. സോ ലെറ്റ് ദിസ് ബി ദ എർത്ത്. ഓക്കെ, ഇതാണ് എർത്ത് എന്ന് വിചാരിക്കുക. ഓക്കെ, യെസ്, ഫൈൻ. നൗ ഐ ക്യാൻ സീ ദ കമന്റ്സ്. ഓക്കെ, അപ്പം ഇതാണ് എർത്ത് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഈ എർത്തില് നമ്മളുടെ യൂണിവേഴ്സിന്റെ വേറെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന്, അതായത് യൂണിവേഴ്സിന്റെ വേറെ ഏതെങ്കിലും പ്ലാനറ്റ്സിൽ നിന്നോ നമ്മളിപ്പോ സ്പേസ് എന്ന് വിളിക്കുന്ന സ്ഥലത്തു നിന്നോ എന്തോ സാധനങ്ങൾ ഭൂമിയിലേക്ക് ഇങ്ങനെ പൊഴിഞ്ഞു വീണു സ്പോറുകളുടെ രൂപത്തിൽ. നമ്മളിപ്പം ചില ഓർഗാനിസംസിന്റെ ഫംഗസിന്റെ ഒക്കെ സ്പോർസ് പറയും, അതേപോലെ പ്ലാന്റ്സിന്റെ ഒക്കെ സീഡ്സ് പറയും അല്ലെ. അതേപോലെ എന്തോ ഒരു സാധനം ചിന്നിച്ചിതറി സ്പോറ് പോലത്തെ കുറെ സാധനങ്ങൾ ഭൂമിയിലേക്ക് വീണു. അപ്പം സീഡ് മണ്ണിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടി മുളയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ സ്പോർസ് ജനറേറ്റ് ചെയ്യുന്ന പോലെ, സ്പോർസ് ജെർമിനേറ്റ് ചെയ്യുന്ന പോലെ ആ പുറമേന്ന് വന്നിരിക്കുന്ന ആ വസ്തുക്കള് എന്തായി, ജീവനായി മാറി എന്നാണ് ഈ മണ്ടൻ തിയറി പറയുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻസ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒറിജിൻ ഓഫ് ലൈഫ് തിയറി ചില ഗ്രീക്ക് തിങ്കേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഔട്ടർ സ്പേസിന് സ്പേഴ്സ് വന്നു, അതിന് നമ്മൾ പാൻസ്പെർമിയ എന്നാണ് പറയുന്നത്. ലൈഫ് കെയിം ടു എർത്ത് ആൻഡ് അതർ പ്ലാനറ്റ്സ് ഇൻ ദ ഫോം ഓഫ് സ്പോർസ് ഫ്രം ഔട്ടർ സ്പേസ്. നമ്മളുടെ സ്പേസിൽ നിന്ന് പൊഴിഞ്ഞു വീണ് എന്തൊക്കെയോ സ്പോർസ് വന്നു, അത് ജീവനായിട്ട് മാറി, അത് ജീവികളായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഇപ്പോഴും ചില ആസ്ട്രോണമേഴ്സ് ഒക്കെ ഈ ഒരു തിയറി വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ, അബയോജെനസിസ് ഓർ ഓട്ടോജെനസിസ് എന്ന് പറയും. എന്താണ് ഈ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ പറയുന്നത്? ഈ തിയറി പ്രകാരം ലൈഫ്ലെസ് ആയിട്ടുള്ള, ജീവനില്ലാത്ത, ഡീക്കേയിങ് ആയിട്ടുള്ള, അതായത് നമ്മളിപ്പം നമ്മളുടെ ഒരു മഡ് എടുക്കുക അല്ലെങ്കിൽ സ്ട്രോ എടുക്കുക. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ വേസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ലേ, നമ്മൾ വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഒരു സ്ഥലത്തുണ്ടാവും ചിലപ്പോൾ ഫ്ലൈസ് ഉണ്ടാവും, ഈച്ചകൾ ഉണ്ടാവും, എലി ഉണ്ടായിരിക്കും അല്ലെ. അതേപോലെ നമ്മളൊരു അരിച്ചാക്ക് കൺസിഡർ ചെയ്യുക. ആ ചാക്കിന്റെ ഉള്ളിൽ നിറച്ചു അരിയായിരിക്കും, അതിൻ്റെ ഉള്ളിൽ കുറെ ബീറ്റിൽസ് ഉണ്ടാവും, കുറെ പ്രാണികൾ ഉണ്ടാവും, കുറെ ജീവികൾ ഉണ്ടാവും അല്ലെ. അതേപോലെ നമ്മളുടെ ചീഞ്ഞളിഞ്ഞ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ വൈക്കോൽ എടുക്കുക, അതായത് സ്ട്രോ ഇല്ലേ, പശുവിന് കൊടുക്കുന്ന വൈക്കോൽ, അതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ കുറെ ജീവികൾ അതിൽ നിന്നൊക്കെ പുറത്തു വരുന്ന കാണും അല്ലെ. അപ്പൊ ഈ തിയറി എന്താ പറയുന്നതെന്ന് അറിയോ, അല്ലെങ്കിൽ ഈ തിയറി എന്താ വിശ്വസിക്കുന്നതെന്ന് അറിയോ? ആ ചീഞ്ഞളിഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്ന ഫ്ലൈസും എലികളും ഒക്കെ അതിന്ന് ഫോം ചെയ്തതാണ്. ആ വസ്തുക്കളിൽ നിന്ന് ഒരു ജീവി ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടായി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അരിച്ചാക്കിൻ്റെ ഉള്ളിൽ കുറെ അരി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്, അതിന്ന് ഈ ജീവികൾ ഉണ്ടായി എന്നാണ്. നാച്ചുറലി തനിയെ ആ അരിയുടെ ഇടയിൽ നിന്ന് ഈ ജീവികൾ ഉണ്ടായി എന്നാണ് ഈ തിയറി വിശ്വസിക്കുന്നത്. ഇതാണ് എന്താ പറയുന്നത്, അബയോജെനസിസ് ഓർ സ്പോണ്ടേനിയസ് ജനറേഷൻ പറയുന്നത്. ലൈഫ് സ്പോണ്ടേനിയസ് ആയിട്ട് ലൈഫ്ലെസ് ആയിട്ടുള്ള ഡീക്കേയിങ് ആൻഡ് റോട്ടിംഗ് മാറ്റർ സ്ട്രോയിൽ നിന്നും മഡിൽ നിന്നൊക്കെ ഫോം ചെയ്തു എന്നാണ് ഈ തിയറി വിശ്വസിക്കുന്നത്. മണ്ടന്മാരായിട്ടുള്ള ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മണ്ടന്മാരൊന്നുമല്ല, അവരുടെ ഒരു തിയറിയാണിത്. തെയിൽസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, വോൺ ഹെൽമോണ്ട് എല്ലാം ഉണ്ട്. ഓക്കെ, അടുത്ത തിയറി എന്ന് പറയുന്നത് തിയറി ഓഫ് ബയോജെനസിസ് വിച്ച് ഇസ് പ്രപ്പോസ്ഡ് ബൈ ലൂയിസ് പാസ്റ്റേർ 1859. തിയറി ഓഫ് ബയോജെനസിസ് ആണ്. ഇവിടെ അബയോജെനസിസ്, നോൺ ലിവിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസിന് ലൈഫ് ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. ദിസ് ഇസ് ബയോജെനസിസ്, ലിവിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്ന്. ലൂയിസ് പാസ്റ്റർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലൈഫ് ഒറിജിനേറ്റ്സ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. ഇവിടെ മുൻപ് പറഞ്ഞിരിക്കുന്ന പോലെ ചെളിയുന്നോ അല്ലെങ്കിൽ മഡ്ഡിന്നോ സ്ട്രോയിന്നോ വൈക്കോലിന്നോ ജീവനില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും ജീവൻ ഉണ്ടാവില്ല. ജീവൻ ഉണ്ടാവണമെങ്കിൽ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലൈഫ്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ജീവനിൽ നിന്ന് മാത്രമേ പുതിയൊരു ജീവന് ഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ലൂയിസ് പാസ്റ്റർ പറഞ്ഞത്. പക്ഷേ നമുക്ക് ഈ തിയറി, ഓ യെസ് ഫൈനൽ, ദിസ് ഇസ് ദ തിയറി ഓഫ് ഫോർമേഷൻ ഓഫ് ലൈഫ്, ഇങ്ങനെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്. അത് ഏറ്റവും ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ലൂയിസ് പാസ്റ്റർ ആണെന്ന് പറയാനോ കൺക്ലൂഡ് ചെയ്യാനോ പറ്റത്തില്ല. കാരണം എന്താണ്, ലൂയിസ് പാസ്റ്ററിന് ഇത് പറയല്ലാതെ ഇതിനൊരു കറക്റ്റ് ആയിട്ടൊരു പ്രൂഫ് തരാൻ പറ്റിയിട്ടില്ല. സോ ദർ വാസ് എ ക്രിറ്റിസിസം എഗൻസ്റ്റ് ബയോജെനസിസ്. ദ തിയറി ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ഫസ്റ്റ് ലൈഫ്. അങ്ങനെയാണെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്ന് ഫസ്റ്റ് ലൈഫ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, വാട്ട് ഇസ് ദ എവിഡൻസ്, അങ്ങനെ ഒരു കാര്യം ലൂയിസ് പാസ്റ്ററിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത തിയറി എന്ന് പറയുന്നത്, ഈ തിയറി ഇവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു തിയറി പറയാം.
യെസ്, തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ എന്താ പറയുന്നതെന്ന് അറിയോ? നമ്മളുടെ റിലീജിയസ് ബിലീഫ് പ്രകാരം ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന എല്ലാ ജീവനുള്ള ഓർഗാനിസംസും ആസ് സച്ച് ക്രിയേഷന്റെ സമയത്ത്, സൃഷ്ടിയുടെ സമയത്താണ് ഫോം ചെയ്തത് എന്നാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ പറയുന്നത്. നമ്മളുടെ ബൈബിൾ, ഖുറാൻ അങ്ങനെയുള്ള റിലീജിയസ് ബിലീഫ് പ്രകാരം പറയുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഏറ്റവും കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട തിയറി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ആണ്. ഓക്കെ, ഇതാണ് സയന്റിഫിക് വേൾഡ് ഏറ്റവും ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ഓഫ് ലൈഫ് എന്താ പറയുന്നതെന്ന് അറിയോ? ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് കുഡ് ഹാവ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ്. നോൺ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസ് എന്നാണ് ലൈഫ് ഫോം ചെയ്തത്. ആൻഡ് ദാറ്റ് ഫോർമേഷൻ ഓഫ് ലൈഫ് വാസ് പ്രിസീഡഡ് ബൈ കെമിക്കൽ എവല്യൂഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണാം. സോ ഈ സെന്റൻസ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അങ്ങനെ തന്നെ കുറിച്ച് വെച്ചോളൂ. പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നാണ് ലൈഫ് ഫോം ചെയ്തത്. അതിനുശേഷം chemical evolution proceed ചെയ്തു. And that formation of life was preceded by chemical evolution, formation of diverse organic molecules from inorganic constituents. കുറച്ചും കൂടെ കൃത്യമായിട്ട് ഈ സെന്റൻസിനെ ഞാൻ ഒന്ന് കേറി മുറിച്ച ഇത്രയുള്ളൂ കെമിക്കൽ എവല്യൂഷൻ ഓഫ് ലൈഫ്. ഈ സെന്റൻസ് ആണ് കെമിക്കൽ എവല്യൂഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിലെ നോൺ ലിവിങ്, ലിവിങ്, പ്രിമിറ്റിങ്, പ്രിസീഡഡ്, പ്രൊസീഡഡ്, ഓർഗാനിക് മോളിക്യൂൾസ്, ഇനോർഗാനിക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നമ്മൾ ലിവിങ് ഓർഗാനിസംസ്, ബയോമോളിക്യൂൾസ് ഒക്കെ പഠിച്ച ആളുകളാണ് അല്ലെ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇത് പുറകോട്ടൊന്ന് വരച്ചു തരാണേ. ഒരു ലിവിങ് ഓർഗാനിസത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബോഡി എന്ത് വെച്ചിട്ടാ ഫോം ചെയ്തിരിക്കുന്നത്? നമ്മളുടെ ബോഡിയിൽ ഒരുപാട് മാക്രോമോളിക്യൂൾസ് ഉണ്ട് അല്ലെ. ഒരുപാട് മാക്രോമോളിക്യൂൾസ്, പോളിമേഴ്സ് ഉണ്ട് അല്ലെ. ഈച്ച് ആൻഡ് എവറി സെൽ നമ്മൾ ഫൈനലി സെല്ല് വെച്ചിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മളുടെ സെൽസ് നോക്കുകയാണെങ്കിൽ സെല്ലിന്റെ ഉള്ളിൽ പോളിമേഴ്സ് ആയിട്ടുള്ള RNA ഉണ്ട്, DNA ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്. ഇതേപോലെയുള്ള കുറെ വസ്തുക്കൾ വെച്ചിട്ടാണ് നമ്മളുടെ സെല്ലുകൾ ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതെല്ലാം ഫോം ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാ? ഇതെല്ലാം ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് മോണോമേഴ്സ് വെച്ചിട്ടാണ്. ഏതാണ് ഈ മോണോമേഴ്സ്? RNA, DNA, അതിനൊക്കെ മോണോമേഴ്സ് ആയിട്ട് നമുക്ക് ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സ്, മോണോസാക്രൈഡ്, സിമ്പിൾ ഷുഗേഴ്സ് ഉണ്ട്. സിമ്പിൾ ഷുഗേഴ്സ് എന്നതാണ് സിമ്പിൾ ഷുഗേഴ്സ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്, ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇതേപോലെയുള്ള കുറെ കുഞ്ഞു കുഞ്ഞു വസ്തുക്കൾ ഉണ്ട് അല്ലെ. ഇവരൊക്കെ ആക്ച്വലി എന്തെന്നാ ഫോം ചെയ്തിരിക്കുന്നത്? ഇവരൊക്കെ എന്താണ്? ഈ മോണോമേഴ്സും പോളിമേഴ്സും, അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ന്യൂക്ലിയോടൈഡ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഇവരെല്ലാം എന്താണ്? ഈ കാറ്റഗറി എല്ലാം ഓർഗാനിക് ആണ് അല്ലേ. ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇതെല്ലാം പറയുന്നത്. പക്ഷെ ഇവരെല്ലാം എന്ത് വെച്ചിട്ടാ ഫോം ചെയ്തിരിക്കുന്നത്? ഇവർ ഫോം ചെയ്തിരിക്കുന്നത് കുറെ ഇനോർഗാനിക് മോളിക്യൂൾസ് എന്നാണ്. ഇനോർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസ്, ലൈക്ക് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? അമോണിയ ഉണ്ടാവും. ഞാൻ ഫുള്ളായിട്ട് എഴുതുന്നില്ല. അമോണിയ ഉണ്ടാവും, മീഥേൻ ഉണ്ടാവും. ഇതേപോലെയുള്ള ഇനോർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസിൽ നിന്ന്, ഇനോർഗാനിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന മോണോമേഴ്സ് എല്ലാം ഫോം ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ ഇനോർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസ് നമ്മളുടെ എലമെന്റ്സിൽ നിന്ന്, ചിലപ്പോൾ നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, ഇങ്ങനെയുള്ള എലമെന്റ്സ് എല്ലാം ഉണ്ടായിരിക്കും. ഈ എലമെന്റ്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ ഇനോർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. ഇനോർഗാനിക് മോളിക്യൂൾസ് കൂടി ചേർന്ന് ഓർഗാനിക് മോണോമേഴ്സ്, മോണോമേഴ്സ് വീണ്ടും കമ്പൈൻ ചെയ്ത് പോളിമേഴ്സ്, ആ പോളിമേഴ്സ് സെല്ലായിട്ട് മാറുന്നു. സെല്ലുകൾ അഗ്രിഗേറ്റ് ചെയ്ത് പല ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സെല്ലുകൾ പിന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ട്, പിന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഏറ്റവും സിമ്പിൾ യൂണിസെല്ലുലാർ ഓർഗാനിസം കഴിയുമ്പോൾ തന്നെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സെല്ലുലാർ അഗ്രിഗേറ്റ്സ് ആയിട്ട് നിൽക്കുന്ന പോറിഫറ പോലെയുള്ള ഓർഗാനിസംസ്. അതിനുശേഷമാണ് അവർ എന്തിലേക്ക് പോകുന്നത്? ടിഷ്യൂ ലെവൽ ഓഫ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷന് ശേഷം ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഇങ്ങനെ പല രീതിയിൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പോകുകയാണ് അല്ലേ. ഇനി ഈ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ലൈഫ് കുഡ് ഹാവ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ്. നോക്ക്, ഈ പറഞ്ഞ ഓർഗാനിക് മോളിക്യൂൾസ്, അതായത് ഓർഗാനിക് മോളിക്യൂൾസ് ആയിട്ട് നമ്മൾ കാണുന്ന RNA, പ്രോട്ടീൻ, ഈ വസ്തുക്കളെല്ലാം ലിവിങ് ആണോ? അല്ല, ദേ ആർ
നോൺ ലിവിങ് അല്ലെ. ആൻഡ് ദാറ്റ് ആ നോൺ ലിവിങ് ആയിട്ടുള്ള പോളിമേഴ്സ് എന്നാണ് ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഫോർമേഷൻ ഓഫ് ലൈഫ് വാസ് പ്രിസീഡഡ് ബൈ കെമിക്കൽ എവല്യൂഷൻ. ഇവർ ഫോം ചെയ്തിരിക്കുന്നത് ത്രൂ കെമിക്കൽ എവല്യൂഷൻ ആണ് എന്നാണ് പറയുന്നത്. ഫോർമേഷൻ ഓഫ് ഡൈവേഴ്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഫ്രം ഇൻഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ്. ഈ കാണിച്ചിരിക്കുന്ന ഇൻഓർഗാനിക് ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്നാണ് ഓർഗാനിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് ഫോം ചെയ്തിരിക്കുന്നത്. അവിടെയാണ് കെമിക്കൽ എവല്യൂഷൻ, കെമിക്കൽസിന്റെ എവല്യൂഷൻ, ഇൻഓർഗാനിക്കിൽ നിന്ന് ഓർഗാനിക് ഫോം ചെയ്തിരിക്കുന്നു. ഫ്രം ദി ഇൻഓർഗാനിക് ഓർഗാനിക് ഫോം ചെയ്തു. ദാറ്റ് ഇസ് കെമിക്കൽ എവല്യൂഷൻ. ആ കെമിക്കൽ എവല്യൂഷന് ശേഷമാണ് അതിൽ നിന്ന് ലിവിങ് ഓർഗാനിസംസ്, പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ് ലൈഫ് ഫോം ചെയ്തു. ഇതാണ് ആക്ച്വലി കെമിക്കൽ എവല്യൂഷൻ പറയുന്നത്. ഇതൊരു തിയറി ആയിട്ടും അതിന്റെ എവിഡൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാനുണ്ട്. നോക്കൂ, ആ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ ആണ്. അതായത് ഈ തിയറി എവിഡൻസ് വെച്ച് പ്രൂവ് ചെയ്തതല്ല, ജസ്റ്റ് കെമിക്കൽ എവല്യൂഷൻ വഴി ആയിരിക്കും ലൈഫ് ഫോം ചെയ്തത് എന്നൊരു പ്രപ്പോസിഷൻ നടത്തിയിരിക്കുന്ന ആരാണെന്നറിയോ? ഒപ്പാരിനും ഹാൽഡെയ്നും ആണ്. ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ നോട്ട് ചെയ്ത് വെച്ചോളാം. അപ്പൊ ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ പറഞ്ഞ ആ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. എടാ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? യെസ്, കുട്ടികൾ വാച്ച് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് കമന്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ, ഒക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം. യെസ്, ഓക്കെ. അപ്പം സീക്വൻസ് ഓഫ് ഇവന്റ്സ് നമുക്ക് നോക്കാം. ഏറ്റവും ഫസ്റ്റ് ഇൻഓർഗാനിക് മോളിക്യൂൾസ് പ്രിമിറ്റീവ് ഓഷനിൽ, വാട്ടറിലാണ് ലൈഫ് ഫോം ചെയ്തത്. ഹൈഡ്രോസ്ഫിയറിലാണ് വാട്ടറിന്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഏറ്റവും ഫസ്റ്റ് ഇൻഓർഗാനിക് മോളിക്യൂൾസ് എന്ത് ചെയ്തു? ഏതാ ഇൻഓർഗാനിക് മോളിക്യൂൾസ് നോക്കണേ. ഇൻഓർഗാനിക് മോളിക്യൂൾസ് പറയുന്നത് നമ്മൾ അമോണിയ, നൈട്രജൻ, മീഥെയിൻ അതേപോലെയുള്ള വസ്തുക്കൾ. അവരെന്ത് ചെയ്തു? ഇൻഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസ് പ്രിമിറ്റീവ് ഓഷനിൽ വെച്ചിട്ട് മോണോമേഴ്സ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ് ആയിട്ട് മാറി. മോണോമേഴ്സ് ആയിട്ട് മാറി. മോണോമേഴ്സ് പറയുമ്പോൾ എന്താ? മോണോമേഴ്സ് പറയുമ്പോൾ ന്യൂക്ലിയോടൈഡ്, സിമ്പിൾ ഷുഗേഴ്സ്, മോണോസാക്രൈഡ്സ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്സ് അങ്ങനെയുള്ള മോണോമേഴ്സ് ആയിട്ടാണ് മാറിയത്. ഓക്കെ, അതിനു വേണ്ടിയുള്ള എനർജി, റിയാക്ഷന് വേണ്ടിയുള്ള എനർജി, കെമിക്കൽ എവല്യൂഷൻ എങ്ങനെ നടന്നു? ഹൈ ടെമ്പറേച്ചർ ഓഫ് എർത്ത് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എന്താണ്? എർത്ത് കത്തുന്ന തീഗോളമായിരുന്നു. ലിതോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഫോം ചെയ്തു അല്ലേ? യെസ്. അതിനുശേഷം അതിങ്ങനെ തണുത്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്പാൻഷൻ നടക്കുന്നു, കൂളിംഗ് നടക്കുന്നു. 500 മില്യൺ ഇയേഴ്സിന് ശേഷം എന്താണ്? അപ്പോഴും ടെമ്പറേച്ചർ കൂടുതൽ തന്നെയാണ്. ഹൈ ടെമ്പറേച്ചർ ഏറ്റവും ആദ്യം ഇനീഷ്യലി റെഡ്യൂസിങ് ടൈപ്പ് ആയിരുന്നു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, പൊട്ടിത്തെറിച്ച് കത്തുന്ന ഒരു തീഗോളം അത് കൂൾ ഡൗൺ ചെയ്തു എന്ന് പറയുമ്പോഴും പെട്ടെന്ന് ഒരു കുറച്ച് കാലുണ്ട്, അത്രയും ഗ്രാജുവൽ ആയിട്ടാണ് അതിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹൈ ടെമ്പറേച്ചർ ഓഫ് എർത്ത് അറ്റ് ദ ടൈം, ആ സമയത്തും ഈ 500 ബില്യൺ ഇയേഴ്സിന് ശേഷവും എന്താണ്? ദ ടെമ്പറേച്ചർ വാസ് റിയലി ഹൈ. അതേപോലെ ലൈറ്റ്നിങ് ഒക്കെ, നമ്മളുടെ മിന്നലുകളൊക്കെ എപ്പോഴും ആ സമയത്ത് ഉണ്ടായിരുന്നു. മഴയും മിന്നലും ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. സോ ലൈറ്റ്നിങ് അവിടെ എനർജി ആയിട്ട് ആക്ട് ചെയ്തു. ഓസോൺ ഉണ്ടായിരുന്നില്ല, സണ്ണിന്റെ UV റേസ് ഡയറക്ട്ലി എത്തുമായിരുന്നു. അതേപോലെ വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഓർഗാനിക് മോണോമേഴ്സ് ലൈക്ക് സിമ്പിൾ ഷുഗേഴ്സ്, അമിനോ ആസിഡ്, നൈട്രജൻ ബേസസ് ഒക്കെ ഫോം ചെയ്തു. അത് ആ പ്രിമിറ്റീവ് ഓഷനിൽ, കടലിൽ ജസ്റ്റ് ഇങ്ങനെ കിടന്നു. ഓക്കെ, അവിടെ ഡീകമ്പോസിഷൻ നടന്നില്ല, കാരണം ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് ഡീകമ്പോസർ. നമുക്കറിയാം, നമ്മളൊരു ഭയങ്കര സ്റ്റെറൈൽ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ഒരു വസ്തു കൊണ്ടിരുന്നു, ഭയങ്കര സ്റ്റെറൈൽ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്ലാസ്കിന്റെ ഉള്ളിൽ ഞാനൊരു റൈസ്, ഒരു അരിമണി ഇട്ടു എന്ന് വിചാരിച്ചോ, അത് ഡീകമ്പോസ് ആവോ? ഇല്ല. അതിനുള്ളിൽ ഓക്സിജനും ഇല്ല, ഡീകമ്പോസ് ചെയ്യാനുള്ള ഡീകമ്പോസേഴ്സ്, മൈക്രോബ്സ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അരിമണി അങ്ങനെ തന്നെ കിടക്കും. നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കൂലേ ചില വസ്തുക്കള്, അതേപോലെ പ്രിമിറ്റീവ് ഓഷനിൽ എന്താണ്? ഏറ്റവും ആദ്യം ഈ പറഞ്ഞ ഓർഗാനിക് ആയിട്ടുള്ള മോണോമേഴ്സ് ഫോം ചെയ്തു. പക്ഷെ അവിടെ ഓക്സിജനും ഉണ്ടായിരുന്നില്ല, അതുവരെ അവിടെ ഒരു ഡീകമ്പോസ്, ഒരു ഓർഗാനിസം ഫോം ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ അത് ആ ഹൈഡ്രോസ്ഫിയറിൽ, ആ വെള്ളത്തിൽ, ഓഷനിൽ അങ്ങനെ തന്നെ അങ്ങ് കിടക്കുകയാണ്. ഗ്രാജുവലി ആ ഓർഗാനിക് മോണോമേഴ്സ് എന്ത് ചെയ്തു? റിയാക്ട് ചെയ്ത് അത് പോളിമേഴ്സ് ആയിട്ട് മാറി. എന്ന് വെച്ചാൽ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് അത് പ്രോട്ടീൻസ് ആയിട്ട് മാറി. അപ്പൊ പോളിമേഴ്സ് റിയാക്റ്റഡ് ടു ഫോം ജയന്റ് മാക്രോമോളിക്യൂൾസ്, അതായത് പ്രോട്ടീൻസ് ഉണ്ടായി, മോണോസാക്രൈഡ്സ് കൂടി ചേർന്ന പോളിസാക്രൈഡ്സ് ഉണ്ടായി. അതേപോലെ
യെസ്, ഹായ്, യെസ്, ഹലോ. എന്താണ് ബാലാജി, ഐഷു? യെസ്, ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മളെ പോളിമേഴ്സ് എന്ത് ചെയ്തു? ജയന്റ് ആയിട്ടുള്ള മാക്രോ മോളിക്യൂൾസ് ആയിട്ട് മാറി. അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് ഓക്കെ, അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് എന്തായിട്ട് മാറി? അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് പ്രോട്ടീൻസ് ആയി. അതേപോലെയുള്ള മോണോസാക്രൈഡ്സ് കൂടി ചേർന്ന് പോളിസാക്രൈഡ്സ് ആയിട്ട് മാറി. ചെറിയ ന്യൂക്ലിയോടൈഡുകളും കാര്യങ്ങളും എല്ലാം കൂടി ചേർന്ന് RNA ആയിട്ട് മാറി. ഓക്കെ, യെസ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഇത് ഏറ്റവും ആദ്യം ഈ ഓഷ്യൻ ആണെന്ന് വിചാരിക്കുക. ആ പറഞ്ഞിരിക്കുന്ന ഓഷ്യൻ ആണ് എന്ന് വിചാരിക്കുക. ഏറ്റവും ആദ്യം ഓഷ്യനിൽ എന്താണ് ഫോം ചെയ്തത്? ഞാൻ ജസ്റ്റ് അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ മാത്രം ഒന്ന് എടുത്ത് കാണിച്ചു തരാം. സോ ഹിയർ യു ഹാവ് അമിനോ ആസിഡ്. ഇതിപ്പോ ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡ് ആണെന്ന് വിചാരിച്ചോ. അതേപോലെ ഇവിടെ വേറൊരു പെർട്ടിക്കുലർ അമിനോ ആസിഡ് ഉണ്ട്. ഇതേപോലെ ഇവിടെ വേറൊരു പെർട്ടിക്കുലർ അമിനോ ആസിഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ അമിനോ ആസിഡ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് ഒരു പ്രോട്ടീൻ ആയിട്ട് മാറി. ഓക്കെ, ഒരു പ്രോട്ടീൻ ആയിട്ട് മാറി. അതേപോലെ ഇവിടെ എന്ത് ഫോം ചെയ്തു? പോളിസാക്രൈഡ് ഫോം ചെയ്തു. അതേപോലെ ചിലപ്പോ ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്തിട്ടുണ്ടാവും. എല്ലാ കൈൻഡ് ഓഫ് മാക്രോ മോളിക്യൂൾസും ഫോം ചെയ്തു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ആക്ച്വലി ഇതിന്റെ ഒരു കറക്റ്റ് ഓർഡർ ഒന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്യണം. ഏറ്റവും ആദ്യം നമ്മളുടെ എലമെന്റ്സ് എല്ലാം കൂടി ചേർന്ന് ഇനോർഗാനിക് ആയിട്ടുള്ള അമോണിയ, മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ഇതേപോലെയുള്ള വസ്തുക്കൾ ഓൾറെഡി ഇവിടെ പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള ഇനോർഗാനിക് ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്ന്, അവരെല്ലാം ഇനോർഗാനിക് ആണ്, ഇനോർഗാനിക് ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്ന്, അതായത് കെമിക്കൽ എവല്യൂഷൻ സംഭവിച്ച് അവിടെ ഓർഗാനിക് ആയിട്ടുള്ള മോണോമേഴ്സ് ഫോം ചെയ്തു. ലൈക്ക് അമിനോ ആസിഡ്, ന്യൂക്ലിയോടൈഡ്സ് ഇതേപോലെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള മോണോമേഴ്സ് ഫോം ചെയ്തു. ആ മോണോമേഴ്സ് എല്ലാം കൂടി ചേർന്ന് പോളിമേഴ്സ് ആയിട്ട് മാറി. ലൈക്ക് പ്രോട്ടീൻ, അതേപോലെയുള്ള പോളിസാക്രൈഡ് അല്ലെങ്കിൽ ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡുകൾ ഇതേപോലത്തെ പോളിമേഴ്സ്, ജയന്റ് മാക്രോ മോളിക്യൂൾസ് ആയിട്ട് മാറി. ആ മാക്രോ മോളിക്യൂൾസ് അങ്ങനെ തന്നെ ഇരുന്നാൽ മതിയോ? നമ്മളുടെ ഒരു സെൽ എടുത്ത് നോക്കുകയാണെങ്കിൽ സെല്ലിനൊരു ലിപ്പിഡ് ബൈലെയർ ഉണ്ട് അല്ലെ, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന വസ്തു ന്യൂക്ലിയസിന്റെ ഉള്ളിലായിട്ടാണ് ഇരിക്കുന്നത്. അതുകൂടാണ്ട് ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്, അതുകൂടാണ്ട് ഒരുപാട് ഷുഗേഴ്സ് ഉണ്ട്. ഇതെല്ലാം കറക്റ്റ് ഫോമിൽ അഗ്രിഗേറ്റ് ചെയ്ത് ഈ പറഞ്ഞ ലിപ്പിഡ് ബൈലെയറിന്റെ ഉള്ളിൽ, പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിൽ എത്തുമ്പോഴാണ് അത് പ്രോപ്പർ ഒരു സെല്ലിന്റെ രൂപത്തിലേക്കായി മാറുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? കൈൻഡ് ഓഫ് ഇന്റർമോളിക്കുലർ റിയാക്ഷൻസ് വെച്ചിട്ട് കുറെ കൈൻഡ് ഓഫ് ബോണ്ടിങ് നടത്തിയിട്ട് ഇവരെല്ലാം ഒരു സെല്ലിന്റെ രൂപത്തിലേക്ക് മാറി എന്നാണ് പറയുന്നത്. അതാണ് ഈ ഒരു സെന്റൻസിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജയന്റ് മാക്രോ മോളിക്യൂൾസ് അണ്ടർവെന്റ് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ. ഇവർ തമ്മിൽ പല രീതിയിലുള്ള ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ നടന്നു. അവർ അഗ്രിഗേഷൻസ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ് ആയിട്ട് മാറി. എന്നിട്ടോ സച്ച് അഗ്രിഗേഷൻസ് ഡെവലപ്ഡ് ലിമിറ്റിംഗ് മെംബ്രെയിൻ ആൻഡ് ഗോട്ട് സെപ്പറേറ്റഡ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ടു ഫോം ദി ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ്. സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് അല്ല, നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവർ പല രീതിയിൽ അഗ്രിഗേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ആക്ച്വലി മോളിക്യൂൾസ് ഫോം ചെയ്ത സമയത്ത് ഫാറ്റി ആസിഡ് ഫോം ചെയ്തു. ഫാറ്റി ആസിഡുകൾ കൂടി ചേർന്ന് ലിപ്പിഡ് ഫോം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ആ ലിപ്പിഡുകൾ ഒരു മെംബ്രെയിൻ ആയിട്ട് മാറി. ആ മെംബ്രെയിന്റെ ഉള്ളിൽ ഇതിൽ ഫോം ചെയ്ത ചില ന്യൂക്ലിക് ആസിഡുകൾ ഉള്ളിലായിപ്പോയി, അതേപോലെ ചില പ്രോട്ടീൻസ് ഉള്ളിലായിപ്പോയി, അതേപോലെ ചില ഷുഗേഴ്സ്, പോളിസാക്രൈഡ്സ് ഉള്ളിലായിട്ട് പോയി. അപ്പൊ ഒരു ലിമിറ്റിംഗ് മെംബ്രെയിനിന്റെ ഉള്ളിൽ ചില വസ്തുക്കൾ ഉള്ളിലായപ്പോ അത് എന്തായിട്ട് മാറി? ഒരു രീതിയിലുള്ള സെല്ലിന്റെ രൂപത്തിലേക്ക് എത്തി. ഇറ്റ്സ് നോട്ട് സെൽ, നമ്മളിപ്പോൾ വിളിക്കുന്ന പോലത്തെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്ന സെല്ലല്ല. ഈവൻ ഏറ്റവും ആദ്യം ഫോം ചെയ്ത ബാക്ടീരിയയുടെ സെല്ല്, പ്രോക്യാരിയോട്സിന്റെ സെല്ലും ഇപ്പൊ നമ്മൾ പറയുന്ന നമ്മളുടെ യൂക്യാരിയോട്സിന്റെ സെല്ലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഏറ്റവും ഇനീഷ്യലി പ്രോപ്പർ ആയിട്ട് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും ഇല്ലാത്ത പ്രോക്യാരിയോട്സ് ആണ് ഫോം ചെയ്തത്. ആ പ്രോക്യാരിയോട്സിന് എത്രയോ മുൻപിലുള്ള സെല്ല് രൂപത്തിൽ, ഏകദേശം ഒരു സെല്ലിന്റെ രൂപത്തിലുള്ള ഒരു വസ്തു ഫോം ചെയ്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ ഈ ലിമിറ്റിംഗ് മെംബ്രെയിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം ആയി മാറി. ലിമിറ്റിംഗ് മെംബ്രെയിൻ്റെ ഉള്ളിൽ ആ പറഞ്ഞ വസ്തുക്കളെല്ലാം ആയി മാറിയപ്പം എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് അത് സെപ്പറേറ്റഡ് ആയി ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് അവിടെ ഫോം ചെയ്തു.
ഇറ്റ്സ് നോട്ട് സെൽ, നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ്. ഏറ്റവും ആദ്യം സെല്ല് പോലത്തെ ഒരു നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് അവിടെ ഒറിജിനേറ്റ് ചെയ്ത കാര്യമാണ് പറയുന്നത്. ദ ഫസ്റ്റ് റെപ്ലിക്കേറ്റിംഗ് മെറ്റബോളിക് ക്യാപ്സ്യൂൾ ഓഫ് ലൈഫ് മൈറ്റ് ഹാവ് ആൻഡ് ഒറിജിനേറ്റഡ് 3 billion years ബാക്ക്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ആക്ച്വലി എന്ത് സംഭവിക്കണം? ഇത് വീണ്ടും റെപ്ലിക്കേറ്റ് ചെയ്യണം അല്ലെ, പല രീതിയിൽ. ഇത് ഡിവൈഡ് എന്ന് വെച്ചാൽ റെപ്ലിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇപ്പൊ നമ്മൾ പറയുന്നത് റെപ്ലിക്കേഷൻ നടക്കുന്നല്ല. ഇത് എന്തോ കാരണത്തിൽ ഇത് സ്പ്ലിറ്റ് ആയി, ഇത് രണ്ടായിട്ട് മുറിഞ്ഞു പോയി ഇല്ലേ. നമ്മളിപ്പോ ഒരു ഓയിൽ ഡ്രോപ്ലെറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഓയിൽ ഡ്രോപ്ലെറ്റ് എന്തോ കാരണത്തിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയില്ലേ, എന്തെങ്കിലും pH ചേഞ്ചോ അതേപോലെ എന്തെങ്കിലും വേരിയേഷൻസ്, അസിഡിക് എൻവയോൺമെന്റ്, ബേസിക് എൻവയോൺമെന്റ്, ഓഷ്യനിലാണ് കിടക്കുന്നത്, എന്തെങ്കിലുമൊക്കെ റീസൺ കാരണം അത് സ്പ്ലിറ്റ് ആയി പോയി അല്ലേ. അപ്പൊ അതിനെ നമുക്ക് എന്തായിട്ട് മാറാം? ഒരു കൈൻഡ് ഓഫ് റെപ്ലിക്കേഷൻ ആയിട്ട് പറയാം അല്ലേ. അപ്പൊ അങ്ങനെ ഫസ്റ്റ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് മെറ്റബോളിക് ക്യാപ്സ്യൂൾ ഒറിജിനേറ്റ് ചെയ്തത് എത്ര ബില്യൺ ഇയേഴ്സ് അഗോ എന്ന് പറയുന്നത്? 3 billion years ബാക്ക്. നമ്മൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എർത്ത് ഫോം ചെയ്തു 4.5 billion years അഗോ. ലൈഫിന്റെ ഫോർമേഷൻ ഒറിജിനേറ്റ് ചെയ്തു 4 billion years അഗോ. എന്ന് വെച്ചാൽ 500 million yearsന് ശേഷമാണ് ലൈഫിന്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ പറഞ്ഞ കെമിക്കൽ എവല്യൂഷൻ ഒക്കെ നടന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ ഇവിടെ ഫസ്റ്റ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് മെറ്റബോളിക്യൂൾ ക്യാപ്സ്യൂൾ, സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ആ ക്യാപ്സ്യൂൾ ഫോം ചെയ്തത് 3 billion years അഗോ ആണ് എന്നാണ് പറയുന്നത്. അത് ജയന്റ് മോളിക്യൂൾസിന്, നമ്മൾ നേരത്തെ പറഞ്ഞ മോളിക്യൂൾസിന്റെ അഗ്രിഗേഷൻ ആണ്. അത് പല രീതിയിൽ സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്തു, റീപ്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ഇത് എന്തല്ല, ലൈഫ് അല്ല. അതിൽ നിന്ന് വേണം സെല്ലിന്റെ രൂപത്തിലുള്ള, കുറച്ചും കൂടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെല്ലിന്റെ രൂപത്തിലുള്ള ഒരു വസ്തു ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഡിഡ് നോട്ട് പ്രോബബ്ലി ഒറിജിനേറ്റ് ടിൽ അബൌട്ട് 200 million years ബാക്ക്. അതിൽ നിന്നും വീണ്ടും ഒരു ബില്യന് ശേഷം, ദാറ്റ് മീൻസ് 1000 million yearsന് ശേഷമാണ് 2 billion years ago ആണ് ഫസ്റ്റ് സെല്ലുലാർ ഫോം, ഏകദേശം ഒരു സെല്ലിന്റെ രൂപത്തിലേക്ക് വന്ന ഒരു സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് അവിടെ ഒറിജിനേറ്റ് ചെയ്തത്. സോ ദ ഫസ്റ്റ് സിംഗിൾ സെൽഡ് ഓർഗാനിസം വാട്ടർ എൻവയോൺമെന്റിലാണ് ഫോം ചെയ്തത്. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ദ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ, ദ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് അറോസ് സ്ലോലി ത്രൂ എവല്യൂഷണറി ഫോഴ്സസ് ഫ്രം നോൺ ലിവിംഗ് മോളിക്യൂൾസ് വിച്ച് ഇസ് ആക്സെപ്റ്റഡ് ബൈ മെജോറിറ്റി. ഇത് തന്നെയാണ് ആര് പറഞ്ഞത്? നമ്മളുടെ ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ പറഞ്ഞത്. പക്ഷെ ഒപ്പാരിൻ ഹാൽഡെയിൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇതുവരെ കുറെ ഗ്രീക്ക് ഫിലോസഫേഴ്സ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. സ്പെഷ്യൽ ക്രിയേഷൻ ഉണ്ടായിരുന്നു, തിയറി ഓഫ് പാൻസ്പെർമി ഉണ്ടായിരുന്നു, സ്പോണ്ടേനിയസ് ജനറേഷൻ ഉണ്ടായിരുന്നു, അബയോജനസിസ് അല്ലെ, ബയോജനസിസ് എല്ലാം ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ കൺക്ലൂഡ് ചെയ്തില്ല, ഇതൊന്നും നമ്മൾ വിശ്വസിച്ചില്ല. എന്താ നമ്മൾ വിശ്വസിക്കാതിരുന്നത്? വി ഡിഡ്ന്റ് ഗോട്ട് ദി പ്രൂഫ്. നമുക്ക് പ്രൂഫ് കിട്ടിയില്ല. എവിടുന്നാ പ്രൂഫ് കിട്ടിയത്? അല്ലെങ്കിൽ ആർക്കാണ് പ്രൂഫ് പറയാൻ പറ്റിയത്? കെമിക്കൽ എവല്യൂഷൻ ഓഫ് തിയറി ഓഫ് പാരൻ ആൻഡ് ഹാൽഡെയിൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത് തന്നു യൂറേ ആൻഡ് മില്ലർ. ഓക്കെ, യൂറയും മില്ലറും കൂടെ അത് പ്രൂവ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മളത് കുറച്ചും കൂടെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് റൈറ്റ്. കെമിക്കൽ എവല്യൂഷൻ ഓഫ് ലൈഫിന്റെ എവിഡൻസ് തന്നിരിക്കുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, ഹലോ ഐഷു, ഹായ്. ഓക്കെ, അപ്പം എക്സ്പെരിമെന്റൽ പ്രൂഫ് നമുക്ക് നോക്കാം. ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്പാർക്ക് ഡിസ്ചാർജ് എക്സ്പെരിമെന്റ് എന്ന് പറയും. ഒരു കോണിക്കൽ ഫ്ലാസ്കിന്റെ ഉള്ളിലാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ, സ്റ്റാൻലി, മില്ലർ, അതേപോലെ യൂറേ. ഓക്കെ, സോറി ഒപ്പാരിനും ഹാൽഡെയിന്റെ എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്തിരിക്കുന്നത് മില്ലർ ആൻഡ് യൂറയാണ്. നമ്മൾ മില്ലർ എക്സ്പെരിമെന്റ് എന്നാണ് നമ്മൾ NCERT-യിൽ തന്നിരിക്കുന്നത്. ആക്ച്വലി യൂറേ എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഉണ്ട്. അപ്പം നിങ്ങളുടെ എക്സാമിന് യൂറേ ആൻഡ് മില്ലർ രണ്ടും നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. നമുക്ക് മില്ലർ മാത്രമേ തന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഓപ്ഷനിൽ മില്ലർ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ മില്ലർ മാത്രം കൊടുക്കുക. മില്ലർ എക്സ്പെരിമെന്റ് എന്നാണ് നമ്മൾ നോർമലി അതിനെ പറയാറ്. ദിസ് എക്സ്പെരിമെന്റ് ഇസ് നോൺ എ സ്പാർക്ക് ഡിസ്ചാർജ് എക്സ്പെരിമെന്റ്. കാരണം എന്താ? ഇതേപോലെ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ കൈൻഡ് ഓഫ് സ്പാർക്ക് എല്ലാം ഇട്ടുകൊണ്ടാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. വെരി സിമ്പിൾ. അപ്പം ഈ കോണിക്കൽ ഫ്ലാസ്ക്, നിങ്ങൾക്ക് ഇവിടെ കോണിക്കൽ അല്ല, ഈ പറഞ്ഞ ഒരു ഗ്ലാസ് ചേംബർ നിങ്ങൾ ആലോചിക്കുക. ദിസ് ഇസ് എ ഗ്ലാസ് ചേംബർ. ലാബിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ഗ്ലാസ് ചേംബറിന്റെ ഉള്ളിൽ ഏറ്റവും ആദ്യം നമ്മളുടെ ഓഷ്യനിൽ പ്രസന്റ് ആയിരുന്നു എന്ന് നമ്മൾ കരുതുന്ന ഇനോർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസിലെ, അതായത് നമ്മളുടെ അമോണിയ, H2, അതേപോലെ വാട്ടർ വേപ്പർ, അതേപോലെ മീഥെയിൻ, ആ പറഞ്ഞ വസ്തുക്കളെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തു. ഇനി അത് മാത്രമല്ല, നല്ല
ലൈറ്റ്നിങ് ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ലൈറ്റ്നിങ് ഉണ്ട് എന്നത്, അല്ലെങ്കിൽ അന്ന് ഇനീഷ്യലി നമ്മളുടെ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ ഭൂമി എങ്ങനെ ആയിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനെ സിമുലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ എക്സ്പെരിമെന്റലി ഈ ലാബിൽ ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലൈറ്റ്നിങ്ങിനെ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇലക്ട്രിക്കൽ സ്പാർക്കുകൾ നമ്മൾ ഇലക്ട്രോഡ്സ് ഉപയോഗിച്ച്, ടങ്സ്റ്റൺ ഇലക്ട്രോഡ്സ് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നു. മാത്രമല്ല നല്ല ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓൾമോസ്റ്റ് 800 ഡിഗ്രി സെൽഷ്യസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ വാട്ടർ വേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മഴ പെയ്തിരിക്കുന്നു എന്നത് നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടൻസർ പ്രൊവൈഡ് ചെയ്തു. കണ്ട, കണ്ടൻസർ, കൂളിംഗ് സിസ്റ്റം, കണ്ടൻസർ പ്രൊവൈഡ് ചെയ്തു. അപ്പം നല്ല ടെമ്പറേച്ചറിൽ ഈ വെള്ളം ഇങ്ങനെ ബോയിൽ ചെയ്ത് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് എന്താണ്, H2 എന്ത് ചെയ്യും, കൂളിങ്ങിനുള്ള കണ്ടൻസർ ഉണ്ട്, അതിനനുസരിച്ച് ഇതിങ്ങനെ വാട്ടറായി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അതവിടെ ഇങ്ങനെ സെറ്റിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലൈറ്റ്നിങ്ങിനെ സിമുലേറ്റ് ചെയ്തിരിക്കുന്നു, ഹൈ ടെമ്പറേച്ചർ സിമുലേറ്റ് ചെയ്തിരിക്കുന്നു, മഴയും കാര്യങ്ങളും കണ്ടൻസേഷനും എല്ലാം സിമുലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനീഷ്യലി എന്താണോ ഭൂമിയിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ അതെല്ലാം നമ്മൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം അപ്പം എന്താ ആക്ച്വലി കുറേ കാലങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടത്തിൽ, ഒരു ടൈം പീരീഡിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ വെച്ച് റിയാക്ഷൻ നടന്ന് ഈ ഇനോർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസ് എല്ലാം എന്തായിട്ട് മാറി, ഓർഗാനിക് ആയിട്ടുള്ള മോണോമേഴ്സ് ആയിട്ട് ഫോം ചെയ്തു. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചില ഓർഗാനിക് മോണോമേഴ്സ് നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ലഭിച്ചു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് കെമിക്കൽ എവല്യൂഷന്റെ പ്രൂഫാണ്. കെമിക്കൽ എവല്യൂഷൻ ഈ ഇതിൻ്റെ ഉള്ളിൽ നടന്നു, റൈറ്റ്? അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ സ്പാർക്ക് ഡിസ്ചാർജ് എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് നോൺ എസ് സ്പാർക്ക് ഡിസ്ചാർജ് എക്സ്പെരിമെന്റ്. സോ മില്ലർ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം, സെയിം കാര്യമാണ്, ഞാൻ വായിക്കുന്നില്ല, നമ്മൾ പറഞ്ഞ അതേ കാര്യമാണ്. Yes, cold water circulated through the condenser due to cooling, water vapor, hot mixture, water droplets ആയിട്ട് മാറി. എല്ലാ കാര്യങ്ങളും സെയിം രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അപ്പം മില്ലേഴ്സ് എക്സ്പെരിമെന്റ് ഫ്യൂ ഡേയ്സിൽ റൺ ചെയ്തു. നമ്മൾ ആ ഒരു ട്രാപ്പ് ആയിട്ടുള്ള ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്തു. നോക്കിയപ്പോൾ അതിനുള്ള അമിനോ ആസിഡ് സച്ചാസ് അലാനിൻ, ഗ്ലൈസിൻ ആൻഡ് അസ്പാർട്ടിക് ആസിഡ് ഫോം ചെയ്തതായിട്ട് കണ്ടു. മറ്റ് സയന്റിസ്റ്റുകൾ, ഇത് ജസ്റ്റ് യൂറേ മില്ലർ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ പ്രൂവ് ചെയ്യല്ല ചെയ്തത്, മറ്റ് സയന്റിസ്റ്റുകൾ ഇത് ചെയ്തു. വേറെ സ്ഥലങ്ങളിലിരുന്ന വേറെ സയന്റിസ്റ്റുകൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ എന്താണ്, ജസ്റ്റ് അമിനോ ആസിഡ് മാത്രമല്ല, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ബൈ ചാൻസിലാണല്ലോ ഇത് സംഭവിക്കുന്നത്. ചിലപ്പം അലാനിൻ മാത്രമായിരിക്കും ഫോം ചെയ്യുക, ചിലപ്പോൾ അസ്പാർട്ടിക് ആസിഡ് ആയിരിക്കും ഫോം ചെയ്യുക, ചിലപ്പോൾ ഇതിലൊന്നും ഇല്ലാത്ത വേറെ ഏതെങ്കിലും ലൈസിൻ, ആർജിനിൻ, വേറെ ഏതെങ്കിലും അമിനോ ആസിഡ് ആയിരിക്കും ഫോം ചെയ്യുക. മെത്തിയോണിനോ, സിസ്റ്റീനോ, ട്രിപ്റ്റോഫാനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഫോം ചെയ്യുക. ഇനി അതുകൂടാണ്ട് അമിനോ ആസിഡ് മാത്രം ഫോം ചെയ്താൽ പോരല്ലോ, മറ്റ് ഓർഗാനിക് ആയിട്ടുള്ള മോണോമേഴ്സിൽ വേറെ സയന്റിസ്റ്റുകൾ വേറെ സമയത്തിരുന്ന് പല സമയത്തായിട്ട് പല തവണയായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ സംടൈംസ് അവിടെ കിട്ടിയത് എന്താണ്, ഷുഗേഴ്സ്. പല ഷുഗേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ അവിടെ റൈബോസ് ആയിരിക്കും കിട്ടിയത്, ചിലപ്പോൾ ഗ്ലൂക്കോസ് ആയിരിക്കും കിട്ടിയത്, ചിലപ്പോൾ ഗാലക്ടോസ് ആയിരിക്കും കിട്ടിയത്. അങ്ങനെ പല രീതിയിലുള്ള ഷുഗേഴ്സ് കിട്ടി. അതുകൂടാണ്ട് നൈട്രജൻ ബേസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 5-6 കാറ്റഗറി ഉണ്ടല്ലേ, അതിൽ ഏതെങ്കിലും നൈട്രജൻ ബേസ് ആയിരിക്കും ഫോം ചെയ്തത്. സംടൈംസ് പിഗ്മെന്റ്സ്, ചില ഫാറ്റുകൾ, ഇതെല്ലാം പല തവണയായിട്ട് കിട്ടി. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ പ്രൂഫ് ഫോർ കെമിക്കൽ എവല്യൂഷൻ. കെമിക്കൽ എവല്യൂഷൻ എന്താ പറയുന്നത്, ഇനോർഗാനിക് ആയിട്ടുള്ള മോണോമേഴ്സിൽ നിന്ന് ഇനോർഗാനിക് ആയിട്ടുള്ള കമ്പോണൻസിൽ നിന്ന് ഓർഗാനിക് ആയിട്ടുള്ള മോണോമേഴ്സ് ഫോം ചെയ്തു എന്നല്ലേ, അതിൻ്റെ ഒരു പ്രൂഫാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും തിയറികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. യെസ്, നമുക്ക് നോട്ട്സ്, ഇതിന്റെ മാത്രമല്ല എല്ലാ ലൈവുകളുടെയും നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മളുടെ ഫിസിക്സ് വാലയുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ആപ്പിലേക്ക് ജോയിൻ ചെയ്യേണ്ട സ്കാനർ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ആപ്പിൽ എൻട്രി ചെയ്യുക. അതേപോലെ ആപ്പിലുള്ള കാര്യങ്ങളെല്ലാം, നോട്ട്സും ബാക്കി എല്ലാ PDF-ഉം PYQസും മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും വീണ്ടും ഈ ലൈവ് സെഷനും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുക 100% ഫ്രീ ആയിട്ടാണ്. സോ നിങ്ങൾക്ക് ആ സ്കാനർ ഉപയോഗിച്ച് PWന്റെ ആപ്പിൽ ഡയറക്ട്ലി ജോയിൻ ചെയ്യാവുന്നതാണ്. ഫൈൻ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ എവല്യൂഷന്റെ എവിഡൻസസ് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ലൈഫിന്റെ ഫോർമേഷനെ കുറിച്ചാണല്ലേ പറഞ്ഞത്. ലൈഫിന്റെ ഫോർമേഷന്റെ തിയറിയാണ് ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് ലൈഫിന്റെ ഫോർമേഷൻ, ഒരൊറ്റ സിംഗിൾ ലൈഫ്, ഒരൊറ്റ ഫസ്റ്റ് സെൽ അവിടെ ഫോം ചെയ്തു, കഴിഞ്ഞു എവല്യൂഷൻ? ഇല്ല, ആ സെല്ലിൽ നിന്ന് ഡൈവേഴ്സിഫൈ ചെയ്തു, റൈറ്റ് അല്ലേ? അപ്പൊ അത്രയും അധികം ലൈഫ് ഫോംസ് ഡൈവേഴ്സിഫൈ ചെയ്ത കാര്യം, അതാണ് ആക്ച്വലി എവല്യൂഷൻ. Evolution of life forms from the initial cell. ആ ഇനീഷ്യൽ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് എന്ന അത്രയധികം ജീവികൾ, മില്യൺസ് ഓഫ് ജീവികൾ ഫോം ചെയ്തു, അതാണ് എവല്യൂഷൻ.
ആ എവല്യൂഷന്റെ എവിഡൻസസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതും കുറെ എവിഡൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഫസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത് എവല്യൂഷന്റെ എവിഡൻസ് ഫ്രം ഫോസിൽ റെക്കോർഡ്സ്. ഫോസിൽസിന്റെ സ്റ്റഡിക്ക് നമ്മൾ എന്താ പറയാ? പാലിയന്റോളജി ആണ് ഫോസിൽസിന്റെ സ്റ്റഡിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം. എന്താണ് ഫോസിൽസ്? ഫോസിൽസ് എന്ന് പറഞ്ഞാൽ ജീവികൾ അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കൾ മരിച്ചു കഴിയുമ്പം അവരുടെ ഡെഡ് ആൻഡ് പ്രിസർവ്ഡ് റിമൈൻസ് എവിടെ നമുക്ക് കാണാൻ പറ്റും? എവിടെയെങ്കിലും ഒക്കെ സെഡിമെന്ററി റോക്സിന്റെ ഒക്കെ ഇടയിൽ. കംപ്ലീറ്റ് ആ ജീവിനെ ഫുൾ ഇങ്ങനെ കിട്ടുക എന്നല്ല, അവരുടെ പ്രിസർവ് ചെയ്തിരിക്കുന്ന ചില കമ്പോണൻസ്, ചിലപ്പോൾ അവരുടെ ബോണിന്റെ ഏതെങ്കിലും പാർട്ട്, സ്കിൻ, നമ്മളുടെ ഹെയർ, എന്തെങ്കിലുമൊക്കെ ഡെഡ് റിമൈൻസ്, അത് അവരുടെ ഡെഡ് ആയിട്ടുള്ള ജീവികളുടെ പ്രിസർവ്ഡ് റിമൈൻസ് നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ ഫോസിൽ എന്ന് പറയുന്നത്. ഫോസിൽ എവിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്നറിയോ? മെയിൻലി സെഡിമെന്ററി റോക്സിന്റെ ഇടയിൽ നിന്നാണ് കിട്ടുക. ഡിഫറെന്റ് സ്ട്രാറ്റ ഓഫ് സെഡിമെന്ററി റോക്സ് അറേഞ്ച്ഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മളുടെ സോയിൽ, നമ്മുടെ ടോപ്പ് ലെയർ ഓഫ് ലിതോസ്ഫിയർ ഇങ്ങനെയാണല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെ താഴേക്ക് ജസ്റ്റ് നമ്മളുടെ ലിതോസ്ഫിയർ താഴേക്ക് നോക്കുകയാണെങ്കിൽ പല പല ലെയേഴ്സ് ഉണ്ട്. നമ്മളുടെ സോയിലിന് പല പല ലെയേഴ്സ് ഉണ്ട്. നമ്മളിത് കുഴിച്ച് താഴേക്ക് നോക്കുകയാണെങ്കിൽ സെഡിമെന്ററി റോക്സ് പല ഭാഗത്തുണ്ടാവും. അപ്പൊ ആ സെഡിമെന്ററി റോക്സിന്റെ പല ഭാഗത്തായിട്ട് നമുക്ക് ഓൾറെഡി മരിച്ചുപോയ ജീവികളുടെ ചില റിമൈൻസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത് ചോദിച്ചാൽ, ഇപ്പൊ ഒരു വസ്തു ഇവിടെ നമ്മളുടെ ഇന്നൊരാൾ മരിച്ചു എന്ന് വിചാരിച്ചോ. അപ്പൊ മരിച്ച ആളെ നമ്മൾ ജസ്റ്റ് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടു. ഓക്കെ, മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടുമ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു പാർട്ടിലായിരിക്കും മുകളിലും മണ്ണുകൾ ഉണ്ടാവും. ഓക്കെ, പക്ഷെ കാലങ്ങൾ, വർഷങ്ങൾ, എത്രയോ വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് 10, 15, 20, 30, 100 വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് അതിന്റെ മുകളിൽ സോയിൽ ലെയേഴ്സ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം ഇതിന് ശേഷം മരിച്ച ഒരു വസ്തു ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, അതിനുശേഷം മരിച്ച ആൾ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ നമ്മള് സ്ട്രാറ്റയായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പല ഭാഗത്തായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? പല ഫോസിൽ റിമൈൻസ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിങ്ങനെ കുഴിച്ചു നോക്കുമ്പം ഏറ്റവും താഴെ കണ്ട ഫോസിൽ റിമൈൻ ആണ് ഏറ്റവും ആദ്യം ജീവിച്ചത് അല്ലെ. ചില സമയത്ത് എന്ന് വെച്ചാൽ എല്ലാ ജീവികളുടെയും, ഒരൊറ്റ കൈൻഡ് ഓഫ് സ്പീഷീസിന് മാത്രമല്ല, എല്ലാ സ്പീഷീസിന്റെയും ഫോസിൽ എവിഡൻസ് നമുക്ക് കാണാൻ പറ്റും. ചില ജീവികളുടെ ഫോസിൽ എവിഡൻസ് ഏറ്റവും താഴെയും കാണാൻ പറ്റും, ഏറ്റവും മുകളിലും കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ആ ജീവികള് അത്ര പണ്ട് കാലം തൊട്ടേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ചില കൈൻഡ് ഓഫ് ജീവികളുണ്ട് ഏറ്റവും ഈ ഒരു പാർട്ടിൽ കണ്ടു, ഈ ഒരു പാർട്ടിലൊക്കെ കണ്ടു, പക്ഷെ ഇവിടെ വെച്ചിട്ട് അവർ സ്റ്റോപ്പായി. പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ഫോസിൽ എവിഡൻസ് നമുക്ക് അവരെ കാണാൻ പറ്റില്ല. അതിന്റെ അർത്ഥം എന്താ? ഒരു ടൈം പീരീഡിന് ശേഷം പിന്നെ അവരെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവരവിടെ എക്സ്റ്റിങ്ക്റ്റ് ആയി എന്നാണ് അർത്ഥം. ഇനി വേറെ കൈൻഡ് ഓഫ് ജീവികളുണ്ട്, അവരെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലാണ്, അവരുടെ അപ്പിയറൻസ് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. നോക്കൂ, ഇവിടെ നിന്നാണ്, താഴേക്കൊന്നുമില്ല, ഇവിടെ വെച്ചിട്ടാണ് ആ കൈൻഡ് ഓഫ് ജീവികൾ ഇവിടെ ഫോം ചെയ്ത് തുടങ്ങിയത്. അതിന്റെ അർത്ഥം എന്താ? സ്പീസിയേഷൻ അവിടെ സംഭവിച്ചു. ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജിയോളജിക്കൽ ടൈം സ്കെയിലിന്റെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്രയോ മില്യൻസിന് ശേഷമാണ് ആ ജീവി അവിടെ ഫോം ചെയ്തത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ രീതിയിലാണ് നമ്മൾ ഫോസിൽ റിമൈൻസ് വെച്ചിട്ട് റിലേഷൻ നോക്കുന്നത്. ആരാണ് ആദ്യം ഫോം ചെയ്തത്, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, ഡീപ്പസ്റ്റ് ലെയർ ഓഫ് സെഡിമെന്ററി റോക്ക് ആണ് ഓൾഡസ്റ്റ് സ്ട്രാറ്റ. അപ്പർ മോസ്റ്റ് വൺ ആണ് റീസെന്റ് ആയിട്ട് ഫോം ചെയ്ത സ്ട്രാറ്റ. ഓക്കെ, അപ്പൊ ഇതിന്ന് എങ്ങനെയാണ് ഫോസിൽ റെക്കോർഡ്സ് നമുക്ക് എവിഡൻസ് കിട്ടുന്നത്? ഡിഫറെന്റ് സ്ട്രാറ്റയിലുള്ള ആളുകളുടെ ഫോസിൽ റിമൈൻസ് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കുമ്പോൾ ബയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ആക്ച്വലി ജിയോളജിക്കൽ ഹിസ്റ്ററി, ബയോളജിക്കൽ ഹിസ്റ്ററി റിവീൽ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ലൈഫ് ഫോംസ് നമ്മൾ സെഡിമെന്ററി റോക്സ് സ്ട്രാറ്റ നോക്കുകയാണെങ്കിൽ ഓരോ ടൈം പീരീഡിലും പല ലൈഫ് ഫോംസ് ആയിരുന്നു. എന്ന് വെച്ചാൽ അതിന്റെ ഡൈവേഴ്സിഫിക്കേഷനും വേരിയേഷനും ഇങ്ങനെ ഓവർ ടൈം പീരീഡ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ചില ജീവികൾ സർട്ടൺ ജിയോളജിക്കൽ ടൈം പീരീഡിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ടൈം സ്പാനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെന്താ പിന്നീട് കാണുന്നില്ല എന്നതിനർത്ഥം അവർ എക്സ്റ്റിങ്ക്റ്റ് ആയി എന്നാണ്. ചില സമയത്ത് ന്യൂ ഫോംസ് അവിടെ ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചില ജീവികൾക്ക് പണ്ടുള്ള ആളുകളും ഇപ്പോൾ ഉള്ള ജീവികളുമായിട്ട് സിമിലാരിറ്റീസും അതുപോലെ ഡിസിമിലാരിറ്റീസ്, ഡിഫറൻസ് ഒക്കെ ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫോസിൽ എവിഡൻസ് വെച്ചിട്ട് എവല്യൂഷന്റെ എവിഡൻസ് പറയുന്നത്. ഇനി അടുത്തത് റേഡിയോ കാർബൺ ഡേറ്റിംഗ് ആണ്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് വെച്ചിട്ട് നമ്മൾ ഫോസിൽസിന്റെ ഏജ് ആണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം ഏത് ഫോം ചെയ്തു, പിന്നീട് ഏതാണ് ഫോം ചെയ്തത് എന്നാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം.
നമ്മുടെ ബോഡിയിൽ കാർബൺ C12 ഫോമിലുണ്ട്, അതേപോലെ റേഡിയോ ഐസോട്ടോപ്പ് ഫോം ആയിട്ടുള്ള C14 ഫോമിലുണ്ട്. അപ്പം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് C14 C12 ഒരു പ്രോപ്പർ റേഷ്യോയിലാണ് ഇരിക്കുന്നത്, അതിനൊരു പ്രോപ്പർ റേഷ്യോ ഉണ്ട്. ഓക്കെ, പക്ഷേ ആക്ച്വലി ഈ ഒരു റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത് വില്ലാർഡ് ലിബി 1949 ആണ്. ഓക്കെ, അപ്പോൾ ഒരു C14 C12 റേഷ്യോ ലിവിങ് ഓർഗാനിസംസിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ മരണത്തിന് ശേഷം ജീവികൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെത്തിന് ശേഷം എന്താണ്, ഈ C14 എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡീകേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അവരില്ലാണ്ടായിക്കൊണ്ടേ. നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ C14 ഉണ്ട്, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ആ C14 റേഡിയോ ഐസോട്ടോപ്പ് ആണല്ലേ, നിങ്ങൾക്കറിയാം T12. നിങ്ങൾ ഹാഫ് ലൈഫ് ഒക്കെ നോക്കാറുണ്ട് ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് ഇത്ര ടൈം പീരീഡ് കഴിയുമ്പം അവരുടെ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ ഒരു കറക്റ്റ് പകുതിയായിട്ട് എന്ത് ചെയ്യുന്നു, അവർ പകുതിയായിട്ട് ഡീകേ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ C14 ഡീകേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വസ്തു, മനുഷ്യൻ എന്ന് പറഞ്ഞ വസ്തു ജീവിച്ചിരിക്കുമ്പോൾ ഇതാണ് റേഷ്യോ. അപ്പോൾ ഇവിടെയാണ് ഫോസിൽ എവിഡൻസ് എങ്കിൽ അതിൻ്റെ ഇത് കുറച്ചുകൂടെ കഴിയുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ടൈം പോകുന്നതിനനുസരിച്ച്, അതായത് ഫോസിൽ നോക്കുക അവിടെ C14 C12 റേഷ്യോ എത്രയാണ് എന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു ടൈം പീരീഡ് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ടൈമിനനുസരിച്ച് എവിടെ എവല്യൂഷൻ നടന്നു, എവിടെ നിന്നാണ് ഡൈവേഴ്സിഫിക്കേഷൻ നടന്നു ഓർഗാനിസംസ് തമ്മിലുള്ള, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈം പീരീഡ് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, യെസ്, ഹലോ മോനു. യെസ്, നോക്കൂ, മോനു ബാഡ്സർ. ഹലോ മോനു ബാഡ്സർ. ഇത്രയും ഓക്കെയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി എവല്യൂഷൻ ഡിസ്കസ് ചെയ്താലോ? ബാക്കി റിമൈനിങ് ടോപ്പിക്സ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? റെഡി? ഫൈൻ, ഞാൻ ബാക്കി ഡിസ്കസ് ചെയ്യണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തത് കമ്പാരറ്റീവ് മോർഫോളജി ആൻഡ് അനാട്ടമി. ഇതിൽ നമ്മൾ ആക്ച്വലി എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയോ? ഇതിൽ നമ്മൾ ഡൈവേർജന്റ് ആൻഡ് കൺവേർജന്റ് എവല്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് റഫായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ആ ഒരു എന്താണ് അതിൻ്റെ സെൻറ്റൻസുകൾ, എന്താണ് അതിൻ്റെ തിയറി എന്ന് ജസ്റ്റ് വായിക്കാം. ഓക്കെ, അപ്പം കമ്പാരറ്റീവ് മോർഫോളജി ആൻഡ് അനാട്ടമി ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, മോർഫോളജിയും അനാട്ടമിയും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ അനലോഗസ് ഓർഗൻസ് വെച്ചിട്ടും അതേപോലെ ഹോമോലോഗസ് ഓർഗൻസ് വെച്ചിട്ടും വെച്ചിട്ടുമാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻ, അപ്പൊ എന്താണ് അനലോഗസ് ഓർഗൻസ്, എന്താണ് ഹോമോലോഗസ് ഓർഗൻസ്, നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഹോമോലോഗസ് ഓർഗൻസ് നോക്കാം. ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ കൈൻഡ് ഓഫ് ഓർഗാനിസംസ് വിച്ച് ഷോ സ്ട്രക്ചറൽ സിമിലാരിറ്റി, പക്ഷെ അവരുടെ ഫംഗ്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ഹോമോലോഗസ് ഓർഗാനിസം എന്ന് പറയുമ്പം അവരുടെ സ്ട്രക്ചർ സെയിം ആയിരിക്കും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് എഴുതുന്നത്. സ്ട്രക്ചർ സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ ഫംഗ്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ വേർട്ടിബ്രേറ്റ്സിന്റെ 4 limbs എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. നോക്കൂ, ഞാൻ എക്സാമ്പിൾ എടുക്കാൻ വേണ്ടി 4 limbs ഓഫ് മാമൽസ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. ഹ്യൂമൻ ബീങ്സിന്റെ, ചീറ്റയുടെ, വെയിലിന്റെ, ബാറ്റിന്റെ 4 limb നോക്കൂ. അപ്പൊ ഹ്യൂമൻ ബീങ്സ് അവരുടെ 4 limb എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഹോൾഡിങ്ങിന് വേണ്ടിയിട്ടും ഗ്രാസ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക. ചീറ്റ എന്ത് ചെയ്യും? പുലി അത് അതിന്റെ 4 limb റണ്ണിങ്ങിന് വേണ്ടിയിട്ട്, സ്പീഡിൽ ഓടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. വെയിൽ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുക? നമ്മളുടെ വെയിൽ സ്വിമ്മിങ്ങിന് യൂസ് ചെയ്യും. ബാറ്റ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് അല്ലേ? യെസ്, വവ്വാല് പറക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആക്ച്വലി നമ്മൾ ഇവരുടെ എല്ലാം സ്ട്രക്ചർ നോക്കി കഴിയുമ്പോൾ എല്ലാം മാമൽസ് ആണ് അല്ലേ? അപ്പൊ അവരുടെ എല്ലാം 4 limbs ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. ചിലർ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്, ചിലർ റണ്ണിങ്ങിന് വേണ്ടിയിട്ട്, ചിലർ ഹോൾഡിങ് ആൻഡ് ഗ്രാസ്പിങ്ങിന് വേണ്ടിയിട്ട്, പല പേർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദ ഫംഗ്ഷൻ ഇസ് ഡിഫറെന്റ്. ഓക്കെ, പക്ഷേ ചില ഓർഗാനിസംസ് അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്, പക്ഷെ നമ്മൾ അവരുടെ സ്ട്രക്ചറിലേക്ക് നോക്കി കഴിയുമ്പോഴേക്കും അവരുടെ സ്ട്രക്ചർ കോമൺ ആണ്. എന്ന് വെച്ചാൽ
സെയിം ആയിട്ടുള്ള ഹ്യൂമറസ്, റേഡിയ, അൾന, കാർപ്പൽ, മെറ്റകാർപ്പൽ, ഫലാഞ്ചസ് സ്ട്രക്ചർ സെയിം ആണ്. അപ്പൊ ഈ ജീവികള് മാമൽസ് ആണ്, പക്ഷെ അവർ പല ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന, പല പെർഫോമൻസ് ആ ഒരു അവയവം ഉപയോഗിച്ച് പല ഫങ്ഷൻ ചെയ്യുന്ന ജീവികളാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പല ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന ഈ 4 ലിംബിന് കോമൺ സ്ട്രക്ചർ, സെയിം സ്ട്രക്ചർ ഇരിക്കുന്നതിന്റെ റീസൺ? കാരണം എന്താണ്? അതെല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒരു സെയിം പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു. എല്ലാം മാമൽസ് ആണ്. അപ്പൊ അവർക്കൊരു കോമൺ ആൻസസ്റ്റർ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഒരു കോമൺ ആൻസസ്റ്റർ, ദ വാസ് എ കോമൺ ആൻസസ്റ്റർ. ആ കോമൺ ആൻസസ്റ്ററിന് ഈ പറഞ്ഞ പ്രോപ്പർ ഹ്യൂമറസ്, അൾന, റേഡിയ ഈ രീതിയിലുള്ള 4 ലിംസ് ആയിരുന്നു പ്രസന്റ് ആയിട്ടിരുന്നു. അവരുടെ സ്ട്രക്ചർ സിമിലർ ആയിരുന്നു. ദ വാസ് സ്ട്രക്ചറൽ സിമിലാരിറ്റി. പക്ഷെ എന്ത് ചെയ്തു? ഈ കോമൺ ആൻസസ്റ്ററിൽ നിന്ന് പല ഹാബിറ്റാറ്റിലേക്ക്, ഇവരെല്ലാം പല ഹാബിറ്റാറ്റിലേക്ക് പോയില്ലേ. നമ്മുടെ ബാറ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് പോയി, നമ്മളുടെ വെയിലിനെ നോക്കുകയാണെങ്കിൽ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് പോയി, ചീറ്റയാണെങ്കിൽ കാട്ടിലേക്ക് പോയി, മനുഷ്യരാണെങ്കിൽ നാട്ടിൽ ജീവിക്കുന്നു. റൈറ്റ്. അപ്പൊ പല ഹാബിറ്ററ്റിലാണ് അവർ കാണുന്നത്. അപ്പൊ പല ഹാബിറ്ററ്റിൽ പോകുമ്പോൾ അവർക്ക് ഈ 4 ലിംബ് ഉപയോഗിച്ച് പല രീതിയിലുള്ള ഫംഗ്ഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ പുതിയ ഹാബിറ്ററ്റിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ കോമൺ സിമിലർ സ്ട്രക്ചറുള്ള ആ ഒരു അവയവം എന്ന് പറയുന്നത് വേറെ രീതിയിൽ മോഡിഫൈ ചെയ്തു. അതാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ, മോർഫോളജിക്കലി നോക്കുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു. പക്ഷെ അനാട്ടമിക്കലി നമ്മൾ നോക്കുമ്പോൾ അത് കോമൺ, സെയിം സിമിലർ സ്ട്രക്ചർ ആണ്, കോമൺ ആൻസസ്റ്റർ ഉണ്ട് എന്നതാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ആക്ച്വലി ഇവിടെ ഏത് തരത്തിലുള്ള എവല്യൂഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇവിടെ കാണാൻ പറ്റുന്നത് ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. എന്താണ് ഡൈവേർജന്റ് എവല്യൂഷൻ? ഡൈവേർജസ് ഫ്രം എ പോയിന്റ്. ഒരു കോമൺ ആൻസസ്റ്റർ ആയിരുന്നു അല്ലെ. അപ്പൊ കോമൺ ആൻസസ്റ്റർ പല ഹാബിറ്റാറ്റിലേക്ക് പല ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈവേർജ് ചെയ്തു മാറി. അതാണ് ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് അനലോഗസ് ഓർഗൻസിൽ നമുക്ക് കാണാൻ പറ്റുക. അനലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾ, ഇതിൽ നമുക്ക് ഹോമോലോഗിയുടെ എക്സാമ്പിൾ നമുക്ക് ഇനിയും വേറെ കാണാൻ പറ്റൂ കേട്ടോ. നമ്മുടെ തോൺസും ഓഫ് ബൊഗൈൻവില്ല, അതുപോലെ ടെൻഡ്രിൽസ് ഓഫ് കുക്കുർബിറ്റ. ഓക്കെ, ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്, പക്ഷെ അവരുടെ സ്ട്രക്ചർ സിമിലർ ആണ്. അതേപോലെ ഹാർട്ട് ഓഫ് വേർട്ടിബ്രേറ്റ്സ്, ഫിഷ്, ആംഫീബിയൻ, റെപ്റ്റൈൽസ്, അതിന്റെ ഹാർട്ട് ഡിഫറെന്റ് ആണ്. കാരണം ഹാർട്ടിൽ ഡിഫറൻസ് ഉണ്ട്. എല്ലാം സർക്കുലേഷന് വേണ്ടിയാ, പല രീതിയിലുള്ള സർക്കുലേഷൻ, സിംഗിൾ, ഡബിൾ, മിക്സ്ഡ്, അല്ല പല രീതിയിലുള്ള സർക്കുലേഷൻ ഉണ്ട്. പക്ഷെ എല്ലാം എന്താണ്? നമ്മളുടെ മസ്കുലർ ആയിട്ടുള്ള മയോജനിക് ഹാർട്ടാണ് എല്ലാം എന്ന് പറയുന്നത്. ഇനി അതേപോലെ ബ്രെയിൻ ഓഫ് വേർട്ടിബ്രേറ്റ്സ് എല്ലാം ഹോമോലോഗിയുടെ എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഇത് പ്രോപ്പർ ആയിട്ട് പഠിച്ചോളാം. അവിടെ ഡൈവേർജന്റ് എവല്യൂഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഇനി അനലോഗസ് ഓർഗൻസിലേക്ക് നോക്കുമ്പോൾ വിങ്സ് ഓഫ് ബേർഡ് ആൻഡ് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. വിങ്സ് ഓഫ് ബേർഡ് ആൻഡ് ബട്ടർഫ്ലൈ. ഈ ബട്ടർഫ്ലൈ എവിടെ കിടക്കുന്നു? ബേർഡ് അവിടെ കിടക്കുന്നു. ബേർഡ് എന്ന് പറയുന്ന, മാം യുവർ നെയിം? ഹലോ, മൈ നെയിം ഈസ് ബ്ലെസ്സി മറിയ ബിജു. ഓക്കെ, എന്റെ പേര് ബ്ലെസ്സി മറിയ ബിജു. റാഡ്വിക് മോഗർ. ഹലോ, മൈ നെയിം ഈസ് ബ്ലെസ്സി മറിയ ബിജു. ട്ടോ, ഫൈൻ. ഓക്കെ, അപ്പം വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ. ബേർഡ് എവിടെ കിടക്കുന്നു? ബട്ടർഫ്ലൈ എവിടെ കിടക്കുന്നു? രണ്ടും ഡിഫറെന്റ് ഗ്രൂപ്പ് ആണ് അല്ലെ. ബേർഡ് എന്ന് പറയുമ്പോൾ ക്ലാസ് ഏവ്സിൽ കിടക്കുന്നു. എവിടെ? വേർട്ടിബ്രേറ്റയില്. പക്ഷെ നമ്മുടെ ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോഴോ, ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫൈലം തന്നെ ഡിഫറെന്റ് ആണ്, നോൺ കോഡേറ്റ് ആണ്. ഇവിടെ കോഡേറ്റയില് ക്ലാസ് ഏവ്സിലാണ് ബേർഡ്സ് കിടക്കുന്നത്. പക്ഷെ ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളുടെ ആർത്രോപോഡയില് ക്ലാസ് ഇൻസെക്ടയിലാണ് കിടക്കുന്നത്. തമ്മിൽ അത്രയും ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അവർ തമ്മിൽ ഒരു കോമൺ ആൻസിസ്റ്ററി ഇല്ല, വളരെ ഡിസ്റ്റന്റ് ആണ്, വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ് അവർ തമ്മിലുള്ളത്. പക്ഷെ രണ്ടുപേരും ഈ വിങ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? രണ്ടുപേരും പറക്കാൻ വേണ്ടിയിട്ട്, ഫ്ലൈറ്റ് അഡാപ്റ്റേഷന് വേണ്ടിയിട്ട്. Yes, wow, wonderful. Your sister is in Ames, Delhi. That's nice. Shika, hello. Hello, Shika. Hi. Yes. അപ്പോൾ രണ്ടുപേരും ഫ്ലൈറ്റ് അഡാപ്റ്റേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അവരുടെ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും ബേർഡ്സ് എന്ന് പറയുമ്പോൾ അതിന് കറക്റ്റ് എല്ലാ സ്കെലിറ്റൽ എലമെന്റ്സും ബ്ലഡ് വെസൽസും ഈ പറഞ്ഞ ഹ്യൂമറസ്, റേഡിയ, അൾന പാറ്റേൺ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇൻസെക്ടിന്റെ വിൻ എന്ന് പറയുന്നത് ജസ്റ്റ് അവരുടെ എക്സോസ്കെലിറ്റന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അനാറ്റമിക്കലി നോക്കുമ്പോൾ ഒരു സ്ട്രക്ചറൽ സിമിലാരിറ്റി ഇല്ല, സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. മാത്രമല്ല ഡിഫറെന്റ് ആൻസസ്റ്റർ ആണ്. നമ്മൾ ഇവിടെ എഴുതുകയാണെങ്കിൽ സ്ട്രക്ചറൽ ഡിഫറൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. സ്ട്രക്ചർ എന്നത് ഉദ്ദേശിക്കുന്ന അനാറ്റമിയാണ്. സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്ന അനാറ്റമിക്കലാണ്. അനാറ്റമിക്കലി കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അനാറ്റമിക്കലി ഇവിടെ സെയിം ആണ് അല്ലെ. പക്ഷെ ഫംഗ്ഷൻ ഇവിടെ ഡിഫറെന്റ് ആയിരുന്നെങ്കിൽ ഫംഗ്ഷൻ ഇവിടെ എന്താ? ഫംഗ്ഷൻ സെയിം ആണ്. കോമൺ ആൻസസ്റ്റർ ഉണ്ടോ? ഇല്ല, രണ്ടുപേരും വ്യത്യസ്തരാണ്. ഒന്ന് നോൺ കോഡേറ്റും ഒന്ന് കോഡേറ്റും അത്രയും ഡിസ്റ്റന്റ്ലി റിലേറ്റഡ് ആണ്.
നോ കോമൺ ആൻസെസ്റ്റർ, നോ കോമൺ ആൻസെസ്റ്റർ, കോമൺ ആൻസെസ്റ്റർ ഇല്ല. ഇനി എന്ത് കൈൻഡ് ഓഫ് എവല്യൂഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുക? ഇവിടെ നമുക്ക് കാണാൻ പറ്റുക കൺവേർജന്റ് എവല്യൂഷൻ ആണ്. കൺവേർജന്റ് എവല്യൂഷൻ എന്താണ്? കൺവേർജന്റ് എവല്യൂഷൻ, കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവർ രണ്ടുപേരും ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ, ഒരു കോമൺ അഡാപ്റ്റേഷൻ ആണല്ലേ കാണിക്കുന്നത്. സിമിലർ കൈൻഡ് ഓഫ് ഹാബിറ്റാറ്റ് ആണ് അവർക്കുള്ളത്. അവർക്ക് രണ്ടുപേർക്കും പറക്കുക, ഫ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫംഗ്ഷൻ. പക്ഷേ പല ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസെസ്റ്റേഴ്സ് നിന്ന് അവർ വന്നു, പല ഹാബിറ്ററ്റിൽ നിന്ന് അവർ വന്നു. അവര് എന്താ ചെയ്തത്? ഈ ഒരു കോമൺ ഹാബിറ്ററ്റിലേക്ക്, കോമൺ അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് അവർ വന്നത് കൊണ്ട് ഇവിടെ converges to this point from different ancestors to perform the similar function, they converged. അതുകൊണ്ട് തന്നെ അവര് ഡിഫറെന്റ് ആയിട്ട് അനാറ്റമിക്കൽ സ്ട്രക്ചർ ഉള്ള അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ഓർഗൻ പുറമേ നിന്ന് നോക്കുമ്പോൾ സിമിലർ രീതിയിൽ സിമിലർ ഫംഗ്ഷന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തു. കൺവേർജസ് ടു ദിസ് പോയിന്റ് ഫ്രം ഡിഫറെന്റ് ആൻസെസ്റ്റേഴ്സ്, കൺവേർജന്റ് എവല്യൂഷൻ. ഇവിടെ ആണെങ്കിലോ ഡൈവേർജസ് ഫ്രം എ പോയിന്റ്, ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്തു. ഇവിടെ പല പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്തു വന്നു. ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഷിക, യുവർ നെയിം ഇസ് ജസ്സി. ഫൈൻ. ഹലോ ജസ്സി. ഓക്കെ, അടിപൊളി കേട്ടോ ജസ്സി. ഹലോ. അപ്പൊ എങ്ങനെ പോകുന്നു എല്ലാവരുടെയും നീറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ? അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വേറൊരു എവിഡൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാണ്ട് ഇനിയും നമുക്ക് എവിഡൻസ് ഉണ്ട്. ബയോകെമിക്കൽ എവിഡൻസ്. ബയോകെമിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ്, ബയോളജിക്കലി കാണാൻ പറ്റുന്ന കെമിക്കൽസ് ലൈക്ക് പ്രോട്ടീൻസും ജീൻസും ഒക്കെയാണ്. അവർ സിമിലർ ഫംഗ്ഷൻ പല ഓർഗാനിസംസിലും പെർഫോം ചെയ്യുന്നു എന്ന് വെച്ചാൽ അവർക്ക് കോമൺ ആൻസെസ്ട്രി ഉണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി എംബ്രിയോളജിക്കൽ എവിഡൻസ് നോക്കുകയാണെങ്കിൽ വോൺ ബിയേഴ്സ് ലോ 1828 വോൺ ബിയർ ആണ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. എന്താ ഈ ലോ പറയുന്നത്? earlier vertebrate embryos are all similar and as embryonic development proceeds embryos become dissimilar. ഞാൻ പ്രോപ്പർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഒരു ഫിഷിനെ കൺസിഡർ ചെയ്യുക, അതേപോലെ ഒരു ഫ്രോഗിനെ കൺസിഡർ ചെയ്യുക, ആംഫീബിയൽ ആണല്ലേ വരുന്നത്. അതേപോലെ നിങ്ങൾ ഒരു ലിസാർഡിനെ കൺസിഡർ ചെയ്യുക, അതേപോലെ നിങ്ങൾ ഒരു ക്യാറ്റിനെ കൺസിഡർ ചെയ്യുക, അതേപോലെ നിങ്ങൾ ഒരു കോഴീനെ കൺസിഡർ ചെയ്യുക, അതേപോലെ ഒരു ഹ്യൂമനെ കൺസിഡർ ചെയ്യുക. ഇവരൊക്കെ ഏറ്റവും ആദ്യം സൈഗോട്ടായിരുന്നു. പിന്നെ അവരുടെ എംബ്രിയോളജി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഡെവലപ്മെന്റ്, ജസ്റ്റേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ എംബ്രിയോളജിക്കൽ പീരീഡിന്റെ രദ്വി, ഐ വിൽ റീഡ് യുവർ മെസ്സേജ് ജസ്റ്റ് ആഫ്റ്റർ എക്സ്പ്ലെയിനിങ് ദിസ്. ഓക്കെ, അപ്പം നമ്മള് എന്താന്ന് വെച്ചാല് ഇവരുടെ എംബ്രിയോളജിക്കൽ സ്റ്റേറ്റ് ഒബ്സർവ് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ ഫിഷ് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് വിചാരിച്ചോ. അതേപോലെ തന്നെ ഫ്രോഗ് ഉണ്ടാവുക, അതേപോലെ ലിസാർഡ്, അതേപോലെ ക്യാറ്റ്, അതേപോലെ ഹെൻ, അതേപോലെ ഹ്യൂമൻ. എന്ന് വെച്ചാൽ എംബ്രിയോളജി സ്റ്റാർട്ടിങ്ങിൽ എംബ്രിയോ ആയിരിക്കുമ്പം ഇനീഷ്യലി അവരെല്ലാം എന്താ സിമിലറാണ്. നമുക്കിതിന് ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പൂച്ചയുടേതാണോ, ലിസാർഡിന്റെ ആണോ, ഫ്രോഗിന്റെ ആണോ, ഫിഷിന്റെ ആണോ, ഹെന്നിന്റെ ആണോ, ഹ്യൂമന്റെ ആണോ തമ്മിൽ മനസ്സിലാവില്ല, ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ സൈഗോട്ട് പിന്നെ നമ്മൾ ലൈക്ക് അതിന്റെ ക്രോമസോം പാറ്റേൺ ഒന്നും അല്ല നോക്കുന്നത്, പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതെല്ലാം എന്താണ് സിമിലർ ആയിരുന്നു, കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ ആ ജസ്റ്റേഷൻ പീരീഡ് അനുസരിച്ച് ആ ഡെവലപ്മെന്റ് നടക്കുന്നതിനനുസരിച്ച് എംബ്രിയോളജി പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് അവരെല്ലാം ഡിസിമിലർ ആയി മാറുകയാണ് ചെയ്തത്. സോ ദിസ് ഈസ് എംബ്രിയോളജിക്കൽ എവിഡൻസ്. ആൻഡ് എംബ്രിയോളജിക്കൽ എവിഡൻസ് എവല്യൂഷൻ കൺസിഡർ ചെയ്യാം എന്ന് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന വോൺ ബെയർ ഇൻ ദ ഇയർ 1828. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളുടെ എവിഡൻസ് ഫോർ എവല്യൂഷൻ അവിടെ കഴിഞ്ഞു. യെസ്, ഐ എം ഗോയിങ് ടു റീഡ്. ഓക്കെ, മാം, ഐ എം സ്കോറിംഗ് 700+ in last 7 mock tests. Ma'am, should I improve my mocks or strengthen the concept through revision? Okay, Ratvik എന്നല്ലേ പേര്? Ratvik. Okay, you are scoring 700+ in last 7 mock tests. That is so nice. Happy for you. You practice more questions. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. രദ്വിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ആണല്ലേ ബാക്കിയുള്ളത്. ആ 1 വീക്കിൽ പ്രോപ്പറായിട്ട് ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യുക. ആ പ്രോപ്പറായിട്ട് ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ അത് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ആ ടൈം കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുക.
ആ ടൈമിൽ കുട്ടി അങ്ങനെ തന്നെ ഇരിക്കണം. അതായത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഒരു 1 hour, ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്, 1 hour ഫിസിക്സിന്റെ കോൺസെപ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി വെക്കണം, 1 hour കെമിസ്ട്രി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും 1 hour ബയോളജി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും വെക്കണം. ആ റിവൈസ് ചെയ്യാൻ ചിലപ്പം ബയോളജി റിവൈസ് ചെയ്യുമ്പോൾ ഓക്കെ എനിക്കൊന്നുമില്ല റിവൈസ് ചെയ്യാൻ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു ടൈം പീരീഡിൽ കറക്റ്റായിട്ട് തന്നെ റിവൈസ് ചെയ്യുക. അതിൽ നമ്മളുടെ ഇയേഴ്സ്, സയൻറ്റിസ്റ്റിൻ്റെ നെയിം, ഫോർമുലാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് വീണ്ടും നോക്കേണ്ട കോൺസെപ്റ്റ്സ് മറക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി ബാക്കി ഒരു സമയം എന്ന് വെച്ചാൽ പുതിയൊരു ടോപ്പിക്, നോ ന്യൂ ടോപ്പിക്സ് ഹാസ് ടു ബി ലേൺഡ്. ഓക്കെ, ഇനി പുതിയതായിട്ട് ഒന്നും പഠിക്കേണ്ടതില്ല. ഇതുവരെ ഒന്നും അറിയില്ലാത്ത ഒരു പുതിയ കോൺസെപ്റ്റ് ഇരുന്നിട്ട് ആദ്യം തൊട്ട് വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ്സ് വൈ യു ആർ സ്കോറിംഗ് 700+. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോപ്പർ ടൈം ഇവിടെ ഫിക്സ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ മെയിൻ ആയിട്ട് സമയം കണ്ടെത്തുക. ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. PYQs നോക്കുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമല്ല, അതിൽ എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത് നോക്കുക. എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് വരുന്നതെന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളുടെ അശ്രദ്ധ കാരണം, അതായത് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരുന്നു, പക്ഷേ എന്തോ ഓപ്ഷൻ വായിച്ചപ്പോൾ തെറ്റി, അങ്ങനെയുള്ള കാര്യം കൊണ്ടാണോ അവിടെ തെറ്റിപ്പോയത്? അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്ത് പെട്ടെന്ന് റഷ് ചെയ്തുകൊണ്ടാണോ? അങ്ങനെയുള്ള കാര്യമാണോ? അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണോ? ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ തെറ്റുന്നത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നീറ്റ് എക്സാം എത്ര അവർ ആണോ ആ അവർ തന്നെ ആ സമയം ഒരു അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആൻസർ A B ഇങ്ങനെ നോട്ട് ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? നിങ്ങൾ ആ ഒരു ബബിള് ചെയ്യുന്ന ആ ഒരു സമയം കൂടെ അതിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യണം. ഇനി ആ ബബിള് ചെയ്യുന്ന മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം 700 കിട്ടിയെന്ന് വിചാരിച്ച് ഇതുകൊണ്ട് ഇവിടെ നിർത്തരുത്. 1 വീക്കും കൂടെ ഇത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. 700 കിട്ടി, ഐ എം ഓക്കെ, ഞാൻ അത്യാവശ്യത്തിന് സ്കോർ ചെയ്യാനുള്ളതായി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഈ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. കോൺസെപ്റ്റുകൾ റിവൈസ് ചെയ്യണം. മോർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. മൈ ഓഫ്ലൈൻ ടീച്ചേഴ്സ് ആർ ഷോക്ക്ഡ് ബൈ മൈ പെർഫോമൻസ് ഇൻ ദ മോക്ക് test. Okay, that's nice. Great, Ratvik, congratulations. You should perform more. അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക. കൂടുതൽ റാങ്ക് ഇനിയും ഇംപ്രൂവ് ചെയ്യുക. നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. ഇത് തന്നെ നീറ്റ് എക്സാമിനും കിട്ടട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പം വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ ഋത്വിക് മാത്രമല്ല ബാക്കി എല്ലാവരും നിങ്ങളുടെ നീറ്റ് എക്സാമിനേഷന് ശേഷം നമ്മളെ അറിയിക്കണം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, എങ്ങനെയാണ് നിങ്ങളുടെ സ്കോർ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഹൗ യു ഫെൽ ഫോർ ദി എക്സാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ ലൈവിൻ്റെ താഴെ വന്നിട്ട് അറിയിക്കണം കേട്ടോ നമ്മളെ. ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ടൈം 7:16 അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ മെലാനിസം, നമ്മൾ നാച്ചുറൽ സെലക്ഷനിലേക്ക് പോവാണ്. ക്ലാസിക് എക്സാമ്പിൾ ഫോർ നാച്ചുറൽ സെലക്ഷൻ സ്റ്റഡി കണ്ടക്റ്റഡ് ഇൻ ഇംഗ്ലണ്ട് അല്ലേ? അപ്പം ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ആ ഒരു സ്റ്റോറി അങ്ങനെ പറഞ്ഞു പോവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ പെപ്പേർഡ് മോത്ത് അല്ലേ, ബിസ്റ്റൺ ബെറ്റുലേറിയ, ഈ മോത്തിന്റെ ഉള്ളിലായിരുന്നു ഇംഗ്ലണ്ടിൽ ഈ സ്റ്റഡീസ്. ഇത് നമ്മുടെ നാച്ചുറൽ സെലക്ഷന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് നമ്മളുടെ ഈ ഒരു ഇൻഡസ്ട്രിയൽ മെലാനിസം പറയുന്നത്? ഏറ്റവും ആദ്യം നമ്മളുടെ ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ നടക്കുന്നതിന് മുൻപ് ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു ആക്ച്വലി സംഭവിച്ചത് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ? അപ്പോൾ അവിടെ കുറേ മരങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പം മരങ്ങളെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. കുറേ മരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ മരങ്ങളുടെയൊക്കെ മുകളിൽ എന്തുണ്ടായിരുന്നു? ആ മരങ്ങളുടെയൊക്കെ മുകളിൽ നിറച്ചും ലൈക്കൻസ് ഉണ്ടായിരുന്നു. ലൈക്കൻസിന് ഒരു പ്രത്യേകതയുണ്ട്. പൊല്യൂഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡസ്റ്റോ സ്മോക്കോ ഗ്യാസസോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് വരത്തില്ല? അവിടെ ലൈക്കൻസ് വരത്തില്ല. ലൈക്കൻസ് പൊല്യൂഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്താണ്. അപ്പൊ എയർ ക്വാളിറ്റിയുടെ ഇൻഡിക്കേറ്റർ ആണ് നമ്മളുടെ ലൈക്കൺ എന്ന് പറയുന്നത്. ഫൈൻ. അപ്പൊ അവിടെ ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ, അതാണ് പ്രീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. പ്രീ ഇൻഡസ്ട്രിയലൈസേഷൻ ടൈം പീരീഡിൽ ഈ ട്രീ ബ്രാഞ്ചിലെല്ലാം, ട്രീ ട്രങ്കിലെല്ലാം നിറച്ചും ലൈക്കൻസ് ഇരിക്കുകയായിരുന്നു. ലൈക്കൻസ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്ത് കളറിലിരുന്നു? വൈറ്റ് കളറിലിരുന്നു. ട്രീയുടെ ട്രങ്ക് എല്ലാം നല്ല വൈറ്റ് കളറിലിരുന്നു. ഓക്കെ, നല്ല വൈറ്റ് കളറിലിരുന്നു. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള മോത്ത് ഉണ്ടായിരുന്നു. There was 2 kinds of moths.
രണ്ട് തരത്തിലുള്ള മോത്ത് ഉണ്ടായിരുന്നു. മോത്തുകൾ രണ്ട് തരത്തിലായിരുന്നു ഉണ്ടത്. ഒന്ന് വൈറ്റ് കളേർഡ് മോത്തും ഉണ്ടായിരുന്നു, ഒന്ന് ബ്ലാക്ക് കളേർഡ് മോത്തും ഉണ്ടായിരുന്നു. ഫൈൻ. അപ്പൊ ഈ മോത്തിനെ കഴിക്കുന്ന ഒരു പ്രെഡേറ്റർ ഉണ്ടായിരുന്നു, ഇവരെ അറ്റാക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു പ്രെഡേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഈ വൈറ്റ് കളേർഡ് മോത്തിന് വളരെ സുഖമായിരുന്നു. വൈറ്റ് കളേർഡ് മോത്തിന് വളരെ സുഖമായിരുന്നു. കാരണം എന്താ, അവർ ഇവിടെ പോയിട്ട് ഈ ലൈക്കൻസിന്റെ ഇടയിൽ പോയിട്ട് ഒളിച്ചിരിക്കും. അപ്പൊ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് വൈറ്റ് മോത്ത് ഇരിക്കുന്നു, അവരെ കാണത്തില്ല, പ്രെഡേറ്റേഴ്സിന് ഇവരെ കാണാൻ പറ്റത്തില്ല. പക്ഷെ പാവം ബ്ലാക്ക് കളേർഡ് മോത്തിന് ഇവിടെ ഒളിച്ചിരിക്കാൻ പറ്റിയില്ല. സോ പെട്ടെന്ന് ബ്ലാക്ക് കളേർഡ് മോത്തിനെ നമ്മളുടെ പ്രെഡേറ്റേഴ്സ് കഴിച്ചുകൊണ്ടേയിരുന്നു. സോ ഇനീഷ്യലി ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ നമ്മുടെ ബ്ലാക്ക് കളേർഡ് മോത്തിന്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. 1000 എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ, 1000 മോത്തിനെ നോക്കുകയാണെങ്കിൽ അതിൽ ജസ്റ്റ് 20 എണ്ണം ഒക്കെ ആയിരിക്കും ബ്ലാക്ക് കളേർഡ് മോത്ത്, ബാക്കിയെല്ലാം വൈറ്റ് കളേർഡ് മോത്ത്. കാരണം വൈറ്റ് കളേർഡ് മോത്ത് എല്ലാം രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചത്. ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചപ്പോൾ അവിടെ ഫുള്ള് ഡസ്റ്റ്, സ്മോക്ക്, പൊടിപടലങ്ങൾ, നിറച്ചും പൊല്യൂട്ടൻസ് ആയപ്പോൾ ഇവിടെ ഫുള്ള് പൊല്യൂട്ടൻസ് വന്ന് സ്പ്രെഡ് ചെയ്തു. പൊല്യൂട്ടൻസ് സ്പ്രെഡ് ചെയ്തപ്പോഴത്തേക്കും ലൈക്കൻ എന്ത് ചെയ്തു? ലൈക്കൻസ് എല്ലാം അവിടുന്ന് ഡിസപ്പിയർ ചെയ്തു. അപ്പൊ ഈ സൂട്ട്, ഈ ബ്ലാക്ക് കളേർഡ് പൊടിയും പടലങ്ങളും എല്ലാം കൂടെ ഈ പറഞ്ഞ ട്രീ ട്രങ്കിൽ വന്നിരുന്നു. ഓക്കെ, അപ്പൊ നിറച്ചത് എന്തായി? കറുത്ത കളറിലായിട്ട് മാറി. കറുത്ത കളറിലായിട്ട് മാറിയപ്പോഴത്തേക്ക് അവിടെ ആർക്ക് അഡ്വാൻറ്റേജ് ലഭിച്ചു? അവിടെ അഡ്വാൻറ്റേജ് ലഭിച്ചു നമ്മുടെ ബ്ലാക്ക് കളേർഡ് മോത്തിന്. ബ്ലാക്ക് കളേർഡ് മോത്ത് എല്ലാം അവിടെ വന്ന് ഒളിച്ചു. അപ്പൊ ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളേർഡ് മോത്തിനെ വളരെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ പ്രെഡേറ്ററിന് കാണാൻ പറ്റി. സോ ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ അവിടെ ആരുടെ നമ്പറാ കൂടിയത്? ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ബ്ലാക്ക് കളേർഡ് മോത്തിന്റെ നമ്പർ കൂടി, വൈറ്റ് കളേർഡിന്റെ മോത്ത് കുറഞ്ഞു. വൈറ്റ് കളേർഡിന്റെ നമ്പർ കുറഞ്ഞു. എന്താ ആക്ച്വലി ഇവിടെ സംഭവിച്ചത്? നമ്മുടെ ബ്ലാക്ക് കളേർഡ് മോത്ത് ഇവിടെ കുറവായിരുന്നു, വൈറ്റ് കളേർഡ് മോത്ത് ഇവിടെ കൂടുതലായിരുന്നു അല്ലേ? റൈറ്റ്. പക്ഷെ ഇവിടെ ബ്ലാക്ക് കളേർഡ് മോത്ത് കംപ്ലീറ്റ്ലി പോയോ എന്ന് വെച്ചാൽ 0 ബ്ലാക്ക് കളേർഡ് മോത്തും ഒരുപാട് വൈറ്റ് കളേർഡ് മോത്തും ആയിരുന്നോ? അല്ല, കുറച്ച് ബ്ലാക്ക് കളേർഡ് ഉണ്ടായിരുന്നു അല്ലെ? ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചപ്പോഴത്തേക്കും കൂടുതൽ വൈറ്റ് കളേർഡിനെ പിടിച്ചു തിന്നാൻ തുടങ്ങി പ്രെഡേറ്റർ. കുറച്ച് ബ്ലാക്കേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുറച്ച് ബ്ലാക്ക് എന്ത് ചെയ്തു? ആ കുറച്ച് ബ്ലാക്ക് കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്തു. വൈറ്റിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരുന്നു. വൈറ്റ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയില്ല, വൈറ്റിന്റെ എണ്ണം കുറഞ്ഞു, ബ്ലാക്ക് കൂടിക്കൊണ്ടേയിരുന്നു. ഇവിടെയാണ് നാച്ചുറൽ സെലക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ നാച്ചുറൽ സെലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇസ് നാച്ചുറൽ സെലക്ഷൻ ഹിയർ? അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ നേച്ചറിൽ വേരിയൻസ് ഉണ്ടായിരുന്നു അല്ലെ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന 2 വേരിയൻസ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് 2 വേരിയൻസ്, 2 മോത്താണ്, സെയിം സ്പീഷീസ് ആണ്, പക്ഷെ അവരുടെ ഇടയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇനീഷ്യലി ഉണ്ടായിരുന്ന പ്രീ ഇൻഡസ്ട്രിയലൈസേഷൻ പീരീഡിൽ ആ ഒരു സിറ്റുവേഷനിൽ, ഇൻഡസ്ട്രിയലൈസേഷന് മുൻപുള്ള കാലഘട്ടത്തിൽ ഈ വൈറ്റ് എന്ന് പറയുന്ന വേരിയേഷൻ അവർക്കൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. റൈറ്റ്. അതൊരു അഡ്വാൻറ്റേജസ് വേരിയേഷൻ ആയിരുന്നു അവരുടെ ഉള്ളിലുള്ളത്. ബ്ലാക്ക് കളർ എന്നത് ഇവർക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു. അതുകൊണ്ട് നേച്ചർ ഇവിടെ ആരെയാണ് പ്രൊമോട്ട് ചെയ്തത്? നേച്ചർ ഇവിടെ വൈറ്റിനെ സെലക്ട് ചെയ്തു. എന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് വൈറ്റ് ഔട്ട് നമ്പർ ചെയ്തു. വൈറ്റിന്റെ നമ്പർ കൂടി. പോപ്പുലേഷൻ ഓഫ് വൈറ്റ് വാസ് മോർ. പോപ്പുലേഷൻ ഓഫ് വൈറ്റ് വാസ് മോർ. ബ്ലാക്കിന്റെ എണ്ണം വളരെ കുറവായിരുന്നു. ഇവർ കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്തു. റൈറ്റ്. അപ്പം റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. അവരെയാണ് നേച്ചർ അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ പുതിയൊരു സിറ്റുവേഷൻ വന്നപ്പോൾ, നേച്ചറിൽ പുതിയൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? നേച്ചറിൽ പുതിയ സിറ്റുവേഷൻ വന്നപ്പം ഇവിടെയുള്ള അഡ്വാൻറ്റേജസ് വേരിയേഷൻ ഇവർക്ക് ഉപകാരമായി, ഇത് പ്രശ്നമായി. സോ നേച്ചർ സെലക്ടഡ് ദിസ്. നാച്ചുറൽ സെലക്ഷൻ ഈ ഒരു ഡയറക്ഷനിലേക്ക് ഓറിയന്റ് ചെയ്ത് പോയി. ഫൈൻ. അയ്യോ, ഞാൻ കണ്ടില്ല. ഓക്കെ, ബയോളജി 360, കെമിസ്ട്രി 175, ഫിസിക്സ് 165. അഹ്സാനി ഉണ്ടോ? അഹ്സാന, അതിനാണോ ഞാൻ റിപ്ലൈ ചെയ്യേണ്ടത്? അഹ്സാനി ഉണ്ടോ? യെസ്, ഗ്രേറ്റ്. രദ്വിക്, ദാറ്റ്സ് ഗ്രേറ്റ്. അടിപൊളി മാർക്ക് കേട്ടോ. നൈസ്. ബയോളജിക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ഫിസിക്സിനും കെമിസ്ട്രിക്കും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ലത്. അപ്പം നമ്മൾ മോക്ക് ടെസ്റ്റുകളുടെ മാർക്ക് നല്ല കാര്യം. നമ്മൾ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയി പോകാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഞാൻ പറയല്ല. നമ്മൾ ഭയങ്കര നല്ല സ്കോർ ചെയ്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്താ, ഞാൻ കംപ്ലീറ്റ്ലി പഠിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ ഇനിയൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്കിതൊക്കെ ഈസിയാണ്, ആ ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് മിസ്റ്റേക്സ് വരും. ഓക്കെ, നമ്മൾ അറിയാണ്ട് മിസ്റ്റേക്സ് വരും. നമ്മൾ പെട്ടെന്ന് ആൻസർ ചെയ്യും. അപ്പം ശ്രദ്ധിക്കാണ്ട് നമ്മൾ ചിലപ്പോൾ വായിച്ചു പോകും. അപ്പം അതൊന്നും നമ്മളുടെ അടുത്തുണ്ടാവാൻ പാടില്ല. നമ്മളുടെ മോക്ക് ടെസ്റ്റുകൾ ചിലപ്പം
ഇത് ടഫ് ആണെങ്കിൽ അടുത്ത ഡിഫിക്കൽട്ട് ആയിരിക്കും. മോക്ക് ടെസ്റ്റുകളുടെ മാർക്ക്, ബാക്കി മാർക്കൊക്കെ കിട്ടിയ കുട്ടികൾ ഇവിടെ ഉണ്ടാവും, കുറവ് മാർക്കൊക്കെ കിട്ടിയത്. അപ്പം മോക്ക് ടെസ്റ്റിന് കുറവ് മാർക്ക് കിട്ടി എന്ന് വിചാരിച്ച് നമുക്ക് ഒറിജിനൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടില്ല എന്നല്ല. നമ്മളുടെ 2 മോക്ക് ടെസ്റ്റിന് കുറവാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് താഴെ പോയിട്ട് അടുത്ത എക്സാം എഴുതുമ്പം അത് ബാധിക്കും. അതേപോലെ തന്നെ ഓവർ കോൺഫിഡൻസ്, നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്, അതും പ്രശ്നമാണ്. ഓക്കെ, അപ്പം റാദ്വിക്കിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് വെരി നൈസ്, യു ഗോട്ട് നൈസ് മാർക്സ് ഫോർ ദ പാസ്റ്റ് 7 മോക്ക് ടെസ്റ്റ്. അപ്പോൾ ഇത് തന്നെ ഫൈനൽ എക്സാമിനും വേണം. ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിയിൽ ഇനി ഒരു നെക്സ്റ്റ് വീക്കും കൂടെ മുൻപോട്ട് പോകുക കേട്ടോ. ഫൈൻ. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടായിരിക്കും. അവിടെ അഡാപ്റ്റഡ് ഇൻഡിവിജ്വൽസിന്റെ പ്രൊപ്പോർഷൻ കൂടും, നോൺ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ പ്രൊപ്പോർഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നാച്ചുറൽ സെലക്ഷൻ. പ്രീ ഇൻഡസ്ട്രിയലൈസേഷൻ പീരീഡിലും പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ പീരീഡിലും എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. ആക്ച്വലി നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. അഡാപ്റ്റേഷന്റെ ഭാഗ്യമായിട്ട് റേഡിയേറ്റ് ചെയ്തു പോകുന്നു എന്നാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അഡാപ്റ്റീവ് റേഡിയേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഡൈവേർജന്റ് എവല്യൂഷനാണ് സംഭവിക്കുന്നത്. ഡൈവേർജന്റ് എവല്യൂഷൻ നമ്മൾ എവിടെ കണ്ടു? ഹോമോലോഗസ് ഓർഗൻസിന്റെ കേസിൽ കണ്ടു അല്ലെ. അതായത് ഒരു പോയിന്റിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക, പക്ഷെ പല ഹാബിറ്റാറ്റിലേക്ക്. ഇത് ആൻസെസ്ട്രൽ ഗ്രൂപ്പാ, ഇത് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന കോമൺ ആൻസെസ്ട്രൽ ഗ്രൂപ്പാ. അപ്പൊ നമ്മൾ പല ഹാബിറ്റാറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച്, ഇതെല്ലാം ഡിഫറെന്റ് ഹാബിറ്ററ്റാ, പല ഹാബിറ്ററ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ പുതിയ ഹാബിറ്റാറ്റിൽ സെയിം കൈൻഡ് ഓഫ് ആളുകളായിരിക്കും പോവുക. ഇവരുടെ എല്ലാം ഇതിന്റെ ഉള്ളിൽ ഒരു 1000 മെമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ 1000 മെമ്പേഴ്സിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളൊരു 1000 ഹ്യൂമൻ ബീങ്സിനെ എടുത്തോ. ഇപ്പൊ ഒരു സ്ഥലത്ത്, ഏതൊരു സ്ഥലം എടുക്കാം, നമുക്ക് ഇന്ത്യ എടുക്കാം. ഇന്ത്യയിൽ ഒരു 1000 ഹ്യൂമൻ ബീങ്സ് എടുത്തു. ആ 1000 ഹ്യൂമൻ ബീങ്സ് പല സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാം കേരളക്കാരൊന്നും അല്ല. കർണാടകയുണ്ട്, തമിഴ്നാടുണ്ട്, അതേപോലെ കാശ്മീർ ഭാഗം, നോർത്ത് ഇന്ത്യ ഉണ്ട്, ആസാം ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, അരുണാചൽ പ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്. എല്ലായിടത്തുനിന്നായിട്ട് ടോട്ടലി നമ്മൾ ഒരു 1000 ആളുകളെ എടുത്തു. ഈ 1000 ആളുകളും സെയിം ആണോ, സെയിം സ്പീഷീസ് ആണെന്ന് വിചാരിച്ചോ? അല്ല, അവരുടെ എല്ലാം ഉള്ളിൽ ഡിഫറൻസ് ഉണ്ട്, വേരിയേഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ 1000 ആളുകളെ ഞാൻ ഇത്രയും ഡിഫറെന്റ് സ്ഥലങ്ങളിലായിട്ട് കൊണ്ടിടുകയാണ്. അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല, വേറെ വേറെ ഹാബിറ്റാറ്റിൽ കൊണ്ടിട്ടു. അപ്പൊ 1000 ആളുകളുടെ ഉള്ളിൽ വേരിയേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ പല ഹാബിറ്റാറ്റിൽ പോകുമ്പം ജസ്റ്റ് ഒരു ഫുഡ് എടുക്കാം. ഈ ഒരു സ്ഥലത്ത് നോൺ വെജ് മാത്രമേ കിട്ടുള്ളൂ, ബീഫ് മാത്രമേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചോ. ഇവിടെ ആണെങ്കിൽ ചിക്കൻ മാത്രമേ കിട്ടുള്ളൂ, ഇവിടെ പ്രോൺസ് മാത്രമേ കിട്ടുള്ളൂ, ഇവിടെ ഷുഗർ കെയിൻ മാത്രമേ കിട്ടുള്ളൂ, ഇവിടെ റൈസ് മാത്രമേ കിട്ടുള്ളൂ, ഇവിടെ ആണെങ്കിൽ ജ്യൂസ് ഐറ്റംസ് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവരുടെ 1000-10000 വർഷം പുതിയ സ്ഥലങ്ങളിൽ ജീവിക്കുക. അപ്പൊ അതിനനുസരിച്ച് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം മാറും, അഡാപ്റ്റ് ചെയ്യും. ആ ഫുഡുമായിട്ട് മാത്രമാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെ. അപ്പൊ അതിന് മാത്രമായിട്ട് അഡാപ്റ്റേഷൻ നടക്കുമ്പം അതിനനുസരിച്ച് വെരി ഗ്രാജുവലി മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കുമ്പം നമ്മൾക്ക് ചേഞ്ച് സംഭവിക്കും, നമ്മളുടെ ഡയറ്റിൽ ചേഞ്ച് സംഭവിക്കും. ചിലപ്പം നമ്മൾ കുടിക്കുന്ന രൂപം, ജ്യൂസ് കുടിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയാണ് കുടിക്കേണ്ടത്, അപ്പം നമ്മുടെ ലിപ്പിന്റെ പാറ്റേൺ ചിലപ്പോൾ മാറും. നോക്ക്, ഭയങ്കര നോൺ വെജ് കഴിക്കുന്ന, ബീഫ്, എല്ല് കൂടിയ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ടീത്ത് സ്ട്രോങ് ആകും. അപ്പൊ പല രീതിയിൽ ചേഞ്ചസ് വരും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ ചേഞ്ച് വരുന്നതിനനുസരിച്ച് അതൊക്കെ ചിലപ്പോൾ വേറെ വേറെ സ്പീഷീസ് ആയിട്ട് മാറാനുള്ള വളരെ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ അടുത്തിരിക്കുന്ന ചെറിയ ഡിഫറൻസ് മാത്രമുള്ള ഡിഫറെന്റ് സ്പീഷീസ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ പറയുന്നത്. എവല്യൂഷൻ സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ്. പക്ഷെ അവരെന്ത് ചെയ്തു? പല ഹാബിറ്ററ്റിലേക്ക് പോയപ്പോഴത്തേക്കും, ഡിഫറെന്റ് ഹാബിറ്ററ്റ്സിലേക്ക് പോയപ്പോഴത്തേക്കും ആ ഡിഫറെന്റ് ഹാബിറ്ററ്റ് അനുസരിച്ച് അവർ വേറെ വേറെ രീതിയിൽ അഡാപ്റ്റ് ചെയ്തു. ആ വെരി ഗ്രാജുവലി ഓരോരുത്തരും എന്തായിട്ട് മാറി? ന്യൂ സ്പീഷീസ് ആയിട്ട് മാറി. എവല്യൂഷൻ ഓഫ് ന്യൂമറസ് സ്പീഷീസ് ഫ്രം എ കോമൺ ആൻസിസ്ട്രൽ സ്പീഷീസ്. ഒരു കോമൺ ആൻസിസ്ട്രൽ നിന്ന് പുതിയ സ്പീഷീസ് ഇവോൾവ് ചെയ്ത് മാറി. ഓക്കെ, അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് നമ്മളുടെ ഗലപ്പാഗോസ് ഐലൻഡിൽ നമ്മളുടെ ഡാർവിൻ ഫിഞ്ചസ് അല്ലേ. അപ്പൊ ഡാർവിൻ ഫിഞ്ചസ് ഏറ്റവും ആദ്യം എന്തായിരുന്നു? സീഡ് ഈറ്റിംഗ് ആയിട്ടുള്ള ആൻസിസ്ട്രൽ ആയിട്ടുള്ള ഫിഞ്ചസ് ആയിരുന്നു. ഓക്കെ, അപ്പം അവരെല്ലാം ഗ്രൗണ്ട് ഫിഞ്ചസ് ആയിരുന്നു. പക്ഷെ അവരെല്ലാം വേറെ വേറെ ഹാബിറ്ററ്റിലേക്ക് പോയി വേറെ വേറെ കൈൻഡ് ഓഫ് ഫീഡിങ് അഡാപ്റ്റേഷൻ, പല രീതിയിലുള്ള, ചില ആളുകൾ ഒരു പ്രത്യേക വലിയ സീഡ്, ചില ആളുകൾ ചെറിയ സീഡ്, ചില ആളുകൾ ഇൻസെക്ട്സിനെ, ചില ആളുകൾ പ്ലാന്റ് ജ്യൂസസ്, പ്ലാന്റ് സാപ്പ്, അങ്ങനെ പല രീതിയിലുള്ള ഫുഡ് ഫീഡ്
പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ എല്ലാം ചുണ്ട് എന്തായി മാറി നോക്ക്, ബീക്ക് നോക്ക്, പല ഷേപ്പിലായിട്ട് മാറി. ആ ഫിഞ്ചസ് അല്ല, എല്ലാം ഫിഞ്ചസ് ആ, പക്ഷേ വേറെ വേറെ സ്പീഷീസ് ഓഫ് ഫിഞ്ചസ് ആയിട്ട് അവർ ഫൈനലി മാറുകയാണ് ചെയ്തത്. ഇതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. കാരണം എന്താ നോക്കൂ, അവര് എല്ലാം ഇനീഷ്യൽ സെയിം സ്പേസിലായിരുന്നു ഉണ്ടായിരുന്നത്, കോമൺ ആൻസെസ്റ്റർ എന്നാണ് ഫോം ചെയ്തത്. പക്ഷെ വേറെ വേറെ ഹാബിറ്ററ്റിലേക്ക് പോയപ്പോഴത്തേക്കും ആ പെർട്ടിക്കുലർ അഡാപ്റ്റേഷന് വേണ്ടി ഓൾറെഡി അവരുടെ ഉള്ളിൽ ഒരു വേരിയേഷൻ ഉണ്ടാവും അല്ലേ, ആ വേരിയേഷൻ യൂസ് ചെയ്തുകൊണ്ട് ആക്ച്വലി ആ പുതിയ സ്ഥലത്ത് ഇപ്പം നിങ്ങൾ വിചാരിക്കുക, ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഈ ഇനീഷ്യൽ ഗ്രൂപ്പ് എന്നുള്ള കുറെ ഫിഞ്ച് വന്നു അല്ലേ. അപ്പൊ ഇവിടെ എന്താണോ ഫുഡ്, ആ ഫുഡുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഇവിടെ എലിമിനേറ്റ് ചെയ്തു. ആ ഫുഡുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ ആളുകൾ മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്തത്, അവർ മാത്രമാണ് റീപ്രൊഡ്യൂസ് ചെയ്തത്. അവരിൽ നിന്നാണ് ഇനി പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ അവിടെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ന്യൂ സിറ്റുവേഷൻ വന്നപ്പോ, ഒരു പുതിയ ഹാബിറ്ററ്റ് വന്നപ്പോൾ ആ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയേഷൻ ഓൾറെഡി ഉള്ള ആളുകളെ മാത്രമാണ് അവിടെ നേച്ചർ സെലക്ട് ചെയ്തത്. നമ്മൾ മോത്തിന്റെ കേസിൽ കണ്ടു അല്ലെ, അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചപ്പം അവിടെ ഇരിക്കാൻ പറ്റുന്ന വേരിയേഷൻ ഉള്ളവരെ മാത്രമാണ് സെലക്ട് ചെയ്തത്, ബാക്കി പതുക്കെ ഇല്ലാണ്ടായി. ഇവിടെ ഈ കോമൺ ഗ്രൂപ്പിൽ നിന്ന് എല്ലായിടത്തും സെയിം ടൈപ്പ് ഓഫ് സ്പിഞ്ചസ് എല്ലായിടത്തേക്കും എത്തിയത്. പക്ഷേ ഓരോ പെർട്ടിക്കുലർ ഹാബിറ്റാറ്റിലും കഴിക്കാൻ പറ്റുന്ന ആ ഫുഡ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്, അവരെല്ലാം അവിടെ എലിമിനേറ്റ് ആയിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. അത് ഓക്കെ ആയിട്ട് അത് ഫിറ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന വേരിയേഷനുള്ള ചില സ്പിഞ്ചസ് മാത്രം അവിടെ സർവൈവ് ചെയ്തു, അവർ റീപ്രൊഡ്യൂസ് ചെയ്തു. ആ വേരിയേഷനോട് കൂടിയ പുതിയ ഓഫ്സ്പ്രിങ്സിനെ അവർ പ്രൊഡ്യൂസ് ചെയ്താണ് അവർ ഫൈനലി വേറെ സ്പീഷീസ് ആയിട്ട് മാറിയത്. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അഡാപ്റ്റീവ് റേഡിയേഷൻ, ഡാർവിൻ ഫിഞ്ചസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ എക്സാമ്പിളും കൂടെ ഞാൻ പറയാണ്. ഇത് ക്ലിയർ ആയോ? ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഒരുപാട് കുട്ടികൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്, ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. റേഡിയേഷൻ, അഡാപ്റ്റീവ് റേഡിയേഷൻ ഇൻ ഡാർവിൻ ഫിഞ്ചസ് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഒന്ന് കമന്റ് ചെയ്യൂ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന, നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുള്ള ഒരു അഡാപ്റ്റേഷൻ, ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. മാർസുപ്പിയൽ മാമൽസ് ഓഫ് ഓസ്ട്രേലിയയും അതേപോലെ പ്ലാസന്റൽ മാമൽസ് ഓഫ് ഓസ്ട്രേലിയ. നിങ്ങൾ പലപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, ഈ മാർസുപ്പിയൽ മാമൽസിന്റെ ഇടയിലും അതേപോലെ പ്ലാസന്റൽ മാമൽസിന്റെ ഇടയിലും കൺവേർജന്റ് എവല്യൂഷൻ ആണോ ഡൈവേർജന്റ് എവല്യൂഷൻ ആണോ നടക്കുന്നത്? ഡൈവേർജന്റ് എവല്യൂഷൻ ആണോ കൺവേർജന്റ് എവല്യൂഷൻ ആണോ നടക്കുന്നത് എന്ന് നിങ്ങൾ പലപ്പോഴും തെറ്റിക്കുന്ന കാര്യമാണ്. പ്ലീസ് കമന്റ്, പ്ലീസ് കമന്റ്, പ്ലീസ് കമന്റ്, ലെറ്റ് മീ നോ. നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യൂ, ഒന്ന് കമന്റ് ചെയ്യൂ. അതായത് നമ്മുടെ പ്ലാസന്റൽ മാമൽസ്, ഓക്കെ, പ്ലാസന്റൽ മാമൽസ് ഉണ്ട്, അതേപോലെ മാർസുപ്പിയൽ മാമൽസ് ഉണ്ട് അല്ലെ. മാർസുപ്പിയൽ മാമൽസ്, ഓക്കെ. മാർസുപ്പിയൽ മാമൽസ് പറയുമ്പോൾ നമ്മുടെ കങ്കാറു അല്ലെ, അവരുടെയൊക്കെ ഗ്രൂപ്പാണ് നമ്മളുടെ മാർസുപ്പിയൽ മാമൽസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഒന്ന് കമന്റ് ചെയ്യാമോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ, ഒന്ന് കമന്റ് ചെയ്യൂ മക്കളെ, ഒന്ന് കമന്റ് ചെയ്തേ. ഇവിടെ ഏത് കൈൻഡ് ഓഫ് എവല്യൂഷൻ ആണ് നടക്കുന്നത്? ഈസ് ദിസ് ഡൈവേർജന്റ് എവല്യൂഷനോ കൺവേർജന്റ് എവല്യൂഷൻ? മാം പ്ലീസ് റിപ്ലൈ ചെയ്തു. നിങ്ങൾ റിപ്ലൈ ചെയ്യും, എന്നോടാണോ റിപ്ലൈ ചെയ്യാൻ പറയുന്നത്? നിങ്ങൾ റിപ്ലൈ, എടാ നിന്റെ മാർക്ക് അടിപൊളി, ഞാൻ പറഞ്ഞല്ലോ, നീ ആ സമയത്ത് പോയിന്ന് തോന്നുന്നു. യെസ്, നന്തു എന്താ വായിക്കുക? നൻസ്. ഒന്ന് കമന്റ് ചെയ്യൂ, ഏത് എവല്യൂഷനാ നടക്കുക? പ്ലാസിന്റെ മാമലും മാർസുപ്പിയൽ മാമലും എന്താണെന്ന് അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ ഓസ്ട്രേലിയയുടെ കേസിലാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പൊ ഓസ്ട്രേലിയ മെയിൻ ലാൻഡിൽ നിന്ന് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന്റെ സമയത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് പോയി. അപ്പൊ ആ സമയത്ത് എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഓസ്ട്രേലിയ മെയിൻ ലാൻഡിന്റെ അടുത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഓസ്ട്രേലിയ ഇപ്പുറത്തേക്ക് പോയിരുന്നു എന്ന് വിചാരിച്ചു. ഇത് ഓസ്ട്രേലിയ ആണ്, ഓക്കെ. അപ്പൊ ഓസ്ട്രേലിയ ഇങ്ങോട്ടേക്ക് സെപ്പറേറ്റ് ചെയ്ത് പോയ സമയത്ത് അവിടെ ഏത് കൈൻഡ് ഓഫ് മാമൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? അവിടെ ഏറ്റവും ഫസ്റ്റ് മാർസൂപ്പിയൽ മാമൽസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഓക്കെ. അപ്പൊ മാർസൂപ്പിയൽ മാമൽസ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം വെരി ലേറ്റർ മാത്രമാണ് അവിടെ പ്ലാസെന്റൽ മാമൽസിന്റെ എവല്യൂഷൻ നടന്നത്. സോ ഫസ്റ്റ് മാർസുപ്പിയൽ മാമൽസിന്റെ എവല്യൂഷൻ നടന്നു. ആ സമയത്ത് ഇവിടെ മാർസുപ്പിയൽസ് ആയിരുന്നു മെയിൻലി ഉണ്ടായിരുന്നത്, പ്ലാസെന്റൽസ് അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മാർസുപ്പിയൽസിന് പ്ലാസെന്റൽസ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മാർസുപ്പിയൽസ് ഓസ്ട്രേലിയയിൽ ഇപ്പോഴും നല്ലപോലെ കാണുന്നത്. അതിനുശേഷം മാത്രമാണ് പ്ലാസെന്റൽസ് അവിടെ എത്തി പ്ലാസെന്റൽസിന്റെ എവല്യൂഷൻ നടന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, സെപ്പറേറ്റ്ലി മാർസൂപ്പിയൽസിന്റെ കേസിൽ എന്ത് എവല്യൂഷൻ നടന്നു? പ്ലാസെന്റൽസിന്റെ കേസിൽ എന്ത് എവല്യൂഷൻ നടന്നു? പ്ലീസ് ടെൽ മീ. Ma'am, your videos are helping a lot in our NEET preparation. Thank you, thank you. I will do more videos. Thanks for this compliment. ഇനിയും കൂടുതൽ ചെയ്യും ട്ടോ. Okay, thank you so much. Okay. Yes,
അപ്പൊ മാർസുപ്പിയൽസിന്റെ കേസിൽ എന്ത് എവല്യൂഷൻ നടന്നു, പ്ലാസെന്റൽസിന്റെ കേസിൽ എന്ത് എവല്യൂഷൻ നടന്നു, ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മാർസുപ്പിയൽസിന്റെ കേസിലും പ്ലാസെന്റൽസിന്റെ കേസിലും എന്ത് എവല്യൂഷൻ ആണ് നടന്നത്? കൺവേർജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അറിയില്ല ഏതിലാണിത് പറഞ്ഞിരിക്കുന്നതെന്ന്. റുഫൈദ, ഇത് ഏതിലാണ് പറഞ്ഞിരിക്കുന്നത്? എടാ മക്കളെ, ഇത് നിങ്ങൾ തെറ്റിക്കരുത്. കാരണം നമ്മൾ ഈ അഡാപ്റ്റീവ് റേഡിയേഷൻ ഇൻ മാർസുപ്പിയൽ ആൻഡ് പ്ലാസെന്റൽ മാമൽസ് വായിക്കുമ്പം കൺവേർജന്റ് എവല്യൂഷനും ഡൈവേർജന്റ് എവല്യൂഷനും നമ്മൾ പറയാറുണ്ട്. പക്ഷെ പ്രോപ്പർ ആയിട്ട് കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ആ കോൺസെപ്റ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ഓസ്ട്രേലിയ. ഇത് ഓസ്ട്രേലിയ എന്ന് വിചാരിക്കുക. ഓസ്ട്രേലിയ മെയിൻ ലാൻഡിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഇവിടെ ഏറ്റവും ആദ്യം ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഏറ്റവും ആദ്യം ഇവിടെ മാർസൂപ്പിയൽ മാമൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ആൻസിസ്ട്രൽ സ്റ്റോക്ക് ഓഫ് മാർസൂപ്പിയൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ മാർസൂപ്പിയൽസ് എന്ത് ചെയ്തു? ഓസ്ട്രേലിയ ഇങ്ങനെ വിശാലമായി കിടക്കല്ലേ. അപ്പൊ ഓസ്ട്രേലിയയുടെ പല രീതിയിലുള്ള ഹാബിറ്റാറ്റിലേക്ക്, എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് നിന്നാൽ ശരിയാവോ? ഇല്ല. അപ്പൊ ഓസ്ട്രേലിയയുടെ പല രീതിയിലുള്ള ഹാബിറ്റാറ്റിലേക്ക് ഈ ആൻസിസ്ട്രൽ സ്റ്റോക്ക് ഓഫ് മാർസൂപ്പിയൽസ് എന്ത് ചെയ്തു? മാർസൂപ്പിയൽസ് എല്ലാം കൂടെ പല സ്ഥലത്തേക്ക് പോയി എന്നുള്ളതല്ല, അവർ പല രീതിയിൽ അഡാപ്റ്റേഷന് ട്രൈ ചെയ്തു. ഈ മാർസൂപ്പിയൽസ് പറഞ്ഞാല് എല്ലാം കോമൺ ആൻസേഴ്സ് സെയിം പോലെ ഇരുന്നു. പക്ഷെ എന്നാൽ പോലും അവരുടെ ഉള്ളിൽ വേരിയേഷൻസ് ഉണ്ട്. ഫൈൻ, നമ്മൾ ഹോമോസാപ്പിയൻസിന്റെ കാര്യം പറഞ്ഞു, നമ്മൾ മനുഷ്യരെല്ലാവരും, നമ്മളുടെ ഉള്ളിലും ആളുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, വേരിയേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഈ മാർസൂപ്പിയൽസിന്റെ ഇടയിലും വേരിയേഷൻ ഉണ്ട്. അപ്പൊ ഇവർ പല അഡാപ്റ്റേഷനിലേക്ക് പോയി. ചില ആളുകൾ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ, ചില ആളുകൾ ഗ്ലൈഡിങ് അഡാപ്റ്റേഷൻ, ചില ആളുകൾ മണ്ണിന്റെ ഉള്ളിലേക്ക് എലികളെ പോലത്തെ അഡാപ്റ്റേഷൻ, പല രീതിയിൽ അവർ പോയി. റൈറ്റ്, നിങ്ങളുടെ ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്. ഇതാ ഇവിടെ നോക്കിക്കോ, മാർസൂപ്പിയൽസ് ഓസ്ട്രേലിയ ആണ്. അപ്പൊ ഇവർ പല രീതിയിൽ എന്തായി, പല സ്ഥലത്തേക്ക് പോയപ്പം ഇനീഷ്യലി ഉണ്ടായിരുന്ന കോമൺ ആൻസെസ്ട്രൽ സ്റ്റോക്ക് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ചില ആളുകള് കൊയല ബേഴ്സ് ആയിട്ട് മാറി, ചിലത് മോൾസ് ആയിട്ട് എലി പോലെയായി മാറി, ചിലർ ഗ്ലൈഡിങ് അഡാപ്റ്റേഷനുള്ള ഷുഗർ ഗ്ലൈഡേഴ്സ് പോലെയായി, ചിലത് വൂൾഫ് പോലെ, ടാസ്മാനിയൻ വൂൾഫ് പോലെയായി, ടൈഗർ, ക്യാറ്റ്, ബാൻഡഡ് ആൻഡീറ്റർ, മാർസുപ്പിയൽ റാറ്റ്, കങ്കാറു, വൂമ്പാട്ട്, പല രീതിയിലായി മാറി അല്ലേ. ഇവരൊക്കെ എങ്ങനെയായി മാറിയത്? ഈ സെയിം ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് തന്നെ കുറെ ഇവിടെ വന്നു, ഈ ഹാബിറ്ററ്റിലേക്ക് വന്നു, ഈ ഹാബിറ്ററ്റിലേക്ക് വന്നു, ഈ ഹാബിറ്ററ്റിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഈ പെർട്ടിക്കുലർ ഹാബിറ്റാറ്റുമായിട്ട്, ഫോർ എക്സാമ്പിൾ മാർസുപ്പിയൽ റാറ്റ് ഞാൻ എടുക്കട്ടെ. അപ്പൊ ഈ പെർട്ടിക്കുലർ ഹാബിറ്ററ്റിലേക്ക് കുറെ ജീവികൾ വന്നു. പക്ഷേ ഈ ഹാബിറ്ററ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു, സർവൈവ് ചെയ്യാൻ പറ്റാത്ത കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഈ സെയിം ആൻസെസ്ട്രൽ സ്റ്റോക്ക് ഒക്കെ അവിടെ എന്തായി, മരിച്ചുപോയി, ചത്തുപോയി. എന്നിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്ന വേരിയേഷൻ ഉള്ള ആളുകളെല്ലാം കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്ത് ഗ്രാജുവലി അവര് മാർസുപ്പിയൽ റാറ്റ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇവിടെ ഇനീഷ്യലി നമ്മുടെ മാർസുപ്പിയൽ മാമൽസിന്റെ ഇടയിൽ നടന്ന ഈ കേസിൽ നടന്ന എവല്യൂഷൻ ഏതാണ്? ഈ കേസിൽ നടന്നിരിക്കുന്ന എവല്യൂഷൻ ഏതാണ്? കോമൺ ആൻസെസ്ട്രൽ നിന്ന് ഡൈവേർജ് ചെയ്തു. ഇവിടെ എന്താ ഇവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുക? ഇവിടെ നമുക്ക് ഡൈവേർജന്റ് എവല്യൂഷൻ ആണല്ലേ കാണാൻ പറ്റുക. ഇവിടെ ഡൈവേർജന്റ് എവല്യൂഷനെ കാണാൻ പറ്റുക. ഇയർ ബൈ ഇയർ നീഡ് ലെവൽ ഇസ് റേസിംഗ്, സോ ആസ്പിരൻസ് മസ്റ്റ് ബി സീരിയസ് അബൌട്ട് ദ പ്രിപ്പറേഷൻ. റിയലി ഫൈൻ. ഉറപ്പായിട്ടും സീരിയസ് ആയിരിക്കണം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വി ഡോണ്ട് നോ വെദർ ദ എക്സാം വിൽ ബി ഈസി ഓർ ടഫ്. ഈസി ആയിരിക്കും ടഫ് ആയിരിക്കും സ്റ്റിൽ നമുക്കറിയില്ല. ഈസി ആണെങ്കിലും ടഫ് ആണെങ്കിലും ഒരേപോലെയാണ്. നമ്മളെല്ലാവരും മാക്സിമം പ്രിപ്പയർ ചെയ്യുന്നു. ഈസി ആണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിരിക്കും, ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫ് ആയിരിക്കും. സോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റാങ്കും സ്കോറും എല്ലാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, നോ പ്രോബ്ലം. അത് എല്ലാവർക്കും ഒരേപോലെയാണെന്ന് മനസ്സിലാക്കുക, അതിലൊന്നും ടെൻസ്ഡ് ആകാതിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് മാർസുപ്പിയൽസിന്റെ കേസിൽ ഏറ്റവും ആദ്യം സംഭവിച്ചല്ലേ. പിന്നീടാണ് ഇവിടേക്ക് ആരെത്തിയത്? പിന്നീടാണ് ഇവിടേക്ക് നമ്മുടെ പ്ലാസെന്റൽ മാമൽസ് എത്തിയത്. പ്ലാസെന്റൽ മാമൽസ് എന്ത് ചെയ്തു? കുറെ പേര് ഈ ഹാബിറ്ററ്റിലേക്ക് വന്നു, 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 പല പല ഹാബിറ്ററ്റിലേക്ക് വന്നു. റൈറ്റ്, ഇവരെല്ലാവരും പല പല ഹാബിറ്ററ്റിലേക്ക് വന്നു, ശരിയല്ലേ? ഇവരെല്ലാവരും പല പല ഹാബിറ്ററ്റിലേക്ക് വന്നു. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങൾ വിചാരിക്കുക ഗ്ലൈഡിങ് അഡാപ്റ്റേഷൻ വേണ്ട സ്ഥലമാണെന്ന് വിചാരിക്കുക. ഇത് മണ്ണിന്റെ അടിയിൽ ഡിഗിങ് അഡാപ്റ്റേഷൻ വേണ്ട സ്ഥലമാണെന്ന് വിചാരിക്കുക. ഇത് എന്ന് പറയുന്നത് നമ്മളുടെ
എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫുഡ് മാത്രം കഴിക്കേണ്ട ഒരു അഡാപ്റ്റേഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടേക്ക് എത്തിയ മാർസുപ്പിലും ഇവിടേക്ക് എത്തിയ പ്ലാസന്റിലും സെയിം ഹാബിറ്ററ്റിലെത്തി. അപ്പൊ അവർക്ക് സിമിലർ ഫംഗ്ഷൻ ആണല്ലേ പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ ഇവർ രണ്ടുപേരും മാർസുപ്പിലും പ്ലാസന്റിലും രണ്ട് ഡിഫറെന്റ് ആൻസസ്റ്റേഴ്സ് വന്ന ആളുകളാണ്. അവര് പരസ്പരം ഡിസ്റ്റന്റ് ആണ്, പക്ഷെ ഒരു സെയിം ഹാബിറ്ററ്റിലേക്ക് അവർ എത്തിയപ്പം അവിടെ എന്താ സംഭവിച്ചത്? ഇൻഡിവിജ്വലി ഇവിടെ എന്താ സംഭവിച്ചത്? ഇൻഡിവിജ്വലി ഈ ഓരോ ഗ്രൂപ്പിലും കൺവേർജന്റ് എവല്യൂഷൻ സംഭവിച്ചു. ക്ലിയർ ആയോ? ഇൻഡിവിജ്വലി ഓരോ ഗ്രൂപ്പിലും കൺവേർജന്റ് എവല്യൂഷൻ സംഭവിച്ചു. ബിക്കോസ് എന്താ? പ്ലാസന്റൽ ആൻഡ് മാർസുപ്പിൽ രണ്ട് ഡിഫറെന്റ് ആൻസസ്റ്റർ, അത് ഒരു കോമൺ പോയിന്റിലേക്ക് വന്നു, അവർക്ക് സിമിലർ ആയിട്ട് അഡാപ്റ്റ് ചെയ്യണം. അപ്പൊ എന്താ സംഭവിച്ചേ? സെപ്പറേറ്റ്ലി മാർസുപ്പിൽസിന്റെ ഉള്ളിൽ ഡൈവേർജന്റ് എവല്യൂഷൻ നടന്നു, സെപ്പറേറ്റ്ലി പ്ലാസന്റൽസിന്റെ ഉള്ളിലും ഡൈവേർജന്റ് എവല്യൂഷൻ നടന്നു. പക്ഷെ ഓരോ പെർട്ടിക്കുലർ ഹാബിറ്ററ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ ആ ഹാബിറ്ററ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്ത സിമിലർ അഡാപ്റ്റേഷൻ അച്ചീവ് ചെയ്ത പ്ലാസന്റൽ മാമലും മാർസുപ്പിൽ മാമലും ഉണ്ട്. സോ ബിറ്റ്വീൻ പ്ലാസന്റൽ മാമൽ ആൻഡ് മാർസുപ്പിൽ മാമൽ ഇൻ എ പെർട്ടിക്കുലർ ഹാബിറ്ററ്റ് അവിടെ എന്ത് സംഭവിച്ചു? അവിടെ കൺവേർജന്റ് എവല്യൂഷൻ സംഭവിച്ചു. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നോക്ക്, ഇത് പ്ലാസന്റൽ മാമൽ, ഇത് ഓസ്ട്രേലിയൻ മാമൽ, യെസ് മാർസുപ്പില്. ഇവിടെ നോക്കൂ, ബറോയിങ് അഡാപ്റ്റേഷനുള്ള ഒരു മോളും മാർസുപ്പിൽ മോളും ഇവർ സെയിം ഹാബിറ്ററ്റിൽ എത്തിയേ, പക്ഷെ ഡിഫറെന്റ് ആൻസേഴ്സിൽ നിന്ന് കൺവേർജ് ചെയ്ത് വന്നു. ഇവിടെ കൺവേർജന്റ് എവല്യൂഷൻ, അവരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കൺവേർജന്റ്. നോക്കൂ, ഈ ഗ്രൂപ്പിനുള്ളിൽ ഡൈവേർജന്റ്, ഇവിടെയും ഡൈവേർജന്റ്. നോക്ക്, ഇവരുടെ ഇടയിൽ ഇൻഡിവിജ്വലി മാർസുപ്പിലിന്റെ ഇടയിലും പ്ലാസന്റലിന്റെ ഇടയിലും ഡൈവേർജന്റ് ആണ് നടന്നത്. പക്ഷെ ഇങ്ങനെ അവരെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം അവിടെ എന്താ? അവിടെയൊക്കെ കൺവേർജന്റ് എവല്യൂഷൻ ആണ് നടന്നത്. അപ്പൊ ക്ലൈംബിംഗ് അഡാപ്റ്റേഷൻ ഉള്ള രണ്ടുപേര്, ഗ്ലൈഡിംഗ് അഡാപ്റ്റേഷൻ ഉള്ള രണ്ടുപേര്, രണ്ട് കാറ്റുകൾ, വൂൾഫ്. ഇമ്പോർട്ടന്റ് ആണ്, മാത്സ് ഫോളോയിങ് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ കിട്ടും. സോ അഡാപ്റ്റീവ് റേഡിയേഷൻ ഇൻ പ്ലാസന്റൽ ആൻഡ് മാർസുപ്പിൽ മാമൽസ് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മിസ് ഒരു ഡൗട്ട്, വെൻ more than one adaptive radiation occur in an isolated geographical area representing different habitats എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണോ? ഇത് ആ സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമോ? ഒരു ഡൗട്ട്, when more than one adaptive radiation occurred in an isolated geographical area. നോക്കൂ, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയയിൽ when more than one adaptive radiation occur ചെയ്തു. അതന്നെയല്ലേ നമ്മൾ ഇപ്പൊ പറഞ്ഞേ, ഒന്നിലധികം അഡാപ്റ്റീവ് റേഡിയേഷൻ ഇവിടെ സംഭവിച്ചത്. നോക്കൂ, ഇത് സെയിം ഇതെടുക്കൂ, ഈ പെർട്ടിക്കുലർ ഹാബിറ്ററ്റ് എടുക്കുക. ദ ബറോയിങ് അഡാപ്റ്റേഷൻ, ഒരു ഐസൊലേറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയ, അവിടെ പ്ലാസന്റൽ മാമൽസിന്റെ ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നു, മാർസുപ്പിൽ മാമൽസിന്റെ ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നു. അപ്പൊ ടുഗദർലി ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ ഒക്കർ ചെയ്തു. അപ്പം അവരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് അഡാപ്റ്റീവ് റേഡിയേഷൻ, രണ്ട് ഡൈവേർജന്റ് എവല്യൂഷൻ സെപ്പറേറ്റ്ലി ഒക്കർ ചെയ്തെങ്കിലും അവരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കൺവേർജന്റ് എവല്യൂഷൻ നടന്നു. ഞാൻ ആ സെന്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇതാ നോക്കൂ, ഈച്ച് വരെ ഇതല്ല, സിമിലർ each variety of placental mammal living in a habitat shows similarity in adaptation to a corresponding species of marsupial mammal living in a similar habitat condition, indicating the convergent evolution. Clear ആണോ? ഇതാണ് സെന്റൻസ്. when more than one adaptive radiation appeared to have occurred in an isolated geographical area representing different habitats, one can call this convergent evolution. നമുക്ക് അതിലേക്ക് വരാട്ടോ. നെക്സ്റ്റ് നമ്മൾ ലാമാർക്കിന്റെ തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ മുഹമ്മദിന്? ഇത് ക്ലിയർ ആയോ? വെൻ മോർ ദാൻ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് ക്ലിയർ ആവും. ഈസ് ദാറ്റ് ക്ലിയർ ഫോർ യു? വെൻ മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ അപ്പിയർ ടു ഹാവ് ഒക്കർഡ് ഇൻ ആൻ ഐസൊലേറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയ, ഒരു ഏരിയയിൽ ഒന്നിലധികം അഡാപ്റ്റീവ് റേഡിയേഷൻ, രണ്ട് ഡിഫറെന്റ് ആൻസസ്റ്റേഴ്സിന്റെ ഒന്നിലധികം അഡാപ്റ്റീവ് റേഡിയേഷൻ ഉണ്ടായി. ഇതുണ്ടോ? ഇവിടെ ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ, ഇവിടെ ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, അപ്പൊ ആ ഏരിയയില് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കൺവേർജന്റ് എവല്യൂഷൻ സംഭവിച്ചു. ഈസ് ദാറ്റ് ക്ലിയർ? ഒന്ന് കമന്റ് ചെയ്യണേ. മുഹമ്മദിന് അത് ക്ലിയർ ആയോ എന്നൊന്ന് കമന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാമാർക്കിസത്തിലേക്ക് പോകാം. ഫൈൻ, 8 മണി. യെസ്, ക്ലിയർ ആയി. ഓക്കെ, ഫൈൻ. Why Lamarck theory of use and നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് ലാമാർക്കിസം ആണ്. ഒരു മണ്ടത്തരമാണല്ലേ ലാമാർക്കിസം. അപ്പൊ ജീൻ ബാപ്റ്റൈസ് ലാമാർക്ക്
ഫ്രഞ്ച് ബയോളജിസ്റ്റ് പ്രപ്പോസ് ചെയ്തു. യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് ഓർ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. ആ തിയറി നെയിം എടുത്ത് തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് തിയറി എന്നും അതിനെ വിളിക്കുന്നുണ്ട്, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്നും അതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, രണ്ട് രീതിയിൽ വിളിക്കുന്നു. ഞാൻ രണ്ടും ജസ്റ്റ് ഒന്ന് എടുത്ത് സ്പ്ലിറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അവയവം നിരന്തരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വളരെ അധികമായിട്ട് യൂസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, എനിക്ക് 2 കൈയുണ്ട്. ഓക്കെ, ഈ കൈ ഞാൻ ഉപയോഗിക്കുന്നേ ഇല്ല, ഒരു കാര്യത്തിന് ഞാൻ ഈ കൈ ഉപയോഗിക്കുന്നില്ല. എഴുതാനും കഴിക്കാനും അതേപോലെ എന്ത് ചെയ്യണം, ഒരാളെ അടിക്കാനും നമ്മുടെ പാത്രം കഴുകാനും, ഫോർ എവറിത്തിങ് ഞാൻ ഈ കൈ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ കൈ ഞാൻ ഒന്നിനും ഉപയോഗിക്കുന്നില്ല, വെറുതെ വെച്ചേക്കുക. കൈ അവിടെ ഉണ്ട്, ഞാൻ അനക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഞാൻ ഒന്നിനും ഉപയോഗിക്കുന്നില്ല, ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എഴുതാനൊക്കെ ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഡസ് ദാറ്റ് മീൻ ഇത് പതുക്കെ ഡീജനറേറ്റ് ചെയ്തു പോകും, ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ അങ്ങ് പോകും, ഈ അവയവം വെറുതെ അങ്ങ് പോകുന്ന നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അതായത് യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ്, ഒരു അവയവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അത് ഡെവലപ്പ് ചെയ്ത്, ഞാൻ കുറെ ഉപയോഗിച്ചു എന്ന് വിചാരിച്ചു ഇതിന്റെ നീട്ടം കൂടുവോ, സൈസ് കുറയോ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നമ്മളുടെ ലാമാർക്ക് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജിറാഫ് കഴുത്തിങ്ങനെ പൊക്കി കൂടുതൽ യൂസ് ചെയ്യണം. കഴുത്തെന്ന് പറയുന്ന അവയവം കൂടുതൽ ഉപയോഗിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, പൊക്കമുള്ള ഇലകൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ബാലാജി, വാട്ട്സ് ദ ക്വസ്റ്റ്യൻ? Balaji, yes, questions, yes. After the theory discussion there are questions. Okay, theory discussion ശേഷം questions ഉണ്ട് ട്ടോ. Okay, fine. അപ്പം ഇതാണ് പറയുന്നത്, നമ്മളുടെ ജിറാഫ് കുറെ രീതിയിൽ പൊക്കമുള്ള ചെടികളുണ്ട്, ഇതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് വിചാരിച്ചോ. അപ്പം നമ്മൾക്ക് ആ കാലഘട്ടത്തിൽ ചെറിയ ചെടികളെല്ലാം അവിടെ നശിച്ചു പോയി. അപ്പം നമ്മുടെ ജിറാഫിന് ഉയരമുള്ള മരങ്ങളുടെ കമ്പിലുള്ള ഇല കഴിക്കണം. അപ്പൊ ജിറാഫ് എന്ത് ചെയ്തു, കഴുത്തിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ഏന്തി വലിഞ്ഞ് ഈ ഇല കഴിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഏന്തി വലിഞ്ഞ് കഴിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് ആ കഴുത്ത് ജിറാഫ് ഒരു നീണ്ട കഴുത്തുള്ള ജീവിയായിട്ട് മാറി. ആദ്യം നമ്മുടെ ജിറാഫിന് ചെറിയ കഴുത്തായിരുന്നു എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ ലാമാർക്ക് പറയുന്നത്. ശരിയാണോ? അങ്ങനെ സംഭവിക്കുവോ? അത് എന്തുകൊണ്ടാണ് തെറ്റെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് നമ്മുടെ ലാമാർക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക അവയവം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ 2 കൈ, ഒരു കൈ ഞാൻ ഉപയോഗിക്കുന്നേ ഇല്ല, ആ കൈ ഡീജനറേറ്റ് ആയിട്ട് പോകും, അത് ഉപയോഗരഹിതമായിട്ട് പോകും. അങ്ങനെയും സംഭവിക്കില്ല. ഓക്കെ, ഇനി അടുത്ത തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. ആ സ്റ്റേറ്റ്മെന്റ് പ്രകാരം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാവരും, ഞാനൊരു സ്കിൻ കളറിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്, സ്കിന്നിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇത് പറയുന്നത്, സ്കിൻ കളറിന്റെ എക്സാമ്പിൾ അല്ല, സ്കിന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്കൊരു സ്കിൻ ഉണ്ടല്ലേ, നമ്മളുടെ സ്കിന്നിന്, മനുഷ്യന്മാരുടെ സ്കിന്നിന് ഒരു പ്രത്യേക ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം അപ്പൊ നമുക്ക് എല്ലാവർക്കും നെക്സ്റ്റ് ജനറേഷൻ, മനുഷ്യന്മാർക്ക് നെക്സ്റ്റ് ജനറേഷൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ ആ രീതിയിലുള്ള ഓൾമോസ്റ്റ് സെയിം കൈൻഡ് ഓഫ് സ്കിൻ കളറൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, എനിക്ക് പെട്ടെന്ന് ഒരു ആസിഡ് അറ്റാക്ക് ഉണ്ടായി, അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ബേൺ ആയിപ്പോയി, പൊള്ളിപ്പോയി, എന്തോ കാരണം എൻ്റെ മുഖത്തിന്റെ തന്നെ ഇരിക്കട്ടെ, ഒരു ആസിഡ് വന്ന് വീണിട്ടോ അല്ലെങ്കിൽ ബേൺ ആയിട്ടോ ഈ സ്കിന്ന് ഫുൾ ബേൺ ആയി പോയി എന്ന് വിചാരിച്ചോ. ഡസ് ദാറ്റ് മീൻ അടുത്ത ജനറേഷനിൽ എനിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് ഇത് ഇൻഹെറിറ്റഡ് ആകുമോ? എനിക്ക് ജനറ്റിക് ആയിട്ടല്ല എൻ്റെ സ്കിൻ ടെക്സ്ചർ അങ്ങനെ ആയത്, എൻ്റെ ലൈഫ് ടൈമില് അക്വയർ ചെയ്തതാണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിലത്തൊക്കെ പണിയെടുക്കുന്ന ആളുകൾ, സംടൈംസ് അവർ ഭയങ്കര ഫെയർ ആയിരിക്കും, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അവർ വെയിലത്ത് പണിയെടുക്കുമ്പോൾ ഡാർക്ക് ആയിട്ട് മാറും. പക്ഷെ അവർക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ആ അക്വയർ ചെയ്ത ലൈഫ് ടൈമിൽ അവർ അക്വയർ ചെയ്ത എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻ കാരണം അവർ അക്വയർ ചെയ്ത കാര്യം ജനറ്റിക് അല്ല, അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. നമ്മളുടെ ലാമാർക്ക് പറഞ്ഞതാണ്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കൈ മുറിഞ്ഞു എന്ന് വിചാരിച്ചാൽ കൈ മുറിഞ്ഞപ്പോൾ എനിക്കൊരു മുറിവ് വന്നു, ആ മുറിവ് കുട്ടിക്ക് ഉണ്ടാവും, അത് സംഭവിക്കില്ല, ജനറ്റിക് ആയിട്ടുള്ള കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, യെസ്. അപ്പം ഇതാണ് നമ്മുടെ ലാമാർക്ക് പറഞ്ഞത്. ലാമാർക്ക് ഒരു ഓർഗൻ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വെൽ ഡെവലപ്ഡ് ആവും, ഭയങ്കരമായിട്ട് ഫങ്ഷൻ ചെയ്യും. അത് യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഡീജനറേറ്റ് ആയിട്ട് പോകും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ലാമാർക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ജിറാഫിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അതേപോലെ അക്വയർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യില്ല, ലൈഫ് ടൈമിലെ കാര്യങ്ങളൊന്നും നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യത്തില്ല. ഇത് എന്തുകൊണ്ട് തെറ്റാണ്? ഇത് എക്സ്പെരിമെന്റിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല.
യെസ്, യു ആർ നേറ്റീവ് ടു കൊല്ലം രാത്വിക്, ദാറ്റ്സ് നൈസ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഐ ആം നേറ്റീവ് ടു കോഴിക്കോട്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത് എക്സ്പെരിമെന്റലി ചെയ്തുകൊണ്ട് ഇത് ഡിസ്പ്രൂവ് ചെയ്ത ആളാണ് നമ്മളുടെ ഓഗസ്റ്റ് വെയ്സ്മാൻ. ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സിനെ എക്സ്പെരിമെന്റലി ഡിസ്പ്രൂവ് ചെയ്തു. ജേം പ്ലാസം തിയറി ഓഗസ്റ്റ് വെയ്സ്മാൻ പ്രപ്പോസ് ചെയ്തു. ലാമാർക്കിസം ഇറോഡ് ചെയ്തു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ എലിയില്ലേ, മൗസ്, റാറ്റ്, എലിയുടെ വാല് നമ്മളുടെ ഓഗസ്റ്റ് വെയ്സ്മാൻ മുറിച്ചുകൊണ്ടേയിരുന്നു. ഇതിപ്പോ ഒരു എലിയാന്ന് വിചാരിക്കുക, ഈ എലിയാന്ന് വിചാരിക്കുക. ഓക്കെ, എന്റെ എലി ഇങ്ങനെയാണ്, ഇത് എലിയാന്ന് വിചാരിക്കുക. ഈ എലിയുടെ വാല് കട്ട് ചെയ്തു. വാല് കട്ട് ചെയ്ത എലിക്ക് അടുത്ത ജനറേഷൻ കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന്റെ വാല് മുറിഞ്ഞിരിക്കോ? ഇല്ല. ആ കുഞ്ഞിന്റെയും വാല് കട്ട് ചെയ്തു. അടുത്ത ജനറേഷനിലും വാല് മുറിഞ്ഞ കുഞ്ഞുണ്ടായില്ല. ഇങ്ങനെ 10-20 ജനറേഷൻ ചെയ്തു. എത്ര ജനറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് വാല് മുറിച്ചാലും അടുത്ത ജനറേഷനിൽ കുട്ടിയുടെ വാലിന് ഒരു മാറ്റമില്ല. കാരണം അക്വേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ബൈ ദിസ് ഓഗസ്റ്റ് വെയ്സ്മാൻ ഡിസ്പ്രൂവ്ഡ് ലാമാർക്കിസം. ക്ലിയർ ആണോ? നാച്ചുറൽ സെലക്ഷൻ നമ്മളുടെ ചാൾസ് ഡാർവിൻ പ്രപ്പോസ് ചെയ്തതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ചാൾസ് ഡാർവിൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പ്രപ്പോസ് ചെയ്യാനുണ്ടായ കുറച്ച് റീസൺസ് പറയുകയാണെങ്കിൽ, HMS ബീഗിളിൽ വോയേജ് നടത്തിയ സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തു, കുറേ ഐലൻഡ്സ് ഒക്കെ വിസിറ്റ് ചെയ്തു. ആ ഐലൻഡ്സിലെല്ലാം എന്താണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലോറ ആൻഡ് ഫോണ, ഹാബിറ്റാറ്റിലുള്ള ഡൈവേഴ്സിറ്റി ഒക്കെ നമ്മളുടെ ഡാർവിൻ ഒബ്സർവ് ചെയ്തു. അതുകൂടാണ്ട് നമ്മളുടെ തോമസ് മാൽത്തൂസിന്റെ പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്ന തോമസ് മാൽത്തൂസിന്റെ പോപ്പുലേഷൻ സ്റ്റഡീസിനെ കുറിച്ചൊരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ തോമസ് മാൽത്തൂസ് അതിൽ എന്താ എഴുതി വെച്ചെന്നറിയോ? എല്ലാ ഓർഗാനിസംസിനും നല്ല റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്. റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ, അതായത് എല്ലാ റിസോഴ്സ് ലിമിറ്റഡ് ആണ്, ഈ ഓർഗാനിസം എല്ലാം മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, വലിയൊരു പോപ്പുലേഷനിലേക്ക് ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് ഈ ഓർഗാനിസംസ് എല്ലാം എത്തും. പക്ഷേ എന്താണ്, പോപ്പുലേഷൻ സൈസ് അവിടെ നമ്മളുടെ നേച്ചറിൽ സ്റ്റേബിൾ ആണ്. കാരണം നേച്ചറിൻ്റെതായ രീതിയുണ്ട് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് തോമസ് മാൽത്തൂസ് കംപ്ലീറ്റ് നാച്ചുറൽ സെലക്ഷൻ പറഞ്ഞില്ല കേട്ടോ, ജസ്റ്റ് പോപ്പുലേഷന്റെ തിയറിയാണ് പറഞ്ഞത്. റിസോഴ്സ് എല്ലാം കൂടുതലാണ്, ഓർഗാനിസംസ് എല്ലാം മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ പോപ്പുലേഷൻ വളരെ കൂടും. പക്ഷെ നമുക്ക് ഒരു സ്പീഷീസിലൊന്നും നമ്മുടെ നേച്ചറിൽ കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ, നമ്മുടെ നേച്ചറിന്റെ കറക്റ്റ് കൺട്രോൾ, സ്റ്റെബിലിറ്റിയിൽ, എല്ലാ ഓർഗാനിസംസിനെ പോപ്പുലേഷൻ സ്റ്റെബിലിറ്റിയിൽ നിർത്താനുള്ള മെക്കാനിസം നേച്ചറിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും ഫെമിൻ, വാർ, ഡ്രോട്ട്, ഇങ്ങനത്തെ ഡിസീസ് ഔട്ട്ബ്രേക്ക്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് നേച്ചർ എല്ലാ പോപ്പുലേഷനെ സൈസ് കൺട്രോൾ ചെയ്യും. ഓക്കെ, ഇനി അതുകൂടാണ്ട് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ട് ഡാർവിൻ ഇത് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് നിങ്ങൾക്കും അറിയാം അല്ലേ, നമ്മൾ പല ബ്രീഡുകളെയും പ്രൊഡ്യൂസ് ചെയ്യാറില്ലേ. ജസ്റ്റ് ഡോഗിന്റെ കേസ് എടുത്ത് നോക്കൂ. നമുക്ക് ആൽസേഷ്യൻ, പോമറേനിയൻ, ഡോബർമാൻ, റോഡ് വീലർ എന്നൊക്കെ പറഞ്ഞ പല വെറൈറ്റീസ് ഉണ്ട്, പല ബ്രീഡുകൾ ഉണ്ടല്ലേ. ഇതൊക്കെ എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്തത്? വളരെ പതുക്കെ നാച്ചുറൽ സെലക്ഷൻ വഴി ഉണ്ടായതാണോ? അല്ല, നമ്മൾ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ നടത്തുന്നതാണ്. അതേപോലെ ഹൈബ്രിഡൈസേഷൻ വഴി നമുക്ക് പല പ്ലാന്റ് വെറൈറ്റീസും, മാംഗോ, റൈസ്, വീറ്റ്, എല്ലാ പ്ലാന്റ്സിന്റെ വെറൈറ്റീസും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. നമ്മളിത് സ്പീഡിൽ പെട്ടെന്ന് 2 ഡിഫറെന്റ് വെറൈറ്റീസിനെ എടുത്തിട്ട് പരസ്പരം സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്യിപ്പിച്ചുണ്ടാക്കുന്നു. നേച്ചർ ഇത് വളരെ സ്ലോ ആയിട്ട്, നേച്ചറിൽ ഇത് ഗ്രാജുവൽ ആയിട്ട് സംഭവിക്കുന്നു. അപ്പൊ ഈ ഹൈബ്രിഡൈസേഷനിൽ നടക്കുന്ന കാര്യം നാച്ചുറലി ഒക്കർ ചെയ്തുകൂടെ? ഇതൊക്കെ നമ്മളുടെ ഡാർവിനെ ഡാർവിൻ തിങ്ക് ചെയ്ത ഐഡിയാസ് ആണ്. അപ്പൊ ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഡാർവിൻ നാച്ചുറൽ സെലക്ഷൻ പ്രപ്പോസ് ചെയ്തത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് കാരണം ഐസൊലേറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയ ആയ ഓസ്ട്രേലിയ കണ്ടെയ്ൻ ഓൺലി മാർസുപ്പിയൽ മാമൽസ് അല്ലേ. പ്ലാസന്റ് മാമൽ ഉണ്ടായത് മറ്റൊരു കോണ്ടിനെന്റല്ലേ? അല്ല, ഇനീഷ്യലി പ്ലാസന്റൽ മാമൽസ് വേറെ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് നടക്കുന്ന സമയത്ത് മാർസുപ്പിയൽ മാമൽസ് ആയിരുന്നു ഓസ്ട്രേലിയയിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മാർസുപ്പിയൽ, നമ്മൾ നോക്കൂ, ഇത് ബാക്കി മെയിൻലാൻഡ്, ഇത് ഓസ്ട്രേലിയ. അപ്പൊ ഈ മെയിൻലാൻഡിൽ മാർസുപ്പിയൽസും ഉണ്ട്, പ്ലാസന്റൽസും ഉണ്ട്. പക്ഷെ ഡ്രിഫ്റ്റ് നടന്ന സമയത്ത് മെയിൻലി മാർസുപ്പിയൽസ് ആണ് ഓസ്ട്രേലിയയിൽ എത്തിയത്, പ്ലാസന്റൽസ് അധികം എത്തിയില്ല.
ബാക്കി സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിൽ മാർസുപിയൽ മാമൽസ് അധികം ഇല്ല അല്ലെ. നമ്മൾ ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഈ കങ്കാരു പോലത്തെ ആളുകളൊക്കെ ഓസ്ട്രേലിയയിലാണ് കൂടുതൽ. അവിടെയാണ് അവരുടെ എവല്യൂഷൻ കൂടുതലും നടന്നത്. കാരണം അവരുടെ ആ ഒരു ഇനീഷ്യൽ പോപ്പുലേഷൻ ഇവിടെയായിരുന്നു ഇരുന്നത്. ജസ്റ്റ് മാർസുപിയൽ മാമൽസ് കഴിഞ്ഞിട്ടാണ് പ്ലാസന്റൽ മാമൽസ് ഫോം ചെയ്തത്. ഓക്കെ, അപ്പം ഇവിടെ മാർസുപിയൽസിന്റെ എവല്യൂഷൻ നടക്കുന്ന സമയത്ത് പ്ലാസന്റൽസ് ഇവിടെ അധികം എത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ പ്ലാസന്റൽസിന്റെ കോമ്പറ്റീഷൻ ഇല്ലാതെ തന്നെ ഏറ്റവും ആദ്യം പ്രോപ്പർ ആയിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഓസ്ട്രേലിയയിൽ പറ്റി. പിന്നീട് മാത്രമാണ് പ്ലാസന്റൽസ് ഇവിടെ ഡൈവേഴ്സിഫൈ ചെയ്തത്. അതാണ് പറയുന്നത്. ഇവിടെ മാർസുപിയൽസിനേക്കാൾ വളരെ കൂടുതലായിട്ട് പ്ലാസന്റൽസിന്റെ എവല്യൂഷൻ നടന്നു. ഓക്കെ, I feel like joke when I see the foolish people putting video to okay, fine. ജസ്റ്റ് 7 days നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ലാസ്റ്റ് 7 days സ്ട്രാറ്റജി നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ വീഡിയോ ചെയ്യുന്നത്. രാത്വിക് ജസ്റ്റ് 7 days നീറ്റ് ക്രാക്ക് ചെയ്യാം എന്നായിരിക്കില്ല. ആ 7 days അതുവരെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രാക്ക് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നതായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. ഫൈൻ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പം നാച്ചുറൽ സെലക്ഷൻ, ഡാർവിൻ നമുക്ക് നോക്കാം. അപ്പൊ ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ എന്താണ് പറയുന്നത്? അപ്പൊ പോപ്പുലേഷൻ തിയറി, ഹൈബ്രിഡൈസേഷൻ, ഒബ്സർവേഷൻ, HMS ബീഗളിൽ ട്രാവൽ ചെയ്ത വോയേജ് ബേസ് ചെയ്തിട്ട് കണ്ട കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ചാൾസ് ഡാർവിൻ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡാർവിൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഓവർ പ്രൊഡക്ഷൻ. ഓരോ ഓർഗാനിസംസും മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഓർഗാനിസംസ് മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ റിസോഴ്സസ് അൺലിമിറ്റഡ് ആണ്. റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. നോക്കൂ, ലൈക്ക് ഏതെങ്കിലും ഒരു ഫോറസ്റ്റോ ജംഗിളോ എന്തെങ്കിലും എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നോക്കിക്കോ. അവിടെയുള്ള ജീവികൾ മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ മാക്സിമം അവർ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല, റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ, എല്ലാ ഓഫ്സ്പ്രിങ്സും അവിടെ പ്രോപ്പർ ആയിട്ട് ഒരേപോലെ സർവൈവ് ചെയ്യുക. ഇഫ് ഓൾ ഓഫ്സ്പ്രിങ് പ്രൊഡ്യൂസസ് സർവൈവ്സ്, ദ പോപ്പുലേഷൻ ഷുഡ് റീച്ച് ഇനോമസ് സൈസ് ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. പക്ഷെ ആക്ച്വലി നമ്മളുടെ എൻവിയോൺമെന്റ് അത് സ്റ്റേബിൾ ആക്കിയിട്ട് നിർത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും റിസോഴ്സസ് കുറവാണ്, കുറെ പോപ്പുലേഷൻ റിസോഴ്സസ് കുറവാണെങ്കിലും കുറെ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, ഓർഗാനിസംസ് തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുന്നു. ഇന്റർ സ്പെസിഫിക് ആൻഡ് ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. ആ സ്പീഷീസിന്റെ ഉള്ളിലും ഡിഫറെന്റ് സ്പീഷീസിന്റെ ഉള്ളിലും റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ത് പറയുന്നത്, ലൈക്ക് ഇവരുടെ ഇടയിൽ എന്തുണ്ട്, വേരിയേഷൻസ് ഉണ്ട്. നാച്ചുറൽ സെലക്ഷനിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ വേരിയേഷൻ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് വേരിയേഷൻ. വേരിയേഷൻ നമുക്ക് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ ചില വേരിയേഷൻസ് അഡ്വാൻറ്റേജസ് ആയിട്ടും ചില വേരിയേഷൻസ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ അഡ്വാൻറ്റേജസ് വേരിയേഷൻ, ചില വേരിയേഷൻസ് ചില പെർട്ടിക്കുലർ ന്യൂ സിറ്റുവേഷനിൽ അഡ്വാൻറ്റേജസ് വേരിയേഷൻ ആയിട്ട് ആക്ട് ചെയ്യും. നോക്കൂ, വേരിയേഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അവർ തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുന്നു. അപ്പൊ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ചില ജീവികൾ തമ്മിൽ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യൂസ്ഫുൾ വേരിയേഷൻസ് ഉള്ള ആളുകൾ അവിടെ എന്താണ് അഡാപ്റ്റഡ് ആയിട്ട് പോകും. ആ പെർട്ടിക്കുലർ സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നോൺ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള നോൺ അഡാപ്റ്റഡ് ആയിട്ടുള്ള വേരിയേഷൻസ് ഉള്ള ആളുകൾ അവിടെ ചത്തുപോകും. ഓക്കെ, അങ്ങനെ അഡ്വാൻറ്റേജസ് വേരിയേഷൻ ഉള്ള ആളുകൾ ആ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ വേരിയേഷൻ ഉപയോഗിച്ച് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യും, കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യും. അവർ കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ വേരിയേഷൻസോട് കൂടിയ ആളുകളായിരിക്കും ആ സ്ഥലത്ത് ജീവിക്കുക. അവർ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ കൈൻഡ് ഓഫ് വേരിയേഷൻ ഇല്ലാത്ത മറ്റ് കൈൻഡ് ഓഫ് വേരിയേഷൻ ഉണ്ടായിരുന്ന എലിമിനേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ നമ്പർ അവിടെ പതുക്കെ കുറയും. സോ ഓവർ ജനറേഷൻസ് മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും അതൊരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. അഡാപ്റ്റഡ് ഇൻഡിവിജ്വൽ സർവൈവ് ഇൻ ദ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അവർക്ക് ഹൈ സർവൈവൽ റേറ്റ് കാണിക്കും. അവർ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യും. അവർ മാക്സിമം നമ്പർ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ബാക്കിയുള്ള ആളുകൾക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇതാണ് നാച്ചുറൽ സെലക്ഷൻ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നാച്ചുറൽ സെലക്ഷന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഫിറ്റ്നസ് ആണ്. ഇവിടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ആ പുതിയ സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്ന ഫിറ്റ്നസ് ആണ്. ഹിയർ ദ ഫിറ്റ്നസ് ഇസ് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? വേരിയേഷൻസ് ആണ് എവല്യൂഷന്റെ റോ മെറ്റീരിയൽസ്. ക്ലിയർ? ബ്രാഞ്ചിങ് ഡിസെൻഡ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ ആണ്. അപ്പൊ ഡാർവിനിയൻ തിയറിയുടെ രണ്ട് കീ കോൺസെപ്റ്റ്സ് എന്ന് വെച്ചാൽ ഇനീഷ്യൽ ആൻസെസ്റ്ററിന് ബ്രാഞ്ച് ചെയ്ത് പുതിയ ഡിസെൻസ് ഫോം ചെയ്യുന്നു. അത് നാച്ചുറൽ സെലക്ഷൻ വഴിയാണ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് മ്യൂട്ടേഷൻ തിയറി. മാം ഓക്കെ ഫൈൻ.
ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മ്യൂട്ടേഷൻ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഹ്യൂഗോ ഡിവറിസ് ആണ്. ഇനോതീറ ലാമാർക്കിയാണ് ഈവനിങ് പ്രിംറോസിൽ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഹ്യൂഗോ ഡിവറിസ് മ്യൂട്ടേഷൻ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. നമ്മുടെ മ്യൂട്ടേഷൻസ് ഇവിടെ എന്താണ്, ഡയറക്ഷൻലെസ് ആണ്, പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻ ഒന്നുമില്ല. ലാർജ് ഡിഫറൻസ് ആണ്, ഒരു പോപ്പുലേഷനിൽ വലിയൊരു ഡിഫറൻസ് ആണ് മ്യൂട്ടേഷൻ കോസ് ചെയ്യുന്നത്, മ്യൂട്ടേഷൻ റെക്കറിങ് ഇൻ നേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ശരിക്കും എന്താണ് ഈ മ്യൂട്ടേഷൻ തിയറിയിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലാർജ് ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതായത് പെട്ടെന്നായിട്ട് സഡൻ ആയിട്ടൊരു ഇപ്പൊ നമ്മൾ ഡാർവിന്റെ കേസ് പറഞ്ഞപ്പം അത്ര വിസിബിൾ അല്ല, വളരെ ഗ്രാജുവൽ ആയിട്ട് ചെറിയ 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 ചേഞ്ചസ് അക്യുമുലേറ്റ് ചെയ്ത് അത് വളരെ സ്ലോ ആയിട്ട് വളരെ പതിയെ ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറുന്നു എന്നാണ് നമ്മളുടെ ഡാർവിൻ പറഞ്ഞത്. പക്ഷേ ഈ മ്യൂട്ടേഷൻ തിയറി ബൈ ഹ്യൂഗോ ഡിവറിസിൽ എന്താ പറയുന്നതെന്ന് അറിയോ, സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ. ഇപ്പൊ ഇവിടെ കുറെ സ്പീഷീസ് ഇരിക്കുകയാണ്, പക്ഷെ പെട്ടെന്ന് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പിൽ ഒരു വലിയ മ്യൂട്ടേഷൻ അവിടെ സംഭവിക്കുന്നു, അത് പെട്ടെന്ന് വേറൊരു ടൈപ്പ് ആയിട്ട് മാറുന്നു. ഇതാണ് മ്യൂട്ടേഷൻ തിയറി പറയുന്നത്. അത് നമ്മൾ സോൾട്ടേഷൻ എന്നാണ് പറയുക, സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ലീഡിങ് ടു എവല്യൂഷൻ. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് നോക്കിക്കോ. ഇത് നമ്മളുടെ നാച്ചുറൽ സെലക്ഷൻ ആണ്, നാച്ചുറൽ സെലക്ഷൻ. അപ്പൊ മ്യൂട്ടേഷൻ തിയറി സ്പോണ്ടേനിയസ് ആണ്, മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. മ്യൂട്ടേഷൻ ആർ ലാർജ് ആൻഡ് ഡയറക്ഷൻലെസ് ആൻഡ് ഒക്കർ അറ്റ് റാൻഡം ആയിട്ട് നടക്കും. സോൾട്ടേഷൻസ് ആണ് സ്പീസിയേഷനിലേക്ക് നയിക്കുന്നത്. ഇനി നാച്ചുറൽ സെലക്ഷൻ നോക്കുകയാണെങ്കിൽ എവല്യൂഷൻ ഒരു വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. ഡാർവിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ്, ഡയറക്ഷണൽ ആണ്, ഇവിടെ ഡയറക്ഷൻലെസ് ആണ് ആൻഡ് ഹെറിറ്റബിൾ ആണ്. സ്പീസിയേഷൻ ഈ യൂസ്ഫുൾ വേരിയേഷൻ ഓരോ ജനറേഷൻ ഇങ്ങനെ പതുക്കെ പതുക്കെ അക്യുമുലേറ്റ് ചെയ്താണ് പുതിയൊരു സ്പീഷീസ് ആയിട്ട് മാറുന്നത്. ക്ലിയർ? ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള രീതിയിലുള്ള എവല്യൂഷൻ, ഇങ്ങനെയാണോ എവല്യൂഷൻ നടക്കുക, ഇങ്ങനെയാണോ എവല്യൂഷൻ നടക്കുക? ചില സമയത്ത് ചില സിറ്റുവേഷനിൽ ഇങ്ങനെ എവല്യൂഷൻ നടക്കും, ഇങ്ങനെയും എവല്യൂഷൻ നടക്കും, ഇങ്ങനെയും എവല്യൂഷൻ നടക്കും, രണ്ടും നടക്കും, രണ്ടും ഡിഫറെന്റ് തിയറീസ് ഓഫ് എവല്യൂഷൻ. അത്ര മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. സോ മൂവിങ് ഓൺ ടു ദി Hardy-Weinberg principle. Towards the end of this chapter, requires speed answer or ma'am, does NEET require speed answer or accurate answer? Obviously accurate answer അല്ലേ വേണ്ടത്, സ്പീഡ് ആൻസർ ആണോ? നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഒരു ക്വസ്റ്റ്യൻ ഇത്ര സമയം എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ക്വസ്റ്റ്യൻസ് വളരെ സ്പീഡിൽ വളരെ ഡയറക്റ്റ് ആയിരിക്കും, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ സ്പീഡിൽ ആൻസർ ചെയ്യാൻ പറ്റും, ചില ക്വസ്റ്റ്യൻസിന് സമയം കൂടുതൽ എടുക്കും. ഡിപ്പെൻസ്. നമ്മളെ എല്ലാം അനുസരിച്ച് എല്ലാ രീതിയിലും കൂടെ ബാലൻസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മൊത്തത്തിൽ നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഭയങ്കര പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, ചിലത് എന്താ കുറച്ച് സമയം എടുത്തെന്ന് വിചാരിക്കും. ഒരു ക്വസ്റ്റ്യൻ കുറച്ച് സമയം എടുത്തു എന്ന് വിചാരിച്ച് നമ്മൾ സ്ട്രെസ്ഡ് ആകരുത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരൊറ്റ ക്വസ്റ്റ്യന്റെ മുകളിൽ ഒരുപാട് സ്റ്റക്ക് ആവാൻ പാടില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ സ്പീഡിൽ പോയി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കുറെ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെല്ലാം പെട്ടെന്ന് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള സമയം അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കുക. അത് ആ തിങ്കിങ് പ്രോസസ് നിങ്ങളുടെ ഉള്ളിൽ തനിയെ നടന്നോളും. അത് കിട്ടുന്നില്ല എന്ന് വെച്ച് പാനിക് ആവരുത്, കിട്ടുന്ന കുറേ ഓപ്ഷൻസ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഒന്നിന്റെ മുകളിൽ സ്റ്റക്ക് ആവരുത്. സ്പീഡിലും ആൻസർ ചെയ്യണം, സ്പീഡ് അല്ലാതെയും ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. പക്ഷെ സ്പീഡ് ചെയ്താലും സ്പീഡ് അല്ലാതെ ചെയ്താലും ആൻസർ ആക്യുറേറ്റ് ആയിരിക്കണം. ഫൈൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ നോക്കിയാലോ. ഹാർഡി-വെയിൻബർഗ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഡിസ്കസ് ചെയ്യാം. വേണ്ട, ഹാർഡി-വെയിൻബർഗ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അല്ല വേണ്ട, നമുക്ക് ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. ഹാർഡി-വെയിൻബർഗ് നമ്മൾ ഓൾറെഡി നാച്ചുറൽ സെലക്ഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 3 രീതിയിലാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ, ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ പറയാം. ഞാൻ ജസ്റ്റ് അതൊന്നും ഇവിടെ പറയുകയാണെ. ഏതൊക്കെയാ 3 രീതിയിലുള്ള നാച്ചുറൽ സെലക്ഷൻ? വി ഹാവ് directional selection, we have disruptive selection and we have stabilizing selection. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് ശേഷം നോട്ട്സ് കിട്ടുമ്പോൾ വായിച്ചു നോക്കാം. ഞാൻ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്ന, അതായത് ആ ഓരോ സെന്റൻസ് എടുത്ത് വായിക്കുന്നില്ല കേട്ടോ. മാം അതേഴ്സ് എ ബയോളജി ഇസ് കംപ്ലീറ്റ് certification but my is a beautiful. Okay, Radvik, nice.
ഐ ഓൾസോ ലവ് ബയോളജി. ഓക്കെ, അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം ഇതിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് ഒന്ന് വരച്ചു തരാം കേട്ടോ. ഗ്രാഫ് ഒന്ന് വരച്ചു തരാം. ഏറ്റവും ആദ്യം ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, നമ്മുടെ ഗ്രാഫ് എല്ലാ കേസിലും ഇനീഷ്യലി ആൻസെസ്ട്രൽ സ്റ്റോക്ക് ഇങ്ങനെയാണ് ഇരിക്കുക എന്ന് വിചാരിച്ചോ. അപ്പൊ ഡയറക്ഷണൽ സെലക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഗ്രാഫ് എങ്ങനെയായി മാറും എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇങ്ങനെ ആവും, അല്ലെങ്കിൽ ഇങ്ങനെയാവും. ഓക്കെ, ഇനിയിപ്പോ ഡിസ്റപ്റ്റീവ് സെലക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും ആ ഗ്രാഫ് എങ്ങനെയാവും? ഇങ്ങനെയാവും. ഫൈൻ. ഇനിയിപ്പം സ്റ്റെബിലൈസിങ് സെലക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും ഗ്രാഫ് എങ്ങനെയാവും എന്നറിയോ? ഗ്രാഫ് ഇങ്ങനെയാവും. ഓക്കെ, ഇനി ഇത് ബേസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡയറക്ഷണൽ സെലക്ഷന്റെ എക്സാമ്പിൾ നമ്മൾ എവിടെ കണ്ടു? ഇൻഡസ്ട്രിയൽ മെലാനിസത്തിൽ കണ്ടു. അതായത് നമുക്ക് ക്യാരക്ടേഴ്സിനെ രണ്ട് എക്സ്ട്രീം എൻഡിലുള്ള ക്യാരക്ടേഴ്സ് ഇന്റർമീഡിയറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ. അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയൽ മെലാനിസം നടന്ന സമയത്ത് ഒന്നെങ്കിൽ അവിടെ ബ്ലാക്ക് പോപ്പുലേഷൻ ഓഫ് മൗത്ത് സെലക്ടഡ് ആയി, അല്ലെങ്കിൽ ഇങ്ങനെ അപ്പുറത്തെ എക്സ്റ്റെൻഡിലുള്ള വൈറ്റ് പോപ്പുലേഷൻ ഓഫ് മൗത്ത് സെലക്ടഡ് ആയി. ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ അവിടെ സെലക്ടഡ് ആയിട്ടില്ല. ഏതെങ്കിലും ഒരു എൻഡിൽ സെലക്ഷൻ നടക്കുന്നതിനാണ് നമ്മൾ ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡിസ്റപ്റ്റീവ് സെലക്ഷൻ നോക്കിക്കോ, രണ്ട് എക്സ്ട്രീം വാല്യൂസ് അവിടെ സെലക്ടഡ് ആവുന്നു, ഇന്റർമീഡിയറ്റ് ക്യാരക്ടേഴ്സ് അവിടെ ഇല്ലാണ്ടാവുന്നു. അതിന് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു സീഷോർ എടുക്കുക, ഒരു റോക്കി ബീച്ചാണ്, ഒരു റോക്സിന്റെ ബീച്ചാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ റോക്കി ബീച്ചില് 3 തരത്തിലുള്ള ക്രാബുകൾ ഉണ്ടെന്ന് വിചാരിച്ചു, 3 തരത്തിലുള്ള ഞണ്ടുകൾ. അതായത് ഞണ്ടുകൾക്ക് 3 സൈസ് ആണെന്ന് വിചാരിച്ചു. ഒന്ന് വളരെ കുഞ്ഞു സൈസിലുള്ള ഞണ്ടുണ്ട്, ഇന്റർമീഡിയറ്റ് സൈസുള്ള ഞണ്ടുണ്ട്, വലിയ സൈസുള്ള ഞണ്ടുണ്ട്. ഈ ഞണ്ടിനെ കഴിക്കുന്ന വേറൊരു ജീവി ഉണ്ടെന്ന് വിചാരിച്ചു, അവർക്കൊരു പ്രെഡേറ്റർ ഉണ്ട്. അപ്പൊ ഈ റോക്കി ബീച്ചിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ കുഞ്ഞു ഞണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ കുഞ്ഞു ഞണ്ടിന് ഈ റോക്കിന്റെ ഇടയിലുള്ള റോക്കുകളുടെ ഇടയിലുള്ള ഭാഗത്ത് പോയിട്ട് ഒളിച്ചിരിക്കാം. അപ്പൊ പ്രെഡേറ്ററിന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോ വലിയ സൈസുള്ള ക്രാബ് ആണെങ്കിലോ ആ പ്രെഡേറ്ററിന്റെ മൗത്തില് ഈ വലിയ ക്രാബും അതിന്റെ ഷെല്ലൊന്നും ഫിറ്റ് ആവത്തില്ല, അതിന് കടിച്ചു പൊട്ടിച്ചത് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വലിയ സൈസുള്ള ക്രാബും അവിടെ എസ്കേപ്പ് ആവും. പക്ഷേ ഇന്റർമീഡിയറ്റ് സൈസുള്ള ക്രാബിനെ അവിടെ പ്രെഡേറ്റർ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? കൂടുതൽ പ്രെഡേറ്റർ അറ്റാക്ക് നേരിടുന്നത് ഇന്റർമീഡിയറ്റ് സൈസുള്ള ക്രാബ് ആയിരിക്കും. സോ കുഞ്ഞി ക്രാബും അതേപോലെ വലിയ ക്രാബും ഇവിടെ സെലക്ടഡ് ആവും. ഓക്കെ, അപ്പൊ സെലക്ഷൻ രണ്ട് എക്സ്ട്രീം എൻസിലേക്കും പോകുന്നു. ഇനി സ്റ്റെബിലൈസിങ് സെലക്ഷൻ പറയുകയാണെങ്കിൽ അതിന് ഞാൻ ജനിക്കുന്ന കുട്ടികളുടെ വെയിറ്റ് വെച്ചിട്ട്, സൈസ് വെച്ചിട്ട് പറയാം. വളരെ സൈസ് കുറഞ്ഞ, അതായത് വെയിറ്റ് വളരെ കുറഞ്ഞ കുട്ടികളാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ കുട്ടികൾക്ക് അത് പ്രശ്നമാണ്. ലൈക്ക് 1 കിലോ ഒക്കെയാണ് ജനിക്കുന്ന കുട്ടിയുടെ വെയിറ്റ് എങ്കിൽ ആ കുട്ടിക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഒരു 5 കിലോ ഒക്കെ ഉള്ള കുഞ്ഞാണെങ്കിലോ, ഒരു 5 കിലോ ഒക്കെ ഉള്ള കുഞ്ഞാണെങ്കിൽ അമ്മയുടെ ഹെൽത്തിന് അത് നല്ലതല്ല. അമ്മയ്ക്ക് അത്രയും വലിയ വെയിറ്റ് ഉള്ളൊരു കുട്ടീനെ താങ്ങാൻ പറ്റത്തില്ല, അമ്മയുടെ ഹെൽത്തിന് അത് ഓക്കെയല്ല. പക്ഷെ ഒരു ഇന്റർമീഡിയറ്റ് വാല്യൂ ഉള്ള ബേബി ആണെങ്കിൽ അത് ബേബിയുടെ ഹെൽത്തിന് ഓക്കെയാണ്, അമ്മയുടെ ഹെൽത്തിന് ഓക്കെയാണ്. അപ്പൊ നമുക്ക് മോസ്റ്റ്ലി ഇന്റർമീഡിയറ്റ് വെയിറ്റ് ഓഫ് ബേബി ആണ് സെലക്ടഡ് ആകുക. അതായത് രണ്ട് എക്സ്ട്രീം എൻസും സെലക്ടഡ് ആവുന്നില്ല, ആ ഇന്റർമീഡിയറ്റ് വാല്യൂ നടുക്കാണ് പീക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ആണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ഇങ്ങനെ 3 രീതിയിൽ നാച്ചുറൽ സെലക്ഷൻ ഉണ്ട്, അത്രമാത്രം ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്, ദാറ്റ് ഇസ് Hardy-Weinberg equilibrium. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് Hardy-Weinbergും കൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്? കഴിഞ്ഞു. Hardy-Weinbergും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ എവല്യൂഷനും കൂടെ ഉള്ളൂ. സോ നമ്മളുടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. Hardy-Weinbergും കൂടെ കഴിഞ്ഞാൽ ചാപ്റ്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഫൈൻ. അപ്പൊ എന്താണ് Hardy-Weinberg പ്രിൻസിപ്പിൾ പറയുന്നത്? 1908 Hardy-Weinberg പ്രിൻസിപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, Hardy-Weinbergും കൂടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, പോപ്പുലേഷൻ ജെനറ്റിക്സിന്റെ ഭാഗമാണ്. അപ്പൊ Hardy-Weinberg അലീൽ ഫ്രീക്വൻസി എന്താണെന്നും ജീൻ പൂൾ എന്താണെന്നും അറിയാമെന്ന് വിചാരിക്കുന്നു. ജീൻ പൂൾ എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ പോപ്പുലേഷൻ, ഒരു ഹ്യൂമൻ ബീങ്സിന്റെ കേസ് എടുത്തോ, ആ ടോട്ടൽ പോപ്പുലേഷനിൽ ടോട്ടലി ഉള്ള എല്ലാ മീൻസ് ആ സ്പീഷീസിന്റെ ഉള്ളിലുള്ള എല്ലാ കൈൻഡ് ഓഫ് ജീൻസും എല്ലാ അലീൽസും കംപ്ലീറ്റ്ലി ആ ഒരു ജീനിന്റെ കംപ്ലീറ്റ് സെറ്റിനാണ് നമ്മൾ ജീൻ പൂൾ എന്ന് പറയുക. അലീൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ ഓരോ പെർട്ടിക്കുലർ അലീലിന്റെ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് നമ്മുടെ പീ പ്ലാന്റിനെ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് അലീൽസ് ആണല്ലേ ഹൈറ്റിന് പീ പ്ലാന്റിന്റെ കേസിൽ മെന്റലിന്റെ കേസിലുള്ളത് ആണല്ലോ. ഓക്കെ രാത്വിക്. ഓക്കെ, അപ്പം
ഫൈൻ, വെരി ഗുഡ് ട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് രീതിയിലുള്ള അലീൽസ് ആണ് എവിടെയുള്ളത്, രണ്ട് തരത്തിലുള്ള അലീൽസ് ആണ് നമ്മുടെ പീ പ്ലാന്റിന്റെ ഹൈറ്റിന്റെ കേസിലുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, നമ്മളൊരു ടോട്ടൽ, ഞാനൊരു തോട്ടം എടുക്കുകയാണ്, ഇതൊരു തോട്ടമാണ്, ഈ തോട്ടത്തില് 1000 പീ പ്ലാന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 1000 പീ പ്ലാന്റില് 75% ആണ് എല്ലാ പീ പ്ലാന്റ്സിന്റെയും കൂടി ഉള്ളില് ക്യാപിറ്റൽ ടിയുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതേപോലെ സ്മോൾ ടി 25% ആണ് അതിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയാം. അപ്പൊ അലീൽ ഫ്രീക്വൻസി നമുക്ക് എന്ത് പറയാൻ പറ്റും, അലീൽ ഫ്രീക്വൻസി 3/4 ക്യാപിറ്റൽ ടി ആണെന്ന് 1/4 സ്മോൾ ടി ആണെന്ന് പറയാം അല്ലെ. അത് അലീലിന്റെ പ്രൊപ്പോർഷൻ, അലീൽ ഫ്രീക്വൻസിയാ. 75% ആണ് ക്യാപിറ്റൽ ടി അലീൽ കാണാൻ പറ്റുക, സ്മോൾ ടി അലീൽ നമുക്ക് 25% ആണ് കാണാൻ പറ്റുക. എന്ന് വെച്ചാല് ഒരു അലീല് ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര ഫ്രീക്വൻസിയിലാണ് അപ്പിയർ ചെയ്യുന്നത് എന്നാണ് അലീൽ ഫ്രീക്വൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹാർഡി-വെയിൻബർഗ് ഈക്വിലിബ്രിയം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പോപ്പുലേഷൻ, അതായത് ഹാർഡി-വെയിൻബർഗ് ഈക്വിലിബ്രിയം ഒബേ ചെയ്യപ്പെടുന്ന ഒരു പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ആ പോപ്പുലേഷൻ എന്തായിരിക്കും, ലാർജ് ആയിരിക്കും. സ്മോൾ പോപ്പുലേഷനിലൊന്നും ഇത് വർക്ക് ചെയ്യില്ല കേട്ടോ, വലിയ പോപ്പുലേഷൻ ആയിരിക്കണം, അത്രയധികം ഓർഗാനിസംസ് ഉണ്ടായിരിക്കണം. ആ ഓർഗാനിസംസിന്റെ ഉള്ളില് റാൻഡം മേറ്റിംഗ് ആയിരിക്കണം നടക്കണം. എന്ന് വെച്ചാൽ വളരെ ചൂസി ആയിട്ട് ഇന്ന ജീവികൾ, കുറച്ച് ജീവികൾ മാത്രം റീപ്രൊഡക്ഷനിലും മേറ്റിംഗിൽ ഏർപ്പെടുന്നു, സെലക്റ്റഡ് ആയിട്ട്. എന്ന് വെച്ചാൽ ചില പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ഉള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, അതില്ല. എല്ലാവരുമായിട്ടും റാൻഡം മേറ്റിംഗ് പോസിബിൾ ആയിരിക്കണം. സോ റാൻഡം മേറ്റിംഗ് ആയിരിക്കണം ഒരു ഹാർഡി-വെയിൻബർഗ് ഈക്വിലിബ്രിയം ഒബേ ചെയ്യണമെങ്കിൽ നടക്കേണ്ടത്. പോപ്പുലേഷൻ ഷുഡ് ബി ലാർജ്, പോപ്പുലേഷൻ ലാർജ് ആയിരിക്കണം. ഇനി അവിടെ എല്ലാ എവല്യൂഷണറി ഫോഴ്സസും, എല്ലാ രീതിയിലുള്ള എവല്യൂഷണറി ഫോഴ്സസും ആബ്സെന്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു രീതിയിലും ജീൻ ഫ്ലോ ഉണ്ടാവാൻ പാടില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഈ വലിയ പോപ്പുലേഷനിലേക്ക് ഇനി പുതിയ ഒരാൾ പോലും എൻറ്റർ ചെയ്യാൻ പാടില്ല, മൈഗ്രേഷൻ പാടില്ല, ഒരാൾ പോലും ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. അവരുള്ളിൽ വന്നാലും പുറത്തു പോയാലും അവരുടെ ജീൻ എന്ന് വെച്ചാൽ ജീനോട് കൂടിയാണല്ലേ അവർ ഉള്ളിലേക്കും പുറത്തേക്കും പോവുക. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അലീൽസിന്റെ ഫ്രീക്വൻസി, ആ പ്രൊപ്പോർഷൻ അവിടെ ചേഞ്ച് ചെയ്യും. അത് സംഭവിക്കാൻ പാടില്ല. ജനറ്റിക് ഡ്രിഫ്റ്റ്, സഡൻ ആയിട്ടുള്ള ഹെറിറ്റബിൾ ആയിട്ടുള്ള ജനറ്റിക് ചേഞ്ചസ് ഒന്നും ഇവരുടെ ആരുടെയും ഉള്ളിൽ നടക്കാൻ പാടില്ല. അതേപോലെ ഒരു രീതിയിലുള്ള മ്യൂട്ടേഷൻസും അവരുടെ ഉള്ളിൽ നടക്കാൻ പാടില്ല. ജനറ്റിക് റീകോമ്പിനേഷൻ, നമ്മളുടെ സെക്ഷൽ റീപ്രൊഡക്ഷന് സമയത്തുള്ള മിയോസിസ്, ക്രോസിംഗ് ഓവർ ആൻഡ് റീകോമ്പിനേഷൻ കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല. ഇതൊന്നും ആക്ച്വലി പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നാച്ചുറൽ സെലക്ഷൻ പോലും അവിടെ നടക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ ആക്ച്വലി തിയററ്റിക്കലി മാത്രമേ പോസിബിൾ ഉള്ളൂ, നാച്ചുറലി അത് പോസിബിൾ അല്ല. എനിവേ, ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എങ്കിൽ ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ രീതിയിലുള്ള എവല്യൂഷണറി ഫോഴ്സസും ആബ്സെന്റ് ആയിരിക്കണം, റാൻഡം മേറ്റിംഗ് നടക്കണം, ലാർജ് പോപ്പുലേഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ ഒബേ ചെയ്യപ്പെടും. അപ്പൊ എന്താണ് ഈ ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ? ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ ഇത്രയേ പറയുന്നുള്ളൂ. ഇതൊക്കെയാണ് സിറ്റുവേഷൻ എങ്കിൽ, ഇതൊക്കെയാണ് സിനാരിയോ എങ്കിൽ ജനറേഷൻ ടു ജനറേഷൻ, ഒരു ജനറേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ജനറേഷൻ ആവുമ്പോഴത്തേക്കും, നമ്മൾ ഓവർ ജനറേഷൻസ് നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ അലീൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യത്തില്ല. അലീൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യത്തില്ല. ഓൾറെഡി 75% ക്യാപിറ്റൽ ടി, 25% സ്മോൾ ടി ആണ്. ഇതൊന്നും നടക്കുന്നില്ല എങ്കിൽ അത് എല്ലാ ജനറേഷൻ നമ്മൾ എപ്പോൾ നോക്കിയാലും അത് സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അലീൽ ഫ്രീക്വൻസി സെയിം ആയിട്ട് നിൽക്കും. ഇനി അത് മാത്രമല്ല, അത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 1 ആയിട്ട് വരും. എന്ന് വെച്ചാൽ 75% പ്ലസ് 25%, 100% എപ്പോഴും അത് അങ്ങനെ തന്നെ നിൽക്കും, കോൺസ്റ്റന്റ് ആയിട്ട്. അവരുടെ സം ടോട്ടൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും എന്നാണ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി റാൻഡംലി മേറ്റിംഗ് പോപ്പുലേഷൻ അണ്ടർ കണ്ടീഷൻ ഓഫ് സ്റ്റെബിലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ, എവല്യൂഷണറി ഫോഴ്സസ് എല്ലാം ആബ്സെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അലീൽ ഫ്രീക്വൻസി സ്റ്റേബിൾ ആയിട്ട് ഓവർ ജനറേഷൻ നിൽക്കും. ഓക്കെ, അവിടെ ജനറ്റിക് ഈക്വിലിബ്രിയം നടക്കും. അതിനാണ് ഹാർഡി-വെയിൻബർഗ് ഈക്വിലിബ്രിയം എന്ന് നമ്മൾ പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഹാർഡി-വെയിൻബർഗ് സം ടോട്ടൽ ഓഫ് അലീൽ ഫ്രീക്വൻസി, അവിടെ എത്ര അലീൽ ഉണ്ടോ ആ അലീൽ ഫ്രീക്വൻസീസിനെ എല്ലാം നമ്മൾ ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇതിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ ചേഞ്ചും സ്പീസിയേഷനും എല്ലാം നടക്കും. പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്യാപിറ്റൽ ഐ എന്ന് പറയുന്ന ജീന്, അതിന്റെ 2 അലീൽസ് എയും സ്മോൾ എയും ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ എയുടെ ഫ്രീക്വൻസിനെ നമ്മൾ സ്മോൾ പി ആയിട്ടും ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസിനെ പി ആയിട്ടും അതേപോലെ എയുടെ ഫ്രീക്വൻസിനെ നമ്മൾ
ക്യൂ ആയിട്ടുമാണ് പറയുന്നത്. ഫ്രീക്വൻസി ആണ് കേട്ടോ. ഞാൻ നേരത്തെ 1/4, 3/4, 25%, 75% എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ജസ്റ്റ് നമ്മളൊരു ലെറ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ ഇത് നമ്മൾ സെയിം നമ്മുടെ ക്യാപിറ്റൽ ടി പി പ്ലാന്റിന്റെ കേസ് പോലെ തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ജനറ്റിക് ജീനോടൈപ്പ് ഏതൊക്കെ രീതിയിൽ പോസിബിൾ ആണ്? ക്യാപിറ്റൽ എ സ്മോൾ എ പോസിബിൾ ആണ് അല്ലേ? അപ്പൊ ഇവരുടെ ജനറ്റിക് ഫ്രീക്വൻസി നമ്മൾ അലീലിക് ഫ്രീക്വൻസി ചെയ്താണെങ്കിൽ ദിസ് വിൽ ബി പി സ്ക്വയർ. ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പിയും സ്മോൾ എ എന്ന് പറയുന്ന ക്യൂ ആണ് അല്ലെ? അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് പി ക്യൂ ആണ്. പക്ഷെ നമ്മൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇത് 2pq ആയിട്ട് നമ്മൾ പറയുക. ഓക്കെ, ഇത് എന്താണ്? പി സ്ക്വയർ ആണ്. ഫൈൻ, ഇത് പി സ്ക്വയർ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മള് രണ്ട് അലീൽ ഫ്രീക്വൻസി ആണല്ലേ പറയുന്നത്. അതായത് നമ്മളുടെ അലീൽ ഫ്രീക്വൻസി നമ്മൾ പിയും ക്യൂ ആയിട്ടാണ് പറയുന്നത്. അതായത് 25% പ്ലസ് 75%. അതിന്റെ ടോട്ടൽ എത്രയാ? 1 ആണ്. റൈറ്റ്. അപ്പൊ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ? അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ 2 സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. ഇതിൽ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്യാപിറ്റൽ ടി, രണ്ട് ക്യാപിറ്റൽ ടി, സ്മോൾ ടി ഇങ്ങനെയാണല്ലേ കിട്ടുന്നത്. 1:2:1 ആണ് റേഷ്യോ. 1:2:1 ആണ് റേഷ്യോ. അതുകൊണ്ടാണ് പി സ്ക്വയർ ടി 2pq ക്യൂ സ്ക്വയർ അല്ല ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ അലീൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ ഇൻ എ പോപ്പുലേഷൻ വിൽ ഓൾവേസ് ബി ഈക്വൽ ടു 1 ഇൻ എ ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പൽ ഓപ്പറേറ്റിംഗ് പോപ്പുലേഷൻ. ഓക്കെ, സെയിം കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ജീൻ ഫ്ലോ, ജനറ്റിക് റീകോമ്പിനേഷൻ, ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ ഇതൊന്നും നടക്കാൻ പാടില്ല. ജീൻ ഫ്ലോ എന്താണ്? മൈഗ്രേഷൻ, ഇമിഗ്രേഷനും എമിഗ്രേഷനും. ജനറ്റിക് റീകോമ്പിനേഷൻ നമ്മുടെ ക്രോസിംഗ് ഓവർ ആൻഡ് റീകോമ്പിനൻസ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് മിയോസിസ്. അതേപോലെ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് സ്മോൾ പോപ്പുലേഷനിൽ അലീലിക് ഫ്രീക്വൻസി സഡൻ ആയിട്ട് ഹെറിറ്റബിൾ ആയിട്ട് വരുന്നത്. നമ്മുടെ ഫൗണ്ടർ ഇഫക്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. എന്താണ് ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു പോപ്പുലേഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ അതിലൊരു സെക്ഷൻ അതൊന്ന് മൂവ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പൊ ഈ ഇവിടുന്ന് മൂവ് ചെയ്ത ആ ഒരു കുഞ്ഞു എമൗണ്ട് ഓഫ് പോപ്പുലേഷനാണ് നമ്മൾ ഫൗണ്ടർ പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. അവര് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്ത് വലിയൊരു പോപ്പുലേഷൻ ആയിട്ട് മാറി. ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചാൽ ഓൾറെഡി ഇവർക്ക് ഒരു അലീൽ ഫ്രീക്വൻസി ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ കുറച്ച് പേര് ഇതൊന്ന് പുറത്തേക്ക് പോയപ്പോഴത്തേക്കും ഇവിടുത്തെ അലീൽ ഫ്രീക്വൻസി പോയി. ഇവരൊരു വേറെ അലീൽ ഫ്രീക്വൻസി ആയിട്ടാണ് പുറത്തേക്ക് പോയത്. സോ ഇവിടെ അലീൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തു. ഇവിടെ ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ ഒബേ ചെയ്യപ്പെട്ടില്ല. ഓക്കെ, അപ്പം ഇതൊരു ജനറ്റിക് ഡ്രിഫ്റ്റ് ആണ്. ഇവിടെ ഓൾറെഡി ഉള്ള അലീൽ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വന്നു, ഡ്രിഫ്റ്റ് വന്നു. ഫൗണ്ടർ ഇഫക്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ മ്യൂട്ടേഷൻസ്, മ്യൂട്ടാജൻസ് കാരണം ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ. ഓക്കെ, ടൈപ്സ് ഓഫ് സെലക്ഷൻ, ഡയറക്ഷണൽ. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ. മാം എനിവേസ് ഡ്രീംസ് I don't know Hindi. Anyways, dream. എന്തോ ചോദിച്ചിട്ടുണ്ട്. Your spelling is wrong. First of all, learn the spelling. Okay. Anyways, dreams. നീ ഇട്ട മെസ്സേജിന്റെ the message you drop the message, right? The spelling is wrong. At least learn the spelling first. Okay. And I don't know Hindi. Okay, fine. You are cute. Thank you. ഓക്കെ, എനിവേസ് ഡ്രീംസ് എന്തോ വലിയൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ഡൗട്ടാണെന്ന് തോന്നുന്നു. വലിയ ഡൗട്ടാണ്. പക്ഷേ എന്താണ്, അറ്റ്ലീസ്റ്റ് ലേൺ ദ സ്പെല്ലിംഗ് ഫസ്റ്റ്. ഓക്കെ, ഫൈൻ. ബിഫോർ യൂസിങ് ലേൺ ദ സ്പെല്ലിംഗ്. ഗ്രോപ്പ്, കം ഓൺ. സോ നെക്സ്റ്റ്, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ. നമ്മൾ ഹ്യൂമൻ എവല്യൂഷൻ ആണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിക്കുന്നറിയാം, എന്ത് ചെയ്യുന്നറിയാം, നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോ. അപ്പൊ ഹ്യൂമൻ എവല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് 10 മിനിറ്റിൽ പഠിപ്പിച്ചു തരാം. ഓക്കെ, ആഹെൻസ് എന്ന് പറയുന്ന ഒരു കോഡ് ഓർത്താൽ മതി അതിന്റെ കറക്റ്റ് ഓർഡർ നോക്കാൻ വേണ്ടിയിട്ട്. ആഹെൻസ് ഏറ്റവും ആദ്യം രാമാപിത്തിക്കസും ഡ്രയോപിത്തിക്കസും ഉണ്ട്. ഇതിൽ രാമാപിത്തിക്കസ് ആണ് എന്ത്? മോർ മാൻ ലൈക്ക്. ഡ്രയോപിത്തിക്കസ് ഇസ് മോർ ഏപ്പ് ലൈക്ക്. ഓക്കെ, രാമാപിത്തിക്കസ് ഇസ് മോർ മാൻ ലൈക്ക് ആൻഡ് ഡ്രയോപിത്തിക്കസ് ഇസ് മോർ ഏപ്പ് ലൈക്ക്. അപ്പൊ ഇത് ഈസിയാണ്. രാമൻ മാൻ, രാമാപിത്തിക്കസ്, ഡ്രയോ ഏപ്പ്. ഓക്കെ, ഇനി അതിനുശേഷം വരുന്നത് ഓസ്ട്രാലോപിത്തസിൻസ്, പിന്നെ ഹോമോ ഹബിലിസ്, പിന്നെ ഹോമോ ഇറക്ടസ്, പിന്നെ നിയാൻഡർതൽ മാൻ, അതിനുശേഷം ഹോമോ സാപ്പിയൻസ്. ജസ്റ്റ് ഈ ആഹൻസ് എന്ന് പറയുന്ന കോഡ് ഓർക്കുക. അതിനു മുമ്പ് RD രാമ ആൻഡ് ഡ്രയോപിത്തിക്കസിന്റെ രാമൻ. രാമ ഈസ് മോർ മാൻ ലൈക്ക് ആൻഡ് ഡ്രയോ ഈസ് മോർ ഏപ്പ് ലൈക്ക്. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കാം.
ലൈഫ് എപ്പോഴാ ഫോം ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് എപ്പോഴാ നമുക്ക് കാണാൻ പറ്റിയത് 2 billion years ago അല്ലെ. അങ്ങനെ എവല്യൂഷൻ നടന്ന് നമ്മളെ ഹ്യൂമൻ എവല്യൂഷന്റെ ഒരു എവിഡൻസ് കിട്ടിയ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ ഇവിടെ എവിടെയാ പറയുന്നത്, ജസ്റ്റ് 15 million years ago. 2 ബില്യണില് 15 മില്യന് മുൻപ് മാത്രമാണ് ഹ്യൂമൻ എവല്യൂഷന്റെ ഒരു തുടക്കം നമുക്ക് പറയാൻ പറ്റുന്നത്. സോ പ്രൈമേറ്റ്സ് ലൈക്ക് ഡ്രയോ ആൻഡ് രാമ ജസ്റ്റ് 15 million years ago മാത്രമാണ് എക്സിസ്റ്റ് ചെയ്തത്. അവർ ഇപ്പൊ നമ്മൾ കാണുന്ന ഗൊറില്ലേനെ പോലെയും ചിമ്പാൻസിനെ പോലെയും ഹെയറി ആയിരുന്നു, അതേ രൂപത്തിലായിരുന്നു അവർ നടന്നത്. ഇതിൽ ഡ്രയോ ആണ് മോർ ഏപ്പ് ലൈക്ക്, രാമനാണ് മോർ മാൻ ലൈക്ക്. ഓക്കെ ഫൈൻ. ഇനി അത്രയും കഴിഞ്ഞു കേട്ടോ. ഇനി വെറും 3 to 4 million years ago ആണ് നമുക്ക് കുറച്ച് ഫോസിൽ എവിഡൻസ് എത്യോപ്യയിലും ടാൻസാനിയയിലൊക്കെ കിട്ടിയത്. അവർക്ക് കുറച്ച് ഹോമിനിഡ് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവർ മാൻ ലൈക്ക് പ്രൈമേറ്റ്സ് ആയിരുന്നു. 3 to 4 million. അവരത്ര 4 feet കൂടുതൽ ടോളൊന്നും ആയിരുന്നില്ല, നേരെ നടന്നിരുന്നു, അത്രേ അറിയുള്ളൂ. ഒരു ഇറക്റ്റ് പോസ്ചർ ഉണ്ടായിരുന്നു. നമുക്ക് കൂടുതലൊന്നും അറിയില്ല. അവരെ നമ്മൾ പേര് ഇട്ടിട്ട് വിളിച്ചിട്ടില്ല. ഇനി നമുക്ക് അറിയാവുന്ന ആളുകൾ ജസ്റ്റ് 2 million years ago ആണ് സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് ഇസ് അവർ ഓസ്ട്രാലോപിത്തസിൻസ്. അവർ ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ്സിലായിരുന്നു ജീവിച്ചത്. ആ ഫസ്റ്റ് നമ്മളുടെ ഓസ്ട്രാലോപിത്തസിൻസ് ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡിൽ ജീവിച്ച ഓസ്ട്രാലോപിത്തസിൻസ് എന്ത് ചെയ്തു? സ്റ്റോൺ വെപ്പൺസ് ഉപയോഗിച്ച്. ഓക്കെ റാത്വിക്, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഓസ്ട്രാലോപിത്തസിൻസ് എന്ത് ചെയ്തു? ഹണ്ട് ചെയ്തു. സ്റ്റോൺ വെപ്പൺസ് ഉപയോഗിച്ച് ഹണ്ട് ചെയ്തിരുന്നു. ബട്ട് എസെൻഷ്യലി എയ്റ്റ് ഫ്രൂട്ട്. അവർ എന്തിനാ ഹണ്ട് ചെയ്തതെന്ന് അറിയില്ല, ചിലപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഒരു ഫ്രൂട്ട് ആയിരുന്നു കഴിച്ചിരുന്നത്. ഓസ്ട്രാലോപിത്തസിൻസ് ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ്സ് അവർ ഫ്രൂട്ട് ആയിരുന്നു കഴിച്ചത്, പക്ഷെ അവർ ഹണ്ട് ചെയ്തിരുന്നു. അപ്പം ആഹൻസ് ആണല്ലേ. ഓസ്ട്രാലോ കഴിഞ്ഞിട്ട് പിന്നെ ആരാണ്? ഹബിലിസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ബീങ് ദ ഹോമിനിഡ്. ഇവിടെ ഓസ്ട്രാലോപിത്തസിൻസ് ഉണ്ടെങ്കിലും കുറച്ചും കൂടെ ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഹോമിനിഡ് ആയിട്ട് നമ്മൾ ഹോമോ ഹബിലിസിനെയാണ് പറയുന്നത്. അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 cc ഇടയിലായിരുന്നു. അവർ മീറ്റ് കഴിച്ചില്ല, ഇവിടെ മീറ്റ് കഴിച്ചില്ല. ഇതിനുശേഷമാണ് ആര് വരുന്നത്? ഇറക്ടസ് വരുന്നത്. ഇറക്ടസിന്റെ ബ്രെയിൻ കപ്പാസിറ്റി എവിടെയാ? 900 cc, റൈറ്റ്? ഇതൊക്കെ 650 800, ഇവിടെ 900 ആയി. അപ്പത്തേക്ക് അവർ എന്ത് ചെയ്തു? മീറ്റ് കഴിച്ച് ബ്രെയിൻ കപ്പാസിറ്റി കൂടി എന്ന് വിചാരിച്ചാൽ മതി. നല്ല പ്രോട്ടീൻ ആണല്ലോ. ജസ്റ്റ് 1.5 million years ago ജാവ 1891 ജാവ മാൻ എന്നും വിളിക്കുന്നു. ഇനി അടുത്തത് നിയാണ്ടർത്തൽ മാൻ ആണ്. ജസ്റ്റ് ഇത്ര വർഷം മാത്രം, 40,000 വർഷങ്ങൾക്കൊക്കെ മുൻപ് മാത്രം, എന്ന് വെച്ചാൽ 40,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ കണ്ടിരുന്നു നിയാണ്ടർത്തൽ മാനിനെ. അവർക്ക് ബ്രെയിൻ കപ്പാസിറ്റി 1400 cc ഉണ്ടായിരുന്നു. അവർ ഹൈഡ്സ് ഉപയോഗിച്ച് അവരുടെ സ്കിൻ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഡ്രസ്സ് പോലത്തെ ഹൈഡ്സ് ഉപയോഗിച്ച് അവർ അവരുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്തിരുന്നു. മരിച്ചത് ബറി ചെയ്തിരുന്നു. നിങ്ങൾ ആലോചിക്കണം, നമുക്കിപ്പോൾ ഹോമോസാപ്പിയൻ ഉള്ളൂ അല്ലേ? നമ്മളുടെ ഹോമോ എന്ന് പറയുന്ന ജീനസിൽ ഒരൊറ്റ സ്പീഷീസ് ഹോമോസാപ്പിയൻസേ ഉള്ളൂ. കുറച്ച് നാൾ മുമ്പ് നോക്കുകയാണെങ്കിൽ 6 ഹോമോ സ്പീഷീസ്, ഹോമോ എന്ന് പറയുന്ന ജീനസിലെ 6 സ്പീഷീസ് ഒരുമിച്ച് ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബാക്കി 5 പേരും എക്സ്റ്റിങ്ക്റ്റ് ആയി പോയതാണ്. ഇപ്പോൾ ഒരാൾ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഫൈനലി 40,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ നിയാണ്ടർത്തൽ മാൻ ഉണ്ടായിരുന്നു. അവരാണ് ഹൈഡ്സും മരിച്ചവരെ അടക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ ഹോമോസാപ്പിയൻസ് വന്നിരിക്കുന്നത്. ജസ്റ്റ് 75,000 to 10,000 years ago. എന്ന് വെച്ചാൽ ഈ 40,000 ഈ ഹോമോസാപ്പിയൻ 40,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്തുണ്ടായിരുന്നു? നിയാണ്ടർത്തൽ മാൻ ഉണ്ടായിരുന്നു. നിയാണ്ടർത്തൽ മാനും സാപ്പിയനൊക്കെ ഒരുമിച്ച് ജീവിച്ചവരാണ്. നിയാണ്ടർത്തൽ മാൻ പകുതി വഴിയിൽ വെച്ച് എക്സ്റ്റിങ്ക്റ്റ് ആയി. ഇനി കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും പുതിയ സ്പീഷീസ് ഉണ്ടാവും, നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് ആവും. അങ്ങനെയൊക്കെ സംഭവിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, യെസ്. അപ്പം ഹോമോസാപ്പിയൻസിന്റെ 18,000 years ago കേവ് ആർട്ട് ഒക്കെ ഉണ്ട്. അതൊക്കെ അത്രയും നാളുകൾക്ക് മുമ്പ് ഹോമോസാപ്പിയൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ എവിഡൻസ് ആണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് അഗ്രികൾച്ചറും ഹ്യൂമൻ സെറ്റിൽമെന്റും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ മാം റിഡക്ഷൻ ഇൻ ബോഡി ഹെയർ ഇൻ ഇറ്റ്, യെസ്, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ്. അത് മാമൽസിന്റെ ഒരു പ്രത്യേകതയാണല്ലോ. അപ്പം നമ്മൾ ബോഡി ഹെയർ എന്ന് പറയുന്നത് ഒരു വെസ്റ്റീജിയൽ ഓർഗൻ ആയിട്ടാണ് ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. മാമൽസിൽ അവർക്ക് ടെമ്പറേച്ചർ എല്ലാവരും ഇപ്പം നമ്മൾ ക്ലോത്ത്സ് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി മാമൽസ് ടെമ്പറേച്ചറിന് പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് ഹെയർസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾക്ക് കുറച്ച് ബോഡി ഹെയർസ് ഉണ്ട്. അതൊരു വെസ്റ്റീജിയൽ ഓർഗൻ ആണ്. റെമനൻസ് നമ്മളുടെ പഴയ ഇതിന്റെ ബാക്കി പത്രമാണ്. ഓക്കെ, വെസ്റ്റീജിയൽ ഓർഗൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫൈൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പാലിയന്റോളജിക്കൽ എവിഡൻസ് ഫോർ എവല്യൂഷൻ റിഫേഴ്സ് ടു. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ ഒരുപാട് മിടുക്കന്മാരൊക്കെ ഉണ്ട്. റാത്വിക് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതേപോലെ നമ്മളുടെ വേറൊരുത്തനുണ്ടായിരുന്നല്ലോ, അവൻ പോയി തോന്നുന്നു. ഓക്കെ, യെസ്.
അപ്പൊ റാദ്വിക് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ മക്കളെ ഇവിടെ വാച്ച് ചെയ്തിരിക്കുന്ന നിങ്ങൾ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാ, ആൻസേഴ്സ് കമന്റ് ചെയ്യാ, നമുക്ക് ഒരുമിച്ച് ആൻസർ ചെയ്തു പോവാം. നമ്മളുടെ നീറ്റ് എക്സാമിന് തിയറി പഠിക്കുന്നതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ പാലിയോണ്ടോളജിക്കൽ എവിഡൻസ് ഫോർ എവല്യൂഷൻ റിഫേഴ്സ് ടു ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ, homologous organs, fossils and analogous organs. ഏതാണ് ആൻസർ? പാലിയോണ്ടോളജി എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് ഫോസിൽസ് ആണ്. കറക്റ്റ് ആണ് റാത്വിക്, ഓപ്ഷൻ സി. സോ മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനലോഗസ് സ്ട്രക്ചേഴ്സ് ആർ എ റിസൾട്ട് ഓഫ്. അനലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ കൺവേർജന്റ് എവല്യൂഷൻ, ഡൈവേർജന്റ് എവല്യൂഷൻ, പാരലൽ എവല്യൂഷൻ, റിട്രോഗ്രസീവ് എവല്യൂഷൻ. ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ? കം ഓൺ, ഏതാണ് ആൻസർ? പെട്ടെന്ന് നമുക്ക് 8:30 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്യണം. 8:30 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യണം. അടുത്തൊരു ഹ്യൂമൻ ഹെൽത്ത് ചാപ്റ്ററും കൂടി ഉണ്ട്. നോക്കിക്കേ, അപ്പൊ അനലോഗസ് സ്ട്രക്ചേഴ്സ് ആർ എ റിസൾട്ട് ഓഫ്. ആൻസർ ഇല്ലേ? റാദ്വിക് ഒക്കെ മുങ്ങിയോ? അനലോഗി എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് ആണ്, കൺവേർജന്റ് എവല്യൂഷൻ ആണ്. അടുത്തത് ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് ഹാവ് സിമിലർ ഒറിജിൻ ആൻഡ് ഡിസിമിലർ ഫംഗ്ഷൻ. Dissimilar origin but similar function, structurally as well as functionally similar, normally non-functional. ഏതാണ് homologous structures? Homology എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? Structural similarity and function is different. Option A. അടുത്ത ചോദ്യം, development of analogous structure or organs are a result of. Analogous structures or organs. Again, analogy എന്ന് പറയുമ്പോഴത്തേക്കും കൺവേർജന്റ് എവല്യൂഷൻ ആണ്. വേഗം ചെയ്യണം കേട്ടോ, ഒരുപാട് മിടുക്കന്മാരും മിടുക്കുകളൊക്കെ ഇവിടെയുള്ള ആള്. സോ ഫാസ്റ്റ് ആയിട്ട് ആൻസേഴ്സ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ വാസ് സ്റ്റഡീഡ് ആൻഡ് ടെസ്റ്റഡ് ഇൻ ലാബ് ബൈ. ആരാണ് കെമിക്കൽ എവല്യൂഷൻ അതിന്റെ തിയറി ടെസ്റ്റ് ചെയ്തത്? ആരാണ്? ഹാൽഡെയിൻ ആണോ മില്ലർ ആണോ? തിയറി ജസ്റ്റ് പറഞ്ഞതാണ് ഹാൽഡെയിൻ അല്ലെ, വേറെ തിയറീസ് ഒക്കെ പറഞ്ഞവരാണ് ഇവർ. മില്ലർ ആണ് എക്സ്പെരിമെന്റൽ ലാബിൽ അത് ടെസ്റ്റ് ചെയ്തത്. Oparin and Haldane proposed the theory that the first form of life could have come from. എവിടുന്ന് വന്നു എന്നാണ് അവർ പറയുന്നത്? നോൺ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ്, ഇൻഓർഗാനിക് മോളിക്യൂൾസ്, UV rays, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ്, ഡയറക്ട്ലി ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് എവിടുന്നാ വന്നേ? ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് വന്നിരിക്കുന്നത് നോൺ ലിവിങ് ആയിട്ടുള്ള organic molecules. അടുത്ത ക്വസ്റ്റ്യൻ, ലൂയിസ് പാസ്റ്റർ by careful experimentation demonstrated that life comes from killed yeast, rotting matter, other plants, pre-existing life. നമ്മളുടെ ലൂയിസ് പാസ്റ്റർ പറഞ്ഞു പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് എന്ന് മാത്രമേ ലൈഫ് പുതിയതായിട്ട് ഫോം ചെയ്യുള്ളൂ. when the life appear on the earth after its formation. എപ്പോഴാണ് ലൈഫ് ഫസ്റ്റ് അപ്പിയർ ചെയ്തത്? ഫസ്റ്റ് അപ്പിയറൻസ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ 4.5 billion ഇയേഴ്സിന് ശേഷം, 500 million ശേഷം, that means 4 billion years ago ആണ് ലൈഫ് അപ്പിയറൻസ് സ്റ്റാർട്ട് ചെയ്തത്. According to early Greek thinkers, the unit of life which were transferred, ആ ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റ് ഓഫ് ലൈഫ് നമ്മൾ എന്ത് പറയും? സ്പോസ്, തിയറി ഓഫ് പാൻസ്പെർമിയ, വാട്ടർ, ഓക്സിജൻ, മീഥേൻ അല്ല. Which one of the following is not an example of adaptive radiation? Adaptive radiation എക്സാമ്പിൾ അല്ലാത്ത. ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസിൽ നടന്നു, ഓസ്ട്രേലിയൻ പ്ലാസെന്റൽ മാമൽസിൽ നടന്നു, മോത്ത്സ് ഇൻ ഇംഗ്ലണ്ടിൽ നടന്നില്ല, അവിടെ നാച്ചുറൽ സെലക്ഷൻ ആണ് നടന്നത്. ഡാർവിൻ ഫിഞ്ചസിലും നടന്നു. സോ നോട്ട് എൻ എക്സാമ്പിൾ. ഓപ്ഷൻ സി, മോത്ത്സ് ഇൻ ഇംഗ്ലണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഇത് മാച്ച് ചെയ്യാനാണ്. ഓക്കെ, മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആൻഡീറ്റർ ഇത് പ്ലാസെന്റൽ മാമൽ, ഇവിടെ കൗണ്ടർ പാർട്ട് ആയിട്ടുള്ള മാർസുപ്പിയൽ മാമൽ. ഓക്കെ, ഇതെങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റും? ആൻഡീറ്റർ എന്ന് പറയുന്നത് നമ്പാട്ടിന് പാരലൽ ആണ്. ബോബ് ക്യാറ്റ് വരുന്നത് ടാസ്മാനിയൻ ടൈഗർ ക്യാറ്റ് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് ലിമറും സ്പോട്ടഡ് കസ്കസും ആണ്. ഫ്ലൈയിങ് സ്ക്വിറലും ഫ്ലൈയിങ് ഫെലാഞ്ചറും ആണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ എ വരും. ഓക്കെ, അടുത്ത ചോദ്യം, നിങ്ങൾക്ക് ഇതിനൊപ്പം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ലീഡിംഗ് ടു സ്പീസിയേഷൻ. വെരി സിമ്പിൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ, ഹ്യൂഗോ ഡി വ്രിസ്, സോൾട്ടേഷൻ. ഓക്കെ, ദ ഐഡിയ ഓഫ് മ്യൂട്ടേഷൻ വാസ് ബ്രോട്ട് ഫോർത്ത് ബൈ. മ്യൂട്ടേഷൻ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആരാണ്? നമ്മളിപ്പോൾ പറഞ്ഞോളൂ, ഹ്യൂഗോ ഡി വ്രിസ്. ഹാർഡി-വൈൻബർഗ് അല്ല, ചാൾസ് ഡാർവിൻ അല്ല, മെൻഡലും അല്ല. Which of the following does not affect the Hardy-Weinberg equilibrium? ഇതിൽ Hardy-Weinberg equilibrium affect ചെയ്യാത്തത് നാച്ചുറൽ സെലക്ഷൻ അഫക്ട് ചെയ്യും, ജനറ്റിക് ഡ്രിഫ്റ്റ് അഫക്ട് ചെയ്യും, ജീൻ മൈഗ്രേഷൻ അഫക്ട് ചെയ്യും, ജീൻ പൂൾ എന്നത് അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ. ഇറ്റ്സ് എ ടേം.
P plus Q whole square is equal to P square plus 2PQ plus Q square is equal to 1. ഇത് Hardy-Weinberg equation represent ചെയ്യുന്നു. It is used in population genetics, Mendelian genetics, biometrics and molecular genetics. എവിടെ പറയാൻ പറ്റും? Population genetics എന്ന് പറയാൻ പറ്റൂലേ? കാരണം എന്താ? Hardy-Weinberg equilibrium, population genetics ആണ്, population studies ആണ്, population ആണ് ഈ പഠനം നടത്തുന്നത്. ഇനി large population എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. Fine. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫാക്ടർ വിച്ച് ഡസ് നോട്ട് അഫക്ട് ദ Hardy-Weinberg equilibrium. Hardy-Weinberg equilibriumത്തിനെ അഫക്ട് ചെയ്യാത്ത ഫാക്ടർ, ജനറ്റിക് ഡ്രിഫ്റ്റ് അഫക്ട് ചെയ്യും, നാച്ചുറൽ സെലക്ഷൻ, ജനറ്റിക് ഈക്വിലിബ്രിയം, റീകോമ്പിനേഷൻ. ഇത് മൂന്നും അഫക്ട് ചെയ്യും, ഈക്വിലിബ്രിയം എന്നത് അഫക്ട് ചെയ്യില്ല. അടുത്ത ക്വസ്റ്റ്യൻ, Hardy-Weinberg principle states that allele frequencies in a population are stable and is constant from generation to generation. Correct ആണോ? Allele frequencies in a population are stable and constant from generation to generation. Correct ആണല്ലേ? Allele frequencies in a population are unstable. തെറ്റി. Allele frequency in a population is stable and is not constant. തെറ്റി. Allele frequency in a population are unstable and is not constant. രണ്ടും തെറ്റി. So the answer is option A. അടുത്തത് match the following: stabilizing selection, gene flow, saltation. Okay. Genetic drift. അയ്യോ, ഇത് 4 columns ഉണ്ട്. Change in allele frequency due to migration, change in gene frequency due to character chance factor, more individuals acquire mean character value, single step large mutation. Okay, single step large mutation, saltation ആണ്. Gene flow, yes, change in gene frequency due to chance factor. Genetic drift, stabilizing selection, mean character value, gene flow എന്ന് പറയുന്നത് migration. Okay, അപ്പോൾ ആൻസർ എന്ത് പറയും? ആൻസർ എന്ന് പറയുന്നത് A2 ഉള്ള രണ്ട് ഓപ്ഷൻ B3, C1 and D4. Okay, so answer is option D. അടുത്ത ചോദ്യം, the above given figure depicts, ഇത് എന്ത് കൈൻഡ് ഓഫ് സെലക്ഷൻ ആണ്? സ്റ്റെബിലൈസിങ്, ഡിസ്റപ്റ്റീവ്, ഡയറക്ഷണൽ, നോൺ ഡയറക്ഷണൽ. ഡിസ്റപ്റ്റീവ് സെലക്ഷൻ ആണ് അല്ലേ? രണ്ട് എക്സ്ട്രീം വാല്യൂസ് സെലക്റ്റഡ് ആവുന്നു. ഓക്കെ, ബാലാജിയും വന്നിട്ടുണ്ട്. ബാലാജിയും രാധ്വിക്കും തമ്മിലുള്ള ഭയങ്കര കോമ്പറ്റീഷൻ. ആരാണ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് നോക്കൂ. നിങ്ങൾ ശത്രുക്കളാണ് കേട്ടോ, നിങ്ങൾ കോമ്പറ്റീറ്റേഴ്സാ. ഇതിലേക്ക് നിങ്ങൾ എല്ലാവരും ശത്രുക്കളാ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൈമേറ്റ്സ് വാസ് മോർ ape like? ഇതിൽ ആരാണ് കൂടുതൽ ape like? ഡയറക്ട്ലി ഡ്രായോപിത്തിക്കസ് ആണ് മോർ ape like. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 മാച്ച് ചെയ്യുക. ഓക്കെ, പ്രൈമേറ്റ്സ് വിത്ത് ബ്രെയിൻ കപ്പാസിറ്റി ഓഫ് 900 cc, ഓൾമോസ്റ്റ് 900 cc ഉള്ളത് ആർക്കായിരുന്നു? ഹോമോ ഇറക്ടസിനായിരുന്നു അല്ലേ? ഹോമോ ഇറക്ടസിനായിരുന്നു 900 cc വരുന്നത്. അതായത് നമ്മളുടെ മീറ്റ് കഴിച്ചപ്പോഴേക്കും ഇത് കൂടി നമ്മൾ പറഞ്ഞു. പ്രൈമേറ്റ്സ് വിത്ത് ബ്രെയിൻ കപ്പാസിറ്റി ഓഫ് 1000 cc ആൻഡ് ലീവ്ഡ് ഇൻ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ. ഓക്കെ, നിയാണ്ടർത്തൽ മാൻ. അതിനുശേഷം 900 ശേഷം 1400 നിയാണ്ടർത്തൽ മാൻ. പ്രൈമേറ്റ്സ് ആഫ്രിക്കൻ മൂഡ് അക്രോസ് കോണ്ടിനെന്റ്സ് ആൻഡ് ഡെവലപ്ഡ് ഇൻടു ഡിസ്റ്റിങ്ക്ട് റേസസ്. നമ്മളുടെ ഫൈനലി പലതായിട്ട് മാറിയ നമ്മളുടെ ഹോമോസാപ്പിയൻ 650 to 800 ബ്രെയിൻ കപ്പാസിറ്റി ഉള്ളത് സ്റ്റാർട്ട് ചെയ്തത് അത് ഓസ്ട്രാലോപിത്തസിൻസ് ആണ് ഏറ്റവും ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ആഹെൻസ് എന്നുള്ള കോഡ് ആലോചിക്കുക. ഏറ്റവും ആദ്യം 650 to 800, പിന്നെ 900, പിന്നെ 1400. അത് ജസ്റ്റ് ഒന്ന് ഓർഡറിൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ആ ഓപ്ഷൻസ് വെച്ചിട്ട്. സാപ്പിയൻസ് എന്താണെങ്കിലും ഇതാണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈമേറ്റ്സ് വിച്ച് മോർ ഏപ്പ് ലൈക്ക്. ഇതിൽ മോർ ഏപ്പ് ലൈക്ക് ആരായിരുന്നു? ഏപ്പ് ലൈക്ക് ഡ്രയോപിത്തിക്കസ്. പ്രോബബ്ലി ലീവ്ഡ് ഇൻ ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡ്സ്. ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡ്സിൽ ആരായിരുന്നു ജീവിച്ചത്? നമ്മളുടെ ഓസ്ട്രാലോപിത്തസിൻസ് അല്ലെ? ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡ്സിൽ ഓസ്ട്രാലോപിത്തസിൻസ് എന്നുള്ളത് പ്രോപ്പർ ആയിട്ടൊന്ന് പഠിച്ചു വെക്കുക. മോർ മാൻ ലൈക്ക് ആയിരുന്നത് രാമാപിത്തിക്കസ്. ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ബീങ്, ദ ഹോമിനിഡ്. ഫസ്റ്റ് ഹോമിനിഡ് എന്ന് പറയുന്നത് ഹോമോ ഹബിലിസ് ആയിരുന്നു. റൈറ്റ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി. I think this is the last question. Yes, last question. Homo habilis, Dryopithecus, Australopithecus, Neanderthal man. Hides to protect their body and buried their dead. ആരായിരുന്നു? Neanderthal man അല്ലേ? Dryopithecus. Dryo ape like. First human like habilis. Neanderthal man
100 with the S. ഇനി ആരെയാ മാച്ച് ചെയ്യാനുള്ളത്? ഓസ്ട്രാലോപിത്തസിൻസ്. ഇതെന്താ ഇങ്ങനെ? ഓസ്ട്രാലോപിത്തസിൻസ്, Australopithecines, yes, 100 with the stone weapons, but essentially 8 fruits. അതായത് A എന്ത് വരും? A എന്ന് പറയുന്നത് 3 വരും, B എന്ന് പറയുന്നത് 4 വരും, C എന്ന് പറയുന്നത് 2 വരും, C എന്ന് പറയുന്നത് 2 അല്ലേ വരുന്നത്? Yes, C എന്ന് പറയുന്നത് 2 വരും, D എന്ന് പറയുന്നത് 1 വരും. So answer is A3, B4, C2, D1. Okay, option B. Yes. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. പോൾ ഇല്ല ബാലാജി, പോള് വേണമായിരുന്നോ? പോളിന് ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നെക്സ്റ്റ് ടൈം നമുക്ക് പോള് വെക്കാട്ടോ. ഓപ്ഷൻസ് ആർ ഹൈഡിങ്. യെസ്, ഓപ്ഷൻസ് ഹൈഡ് ചെയ്തിട്ടിരിക്കുകയാണ്, നമ്മൾ കണ്ടുപിടിക്കണം. My name, because my all questions are correct. Oh, Radvik. Okay, എങ്ങനെയാ ഞാൻ ഷൗട്ട് ചെയ്യേണ്ടത്? റാദ്വിക് ഇങ്ങനെയാണ് ഷൗട്ട് ചെയ്യേണ്ടത്. സൂപ്പർ കേട്ടോ, യുവർ ഓൾ ക്വസ്റ്റ്യൻസ് ആർ കറക്റ്റ്, വെരി ഗുഡ്. ബാലാജിയുടേതോ? എൻ്റെ ആഗ്രഹം റാദ്വിക്ക് മാത്രമല്ല എല്ലാവരും കറക്റ്റ് ആൻസർ ആക്കണം എന്നാണ്. പക്ഷെ നിങ്ങളുടേത് ഓരോ ആളുടെയും ഏറ്റവും സൂപ്പർ ആയിരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ടൈം നമുക്ക് പോള് വെക്കാട്ടോ ബാലാജി. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഇനി ഒരു ചാപ്റ്ററും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ആക്ച്വലി നമ്മളുടെ സുവോളജിയിൽ നിങ്ങൾക്ക് ഈ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസും അതേപോലെ മറ്റന്നാളിലെ ക്ലാസ്സിൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ. അതിനുശേഷം നമ്മളുടെ ലൈവ് എന്താണെന്നറിയോ? 5 years PYQ, മോർണിംഗ് ടു ഈവനിങ് കണ്ടിന്യൂസ് മാരത്തോൺ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. 5 years PYQ ഡിസ്കഷൻ ആയിരിക്കും നമ്മളുടെ ലൈവ് എന്ന് പറയുന്നത്. തിയറി ഡിസ്കസ് ചെയ്തതിന് ശേഷം എല്ലാവരും ഇത് ആവശ്യമുള്ള ഫ്രണ്ട്സിനെ എല്ലാം കൂട്ടിയിട്ട് വേണം ലൈവിൽ വരാൻ വേണ്ടിയിട്ട്. മാരത്തോൺ ആണ്, 5 years PYQ, എല്ലാ സബ്ജക്റ്റിന്റെയും 5 years PYQ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, എനിവേ ഇപ്പൊ ഞാൻ സമയം 8:33 അല്ലേ? അപ്പം നമുക്ക് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് നമ്മൾ 8:35 അല്ലേ? 10 minutes ബ്രേക്ക് കേട്ടോ. 8:45 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ബ്രേക്ക് ആണ്, സ്റ്റാർട്ട്സ് 8:45 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, യു ആർ വെരി എക്സൈറ്റഡ് അബൌട്ട് നെക്സ്റ്റ് ചാപ്റ്റർ. ഐ എം ഓൾസോ എക്സൈറ്റഡ് അബൌട്ട് നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, സിമ്പിൾ ചാപ്റ്റർ ആണ്, 4 സെക്ഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ ആ ചാപ്റ്റർ ഹാൻഡിൽ ചെയ്യുക. ഏറ്റവും ഫസ്റ്റ് ഡിസീസസ്, ഏറ്റവും ലാസ്റ്റ് ഡ്രഗ്സ്, അതിൻ്റെ ഇടയിൽ ഒരു ക്യാൻസറും എയ്ഡ്സും ഉണ്ട്, പിന്നെ കുറച്ച് വാക്സിനേഷൻ എന്നൊക്കെ പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രേക്കിന് ശേഷം കാണാം. ബൈ. കുറച്ച് വെള്ളം കുടിക്കട്ടെ. യെസ്, രണ്ടുമുണ്ട്. വി ഹാവ് ബോത്ത് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലാസ് ഫോർ ഹ്യൂമൻ ഹെൽത്ത്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തിയറി ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫുള്ള് നമ്മൾ ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ കോൺസെപ്റ്റുകൾ പെട്ടെന്ന് പറയും, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതേപോലെ ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന്, ഓൾമോസ്റ്റ് ഒരു 30 ക്വസ്റ്റ്യൻസ് അങ്ങനെ എത്രയുണ്ട്, 30 above ക്വസ്റ്റ്യൻസ് ഉണ്ട് ഹ്യൂമൻ ഹെൽത്തിൽ. നമ്മൾ തിയറി ഡിസ്കസ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഓക്കെ, തിയറി പഠിച്ചതിന് ശേഷമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ ബാലാജി. കാരണം തിയറി പ്രോപ്പറായിട്ട് അറിയില്ലാത്ത ആളുകൾ, എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റിക്ക് വേണ്ടിയുള്ള ആളുകൾ നമ്മുടെ ലൈവിൽ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ്. So see you after break. Now, certain movements, sir, I should be able to understand what the problem. What is to do? What is making you do all of that? Please put them. Yeah.
ഹലോ ഹായ് ഹായ്. എല്ലാവരും കറക്റ്റ് ടൈമിൽ എത്തിയല്ലോ. ഞാൻ 1 മിനിറ്റ് ലേറ്റ് ആയി അല്ലേ? 1 മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. ഒറ്റ സെക്കൻഡ്, ഇപ്പൊ വരാവേ. ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ പോയതാ. ഓക്കെ, യെസ്, ഹലോ എവറിബഡി. കറക്റ്റ് 8:45 നിങ്ങളെല്ലാം പ്രസന്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം ലേറ്റ് ആയി. ഓക്കെ ഓക്കെ, സോ yes, I'm 3 minutes late. Sorry. I'm 3 minutes late. It's okay. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയാൻ പോവാണ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് നമ്മൾ പെട്ടെന്ന് ഇറ്റ്സ് 8:45. നമ്മൾ ഒറ്റ മണിക്കൂർ കൊണ്ട് ഇതിന്റെ തിയറി ഡിസ്കസ് ചെയ്യും. 1 hour 9:45 ആകുമ്പോഴേക്കും നമ്മൾ തിയറി ഡിസ്കസ് ചെയ്യും. 15 minutes നമ്മൾ ക്വസ്റ്റ്യനും ചെയ്യും. ഓക്കെ ഫൈൻ. 10 മണിയാകുമ്പോഴേക്കും നമ്മൾ ഈ ക്ലാസ്സസ് വൈൻഡപ്പ് ചെയ്യും. മേ ബി നമ്മൾ ചിലപ്പോൾ അതിന് മുമ്പേയും കഴിയും കേട്ടോ. ഓക്കെ, സോ റെഡി ആണല്ലോ? അപ്പൊ നമുക്കറിയാം ഹെൽത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ആ ഒരു ഫിസിക്കൽ വെൽബീയിങ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ റീസെന്റ് നമ്മളുടെ WHO ഡെഫിനിഷൻ പ്രകാരം നമ്മളുടെ വെൽബീയിങ് ഓഫ് ദ ഫിസിക്കൽ സ്റ്റേറ്റസ് ഓഫ് ആ ബോഡി, അതേപോലെ നമ്മളുടെ മെന്റൽ സ്റ്റേറ്റസ്, ഇമോഷണൽ സ്റ്റേറ്റസ് എല്ലാം, ദ മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എല്ലാം കൂടിയാണ് നമ്മൾ ഹെൽത്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മളുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, നമ്മളുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താ? അസുഖങ്ങളല്ലേ. 2 തരത്തിലാണ് നമുക്ക് ഫിസിക്കൽ ഡിസീസ് വരിക. ഒന്ന് എന്ന് പറയുന്നത് ജനറ്റിക് ഡിസീസസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിരിക്കാം. ജനറ്റിക് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീനിലെ ചേഞ്ച് ആണ്. നമ്മൾ ജനറ്റിക്സിൽ പഠിച്ചു നമ്മളുടെ അബ്നോർമാലിറ്റീസ്, ക്രോമസോമൽ അബ്നോർമാലിറ്റീസും ജനറ്റിക് അബ്നോർമാലിറ്റീസും ഡിസോർഡേഴ്സ് ഉണ്ട്, ജനറ്റിക് ഡിസീസ്. അതുകൂടാണ്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഫുഡ്, വാട്ടർ, റെസ്റ്റ്, എക്സസൈസ്, അങ്ങനെയുള്ള നമ്മളുടെ ഇതിൽ നിന്നെല്ലാം വരുന്ന ഡിസീസാണ്. മാം ക്വസ്റ്റ്യൻ, we will do all kind of predictions and things in mock test. mock ടെസ്റ്റിലായിരിക്കും നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ആഡ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇപ്പം ഞാനത് പറയുന്നില്ല, ഇപ്പം നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കുക. ഓക്കെ, യെസ്. അപ്പം നല്ല ഹെൽത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഇതൊക്കെ നമ്മൾ ബ്ലാ തിങ്സ് ആണ്. നല്ല ഡയറ്റ്, ഹൈജീൻ, റെഗുലർ എക്സസൈസ്, വാക്സിനേഷൻ, വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക, വെക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുക, ഹൈജീൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, ഡിസീസിനെ പറ്റിയിട്ടും അതെങ്ങനെ നമ്മളുടെ ബോഡീനെ ബാധിക്കും എന്നൊക്കെ നമ്മൾ അവെയർ ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പം എന്താണ് ഡിസീസ്? ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? അസുഖം വരിക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓർഗൻ സിസ്റ്റത്തിനെയോ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യുന്ന, അത് അഫക്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചില സിംറ്റംസും സൈൻസ് ഒക്കെ കാണിക്കുന്ന ആ ഒരു അവസ്ഥേനെ, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. ഡിസീസസ് 2 കാറ്റഗറി ഉണ്ട്. ഇൻഫെക്ഷ്യസ് ഡിസീസും അതേപോലെ നമ്മളൊരു ക്യുക്ക് സമ്മറിയാണ് കേട്ടോ, ഈ ചാപ്റ്ററിൻ്റെ ഒരു ക്യുക്ക് സമ്മറിയാണ് ഞാൻ തരുന്നത്. ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡിസീസ് 2 കാറ്റഗറിയാണ്. ഇൻഫെക്ഷ്യസ് ഡിസീസും നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസും ഉണ്ട്. ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്രെഡ് ചെയ്യും, അതായത് ഏതെങ്കിലും ഇൻഫെക്ഷ്യസ് ഏജന്റ് ഉണ്ടായിരിക്കും, ഏതെങ്കിലും മൈക്രോ ഓർഗാനിസം ഉണ്ടായിരിക്കും. ആ മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഡിസീസ്. ഓക്കെ, നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, പകരുന്ന, വെക്ടേഴ്സോ അല്ലെങ്കിൽ മൈക്രോബ്സ് ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതല്ല. നമ്മുടെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പകരില്ല, പക്ഷെ അതൊരു ഡിസീസാണ്, നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഓക്കെ, അപ്പൊ ഈ അസുഖങ്ങൾ പരത്തുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ പാത്തജൻസ് പറയുന്നത്. അപ്പം നമ്മളുടെ ബോഡിയിൽ പാത്തജൻ അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. പാത്തജൻ അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഇപ്പൊ ഗട്ടിനെ അഫക്ട് ചെയ്യുന്ന ഒരു പാത്തജൻ ആണെങ്കിൽ ഗട്ടിലെ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം നമ്മൾ ആ പാത്തജനെ നമ്മളുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചധികം പാത്തജൻസ് കോസ് ചെയ്യുന്ന ഡിസീസ് ഉണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസീസ് ആൻഡ് ഡിസോർഡർ പ്ലീസ് ക്ലാരിഫൈ. ആക്ച്വലി ഡിസീസും ഡിസോർഡറും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ഡിസീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ജനറ്റിക് ഡിസീസ് എന്നല്ല പറയുക, ജനറ്റിക് ഡിസോർഡർ ആണ്.
അപ്പൊ നോർമലി നമുക്ക് നമ്മളുടെ ജീൻ കമ്പോസിഷൻ ഇങ്ങനെയായിരുന്നു ഇരിക്കേണ്ടത്. അതിന്ന് ചേഞ്ച് വരുമ്പോൾ അതൊരു ഡിസോർഡർ ആണ്. പക്ഷെ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന അസുഖമാണ്, സുഖമില്ലാത്ത അവസ്ഥ. അത് ലൈക്ക് അത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. ജനറ്റിക് ഡിസോർഡർ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ വന്നിരിക്കാൻ പനി, നമുക്ക് ജലദോഷം അത് ക്യൂർ ആവും. ഓക്കെ ഫൈൻ. അപ്പൊ ബാക്ടീരിയൽ ഡിസീസ് എന്ന് പറയുമ്പം അത് കുറച്ച് ഒരു സൈൻ, നമ്മൾ നേരത്തെ ഡിസീസ് ഓൾറെഡി ഡിഫൈൻ ചെയ്തു. കുറെ എന്തോന്ന് തകരാറിലായി അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കാണിക്കുന്ന കുറെ സൈൻസ് ആൻഡ് സിംറ്റംസ്, ആ സൈൻസും സിംറ്റംസ് എല്ലാം കൂടെ കൂടുന്നതാണ് ഡിസീസ്, സുഖമില്ലാത്ത അവസ്ഥ. അതാണ് ഡിസീസ്. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി താളം തെറ്റി. ഓക്കെ അപ്പൊ നമുക്ക് ബാക്ടീരിയൽ ഡിസീസും വൈറൽ ഡിസീസും കുറച്ച് ഫംഗൽ ഡിസീസും കുറച്ച് ഹെൽമിൻ ഡിസീസ് ഒക്കെ നോക്കാനുണ്ട്. അപ്പൊ ഡിസീസ് ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഡിസീസാണ് വരാമെന്നൊന്നും എനിക്കറിയില്ല, ഏതെങ്കിലും ഒന്ന് വരും. അതുകൊണ്ട് എല്ലാം ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കുറെ ഡിസീസും അവരുടെ ഇൻഫെക്ഷ്യസ് ഏജൻസും സിംറ്റംസും കാര്യങ്ങളെല്ലാം പറഞ്ഞു പോവാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ടൈഫോയിഡ്. ടൈഫോയിഡിന്റെ കോസിറ്റീവ് ഏജന്റ് സാൽമണല്ല ടൈഫി. ഇറ്റ്സ് എ ബാക്ടീരിയൽ ഡിസീസ്. ഫുഡ് ആൻഡ് വാട്ടറിൽ കൂടിയാണ് ഇൻഫെക്ട് ചെയ്യുന്നത്. ഫുഡ് ആൻഡ് വാട്ടറിൽ കൂടി ഇൻഫെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡൈജഷന്റെ ഭാഗമായിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ വോളിലാണ് ഇത് അഫക്ട് ചെയ്യുക. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അത് ബ്ലഡ് ത്രൂ ലിവറിലേക്കും പാൻക്രിയാസിലേക്കും ഒക്കെ എസ്കേപ്പ് ചെയ്ത് അവിടെയൊക്കെ അഫക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ടൈഫോയിഡിന്റെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ നല്ല പനി ഉണ്ടായിരിക്കും, വീക്ക്നെസ് ഉണ്ടായിരിക്കും, ഇൻറ്റസ്റ്റൈനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റൊമക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ഹെഡ് ഏക്ക്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, സിവിയർ കേസസിൽ ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളുടെ ഇൻറ്റസ്റ്റൈനിലെ വോൾസിൽ, അതിന്റെ വോൾസിൽ ചെറിയ ചെറിയ പോസ്, പെർഫോറേഷൻസ് ഉണ്ടായിരിക്കും. അത് ആക്ച്വലി ഫേറ്റൽ ആണ്. അപ്പം നമുക്ക് ടൈഫോയിഡ് കണ്ടുപിടിക്കാനുള്ള കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് വൈഡാൽ ടെസ്റ്റ് ആണ്. സിറത്തിൽ നിന്നാണ്. സിറത്തിൽ അത് ഈ ഒരു സാൽമണല്ല ടൈഫിക് എഗൻസ്റ്റ് ഉള്ള ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ആന്റിബോഡീസിനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് ടൈഫോയിഡ് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫൈൻ. ഓക്കെ, അപ്പം മേരി മാലൻ, എ കുക്ക് ബൈ പ്രൊഫഷൻ, നിക് നെയിംഡ് ആസ് ടൈഫോയിഡ് മേരി. ആക്ച്വലി ഒരു ടൈഫോയിഡ് കാരിയർ ആയിരുന്നു. പുള്ളിക്കാരി പ്രിപ്പയർ ചെയ്ത ഫുഡിൽ നിന്ന് ഇത് സ്പ്രെഡ് ചെയ്തു. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ന്യൂമോണിയ നോക്കുകയാണെങ്കിൽ ന്യൂമോണിയയുടെ പോസിറ്റീവ് ഏജന്റ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ, അതേപോലെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഇതെങ്ങനെ ഇൻഫെക്ട് ആവും? മോഡ് ഓഫ് ഇൻഫെക്ഷൻ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂമോണിയ എവിടെ അഫക്ട് ചെയ്യുന്നത്? നമ്മളുടെ ലോവർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ, നമ്മുടെ ലങ്സിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ റെസ്പിറേറ്ററി ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ത്രൂ എയർ ആണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. ബൈ ഇൻഹേലിംഗ് ഡ്രോപ്ലെറ്റ്സ് ഓർ എയർസോൾസ് റിലീസ്ഡ് ബൈ ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ, ഇപ്പം ഒരു ന്യൂമോണിയ ഉണ്ട്, അയാൾ ചുമയ്ക്കുന്നു, അപ്പോൾ അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും മ്യൂക്കസ് ഡ്രോപ്ലെറ്റ്സിൽ നിന്ന് വേറൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാണ് ചുമയ്ക്കുന്ന വഴിയോ. ഇപ്പം എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, എൻ്റെ കയ്യിൽ എൻ്റെ കുറച്ച് ഡ്രോപ്ലെറ്റ്സ് ഒക്കെ പറ്റിയിട്ടുണ്ടാവും, ഞാൻ ഇവിടെ പിടിക്കുന്നു, ഓൺ ദ സ്പോട്ട് വേറൊരാൾ വന്ന് ഇവിടെ തൊടുന്നു. ലൈക്ക് ആ ഇൻഫെക്ഷൻ ആ മറ്റേ ആളിലേക്കും പകരും. ബൈ ഷെയറിംഗ് ഒബ്ജക്ട്സ് യൂസ്ഡ് ബൈ ദ പേഷ്യൻ്റ്. ഈ രീതിയിലാണ് ന്യൂമോണിയ സ്പ്രെഡ് ആകുക. ലങ്സിലാണ് അഫക്ട് ചെയ്യുക. ലങ്സിന്റെ ആൽവിയോളയിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കും. ആൽവിയോളയിൽ ഫ്ലൂയിഡ് വന്ന് ഫില്ലാകും. സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ചിൽസ്, ഫീവർ, കഫ്, ഹെഡ് ഏക്ക്, സിവിയർ പ്രോബ്ലംസ് ഇൻ ബ്രീത്തിങ്. അതിലും സിവിയർ ആയിട്ടുള്ള കേസിൽ നമ്മുടെ ലിപ്സും ഫിംഗർ നെയിൽസ് എല്ലാം ഗ്രേ ടു ബ്ലൂയിഷ് ഇൻ കളർ ആവും. കാരണം എന്താ? ആൽവിയോളയിനെ അഫക്റ്റ് ആവുന്നത് പ്രോപ്പറായിട്ട് ഓക്സിജൻ സപ്ലൈ ഇല്ല. അതുകൊണ്ട് റെഡ് കളർ ഓഫ് ദ ബ്ലഡ് കുറഞ്ഞ് ഗ്രേ ബ്ലൂയിഷ് കളറിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇനി അടുത്ത ഡിസീസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസെൻട്രി ആണ്. ഇതൊരു ക്യുക്ക് റിവിഷൻ ആട്ടോ. പഠിച്ച കുട്ടികൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യുക. ബാക്ടീരിയൽ ഡിസെൻട്രി എന്ന് പറയുമ്പോൾ ഷിജല്ലയും അതേപോലെ സാൽമോണല്ല, ക്യാമ്പിലോബാക്ടർ ഒക്കെ എക്സാമ്പിൾ ആണ്. മോഡ് ഓഫ് ഇൻഫെക്ഷൻ വാട്ടർ ബോൺ ഡിസീസ് ആണ്. സ്പ്രെഡ്സ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആയതുകൊണ്ട് തന്നെ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനൽ വോൾ ആണ്. സിംറ്റംസ് നോക്കുമ്പം സിവിയർ ഡയേറിയ. ലാർജ് ഇൻറ്റസ്റ്റൈൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഡയേറിയ വിത്ത് സ്റ്റൂൾസ് കണ്ടെയ്നിങ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് അക്കമ്പനീഡ് ബൈ ഫീവർ ആൻഡ് അബ്ഡോമിനൽ പെയിൻ. ഓക്കെ, ഇനി അടുത്തൊരു ഡിസീസ് പ്ലേക്ക് ആണ്. ബ്ലാക്ക് ഡെത്ത്. ഇതിന്റെ കോസിറ്റീവ് ഏജന്റ് എർസീനിയ പെസ്റ്റിസ്. മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ബൈറ്റ് ഓഫ് റാറ്റ് ഫ്ലീ, സിനോപ്സില. സിംറ്റംസ് പെയിൻഫുൾ ആൻഡ് സ്വെല്ലൻ ലിംഫ് നോഡ്സ്, ഹൈ ഫീവർ, മസിൽ ക്രാംസ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഓർത്ത് വെച്ചോളാം. ഇനി അടുത്തത് ഡിഫ്തീരിയ ആണ്. ഡിഫ്തീരിയ. ഓക്കെ,
യെസ്, ഡിഫ്തീരിയ എന്ന് പറയുമ്പോൾ കോസറ്റീവ് ഏജന്റ് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ മോഡ് ഓഫ് ഇൻഫെക്ഷൻ ബൈ ഇൻഹേലിംഗ് ഡ്രോപ്ലെറ്റ്സ് ഓർ എയർസോൾസ് റിലീസ്ഡ് ബൈ ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഓക്കെ, അപ്പം ആക്ച്വലി ഇതുകൊണ്ട് തന്നെ എന്താണ് ഇത് എവിടെ അഫക്ട് ചെയ്യുക? റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ് അഫക്ട് ചെയ്യുക. സിംറ്റംസ് സോ ത്രോട്ട്, ലോ ഫീവർ, discharge of semi-solid substance from pharynx which forms a pseudomembrane which clogs the respiratory passage. Respiratory സിസ്റ്റത്തിനെയാണ് അഫക്ട് ചെയ്യുക എന്നത് മനസ്സിലാക്കുക. ഇനി അടുത്തത് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ബാക്ടീരിയൽ ഡിസീസ്. ഇനി അടുത്തത് വൈറൽ ഡിസീസ്, കോമൺ കോൾഡ് ആണ്, നമ്മളുടെ ജലദോഷമാണ്. റൈനോ വൈറസ് ആണ് അഫക്ട് ചെയ്യുക. നോസ് ആൻഡ് അപ്പർ റെസ്പിറേറ്ററി പാസേജ്, ലങ്സിലേക്ക് എത്തത്തില്ല. ഇൻഹേലിംഗ് ഡ്രോപ്ലെറ്റ്സ് ഓർ എയറോസോൾസ്, ഒരാളുടെ തുമ്മല്, ചുമ അല്ലെങ്കിൽ ഉപയോഗിച്ച വസ്തു ഉപയോഗിക്കുന്നത് വഴി ബൈ ഷെയറിംഗ് ഓഫ് ദ കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്സ്, ഇങ്ങനെയാണ് ഡിസീസസ് സ്പ്രെഡ് ആകുക. നേസൽ കൺജഷൻ ആൻഡ് ഡിസ്ചാർജ്, മൂക്കടപ്പും മൂക്കൊലിപ്പും. സോ ത്രോട്ടിന് പ്രോബ്ലം, ഹയസ്നെസ്, കഫ്, ഹെഡേക്ക്, ടയർഡ്നെസ്, ഇതൊക്കെയാണ് 3 to 7 days ആണ് ഈ ഒരു അസുഖം നിൽക്കുക. ഇനി അടുത്തത് ചിക്കൻ ഗുനിയ, നിങ്ങൾക്കറിയാം വൈറൽ ഡിസീസ് ആണ്. കോസറ്റീവ് ഏജന്റ് ആൽഫ വൈറസ്. എങ്ങനെ സ്പ്രെഡ് ആകുന്നു? ബൈറ്റ് ഓഫ് ഫീമെയിൽ ഈഡിസ് മോസ്കിറ്റോ ആണ്. വെക്ടർ ബോൺ ഡിസീസ് ആണ്. സിംറ്റം ഫീവർ ആൻഡ് സീവിയർ ജോയിന്റ് പെയിൻ. ഓക്കെ, അടുത്തത് ഡെങ്ക് ആണ്. ഡെങ്ക് നിങ്ങൾക്കറിയാം വൈറസ് ആണ്. ആ മോട്ടിവേഷൻ ലൈൻ, ഐ വിൽ ഗിവ് യു മോട്ടിവേഷൻ. നമ്മൾ ഈ ഡിസീസസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാം കേട്ടോ. അപ്പോൾ മോഡ് ഓഫ് ഇൻഫെക്ഷൻ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ഫീമെയിൽ ഈഡിസ് മോസ്കിറ്റോ ആണ്. ഫീവർ, ഹെഡേക്ക്, സ്കിൻ റാഷ്, മസിൽ ആൻഡ് ജോയിന്റ് പെയിൻ, സ്ട്രോംബോ സൈറ്റോപീനിയ, ഹെമറേജ് ഒക്കെയാണ് സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രോട്ടോസോവൻ ഡിസീസിലേക്ക് പോകുമ്പോഴത്തേക്കും മലേറിയ. ദിസ് ഇസ് ലിറ്റിൽ ബിറ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം മലേറിയയുടെ 3 സ്പീഷീസ് ആണ്, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൾസിപ്പാറം ആൻഡ് പ്ലാസ്മോഡിയം മലേറിയ. അപ്പം മാലിഗ്നന്റ് മലേറിയ ഫേറ്റൽ മലേറിയ ആണ്. പ്ലാസ്മോഡിയം ഫാൾസിപ്പാറം ആണ് കോസ് ചെയ്യുന്നത്. വെക്ടർബോൺ ഡിസീസ് ആണ്. ഇതിൽ അനോഫിലസ് മോസ്കിറ്റോ ഇൻവോൾവ് ആണ്. 2 ഹോസ്റ്റ് ഉണ്ട്, ഹ്യൂമനും മോസ്കിറ്റോയും ഇതിന്റെ ഹോസ്റ്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇതിൽ സ്പോറോസോയിഡ്സ് എന്ന് പറയുന്നത് ഈ പ്ലാസ്മോഡിയത്തിന്റെ ഹ്യൂമനിലേക്കുള്ള ഇൻഫെക്ഷ്യസ് ഫോം ആണ്. അപ്പൊ ഇതിന്റെ ലൈഫ് സൈക്കിൾ നോക്കിക്കോളൂ. അപ്പൊ നിങ്ങളിപ്പോ മനസ്സിലാക്കുക, നമ്മൾ പ്ലാസ്മോഡിയത്തിന് 2 ഹോസ്റ്റ് ആണുള്ളത്. ആ ഒരു ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ, അടുത്ത ഹോസ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. അപ്പൊ നമ്മളുടെ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് മോസ്കിറ്റോ ആണ്. സെക്കൻഡറി ഹോസ്റ്റ് ആണ് നമ്മളുടെ ഹ്യൂമൻ എന്ന് പറയുന്നത്. അപ്പൊ സെക്ഷൽ ഫേസ് മോസ്കിറ്റോയിലും അസെക്ഷൽ ഫേസ് ഹ്യൂമൻ ബീങ്ങിലും ആണ് കംപ്ലീറ്റ് ആവുന്നത്. സോ അവരുടെ ലൈഫ് സൈക്കിൾ ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. ഈ പിക്ചർ ബേസ് ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പൊ ആക്ച്വലി നമ്മളുടെ മോസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡില് ഈ പ്രോട്ടോസോവൻസിന്റെ പ്ലാസ്മോഡിയത്തിന്റെ ഇൻഫെക്ഷ്യസ് ഫോം ആയിട്ടുള്ള സ്പോറോസോയിറ്റ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, സലൈവറി ഗ്ലാൻഡിൽ. അപ്പൊ മോസ്കിറ്റോ വന്നിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്പോറോസോയിറ്റ് പ്രസന്റ് ആയിട്ടുള്ള മോസ്കിറ്റോ വന്നിട്ട് ഹ്യൂമൻ ബീങ്സിനെ ബൈറ്റ് ചെയ്യുമ്പോൾ ആ സ്പോറോസോയിറ്റ് നമ്മളുടെ ബ്ലഡിലേക്ക് എത്തും. ബ്ലഡിൽ കൂടെ അതെവിടെ എത്തും? ലിവറിലെത്തും. ലിവറിൽ നിന്ന് എന്താണ്? ലിവറിൽ കൂടുതൽ സ്പോറോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അസെക്ഷലി ലിവർ സെൽസിൽ അവർ റീപ്രൊഡ്യൂസ് ചെയ്യും. അത് റിലീസ് ചെയ്തിട്ട് എന്താണ്? അത് ബ്ലഡിലേക്ക് എത്തും. ഓക്കെ, മോർ RBCയിലേക്ക് എത്തും. അപ്പൊ പാരസൈറ്റ്സ് അസെക്ഷലി നമ്മളുടെ RBCകളുടെ കൂടുതൽ RBCസിനെ ഇൻഫെക്ട് ചെയ്ത് RBCയുടെ ഉള്ളിൽ കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് RBCനെ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് അവർ ഹീമോസോയിൻ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യും. ആ ഹീമോസോയിൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ പനിയും റെക്കറന്റ് ആയിട്ടുള്ള ഫീവർ, അതായത് ഫീവർ ചിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ RBCയുടെ ഉള്ളിൽ അവരുടെ സെക്ഷൽ സ്റ്റേജസ് ആയിട്ടുള്ള ഗമീറ്റോസൈറ്റ്സ് ജനറേറ്റ് ചെയ്യും. നോക്കൂ, ഇവിടെ നമ്പർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവിടെ നടത്തുന്നില്ല. ഈ RBCയുടെ ഉള്ളിൽ വെച്ചിട്ട് അവർ ഗമീറ്റോസൈറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നു. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റോസൈറ്റ്സ് സെക്ഷൽ സ്റ്റേജിലേക്കുള്ള ഗമീറ്റോസൈറ്റ്സിനെ ജസ്റ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നു. അപ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിൽ ഫീമെയിൽ ആൻഡ് മെയിൽ ഗമീറ്റോസൈറ്റ്സ് പ്രസന്റ് ആയിരിക്കും. അപ്പോഴായിരിക്കും വേറൊരു കൊതുക് വന്നിട്ട് കടിക്കുന്നത്. ആ കൊതുക് വന്ന് കടിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിന്റെ ഉള്ളിൽ കൂടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റോസൈറ്റ്സ് ആ കൊതുകിന്റെ ഉള്ളിലെത്തും. കൊതുക് ബ്ലഡ് കുടിക്കുകയാണ് ചെയ്യുക. കൊതുകിന്റെ ഗട്ടിലാണ് എത്തുക. ആൻഡ് കൊതുകിന്റെ ഗട്ടിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കും. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റോസൈറ്റ്സ് ഫെർട്ടിലൈസ് ആവും. കൊതുകിന്റെ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. എന്നിട്ട് എന്താണ്? ആ ഒരു നമ്മുടെ ഗട്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടേക്ക് ഇത് എസ്കേപ്പ് ആവും? സലൈവറി ഗ്ലാൻഡിലേക്ക് അവിടെ ഫോം ചെയ്ത സ്പോറോസോയിറ്റ് എന്ത് ചെയ്യുന്നു? എസ്കേപ്പ് ആവുന്നു. അത് വീണ്ടും അടുത്ത ആളെ കഴിക്കുന്നു. ഇങ്ങനെ അവിടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നു. ഇവിടെ നോക്കൂ, ഹ്യൂമന്റെ ഉള്ളിൽ അസെക്ഷൽ ഫേസും കൊതുകിന്റെ ഉള്ളിൽ സെക്ഷൽ ഫേസും കംപ്ലീറ്റ് ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ മെയിൻലി ഇത്രയുമാണ് നമുക്ക് മലേറിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. മലേറിയയുടെ സിംറ്റംസ് ചിൽസ് ആൻഡ് റെക്കറിങ് ഹൈ ഫീവർ. ടെർഷ്യൻ മലേറിയ 48 hours ഇങ്ങനെ റെക്കർ ചെയ്തുകൊണ്ടിരിക്കും.
ക്വാർട്ടർ മലേറിയ ആണെങ്കിൽ എവറി 72 hours ഫീവർ ഇങ്ങനെ റെക്കർ ചെയ്തുകൊണ്ടിരിക്കുക. RBC കൗണ്ട് കുറയും, ജോണ്ടിസ് ഉണ്ടായിരിക്കും, കാരണം ലിവറിനെയും RBCനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. യൂറിൻ്റെ കളർ ചേഞ്ച് ചെയ്യും, ലിവർ ഡിസ്ഫങ്ഷൻ ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ അമീബിയാസിസ്. അമീബിയാസിസ് എൻഡോമീബിക് ഹിസ്റ്റോളിറ്റിക്ക. മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻഡസ്റ്റൈനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഫീക്കൽ മാറ്റർ ഓഫ് ദി ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു ഫുഡിലേക്ക് സ്പ്രെഡ് ആവുന്നത് വഴിയാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നത്. ലാർജ് ഇൻഡസ്റ്റൈനൽ വോൾസിനാണ് അഫക്റ്റ് ചെയ്യുക. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരിക്കും, അബ്ഡോമിനൽ പെയിൻ ആൻഡ് ക്രാംസ് ഉണ്ടായിരിക്കും, സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്സ്. ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഫുഡ് കണ്ടാമിനേറ്റഡ് ബൈ ദ ഫീക്കൽ മാറ്റർ ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് ദ ഡിസീസ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഫംഗൽ ഡിസീസിലേക്ക് പോവാണ്. ഫംഗൽ ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്യൂട്ടേനിയസ് മൈക്കോസിസ്, റിംഗ് വോം ഇൻഫെക്ഷൻ ആണ് ഏറ്റവും ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മോസ്റ്റ് കോമൺ ഇൻഫെക്ഷ്യസ് ഫംഗൽ ഡിസീസ് ആണ് റിംഗ് വോം ഡിസീസ് എന്ന് പറയുന്നത്. കോസിറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് ഫംഗൽ ജനേറ ദാറ്റ് കോസ് റിംഗ് വോംസ് ഇൻക്ലൂഡ് ട്രൈക്കോഫൈറ്റോൺ, എപ്പിഡെർമോഫൈറ്റോൺ ആൻഡ് മൈക്രോസ്പോറം. മൂന്നും നോട്ട് ചെയ്ത് വെച്ചോളാ. സോയിലിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ് കൂടുതൽ വരിക, അല്ലെങ്കിൽ ക്ലോത്ത്സോ ടവൽസോ കോംബോ ഒക്കെ ഇൻഫെക്റ്റഡ് പേഴ്സൺസിന്റെ ഈ വസ്തുക്കളൊക്കെ ഷെയർ ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഡിസീസ് വരും. നമ്മുടെ സ്കിന്ന്, നെയില്, സ്കാൽപ്പിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവും. ഹീറ്റും മോയ്സ്ചറൊക്കെ ഇൻഫെക്ഷൻ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും സ്പ്രെഡ് ആകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായിരിക്കും. വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ലൈക്ക് സ്കിൻ, നെയിൽ, സ്കാൽപ്പിലൊക്കെ ഡ്രൈ സ്കെയിലി ലീഷൻസ് പ്രസന്റ് ആയിരിക്കും. ഇൻറ്റൻസ് ആയിട്ടുള്ള ഇച്ചി സെൻസേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് റിംഗ് വോം അഫക്റ്റഡ് ഏരിയ ഓഫ് ദ സ്കിൻ. ഇത് നെയിലിൽ അഫക്ട് ചെയ്ത റിംഗ് വോം ഇൻഫെക്ഷന്റെ പിക്ചറാണ്. സ്കിന്നിന്റെ ഈ ഒരു ഭാഗത്ത് റിംഗ് വോം അഫക്റ്റഡ് ഏരിയ കാണിച്ചിരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഹെൽമന്ത് ഡിസീസ് ആണ്, അതായത് ലൈക്ക് വേംസ് പോലത്തെ. അതിൽ ഫസ്റ്റ് വൺ അസ്കാരിയാസിസ് ഡിസീസ്. കോസിറ്റീവ് ഏജന്റ് അസ്കാരിസ് ലിംബ്രിക്കോയിഡ്സ്. ഇൻഡസ്റ്റൈനൽ റൗണ്ട് വേം ആണ്. വാട്ടർ ബോൺ ഡിസീസ് ആണ്. ഇൻഡസ്റ്റൈനെയാണ് അഫക്ട് ചെയ്യുന്നത്. ഫീക്കൽ മാറ്റർ ഓഫ് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ. സോയില്, വാട്ടർ പ്ലാന്റ്സ് ഒക്കെ കണ്ടാമിനേറ്റ് ആവും. അതുവഴി വേറൊരു വ്യക്തിയിലേക്ക്, അവരുടെ മുട്ടയിൽ നിന്ന്, മുട്ട ആ ഒരു എഗ് ആക്ച്വലി വേറൊരു പേഴ്സണിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻഡസ്ട്രിയിലും ഈ ഡിസീസ് സ്പ്രെഡ് ആകുകയാണ് ചെയ്യുന്നത്. കണ്ടാമിനേറ്റഡ് വാട്ടർ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നൊക്കെ ഈ ഡിസീസ് വരും. ഇന്റേണൽ ബ്ലീഡിംഗ്, മസ്കുലർ പെയിൻ, ഫീവർ, അനീമിയ, ബ്ലോക്കേജ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ പാസേജ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സിംറ്റംസ് ആണ്. നെക്സ്റ്റ് വൺ ഫിലാരിയാസിസ് ഓർ എലിഫന്റിയാസിസ്. ഇത് ആക്ച്വലി എനിക്കൊന്നും പറഞ്ഞു തരാനില്ല അല്ലെ, ഒന്നും എനിക്ക് പ്രത്യേകം ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാനില്ല, നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ്. അതായത് ഡിസീസ് ഏതാണ്, ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള കോസിറ്റീവ് ഏജന്റ് ഏതാണ്, സിംറ്റംസ് എന്താണ്, ഇത് നിങ്ങൾ തന്നെ പഠിക്കുക, ഏതൊക്കെ ഭാഗങ്ങളിലാണ് അസുഖം വരിക. അപ്പൊ ജസ്റ്റ് ഞാനത് റിവൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അടുത്തത് ഫിലാരിയാസിസ് ഓർ എലിഫന്റിയാസിസ്. ആക്ച്വലി മന്ത് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മന്ത് നിങ്ങൾക്ക് അറിയാം, എലിഫന്റിയാസിസ്. ഈ ഡിസീസ് കോസ് ചെയ്യുന്നത് വ്യൂച്ചറേറിയ ബാൻക്രോഫ്റ്റി ആൻഡ് വ്യൂച്ചറേറിയ മലായി. വെക്ടർ ബോൺ ഡിസീസ് ആണ്. കൊതുകാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഫീമെയിൽ മോസ്കിറ്റോ, ഫീമെയിൽ ക്യൂലെക്സ് മോസ്കിറ്റോ കുത്തുന്ന വഴി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ വേറെ പേഴ്സണിലേക്ക് എത്തുകയാണ്. ആക്ച്വലി ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ ലോവർ ലിംബ്, നമ്മുടെ കാലുകളും എക്സ്റ്റേണൽ ജെനൈറ്റാലിയും ഇങ്ങനെ ആ ഒരു ഭാഗങ്ങളിൽ ലിംഫ് നോഡ്സ് ഇൻഫ്ലമേഷൻ നടന്ന് തടിച്ചു വീർത്തിരിക്കണം. മന്ത് വന്ന ആളുകളെ നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാകും. ഇതേപോലെയാണ് ഗ്രോസ് ഡിഫോമിറ്റി ഓഫ് ദ ലോവർ ലിംസ് ആൻഡ് ജെനൈറ്റൽ ഏരിയ. മന്താണ് അസുഖം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ അസുഖങ്ങൾക്ക് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഈ ഡിസീസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് പബ്ലിക് ആൻഡ് പേഴ്സണൽ ഹൈജീൻ ഉണ്ടായിരിക്കുക. പേഴ്സണൽ ഹൈജീൻ, കീപ്പിംഗ് ദ ബോഡി ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ഫുഡ്, വെജിറ്റബിൾ, ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുക. പബ്ലിക് ഹൈജീൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, അതേപോലെ വാട്ടർ റിസർവയേഴ്സ്, പൂൾസ്, സെസ്പോൾസ്, ടാങ്ക് ഒക്കെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. പബ്ലിക് കാറ്ററിംഗ് സർവീസ് ഒക്കെ പ്രോപ്പർ, അങ്ങനെ പബ്ലിക് ആൻഡ് പേഴ്സണൽ ഹൈജീൻ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ, വെള്ളം കെട്ടി നിൽക്കുന്ന ഒഴിവാക്കുക. ക്ലീനിങ് ഓഫ് ദ ഹൗസ് ഹോൾഡ്, കൂളേഴ്സ്, മൊസ്കിറ്റോ നെറ്റ്സ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. യെസ്, എയർബോൺ ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ആൻഡ് പബ്ലിക് ഹൈജീൻ, എന്തെങ്കിലും അസുഖമുള്ള ആളുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്ട് നമ്മൾ ഒഴിവാക്കുക. ഓക്കെ, യെസ്. അപ്പൊ ഡിസീസ് എന്ന് പറഞ്ഞ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ഈ ചാപ്റ്ററിന്റെ നെക്സ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ്. ആക്ച്വലി ഇനിയുള്ള ഭാഗങ്ങൾ കുറച്ച് ബ്യൂട്ടിഫുൾ ആണ്, ഒന്ന് പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ എന്താണ് വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ? മക്കളെ, അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഈ പറഞ്ഞ പാത്തജൻസ് എല്ലാം അല്ലെ. അപ്പൊ ഈ പാത്തജൻസിന്റെ എല്ലാം ബോഡിയിൽ എന്തുണ്ട്, അല്ലെങ്കിൽ പാത്തജൻസിന്റെ ഭാഗങ്ങൾ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? ഒരു ഫോറിൻ വസ്തു ആയതുകൊണ്ട് തന്നെ നമ്മൾ ആന്റിജൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു അല്ലെ. അപ്പൊ ഒരു ഓർഗാനിസത്തിന്റെ ബോഡി എന്ന് വെച്ചാൽ ഒരു ഹോസ്റ്റിന്റെ ബോഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഹോസ്റ്റിന്റെ സ്റ്റാൻഡിങ്
താങ്ക് യു രാത്വിക്. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ഹോസ്റ്റിന്റെ ബോഡിയിലേക്ക് പാത്തജൻസ് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലേ, നമ്മുടെ ബോഡി വെറുതെ ഇരിക്കുവോ? നമ്മൾ കുറെ ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്തുണ്ട്? നമുക്കൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഒരുപാട് ഇമ്മ്യൂൺ സെൽസും ഉണ്ട്, റൈറ്റ്? അപ്പൊ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പുറമേന്ന് വരുന്ന ആന്റിജൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്ത് പല രീതിയിൽ അതിനെ തുരത്താൻ പറ്റുന്ന ഒരുപാട് പ്രൊട്ടക്ഷൻ സിസ്റ്റം, കുറെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നമ്മളുടെ ബോഡിയിൽ ഉണ്ടല്ലേ. മെയിൻലി നമ്മളുടെ ബോഡി ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ഫോറിൻ വസ്തു, ഏതെങ്കിലും ഒരു ആന്റിജൻ നമ്മളുടെ ബോഡിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എഗൻസ്റ്റ് ഉള്ള ആന്റിബോഡി ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആന്റിബോഡി എന്ന് വെച്ചാൽ ദീസ് ആർ ബോഡീസ് എഗൻസ്റ്റ് ആന്റിജൻസ്. ആന്റിജൻസിനെതിരെ വർക്ക് ചെയ്യുന്ന ഇമ്മ്യൂൺ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ഫൈൻ, യെസ്. അപ്പൊ ആന്റിജനെതിരായിട്ട് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അത് പ്രോപ്പറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് ആന്റിജൻസ് ഉണ്ടല്ലേ. ഓരോ അസുഖങ്ങളും സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോബ്സ് അല്ലേ പരത്തുന്നത്. അപ്പൊ ഓരോ ആന്റിജനും ഡിഫറെന്റ് ആണ്. അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിജൻ ആണ്. ഏതൊരു ആന്റിജൻ വന്നാൽ ഒരേപോലത്തെ ഒരു ആന്റിബോഡി, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ആന്റിജൻ സ്പെസിഫിക് ആണ്. ആ സ്പെസിഫിക് ആന്റിജനെതിരെ വർക്ക് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡി നമ്മളുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളുടെ ആക്ച്വലി നമ്മളുടെ ഇമ്മ്യൂണിറ്റി എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോ. സോ ഇവിടെ ഒരു ഹോസ്റ്റ് ഓർഗാനിസം ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മളുടെ ബോഡിയിലേക്ക് ഒരു ആന്റിജൻ വരികയാണ്. ആന്റിജനെ നമ്മൾ ഷോർട്ട് ആയിട്ട് AG എന്നാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യുക. ആന്റിബോഡീനെ AB എന്നും. ഓക്കെ, അപ്പൊ ആന്റിജനെതിരെയുള്ള ആന്റിബോഡി നമ്മളുടെ ബോഡിയിൽ ജനറേറ്റ് ചെയ്യും, ആന്റിജനെ തുരത്താൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഒരുപാട് ആന്റിബോഡീസിനെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഒരുപാട് ആന്റിബോഡീസിനെ ഡെവലപ്പ് ചെയ്യും. ഇതില് ഒരു 1000 ആന്റിബോഡീസ് ഉണ്ടായി എന്ന് വിചാരിച്ചോ. ഈ 1000 ആന്റിബോഡീസിൽ ഒരു 800 ആന്റിബോഡീസ് ഈ ആന്റിജനെ തുരത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ബോഡി യൂസ് ചെയ്യും. പക്ഷേ ബാക്കി ഞാനൊരു ഏകദേശ കണക്ക് പറഞ്ഞോ, അതിൽ കുറച്ച് ആന്റിബോഡീസിനെ, ഒരു 200 ആന്റിബോഡീസിനെ നമ്മളുടെ ബോഡി എന്ത് ചെയ്യുമെന്നറിയോ? അവിടെ വെക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ മെമ്മറി ആന്റിബോഡീസ് ആയിട്ട് കീപ്പ് ചെയ്യും. അതായത് നമുക്ക് ഈ അസുഖം ഫസ്റ്റ് ടൈം നമ്മുടെ ലൈഫിൽ വരുമ്പോഴാട്ടോ, ഫസ്റ്റ് ടൈം ഈ ആന്റിജൻ നമ്മളുടെ ബോഡിയിൽ ഇൻഫെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ആന്റിബോഡീസ് ജനറേറ്റ് ചെയ്യും. ഫസ്റ്റ് ടൈം വന്നതായതുകൊണ്ട് തന്നെ കുറച്ച് ആന്റിബോഡീസിനെ അവിടെ സൂക്ഷിച്ചു വെക്കും. ഇനി സെക്കൻഡ് ടൈം, രണ്ടാമത് നമുക്ക് ഈ ഒരു സെയിം അസുഖം വരികയെന്ന് ചോദിച്ചാൽ സെയിം സ്പെസിഫിക് ആന്റിജൻ നമ്മുടെ ബോഡിയിൽ വരുമ്പം ഇത്ര സമയമെടുത്ത് നമുക്ക് ഈ പുതിയ ആന്റിബോഡി ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി മെമ്മറി ആന്റിബോഡീസ് ഉണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ അസുഖത്തിനെതിരെ തുരത്താൻ പറ്റും. മാത്രമല്ല കൂടുതൽ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈം ഡിസീസ് വരുമ്പോഴാണ് മെമ്മറി ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ സൂക്ഷിച്ചു വെക്കുക. ഇത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു യെസ്, someone not attending this class will miss a lot of information. Really, thank you. അപ്പൊ രാത്വിക് ഒക്കെ എന്ത് ചെയ്യാ? അപ്പൊ ക്ലാസ് ഇഷ്ടമാകുന്ന കുട്ടികൾ നമ്മുടെ ലൈവ് കഴിയുമ്പോൾ അതിന്റെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എന്താണ്, കമന്റ്സ് കണ്ടിട്ട് കൂടുതൽ ആളുകൾക്ക് ഈ ക്ലാസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ലൈവിന്റെ ഇടയിൽ കമന്റ് ചെയ്യല്ല, ലൈവ് കഴിഞ്ഞിട്ട് കമന്റ് ചെയ്യണം. അപ്പോഴാണ് കൂടുതൽ ആളുകൾക്ക് ഇത് കാണാൻ പറ്റുക. അപ്പൊ അവർക്ക് നല്ല ക്ലാസ് ആണെന്ന് മനസ്സിലാകുമ്പോൾ കൂടുതൽ കണ്ടന്റ്സ് കിട്ടുന്നൊക്കെ മനസ്സിലാവും. അവരും വന്ന് കാണട്ടെ, എല്ലാവരും പഠിക്കട്ടെ. ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാക്സിനേഷൻ നടത്തുന്നത്. എന്താണ് മക്കളെ വാക്സിനേഷന്റെ സമയത്ത് നമ്മുടെ ബോഡിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം? ഇതാണ് വാക്സിനേഷന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പനി പോലത്തെ പനിയല്ല, ജലദോഷം പോലത്തെ സിമ്പിൾ മൈക്രോബിയൽ ഇൻഫെക്ഷൻസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചിക്കൻ ഗുനിയല്ല, ചിക്കൻ പോക്സിന്റെ ഒക്കെ കേസിൽ കേട്ടിട്ടുണ്ടാവും. ഒരു തവണ ചിക്കൻ പോക്സ് വന്ന ആളുകൾക്ക് പിന്നെ ചിക്കൻ പോക്സ് വരില്ല എന്ന്. എന്തുകൊണ്ടാ? റീസൺ എന്താ? ഫസ്റ്റ് ടൈം ഒരു വ്യക്തിയിൽ ചിക്കൻ പോക്സ് വരുന്നു, ആ ആന്റിജനെതിരെയുള്ള ആന്റിബോഡി നമ്മളുടെ ബോഡി ജനറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പതുക്കെ നമുക്ക് അസുഖം വന്നിട്ട് പതുക്കെ അസുഖം പോകുന്നു. പക്ഷേ കുറച്ച് ആന്റിബോഡീസ് മെമ്മറി ആന്റിബോഡീസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. മെമ്മറി ആന്റിബോഡീസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? മെമ്മറി ആന്റിബോഡീസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈം ചിക്കൻ പോക്സ് വരുമ്പോൾ, സെക്കൻഡ് ടൈം ചിക്കൻ പോക്സ് പോയപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഇൻഫെക്ട് ചെയ്യും. അപ്പൊ അവിടെ ആ ഒരു അസുഖം വരാനുള്ള ഒരു ടൈം ഗ്യാപ്പിൽ ഓൾറെഡി ഇവിടെ റെഡിമെയ്ഡ് ആയിട്ട് സൂക്ഷിച്ച് അവിടെ വെച്ചിരിക്കുകയല്ലേ. അതാണ് ആക്ച്വലി സംഭവിക്കുക. ഇതാണ് മക്കളെ വാക്സിനേഷന്റെ കേസിലും സംഭവിക്കുക. അതായത് എന്താണ് നമുക്ക് തരുന്ന വാക്സിൻ? വാട്ട് ഇസ് വാക്സിൻ? വാക്സിന്റെ രൂപത്തിൽ ആക്ച്വലി നമുക്ക് ആന്റിജൻസിനെ തന്നെയാണ് തരുന്നത്.
പക്ഷേ ആന്റിജൻസ് അതേപോലെ അസുഖം വരുന്ന രീതിയിൽ ഒരു ആന്റിജൻ നമ്മുടെ ബോഡിയിലേക്ക് തരുകയല്ല ചെയ്യുന്നത്. ആന്റിജന്റെ ആന്റിജനിക് പ്രോപ്പർട്ടി വീക്കൻ ചെയ്ത് ഒന്നെങ്കിൽ അതിനെ കില്ല് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ അറ്റന്യൂവേറ്റ് ചെയ്ത് വീക്കൻ, എനിവേ പല രീതിയിൽ അതിനെ വീക്കൻ ചെയ്ത് അതിന് അസുഖം വരുത്താനുള്ള പ്രോപ്പർട്ടി നശിപ്പിക്കും. പക്ഷേ ആന്റിബോഡി അതിനെതിരെ ജനറേറ്റ് ചെയ്യാനുള്ള സ്ട്രക്ചറൊക്കെ അവിടെ വെക്കും. പക്ഷെ അവരുടെ അസുഖം വരുത്താനുള്ള ആന്റിജനിക് മീൻസ് അസുഖം വരുത്താനുള്ള പ്രോപ്പർട്ടി നമ്മൾ നശിപ്പിക്കും. എന്നിട്ടാണ് ഈ ആന്റിജനെ നമ്മളിങ്ങനെ പല രീതിയിൽ വീക്കൻ ചെയ്തോ കില്ല് ചെയ്തോ അറ്റന്യൂവേറ്റ് ചെയ്തോ നമ്മൾ എവിടേക്ക് കൊടുക്കുന്നു? ഹോസ്റ്റിന്റെ ബോഡിയിലേക്ക് കൊടുക്കുന്നു. അപ്പൊ വാക്സിൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ ആന്റിജൻ ഇറ്റ് സെൽഫ്. വാക്സിൻ ഇത് നമ്മളുടെ ഹോസ്റ്റിന്റെ ബോഡിയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? കുറെ ആന്റിബോഡീസ് അവിടെ ഉണ്ടാക്കും. കുറെ ആന്റിബോഡീസ് ഉണ്ടാവും. അസുഖം വരുത്താനുള്ള പ്രോപ്പർട്ടി ഇല്ല, പക്ഷെ നമുക്ക് അസുഖം ഉണ്ടാവില്ല. പക്ഷെ എന്താണ്? ഈ ആന്റിബോഡീസ് മെമ്മറി ആന്റിബോഡീസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കപ്പെടും. അപ്പൊ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അസുഖം വരില്ല എന്ന് പറയുന്നത് എന്താ? ഇനി എപ്പോഴെങ്കിലും ഈ റിയൽ ആയിട്ടുള്ള അസുഖം വരുന്ന ആന്റിജൻ നമ്മുടെ ബോഡിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ മെമ്മറി ആന്റിബോഡീസ് അപ്പത്തേക്കും പോയിട്ട് അതിനെ തുരത്തും, നമുക്ക് അസുഖം വരത്തില്ല. ക്ലിയർ? അങ്ങനെ നമ്മൾ വാക്സിനേഷൻ ഒക്കെ ഉപയോഗിച്ച് കംപ്ലീറ്റ്ലി വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഉപയോഗിച്ച് കംപ്ലീറ്റ്ലി തുരത്തിയ ഒരു അസുഖമാണ് സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. പോളിയോ, ഡിഫ്തീരിയ, ന്യൂമോണിയ, ടെറ്റനസ് ഇവർക്കെല്ലാം എഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻസ് അവൈലബിൾ ആണ്. ഫൈൻ, യെസ്. അപ്പൊ എന്താണ് ഇമ്മ്യൂണിറ്റി? ഇമ്മ്യൂണിറ്റി രണ്ട് തരത്തിലാണ് കേട്ടോ ഉള്ളത്. ഇമ്മ്യൂണിറ്റി രണ്ട് തരത്തിലാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അക്വയർഡ് or adaptive immunity ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഓർ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി, അക്വയർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി തമ്മിലുള്ള ഡിഫറൻസ് അറിയോ? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ സിൻസ് ബർത്ത്, നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ പ്രസന്റ് ആണ്. അക്വയർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫ് ടൈമിൽ നമ്മൾ അച്ചീവ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇന്നേറ്റ്, ഞാൻ അത് നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം. നോക്കൂ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിൾസ് ആണ് ഫിസിക്കൽ ബാരിയേഴ്സ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, സെല്ലുലാർ ബാരിയേഴ്സ് ആൻഡ് സൈറ്റോകൈൻ ബാരിയേഴ്സ്. ഫിസിക്കൽ ബാരിയർ ആയിട്ട് നമുക്ക് സ്കിൻ ഉള്ളത് കൊണ്ട് ഡയറക്ട്ലി അസുഖം നമുക്ക് വരത്തില്ല, അല്ലേ? അതേപോലെ നമ്മളുടെ കണ്ണിന്ന് ടിയേഴ്സ് വരും, മൗത്തില് സലൈവ, നമ്മളുടെ മ്യൂക്കസ് മെംബ്രെയിൻ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റില്, റെസ്പിറേറ്ററി ട്രാക്റ്റില്, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റില്, യൂറിനോജനൈറ്റൽ ട്രാക്റ്റില് എല്ലായിടത്തും മ്യൂക്കസ് ട്രാക്ട് ഉണ്ട്. അതേപോലെ നമ്മളുടെ ഉള്ളിൽ കുറെ സെല്ലുകൾ ഉണ്ട്. നമ്മുടെ WBCs, ഫാഗോസൈറ്റോസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സെൽസ് ഉണ്ട്. ചില പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റർഫെറോൺസ് പോലെയുള്ള കെമിക്കൽസ് ഉണ്ട്. ഇതൊക്കെ ജനിച്ചപ്പോൾ തന്നെ നമുക്ക് പ്രസന്റ് ആണ്. അതാണ് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആയിട്ട് പറയുന്നത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലൈഫ് ടൈമിൽ ഏതെങ്കിലും ഒരു ആന്റിജൻ എക്സ്പോസ്ഡ് ആയി അതിനനുസരിച്ച് നമ്മളുടെ ബോഡിയിൽ ജനറേറ്റ് ചെയ്ത് മെമ്മറി ആന്റിബോഡീസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കപ്പെട്ട ആന്റിബോഡീസിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. Increasing immunity in our body through good food, sleep and exercise is better than day harmful. Vaccine harmful alla, vaccine is required. Thank you Lamia. Thank you Lamia Gafu, thank you so much. Stop. Thank you so much. You're watching this from an integrated campus. Thank you so much. Okay, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്ട്സും എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റർ ആണെങ്കിൽ യൂസ്ഫുൾ ആക്കാം. ഏതെങ്കിലും പെർട്ടിക്കുലർ പോർഷൻ ആണ് ഡൗട്ട് എങ്കിൽ അതും നിങ്ങൾ പഠിക്കുന്നതിനിടയ്ക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 years PYQ സബ്ജക്ട് വൈസ് 5 years PYQ ആണ്, മാരത്തോൺ ആണ്, മോർണിംഗ് ടു ഈവനിങ്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സെല്ലുലാർ ആൻഡ് സൈറ്റോകൈൻ നമുക്ക് നോക്കാം. അപ്പോൾ ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിനൊക്കെയാണ് ഫിസിക്കലി ഉള്ള ബാരിയേഴ്സ് ആണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. സിൻസ് ബർത്ത് അത് പ്രസന്റ് ആണ്. ഓക്കെ, യെസ്. സ്കിൻ ഒരു എക്സാമ്പിൾ ആണ്.
അതിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വെറ്റ് ആൻഡ് സെബം, അതൊക്കെ എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത മ്യൂക്കസ് മെംബ്രെയിൻ, നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ ട്രാക്റ്റുകളിലെല്ലാം പ്രസന്റ് ആയിട്ടുള്ള മ്യൂക്കസ് മെംബ്രെയിൻ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ബാരിയർ, നമ്മളുടെ ആസിഡ് ഇൻ സ്റ്റൊമക്ക്, സലൈവ ഇൻ മൗത്ത്, ടിയേഴ്സ് ഫ്രം ഐസ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. നമ്മളുടെ സലൈവയിലും ടിയേഴ്സിലൊക്കെ ലൈസോസൈം എന്ന് പറയുന്ന ബാക്ടീരിയയുടെ അഗൻസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു എൻസൈം ഒക്കെ പ്രസന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് സെല്ലുലാർ ബാരിയേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെല്ലുലാർ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ സെല്ലുകളാണ്. നമുക്ക് നമ്മളുടെ ല്യൂക്കോസൈറ്റ്സ്, WBCs, ലൈക്ക് നോക്കൂ, നമ്മളുടെ PMNL എന്ന് വിളിക്കുന്ന നമ്മുടെ ന്യൂട്രോഫിൽസ്, മോണോസൈറ്റ്സ്, ഇവർക്കൊക്കെ എന്തിനുള്ള പ്രോപ്പർട്ടി ഉണ്ട്? ഫാഗോസൈറ്റോസിനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? Oh, Radvik, which I'm famous biology teacher in your city. Thank you so much. Actually, നിങ്ങൾ ഈ കമന്റ് ഒക്കെ എന്ത് ചെയ്യണം എന്നറിയോ? ലൈവിന് ശേഷം പോയിട്ട് കമന്റ് ചെയ്യണം. അപ്പോഴല്ലേ എല്ലാ ആളുകളും കാണുള്ളൂ. അപ്പോഴല്ലേ ഞാൻ കുറച്ചുകൂടി ഫേമസ് ആകുള്ളൂ. ഓക്കെ, യെസ്. അപ്പം ഇതെന്താണ്? സെല്ലുലാർ ബാരിയേഴ്സ് ആണ്, സെല്ലുകളാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി. ഇതെല്ലാം ഇവരുടെ എല്ലാം പ്രത്യേകത എന്താ? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് സിൻസ് ബർത്ത് നമ്മളിൽ പ്രസന്റ് ആണ്. മാക്രോഫേജസ്, ഫാഗോസൈറ്റോസിസ് പ്രോപ്പർട്ടി ഉള്ളതാണ് നമ്മളുടെ മാക്രോഫേജസ് എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്തത് സെല്ലുലാർ ബാരിയേഴ്സ് ആണ്. സെല്ലുലാർ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ സെൽസ് അല്ലെ, NK സെൽസ്, നാച്ചുറൽ കില്ലർ സെൽസ് ആണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ്. നമുക്ക് ലിംഫോസൈറ്റ് ഏതൊക്കെയാ ഉള്ളത്? WBC എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ബേസോഫിൽ, ഈസിനോഫിൽ, ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ് ആൻഡ് മോണോസൈറ്റ് അല്ലേ? അപ്പൊ ഇതിലെ ലിംഫോസൈറ്റ് B and T നമ്മൾ പറയും. അതുകൂടാണ്ട് ഇവരിൽ നിന്ന് പ്രത്യേകമായിട്ട് ഫോം ചെയ്യുന്ന ചില രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ലിംഫോസൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യുക? ഇവര് ഈ നാച്ചുറൽ കില്ലർ സെല്ല് പെർഫോറിൻ ആൻഡ് ഗ്രാൻസൈം, രണ്ട് തരത്തിലുള്ള ഗ്രാൻസൈം ആണുള്ളത്. ഗ്രാൻസൈം A ആൻഡ് ഗ്രാൻസൈം B, രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഗ്രാൻസൈം A ആൻഡ് ഗ്രാൻസൈം B. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള ഗ്രാൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പാത്തജൻസിനെ ഈ സ്പെസിഫിക് ഈ പറഞ്ഞ കെമിക്കൽസ് ഉപയോഗിച്ച് ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സെല്ലാണ് NK സെൽസ്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നമ്മുടെ സെല്ലുലാർ ബാരിയറിന്റെ എക്സാമ്പിൾ ആണ്. അടുത്തെന്ന് പറയുന്നത് സൈറ്റോകൈൻ. സൈറ്റോകൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കെമിക്കൽ, അതൊരു പ്രോട്ടീൻ ആണ്, നമ്മളുടെ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇന്റർഫെറോൺ ഒരു സൈറ്റോകൈൻ്റെ എക്സാമ്പിൾ ആണ്. എന്ത് കൈൻഡ് ഓഫ് സൈറ്റോകൈനാ? നമ്മളുടെ വൈറസ്, ഇതിപ്പോ ഒരു സെല്ലാന്ന് ചോദിച്ചോ, ഈ സെല്ലിനെ വൈറസ് ഇൻഫെക്ട് ചെയ്തു. സോ ദിസ് ഇസ് എ വൈറസ് ഇൻഫെക്റ്റഡ് സെൽ. അപ്പൊ ഈ വൈറസ് ഇൻഫെക്റ്റഡ് സെൽ, നമുക്കൊരു വൈറസ് ഇൻഫെക്ഷൻ വന്നു ചോദിച്ചോ, അപ്പം വേറെയും ഒരുപാട് സെല്ലുകൾ ഉണ്ട്. ഈ വൈറസ് ഇൻഫെക്റ്റ് ആയിട്ടുള്ള സെൽ എന്ത് ചെയ്യും? ദേ വിൽ റിലീസ് സർട്ടൻ കെമിക്കൽസ്. ചില കെമിക്കൽസിനെ റിലീസ് ചെയ്യും. ആ കെമിക്കൽസ് ഇവിടെ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി സെല്ലുകൾക്ക് അത് ഇൻഫർമേഷൻ കൊടുക്കും. ഓക്കെ, പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പൊ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ല് ബാക്കി സെല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിലീസ് ചെയ്യുന്ന ഒരു കെമിക്കലിന്റെ എക്സാമ്പിൾ ആണ് ഇന്റർഫെറോൺ എന്ന് പറയുന്നത്. ഇന്റർഫെറോൺ ഈസ് എ കൈൻഡ് ഓഫ് കെമിക്കൽ, അല്ല, ഈസ് എ കൈൻഡ് ഓഫ് സൈറ്റോകൈൻ. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പരിപാടികൾ നമ്മുടെ ബോഡിയിലുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഒരു അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി, അത് ഞാൻ പറഞ്ഞു നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നതാണ്. അത് സ്പെസിഫിക് ആണ്. എന്തുകൊണ്ടാണ് അത് സ്പെസിഫിക് ആയിരിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു പെർട്ടിക്കുലർ ആന്റിജൻ, ഞാൻ പറഞ്ഞു ആന്റിജൻ ആൻഡ് ആന്റിബോഡി സ്പെസിഫിക് ആണെന്ന് പറഞ്ഞു അല്ലേ? യെസ്, അതുകൊണ്ട് തന്നെയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി പാത്തജൻ സ്പെസിഫിക് എന്ന് പറയുന്നത്. നോക്കൂ, ഒരു അസുഖം, ഒരു A എന്ന് പറയുന്ന X എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ പാത്തജൻ ഉള്ളിൽ കയറുമ്പോഴാണ് അതിന് അഗേൻസ്റ്റ് ഉള്ള മെമ്മറി ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുക. Y എന്ന് പറഞ്ഞ ആന്റിജൻ കയറുമ്പോഴാണ് അതിന് അഗേൻസ്റ്റ് ഉള്ള ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ലൈഫ് ടൈമില് നമ്മൾ അക്വയർ ചെയ്യുന്ന നമ്മുടെ ബോഡിയിലേക്ക് കയറുന്ന ആന്റിജൻ അനുസരിച്ച് അതിനുള്ള അഗേൻസ്റ്റ് ഉള്ള ആന്റിബോഡിയാണ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക. നോക്കൂ, ഇപ്പം എൻ്റെ ബോഡിയിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ആന്റിബോഡീസ് ആയിരിക്കില്ല എനിക്ക് എൻ്റെ ലൈഫ് ടൈമിൽ അക്വയർ ചെയ്തിരിക്കുന്ന അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക. ഞാൻ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആന്റിജൻ ആയിരിക്കില്ല നിങ്ങൾ എക്സ്പോസ്ഡ് ആയിരിക്കുക. സോ ദിസ് ഇസ് ഡിഫറെൻറ്റ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരേപോലെ പ്രസന്റ് ആണ്. എല്ലാവർക്കും ഒരേപോലത്തെ ഫിസിക്കൽ ബാരിയർ, ഒരേപോലത്തെ സെല്ലുലാർ ബാരിയർ, ഒരേപോലത്തെ സൈറ്റോകൈൻ ബാരിയർ, ഒരേപോലത്തെ ഫിസിയോളജിക്കൽ ബാരിയർ, ദാറ്റ് ഇസ് സിൻസ് ബർത്ത് എല്ലാവരിലും പ്രസന്റ് ആണ്. ബട്ട് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സ്പെസിഫിക്, പേഴ്സൺ ടു പേഴ്സൺ സ്പെസിഫിക് ആണ്. നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ ഏതൊക്കെ ആന്റിജനുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നോ അതിനനുസരിച്ചാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഇസ് മെയിൻലി മീഡിയേറ്റഡ് ബൈ B and T cells of the immune system.
കാരണം എന്താ, അത് സ്റ്റോർസ് മെമ്മറി ഓഫ് ദി ഇൻവേഡഡ് പാത്തജൻ. മെമ്മറി സെൽസ് ബേസ് ചെയ്തിട്ടാണ്. അതിന് സെൽഫ് ആൻഡ് നോൺ സെൽഫ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം മെമ്മറി ഓഫ് ബി ആൻഡ് ടി സെൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ സെയിം ബേസിസിലാണ്. ഒരു ആന്റിജൻ കയറുന്നു, ആന്റിജൻ കയറുന്നതിനനുസരിച്ച് അതിന് എഗൻസ്റ്റ് ഉള്ള ബി സെൽസ്, ഞാൻ നേരത്തെ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചപ്പോൾ ആന്റിബോഡി എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിന് എഗൻസ്റ്റ് വർക്ക് ചെയ്യുന്ന ബി സെൽസും ടി സെൽസും പ്രൊഡ്യൂസ് ചെയ്യും. ഇവരുടെ രണ്ടുപേരുടെയും ഈ ബി സെല്ലും ടി സെല്ലും അറ്റാക്ക് ചെയ്തതിന് ശേഷം ബാക്കി കുറച്ച് മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. ക്ലിയർ? അതിനുശേഷം മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസും ഉണ്ട്, അതേപോലെ സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണേ. അപ്പൊ ഒരു ആന്റിജൻ ഫസ്റ്റ് ഒരു ഹോസ്റ്റിനെ അഫക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ടൈം ഈ ഡിസീസ് വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, പ്രൈമറി അസുഖം വരുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്താവും, ബി ആൻഡ് ടി സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ട് ഇത് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഈ ബിയും ടിയും എന്താവും, കുറച്ച് മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെക്കും. ബാക്കി കുറച്ചെണ്ണ മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെക്കുള്ളൂ അല്ലെ. ബാക്കി വലിയൊരു പെർസെൻറ്റേജ്, ഒരു ബിഗ് പെർസെൻറ്റേജ് എന്ത് ചെയ്യും, ബിഗ് പെർസെൻറ്റേജ് ഈ പറഞ്ഞ ആന്റിജനെതിരെ തുരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതിനെയാണ് നമ്മൾ എഫക്റ്റർ എന്ന് വിളിക്കുക. ഒരുപാട് എണ്ണം പ്രൊഡ്യൂസ് ചെയ്യും, ആദ്യം കുറച്ചെണ്ണേ ഉണ്ടാവുള്ളൂ. ഇത് മൾട്ടിപ്പിൾ എമൗണ്ടിൽ കുറേ നമ്പർ പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ കുറച്ചെണ്ണം മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെക്കും, കുറച്ചെണ്ണം എന്താണ്, എഫക്റ്റർ ആയിട്ട് അവിടെ എഫക്റ്റ് നടത്താൻ വേണ്ടിയിട്ട് എഫക്റ്റർ ആയിട്ട് അവിടെ വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ? ഇനിയിപ്പം സെക്കൻഡ് ടൈം നമുക്ക് ഈ ഡിസീസ് വന്നു എന്ന് വിചാരിച്ചോ. സെക്കൻഡ് ടൈം ഡിസീസ് വരുമ്പോഴാണ് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇത് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ഫോർ ദ ഫസ്റ്റ് ടൈം ഈ ഡിസീസ് വന്നപ്പോൾ. ക്ലിയർ? യെസ്. സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അനാംനെസ്റ്റിക് റെസ്പോൺസ് പറയും. സബ്സീക്വന്റ് രണ്ടാമത് ആ സെയിം അസുഖം വരുമ്പോൾ എന്താണ്, ഇത് ക്വിക്ക് ആൻഡ് ഇന്റൻസിഫൈ ആയിട്ട് നമുക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടായിരിക്കും. കാരണം എന്താ, ബിക്കോസ് ഓഫ് മെമ്മറി സെൽസ്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബി ആൻഡ് ടി സെൽസ് ആണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ബി ആൻഡ് ടി സെൽസ് എവിടെയാ പ്രൊഡ്യൂസ് ചെയ്യുക, ബോത്ത് ബി ആൻഡ് ടി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ബോൺ മാരോയിലാണ്. രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ ബി സെൽ എന്ന് പറയുന്നത് മെച്ചുർ ആവുന്നതും ബോൺ മാരോയിൽ വെച്ചിട്ടാണ്. നമ്മുടെ ടി സെല്ല് മെച്ചുർ ആകാൻ വേണ്ടിയിട്ട് ബോൺ മാരോയിൽ എവിടേക്ക് പോകും, തൈമസിലേക്ക് പോകും. അതുകൊണ്ടാണ് അതിന് ടി ലിംഫോസൈറ്റ് എന്ന പേര് വന്നിരിക്കുന്നത്. ക്ലിയർ? എന്നിട്ട് എന്താണ്, അവർ നമ്മുടെ ബ്ലഡിൽ നിന്ന് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലേക്ക് പോകും. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത് സ്പ്ലീൻ, ലിംഫ് നോഡ്, ടോൺസിൽ, പെയേഴ്സ്, പാറ്റേഴ്സ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, വേർമിഫോം, അപ്പൻഡിക്സ് എക്സെട്ര ആണ്. അപ്പൊ നമ്മുടെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ഏതാ, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബോൺ മാരോയും അതേപോലെ തൈമസും ആണ്. ഈ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലെല്ലാം നിറച്ചും നമ്മുടെ ബി ആൻഡ് ടി ലിംഫോസൈറ്റ്സ് സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരിക്കും. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ബി സെല്ലിനെയും ടി സെല്ലിനെയും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബി സെല്ലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, ബി സെല്ലാണ് ഡയറക്ട്ലി നമ്മളുടെ ആന്റിബോഡീനെ സെക്രീറ്റ് ചെയ്യുക. ബി സെല്ല് ഡയറക്ട്ലി ആന്റിബോഡീനെ സെക്രീറ്റ് ചെയ്യും. ടി സെൽ എന്ന് പറയുമ്പോൾ അവർ രണ്ട് ടൈപ്പ് ഉണ്ട്, ടി എച്ച് സെല്ലും ടി സി സെല്ലും ഉണ്ട്. ടി എച്ച് സെൽ എന്ന് പറഞ്ഞാൽ ടി ഹെൽപ്പർ സെൽസ് ആണ്. ടി സി സെൽ എന്ന് പറഞ്ഞാൽ സി സൈറ്റോടോക്സിക് സെൽസ് ആണ്. ഓക്കെ, ടി സൈറ്റോടോക്സിക് സെല്ലാണ്. അപ്പൊ ഈ സൈറ്റോടോക്സിക് സെൽ എന്ത് ചെയ്യുന്ന അറിയോ, കുറെ കെമിക്കൽസിനെ റിലീസ് ചെയ്തുകൊണ്ടാണ് ആന്റിജനെ അറ്റാക്ക് ചെയ്യുക. നമ്മുടെ ടി എച്ച് സെല്ല് കുറെ കെമിക്കൽസിനെ അറ്റാക്ക് ചെയ്യും. ഈ ടി സി സെല്ല് ടി സൈറ്റോടോക്സിക്, അവർ ഡയറക്ട്ലി കെമിക്കൽസിനെ പിടിച്ച് വിഴുങ്ങോ പിടിച്ച് കില്ലിയോ ചെയ്യും, നശിപ്പിക്കും. പക്ഷെ ടി എച്ച് സെല്ല് ഡയറക്ട്ലി ഒന്നും ചെയ്യില്ല, അവർ കുറച്ച് കെമിക്കൽസ് റിലീസ് ചെയ്യും. ആ കെമിക്കൽസ് റിലീസ് ചെയ്യുമ്പം ആ കെമിക്കൽസ് ടി സി സെല്ലിന് അത് കാണിച്ചു കൊടുക്കും, അതേപോലെ ബി സി സെല്ലിനും കാണിച്ചു കൊടുക്കും. അപ്പൊ ടി സി സെല്ല് ഇതിനെ കില്ല് ചെയ്യുകയും കൂടുതൽ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാണ് ചെയ്യുന്നത്. ഡയറക്ട്ലി ബി സെല്ലും ടി സി സെല്ലും ആണ് വർക്ക് ചെയ്യുക. ടി എച്ച് സെല്ല് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുക ബി സെല്ലിനെയും ടി സെല്ലിനെയും ആന്റിജനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആന്റിബോഡീസ് സെക്രീറ്റ് ചെയ്യാണ് ആ ബി സെൽ, പ്ലാസ്മ സെല്ലിൽ നിന്ന്. നമ്മുടെ ബി സെല്ല് ആന്റിബോഡി സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ബി സെല്ലിനെ പ്ലാസ്മ സെൽ എന്നാ വിളിക്കുക. ഓക്കെ, ബി സെല്ലാണ് പ്ലാസ്മ സെല്ല്. അപ്പൊ ആ പ്ലാസ്മ സെല്ല് ആന്റിബോഡീനെ സെക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിലെ കൺഫ്യൂഷൻ തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ് ടി സെൽസ് ചെയ്യുക. ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ് ബി സെല്ല് ചെയ്യുക. ഓക്കെ, ആക്ച്വലി നമ്മൾ ഏതെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ഒക്കെ സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ
നമുക്ക് ഇപ്പം ഏതെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു കിഡ്നി വേറൊരാൾ സ്വീകരിച്ചു, ഒരാൾക്ക് കിഡ്നി ഫെയിലിയർ ഉണ്ടായി, ഇപ്പൊ വേറൊരു കിഡ്നി സ്വീകരിച്ചു. അപ്പൊ ആക്ച്വലി ആ പുതിയ കിഡ്നി എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോഡിയിൽ പുതിയതാ. അപ്പൊ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിന് എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യും അല്ലെ, അതിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ശ്രമിക്കുക. അപ്പൊ എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ഡ്രഗ് ആയിട്ട് എടുക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ച സൈക്ലോസ്പോറിനെ അല്ലെ, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ നമ്മൾ പഠിച്ച സൈക്ലോസ്പോറിനെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇമ്മ്യൂണോ സപ്രസൻസ് നമ്മളുടെ ബോഡിയിൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി അവിടെ ലോ ആകും, നമ്മുടെ TH സെല്ലൊക്കെ അവിടെ കുറവായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് നാളിലേക്ക് നമ്മൾ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻസ് ഡ്രഗ്സ് ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് നാളിലേക്ക് ഇവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നതുകൊണ്ട് അവരെ ഐസൊലേറ്റ് ചെയ്ത് അധികം ഈ പേഷ്യൻസിനെ കാണാൻ അധികം ആളുകളെ ഒന്നും നമ്മൾ ഇൻവൈറ്റ് ചെയ്യാത്തത്. ഐ എം റെക്കമെൻഡിങ് PW NEET Kerala for upcoming NEET aspirants as they are my juniors. Very good, fine. യെസ്, അപ്പൊ ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. സെക്രീറ്റ് ചെയ്യും, ബ്ലഡിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും, ബി സെല്ല് പ്ലാസ്മ സെല്ലാണ് റിലീസ് ചെയ്യുന്നത്, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലാണ് പ്രസന്റ്. സെയിം കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ആന്റിബോഡിയുടെ സ്ട്രക്ചർ എങ്ങനെയിരിക്കും? ഒരു ആന്റിബോഡി ബി സെല്ല് റിലീസ് ചെയ്യും, ബി സെല്ല് പ്ലാസ്മ സെല്ലായിട്ട്, പ്ലാസ്മ സെല്ല് ബി സെല്ലിനെ റിലീസ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഒരു ആന്റിബോഡി എങ്ങനെയിരിക്കും കാണാൻ എന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ആന്റിബോഡിക്ക് എത്ര ചെയിൻസ് ഉണ്ട്? ടോട്ടലി ഇറ്റ് ഹാസ് 4 ചെയിൻസ്. ഹെവി ചെയിൻ 1 2, 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനുമാണ്. ഇവരുടെ ബോഡിയിൽ നിറച്ച് നമുക്ക് സൾഫർ ബോണ്ട് കണ്ടോ, ഡൈസൾഫേറ്റ് ബോണ്ട്. ഹെവി ചെയിൻസിന്റെ ഇടയിലും ഹെവി ചെയിൻസ് പരസ്പരം ഹെവി ചെയിൻസിന്റെ ഇടയിലും, ഹെവി ചെയിൻ്റെ ഉള്ളിലും, ലൈറ്റ് ചെയിൻ്റെ ഉള്ളിലും, ലൈറ്റ് ചെയിൻ ആൻഡ് ഹെവി ചെയിൻ തമ്മിലും നമുക്ക് എന്ത് കാണാം? ഡൈസൾഫേറ്റ് ബോണ്ട് കാണാൻ പറ്റും. നോക്കൂ, ഈ പറഞ്ഞ എന്ന് വെച്ചാൽ ഇത് ഹെവി ചെയിൻ, ഇത് ലൈറ്റ് ചെയിൻ അല്ലേ. അപ്പൊ ഇവിടെ കാണുന്ന ഈ ടെർമിനലിലെ ഇത് ആക്ച്വലി ഒരു പ്രോട്ടീനാ, ഗ്ലോബുലിൻ കാറ്റഗറിയിൽ വരുന്ന. പേടിക്കണ്ട. എന്തിനാ പേടിയാവുന്നേ? മുഹമ്മദ് ഡിസൈൻസ് വായി, എന്തിനാ പേടിയാവുന്നേ? പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ എഫേർട്ട് മാക്സിമം ഇടുക. ഇനി ഒരാഴ്ചയുള്ളൂ, നമുക്ക് പറ്റുന്നത്രയും നമ്മൾ പഠിക്കുക, ബാക്കി വരുന്ന പോലെ വരട്ടെ. പേടിച്ചിട്ട് എന്താ കാര്യം? പേടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളതും കൂടെ പോകത്തേ ഉള്ളൂ. യെസ്, H2L2 ലാമിയ, കറക്റ്റ്, H2L2 ആണ്. അപ്പൊ നോക്കൂ, ഈ ഹെവി ചെയിൻ ആൻഡ് ലൈറ്റ് ചെയിൻ്റെ ഇടയിൽ ഇവിടെ N ടെർമിനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളുടെ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ N ടെർമിനലും C ടെർമിനലും ഉണ്ട് അല്ലെ. ദിസ് ഇസ് എ C ടെർമിനൽ ഓഫ് ദിസ് പ്രോട്ടീൻ. നമ്മുടെ ആന്റിബോഡി എന്ന് പറയുന്നത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ആണ്. ഗ്ലോബുലിൻ പ്രോട്ടീൻ കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മുടെ ആന്റിബോഡി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ N ടെർമിനൽ ആൻഡ് ദിസ് ഇസ് എ C ടെർമിനൽ. ഈ പറഞ്ഞ N ടെർമിനലിലാണ് എന്തിനെ ബൈൻഡ് ചെയ്യുന്നത്? ആന്റിജനെ ബൈൻഡ് ചെയ്യുന്നത്. ആന്റിബോഡി ആന്റിജനെ ബൈൻഡ് ചെയ്ത് അറ്റാക്ക് ചെയ്യണ്ടേ. സോ ഈ ആന്റിബോഡിയുടെ N ടെർമിനൽ ആണ് ആന്റിജനെ ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആന്റിജനെ പിടിച്ച് ഇവിടെയാണ് ഇങ്ങനെ പിടിച്ചു വെക്കുക, അവിടെ വെച്ചിട്ടാണ് ആന്റിജനെ നശിപ്പിക്കുന്നത്. ക്ലിയർ? അപ്പൊ 5 തരത്തിലുള്ള ആന്റിബോഡീസ് ആണുള്ളത്. IG എന്ന് വെച്ചാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ, IgG, IgE, IgD, IgM, IgA. ഓരോരുത്തരുടെയും ഫംഗ്ഷൻ നമുക്ക് നോക്കണം. IgA എന്ന് പറയുന്നത് നമ്മളുടെ സെക്രീഷൻസ് ലൈക്ക് സലൈവ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് സെക്രീഷൻസിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതേപോലെ കൊളോസ്ട്രോം അല്ലെ, ഫസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ, അതിലും എന്തുണ്ട്? IgA ആന്റിബോഡി ഉണ്ട്. അതേപോലെ IgG ആണ് ഏറ്റവും അബൻഡന്റ് ആയിട്ടുള്ളത്. ഓ യെസ്, വി ആർ ലെജൻസ്. താങ്ക് യു. കുറെ നല്ല കമന്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. ഇതൊക്കെ നിങ്ങൾ നമ്മുടെ ലൈവ് കഴിയുമ്പോൾ അതിൻ്റെ താഴെ വന്ന് കമന്റ് ചെയ്യുക, അപ്പോഴല്ലേ എല്ലാ ആളുകളും കാണുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ മാത്രം, ഈ ലൈവ് കഴിയുന്നതോടെ നിങ്ങളുടെ ഉള്ളിലേക്ക് മാത്രം ഇത് ഒതുങ്ങി പോകുന്നു. ഓക്കെ, സ്മോളസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡിയാണ് IgG എന്ന് പറയുന്നത്. ഫീറ്റസിന് പാസീവ് ഇമ്മ്യൂണിറ്റി കൊടുക്കും, അതായത് പ്ലാസെന്റ ക്രോസ് ചെയ്യും. ഓക്കെ, പ്ലാസെന്റ ക്രോസ് ചെയ്യുന്നത് കൊണ്ട് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസിലൊക്കെ ഇത് ഇൻവോൾവ് ആണ്. ഏതാ സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ്? മെമ്മറി അല്ലേ. സെക്കൻഡ് ടൈം ഇമ്മ്യൂൺ റെസ്പോൺസ് വരുമ്പോൾ നമ്മുടെ IgG അതിൽ ഭയങ്കരമായിട്ട് ഇമ്മ്യൂൺ സെൽസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം IgM നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് ആണ് പ്രൈമറി ഇമ്മ്യൂൺ റിയാക്ഷൻ. അത് ഫസ്റ്റ് ടൈം ഒരു അസുഖം വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് IgM ആണ്. IgE എന്ന് പറഞ്ഞാൽ അലർജിക് റിയാക്ഷൻസിലൊക്കെ മെയിൻലി കാണാൻ പറ്റുന്നതാണ്. ബി സെല്ലിൻ്റെ മെംബ്രെയിനിലൊക്കെ കണ്ട് ബി സെൽ റിസപ്റ്റേഴ്സിൽ മെയിൻലി കാണുന്നതാണ് IgD. IgD ഒരു പ്രോപ്പർ ഫംഗ്ഷൻ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. +1 നമ്മൾ +1 ആക്ച്വലി ഡിസ്കസ് ചെയ്തിരുന്നു. +1 ചാപ്റ്റേഴ്സ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ കണ്ടില്ലായിരുന്നോ മുഹമ്മദ് ഡിസൈൻസ്?
നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. യു വിൽ മിസ് മൈ ക്ലാസ്സസ്, നോ പ്രോബ്ലം. നീറ്റ് കഴിഞ്ഞിട്ട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ ക്ലാസ്സൊക്കെ കാണുക റാത്വിക്. ഓക്കെ, യെസ്. അപ്പോൾ 2 രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും അതേപോലെ പാസീവ് ഇമ്മ്യൂണിറ്റി. ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റീനെ പാസീവ് ഇമ്മ്യൂണിറ്റീനെ ഞാൻ ആക്ച്വലി ഞാൻ ഇത് ഉപയോഗിച്ചല്ലാണ്ട് ഞാൻ തന്നെ നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇമ്മ്യൂണിറ്റി 2 ടൈപ്പ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണെങ്കിലും പാസീവ് ഇമ്മ്യൂണിറ്റി ആണെങ്കിലും നാച്ചുറലും ഉണ്ട് ആർട്ടിഫിഷ്യലും ഉണ്ട്. രണ്ടും നാച്ചുറലും ഉണ്ട് ആർട്ടിഫിഷ്യലും ഉണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യൽ ആൻഡ് നാച്ചുറൽ. ഓക്കെ, നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ, ഫൈൻ. അപ്പം നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി, ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്? വളരെ സിമ്പിൾ ആയിട്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറയാം. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമുക്ക് തനിയെ അസുഖം വരുമ്പോൾ ഉണ്ടാവുന്ന സംഭവമാണ്. അതായത് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നു, എനിക്കൊരു അസുഖം വരുന്നു. എനിക്കൊരു അസുഖം വരുമ്പോൾ എന്താ, ആൻറ്റിജൻ ഉള്ളിൽ കയറുന്നു, അതിനഗെയിൻസ്റ്റ് ആൻറ്റിബോഡി എൻ്റെ ബോഡി തന്നെ ജനറേറ്റ് ചെയ്യുന്നു. എൻ്റെ ബോഡി ആക്റ്റീവ്ലി ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയാണല്ലേ, അതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇനി പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എനിക്ക് അസുഖം വന്നു, പക്ഷെ എൻ്റെ ബോഡീനെ ആൻറ്റിബോഡി ഉണ്ടാക്കാനുള്ള സമയം പോലും കൊടുക്കുന്നില്ല, റെഡിമെയ്ഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട, വളരെ ഈസി ആയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് പുറമേ നിന്ന് എന്ത് ചെയ്യുന്നു, പുറമേ നിന്ന് ആന്റിബോഡീസിനെ കുത്തിക്കയറ്റി കൊടുക്കുന്നു. അതായത് എൻ്റെ ബോഡി വർക്ക് ചെയ്തിട്ടില്ല, എവിടുന്നോ എനിക്ക് ആന്റിബോഡീനെ കിട്ടുന്നു. അതാണ് എന്തിൽ വരുന്നത്? അതാണ് പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നത്. ഇനി ഇത് രണ്ടിലും നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഉണ്ട്. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ, അതായത് നോട്ട് ഇറ്റ്സ് പാഷൻ ആൻഡ് പ്രൈഡ്. ഓക്കെ, ഓക്കെ, അപ്പൊ നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറലി എനിക്ക് അസുഖം വരുന്നു, എൻ്റെ ബോഡി അതിന് അഗൈൻസ്റ്റ് ആക്റ്റീവായിട്ട് ആന്റിബോഡിനെ ജനറേറ്റ് ചെയ്യുന്നു. ഇനി ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്താ? ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ് എവിടെ നടക്കുന്നത്? വാക്സിനേഷനിൽ നടക്കുന്നത്. അതായത് ആർട്ടിഫിഷ്യലാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഇത് നാച്ചുറലി തന്നെ അസുഖം വരുമ്പോൾ ഇത് നമ്മൾ മനഃപൂർവ്വം ആന്റിജൻസിനെ ബോഡിയിലേക്ക് കൊടുക്കുന്നു, അതിനെതിരെ ആന്റിബോഡി ജനറേറ്റ് ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇനി നോക്കൂ, പാസീവ് ഇമ്മ്യൂണിറ്റി, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ നോക്ക്. നാച്ചുറൽ ആയിട്ടുള്ള പാസീവ് ഇമ്മ്യൂണിറ്റി ഏതാ? അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് അല്ലെ പ്ലാസിന്റെ ക്രോസ് ചെയ്യും ചില ആന്റിബോഡീസ് എന്ന് പറഞ്ഞു. അത് ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറൽ ആ, തനിയെ സംഭവിക്കുന്നത്. ദാറ്റ് ഹാസ് ടു ഹാപ്പൻ, റൈറ്റ്? അപ്പം നാച്ചുറലി പാസീവ് ഇമ്മ്യൂണിറ്റി, ദാറ്റ് ഇസ് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. ഇനി അടുത്ത അതായത് പ്ലാസിന്റെ ക്രോസ് ചെയ്യുന്നത്, ഫീറ്റസിലേക്ക് മദർന്ന് വരുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസുഖം വന്നു, അല്ലെ സ്നേക്ക് ബൈറ്റ്, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു, അപ്പൊ എന്താണ്? അപ്പം നമ്മുടെ ബോഡി ഒന്നും ചെയ്യുന്നില്ല, എന്തെങ്കിലും വരുമ്പോഴത്തേക്കും റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡീനെ തന്നെ ഇവിടേക്ക് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ആന്റിജനെയാണല്ലേ കൊടുത്തത്, ആന്റിജനെ കൊടുത്തുകൊണ്ട് ബോഡീനെ ആന്റിബോഡി ജനറേറ്റ് ചെയ്യിപ്പിക്കായിരുന്നു. പക്ഷെ ഇവിടെ ഡയറക്ട്ലി ആന്റിബോഡീനെ തന്നെ നമ്മൾക്ക് ഇഞ്ചക്ട് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആണ് എവിടെ നടക്കുന്നത്? വാക്സിനേഷനിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി വാക്സിനേഷൻ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അത് വീക്കൻഡ് പാത്തജൻസ്, ഇനാക്ടിവേറ്റഡ് പാത്തജൻസ്, അറ്റുനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ, റീകോംബിനന്റ് DNA വാക്സിൻസും ഉണ്ട്. അതായത് നമ്മുടെ റീകോംബിനന്റ് ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ റീകോംബിനന്റ് DNA വാക്സിൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ ഫ്രം ഈസ്റ്റിൽ നിന്ന് നമ്മൾ റീകോംബിനന്റ് ടെക്നോളജി ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് അലർജിയാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, മടുത്തു ഞാൻ, നടുവേദന എടുക്കുന്നു, നിന്ന് നടുവേദന എടുക്കുന്നു, സമയത്രേ. യെസ്, അപ്പം അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അലർജിയാണ്. അലർജി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ബോഡിക്ക് ഒരു ആന്റിജനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് അഗൈൻസ്റ്റ് വർക്ക് ചെയ്ത് ഒരു ആന്റിബോഡിനെ ജനറേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, പക്ഷെ എന്താ, സംടൈംസ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ എന്തെങ്കിലും ഒരു തകരാറ് കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എക്സാജറേറ്റഡ് ആയിട്ടുള്ള
താങ്ക് യു റാത്വിക്. അപ്പം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് സർട്ടൻ ആന്റിജൻസ് പ്രസന്റ് ഇൻ ദ എൻവയോൺമെന്റ്സിനെ കുറിച്ച്, അതായത് ശരിക്കും അവർ അസുഖം വരുത്തുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. ഈ പറഞ്ഞ അലർജൻസ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ആളുകളില്ലേ, അലർജൻസ്. അപ്പൊ ഈ അലർജൻസ് പറഞ്ഞ ഫോറിൻ പാർട്ടിക്കിൾസ് ശരിക്കും അസുഖം പരത്തുന്നവരായിരിക്കില്ല. ഓക്കെ, അവർ അസുഖം പരത്തുന്നവരായിരിക്കില്ല. അവർ നമ്മളുടെ ബോഡിയിൽ എങ്ങനെയോ കയറി ഫോറിൻ വസ്തുവാണ്, പക്ഷെ നമ്മളുടെ ബോഡി, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇതിനെ ആന്റിജൻ ആയിട്ട് തെറ്റിദ്ധരിക്കും, അതിനകത്ത് ഭയങ്കര ഓവറായിട്ട് എക്സാജറേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് നടത്തും. ഇതിനാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അലർജി കോസ് ചെയ്യുന്ന ഏജൻസിനെ നമ്മൾ അലർജൻസ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആനിമൽസിന്റെ ഡാൻഡർ അല്ലെങ്കിൽ പോളിൻ ഗ്രെയിൻസ്, ഡസ്റ്റ്, മൈറ്റ്സ് ഇൻ ഡസ്റ്റ്, ഇതൊക്കെ എന്താ, ചില ആളുകൾ, ഇത് എല്ലാവരിലും അല്ല, ചില ആളുകളിൽ ഇത് അലർജൻസ് ആയിട്ട് വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ഇത് ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ചില ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ സംടൈംസ് ചില ആളുകളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഇതിനെതിരെ കാണിക്കും. അപ്പോൾ ഇച്ചിങ്, സ്നീസിങ്, റണ്ണിങ് നോസ്, വാട്ടറി ഐസ്, കഫിങ്, വീസിങ്, ട്രബിൾ ബ്രീത്തിങ്, മ്യൂക്കസ് പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള കുറേ സിംറ്റംസ് ഒക്കെ കാണിക്കും. അപ്പോൾ അലർജിയുടെ കേസിൽ വർക്ക് ചെയ്യുന്ന ആൻറ്റിബോഡി ഏതായിരുന്നു? IgE ആയിരുന്നു. അപ്പോൾ IgE എന്ത് ചെയ്യും? അലർജൻസ് ഉള്ളിൽ കയറുന്നു, നമ്മളുടെ ബി സെല്ലിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ബി സെൽസ്, പ്ലാസ്മ സെൽസ് ആയിട്ട് IgE ആൻറ്റിബോഡീസ് ജനറേറ്റ് ചെയ്യുന്നു. IgE ആൻറ്റിബോഡീസ് ആണ് ഇമ്മ്യൂൺ റെസ്പോൺസ് നടത്തുന്നത്. ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ? നമുക്കൊരു മാസ്റ്റ് സെൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് സെൽ ഉണ്ട്. ഈ മാസ്റ്റ് സെല്ല് ഹിസ്റ്റമിൻ, സിറോട്ടോണിൻ പോലെയുള്ള വസ്തുക്കളൊക്കെ റിലീസ് ചെയ്യും. ഓക്കെ, ഹിസ്റ്റമിൻ, സിറോട്ടോണിൻ പോലെയുള്ള വസ്തുക്കളൊക്കെ റിലീസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹിസ്റ്റമിൻ, സിറോട്ടോണിൻ, ഈ ഒരു ഇമേജ് ഒക്കെ ആണെങ്കിൽ ഇത് ബി സെൽസ് ആണ്, പ്ലാസ്മ സെൽസ്. അവർ IgE ആൻറ്റിബോഡീസിനെ റിലീസ് ചെയ്തിരിക്കുന്നു. ഈ IgE ആൻറ്റിബോഡീസ് മാസ്റ്റർ സെല്ലിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ IgE ആൻറ്റിബോഡി ആൻറ്റിജനെ പിടിച്ചുകൊണ്ടാണ് പോയി വർക്ക് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നു? ഹിസ്റ്റമിൻ ആൻഡ് സിറോട്ടോണിനൊക്കെ റിലീസ് ചെയ്യുന്നു ബി സെൽ. ആ സമയത്ത് ആൻറ്റിബോഡി ഇവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും? അത് ഈ സിറോട്ടോണിൻ, ഹിസ്റ്റമിനൊക്കെ അലർജിക് റെസ്പോൺസ് നമ്മളുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു, ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നു. IgE ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മാസ്റ്റർ സെല്ലുമായിട്ട്, മെംബ്രെയിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അവിടെ കെമിക്കൽസ് ലൈക്ക് ഹിസ്റ്റമിൻ ആൻഡ് സിറോട്ടോണിൻ റിലീസ് ചെയ്യുന്നു. അവർ അലർജിക് സിംറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നത്. എന്തൊരു വലിയ പരിപാടിയാണല്ലേ. വെറുതെ ഇരിക്കുമ്പോൾ മാസ്റ്റർ സെൽ ഇതൊന്നും റിലീസ് ചെയ്യില്ല. ഒരു അലർജി ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ IgE എന്ത് ചെയ്യും? അലർജനെ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ബൈൻഡ് ചെയ്യും. ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാസ്റ്റർ സെൽ ഈ പറഞ്ഞ വസ്തുക്കൾ ഹിസ്റ്റമിനെയും സിറോട്ടോണിനെയും റിലീസ് ചെയ്യും. അപ്പോഴത്തേക്കും അലർജിക് റെസ്പോൺസ്, വാസോ ഡൈലേഷൻ, എപ്പിത്തീലിയൽ ഗ്ലാൻസ്, മ്യൂക്കസ് പ്രൊഡക്ഷൻ, ബ്ലഡ് പ്രഷർ കുറയുന്നു, ഇച്ചിങ് സെൻസേഷൻ, സ്മൂത്ത് മസിൽസ് കൺട്രാക്ഷൻ, ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം അവിടെ ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അലർജിയുടെ സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റി ഹിസ്റ്റമിൻ ഡ്രഗ്സ്, അഡ്രിനാലിൻ, സ്റ്റിറോയിഡ്സ് ലൈക്ക് കോർട്ടിസോൾസ് ഒക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്തത് ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണ്. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സെൽഫ്, സാധാരണ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സെൽഫും നോൺ സെൽഫ്, സ്വന്തമായിട്ടുള്ളത് ഏത്, സ്വന്തമായിട്ടല്ലാത്തത് ഏത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട്. സംടൈംസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്താണ്, സെൽഫും നോൺ സെൽഫും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി സ്വന്തമായിട്ട് തന്നെ, സ്വന്തം ബോഡിക്ക് എഗൻസ്റ്റ് തന്നെ ജനറ്റിക് ഓർ അൺനോൺ റീസൺ ആണ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം സെൽഫും നോൺ സെൽഫും ഡിഫറൻഷിയേറ്റ് ഉള്ള പ്രോപ്പർട്ടി, ഇമ്മ്യൂൺ ടോളറൻസ് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? സെൽഫ് ആന്റിജൻസിനെതിരെ സ്വന്തം ബോഡി സെൽസ് തന്നെ നശിപ്പിക്കും. ഇതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ അസുഖങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണ്. റിമറ്റോയിഡ് ആർത്രൈറ്റിസ്, മൈസ്തീനിയ ഗ്രാവിസ്, ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ്, വിറ്റിലിഗോ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, സോറിയാസിസ്, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ, ഇമ്മ്യൂൺ സിസ്റ്റം ഇൻ ദ ബോഡി, ലിംഫോയിഡ് ഓർഗൻസും ലിംഫോയിഡ് ടിഷ്യൂസും ഉണ്ട്. യെസ്, പിന്നെ നമ്മളുടെ കംപ്ലീറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലിംഫോയിഡ് ഓർഗൻസ്, അതിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ടാവും. ചില ലിംഫോയിഡ് ടിഷ്യൂസ് ഉണ്ടായിരിക്കും. ബി സെൽസ്, ടി സെൽസ്, മാക്രോഫേജസ്, നാച്ചുറൽ കില്ലർ സെൽസ് ഇതൊക്കെ ഉണ്ട്. ആൻറ്റിബോഡീസ് പോലെയുള്ള ചില സോല്യൂബിൾ മോളിക്യൂൾസും ഉണ്ട്. ഓക്കെ, ഫൈൻ. യെസ്, അങ്ങനെയാണെങ്കിൽ ലിംഫോയിഡ് ഓർഗൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പ്രൈമറി ആൻഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ വെച്ചിട്ടാണ് നമ്മളുടെ ഇമ്മച്യൂർ ആയിട്ടുള്ള ലിംഫോസൈറ്റ്സ് മെച്യൂർ ചെയ്യുക, ആൻറ്റിജൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ബോൺ മാരോ ആൻഡ് തൈമസ് എക്സാമ്പിൾ. സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമ്മുടെ ലിംഫോസൈറ്റ്സ് നമ്മുടെ ലിംഫോയിഡ് ഓർഗൻസിലാണ് സ്റ്റോർ ചെയ്യുക. അവിടെ വെച്ചിട്ടാണ് ഇൻട്രാക്ഷൻ ഓഫ് ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി ഉണ്ടാവുക. സ്പ്ലീൻ, ലിംഫ് നോഡ്, പേയേഴ്സ് പാച്ചസ്, വെർമിഫോം, അപ്പൻഡിക്സ്, ടോൺസിൽസ് എല്ലാം എക്സാമ്പിളാണ്.
അപ്പോൾ എല്ലാവരുടെയും ചെറിയ ഡീറ്റെയിൽസ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. തൈമസ് എന്ന് പറഞ്ഞാൽ തൈമസിലാണ് T ലിംഫോസൈറ്റ് മെച്യൂർ ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. സ്പ്ലീൻ നമ്മളുടെ RBCയുടെ റിസർവെയർ ആണ്, എറിത്രോസൈറ്റ്സിൻ്റെ റിസർവെയർ ആണ്, അവിടെ പോയിട്ടാണ്. ഗ്രേവിയാർഡ് ആണ്, അവിടെ വെച്ചിട്ട് ബ്ലഡ് ബോൺ മൈക്രോ ഓർഗാനിസംസിനെ ട്രാപ്പ് ചെയ്യും, ഫിൽറ്റർ ചെയ്യും. ബീൻ ഷേപ്ഡ് ഓർഗൻ ആണ്. ലിംഫ് നോഡ്സ് നിങ്ങൾക്കറിയാം, നമ്മളുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ നോഡായിട്ട് അവിടെ നിറച്ചും ലിംഫോസൈറ്റ്സ് പ്രസൻറ്റ് ആയിരിക്കും. അവിടെ വെച്ചിട്ട് ഇൻട്രാക്ഷൻ ഓഫ് ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി നടക്കും. മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ, മാൾട്ട് എന്ന് നമ്മൾ വിളിക്കും. എന്ന് വെച്ചാൽ അത് ലിംഫോയിഡ് ടിഷ്യൂ ആണ്. നമ്മളുടെ റെസ്പിറേറ്ററി ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്ട്, യൂറിനറി ട്രാക്റ്റിലൊക്കെ ഒരു ലിംഫോയിഡ് ടിഷ്യൂ ഇങ്ങനെ ട്രാക്ട് ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി ട്രാക്ട് ആയിട്ട്. 50% ഓഫ് ദ ടോട്ടൽ ലിംഫോയിഡ് ടിഷ്യൂ ഈ ട്രാക്ട് ആണ്, മാൾട്ട് ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എയ്ഡ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. കോംപ്ലിമെന്റ്സ്, യെസ് ഷുവർ അഫോർട്ട് ആൻഡ് ഡെഡിക്കേഷൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ സോ താങ്ക് യു കേട്ടോ. നിങ്ങളുടെ കമൻസ് ഒക്കെ വായിക്കുമ്പം വളരെ സന്തോഷമുണ്ട്. റിയലി പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് ഗിവിങ് അസ് എ പോസിറ്റീവ് എനർജി ടു ഡു മോർ. താങ്ക് യു. അപ്പം ഇതൊക്കെ ആക്ച്വലി എപ്പോഴാണ് മെയിൻലി ഹാപ്പി ആകുക എന്നറിയോ? നിങ്ങൾ ഇതിനനുസരിച്ച് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ എനിക്കറിയാം നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ഒരു എഫേർട്ട് നിങ്ങളും എടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ടൈം പീരീഡിൽ ഫോർ ദിസ് ടൈം ബീങ് നിങ്ങളിവിടെ ഇരിക്കുന്നു, ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നു, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നു. നിങ്ങളുടെ ടൈമും നിങ്ങളിവിടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിലും ലൈക്ക് എന്താ പറയുക, നമുക്കറിയാം നമ്മൾ ഈ പേരുകളൊക്കെ വായിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആരാന്നൊക്കെ അറിയാം. വി ഹാവ് ദാറ്റ് കണക്ഷൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് കമൻറ്റ് ബോക്സ് ആണ് അല്ലേ? അപ്പോൾ ലൈവിൻ്റെ ടൈമിലും ലൈവിന് ശേഷമൊക്കെ നിങ്ങൾ കമൻറ്റ്സ് ഇടുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈവിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ എന്താണ്, അതിന് ശേഷം ലൈവിന് താഴെ നിങ്ങൾക്ക് വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യും. അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾ ഇതിനനുസരിച്ച് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഇനി സിമ്പിൾ ടോപ്പിക്സ് ആണ്. ജസ്റ്റ് ഒരു 5 minutes എയ്ഡ്സ് ഡിസ്കസ് ചെയ്യണം, 5 minutes ക്യാൻസർ ഡിസ്കസ് ചെയ്യണം, അതിനുശേഷം ഡ്രഗ്സ്. പെട്ടെന്ന് ചാപ്റ്റർ തരും. ഫൈൻ. ഓക്കെ, സോ എയ്ഡ്സ് ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. വാട്ട് ഇസ് എ ഫുൾ ഫോം? അക്വയർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം അല്ലേ? ഓക്കെ, അപ്പൊ എയ്ഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിൻഡ്രോം. അതൊരു രോഗമല്ല, രോഗാവസ്ഥയാണ്. ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഫോർ ദ ഫസ്റ്റ് ടൈം എയ്ഡ്സ് റിപ്പോർട്ടഡ് ഇൻ ദ ഇയർ 1981. പിന്നെന്താണ്, ഒരുപാട് ആളുകൾക്ക് അത് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇത് കോസ് ചെയ്യുന്നത് ഒരു വൈറസ് ആണ്. ദ വൈറസ് ഈസ് നോൺ എസ് ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ്, HIV ആണ്. അപ്പൊ ഇത് റിട്രോ വൈറസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വൈറസിലാണ് ഇതിരിക്കുന്നത്. ഹാസ് ഇൻ എൻവലപ്പിംഗ് ദ RNA ജീനോം. അപ്പൊ ഇവിടുത്തെ ജീനോം എന്താണെന്ന് അറിയാം? ഇവിടുത്തെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്. അപ്പൊ RNA കവർ ചെയ്തുകൊണ്ട് ഒരു എൻവലപ്പ് നമുക്ക് ഈ ഒരു എയ്ഡ്സിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എയ്ഡ്സ് എങ്ങനെയൊക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, കണ്ടാമിനേറ്റഡ് ബ്ലഡ് പ്രൊഡക്ട്സ് വെച്ചിട്ട് ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോൾ, നീഡിൽസ്, ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസേഴ്സ് ഒക്കെ അത് ഷെയർ ചെയ്യുമ്പോൾ, അതേപോലെ അഫക്റ്റഡ് ആയിട്ടുള്ള മദറിന്ന് ഫീറ്റസിലേക്ക്. ഓക്കെ, കൂടുതൽ HIV കിട്ടാൻ ചാൻസ് ഉള്ളത് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ള ആളുകൾക്ക്, ഡ്രഗ് അഡിക്ട്സിന്, ഇൻട്രാവീനസ് ആയിട്ട് ഡ്രഗ് എടുക്കുന്നവർക്ക്, HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മദേഴ്സിന്, അതേപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന ആളുകൾക്ക്. ജസ്റ്റ് ഒരു ടച്ചോ ഫിസിക്കൽ കോണ്ടാക്റ്റോ വഴി HIV സ്പ്രെഡ് ആവില്ല. ബോഡി ഫ്ലൂയിഡ്സ് ത്രൂ ആണ് HIV സ്പ്രെഡ് ആകുന്നത്. അപ്പം ഇത് നോക്കൂ, ദ ടൈം ലാഗ് ബിറ്റ്വീൻ HIV ഇൻഫെക്ഷൻ ആൻഡ് അപ്പിയറൻസ് ഓഫ് എയ്ഡ്സ് സിംറ്റംസ് മേ വാരി ഫ്രം ഫ്യൂ മന്ത്സ് ടു മെനി ഇയേഴ്സ്. അത് ഡിപ്പെൻഡ് ആണ്. ചില ആളുകൾക്ക് 5 മാസത്തിനുള്ള സിംറ്റംസ് അപ്പിയർ ചെയ്യും, ചില ആളുകൾക്ക് 10 വർഷം വരെ എടുത്തുനിന്ന് വരും ആ ഒരു എയ്ഡ്സ് സിംറ്റംസ് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. HIV ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ലാഗ് ടൈം പീരീഡ് എന്ന് പറയുന്നത് അത് വേരി ചെയ്യും. ഓക്കെ, അപ്പൊ HIV എന്ന് പറയുന്നത് എന്താ? റിട്രോ വൈറസ് കാറ്റഗറി ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ HIVയുടെ ക്യാപ്സിഡ് എന്ന് പറയുന്നത് അവർക്കൊരു ഇന്നർ കോറും ഉണ്ട്, മിഡിൽ മാട്രിക്സും ഉണ്ട്, വിച്ച് ആർ പ്രോട്ടീനേഷ്യസ് ആൻഡ് ആർ സിന്തസൈസ്ഡ് by the virus within the host cell. I will show you the picture. അവർക്ക് എന്തൊക്കെയുണ്ടെന്നാ പറഞ്ഞത്? ശ്രദ്ധിച്ചോല, അവർക്ക് inner core and middle matrix. സോ ഇത് HIV യുടെ പിക്ചർ ആണ്. നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? നിങ്ങൾക്ക് ഇവിടെ ഇതാ നോക്കൂ, നമ്മളുടെ
ജനറ്റിക് മെറ്റീരിയൽ RNA കാണാൻ പറ്റും. ഓക്കെ, RNA കാണാൻ പറ്റും. അതിന് തൊട്ട് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ന്യൂക്ലിയോ ക്യാപ്സിഡ് കാണാൻ പറ്റും, മാട്രിക്സ് പ്രോട്ടീൻ കാണാൻ പറ്റും. കണ്ടോ, ഇത് മാട്രിക്സ് പ്രോട്ടീൻ. അപ്പൊ ആ മിഡിൽ മാട്രിക്സ് ആണ് ഇവിടെ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന മിഡിൽ മാട്രിക്സ് ആണ്. ഈ പുറത്ത് നിങ്ങൾക്ക് ലിപ്പിഡ് എൻവലപ്പ് ഇതാണ് കാണാൻ പറ്റുന്നത്. കണ്ടോ, ഇത് ക്യാപ്സിഡ് ആണ്. ഫൈൻ. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്യാപ്സിഡ് ഓഫ് HIV കൺസിസ്റ്റ് ഓഫ് ഇന്നർ കോർ ആൻഡ് മിഡിൽ മാട്രിക്സ്. ഓക്കെ, അപ്പം ഈ കാണിച്ചിരിക്കുന്നത് ക്യാപ്സിഡ് ആണ്. അപ്പൊ ക്യാപ്സിഡിൽ നിങ്ങൾക്ക് മാട്രിക്സ് പ്രോട്ടീനും കാണാൻ പറ്റും, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തും കാണാൻ പറ്റും, ഇന്നർ കോറും കാണാൻ പറ്റും. ഓക്കെ, why AIDS is not curable through എന്തുകൊണ്ടാണ് എയ്ഡ്സ് ക്യൂർ ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, അപ്പൊ HIV ഇന്നർ കോറും മിഡിൽ ക്യാപ്സിഡ് എന്ന് പറയുന്നത് അതിനൊരു ഇന്നർ കോറും അതേപോലെ മിഡിൽ മാട്രിക്സും ഉണ്ട്. ഏറ്റവും ഉള്ളിൽ എവിടെ പോയി പിക്ചർ, ഏറ്റവും ഉള്ളിലായിട്ട് കാണാൻ പറ്റുന്നത് കംപ്ലീറ്റ്ലി ക്യാപ്സിഡ് ആണ്. ഏറ്റവും ഉള്ളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇന്നർ കോർ ആൻഡ് മിഡിൽ മാട്രിക്സ്. ഓക്കെ, പിക്ചർ ബേസ് ചെയ്തിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. HIV ഏറ്റവും പുറത്ത് ഒരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എൻവലപ്പ് ഉണ്ട്. ഈ കാണുന്നത് ഇതാണ് ലിപ്പിഡ് എൻവലപ്പ്. ഈ ഏറ്റവും പുറത്ത് കാണുന്നത് കണ്ടോ, ഈ പുറത്ത് കണ്ടിരിക്കുന്നതാണ് ഇതിന്റെ എൻവലപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന എന്താണ്, മാട്രിക്സ് പ്രോട്ടീൻ. ദാറ്റ് മീൻസ് ദിസ് ഈസ് ദ മാട്രിക്സ്. ഇത് ഇന്നർ കോർ മിഡിൽ മാട്രിക്സ് ക്യാപ്സിഡ്. ഉള്ളിലുള്ളത് ജനറ്റിക് മെറ്റീരിയൽ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു സ്ട്രക്ചർ. ഓക്കെ, യെസ്. ഓക്കെ, 2 ഐഡന്റിക്കൽ സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രാൻഡ്സ് ഏറ്റവും സെൻട്രലായിട്ട് നിങ്ങൾ കണ്ടു. അപ്പൊ HIV എന്തുണ്ട്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ്, പ്രോട്ടിയേസ് ആൻഡ് ഇന്റഗ്രേസ് എന്ന് പറയുന്ന 3 മെയിൻ കാറ്റഗറി ഓഫ് എൻസൈംസ് ആണുള്ളത്. അപ്പൊ ഓരോ എൻസൈംസ് എന്തിനാ യൂസ് ചെയ്യുന്നത് നോക്കിക്കോ. അപ്പൊ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർ എന്ത് ചെയ്യും, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് നടക്കുക. RNA DNA ഉണ്ടാക്കുന്നവരാണ് അല്ലെ, RNA DNA. പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ പ്രോട്ടീൻ ക്ലീവിംഗ് ആണ്. ഇന്റഗ്രേസ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയലിന്റെ ഇടയിലേക്ക് ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതിന്റെ ഇടയിലേക്ക് പുതിയ ജനറ്റിക് മെറ്റീരിയൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇടയിലേക്ക് കയറ്റാൻ പറ്റുന്ന എൻസൈം ആണ്. നോക്കൂ, ആസ് പാർട്ട് ഓഫ് ഇൻഫെക്ഷൻ HIV ഇൻട്രൊഡ്യൂസസ് ഇറ്റ്സ് RNA സ്ട്രാൻഡ് ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. ഏറ്റവും ആദ്യം HIV എന്ത് ചെയ്യും, നിങ്ങൾക്ക് വൈറൽ ഇൻഫെക്ഷൻ അറിയാം, അവരവരുടെ RNA സ്ട്രാൻഡ് ആണ് ഹോസ്റ്റിലേക്ക് എൻറ്റർ ചെയ്യുക. എന്നിട്ട് എന്താണ്, അവരുടെ ഉള്ളിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ HIV എന്ത് ചെയ്യും, ഒരു DNA കോപ്പി കോംപ്ലിമെന്ററി ടു ഇറ്റ്സ് RNA റിവേഴ്സ് ഹോസ്റ്റിന്റെ സെല്ലിന്റെ ഉള്ളിൽ വെച്ചിട്ട് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തും, അതിന്റെ ഒരു DNA കോപ്പി നടത്തും. എന്നിട്ട് ആ DNA ഹോസ്റ്റിന്റെ DNAയുടെ ഉള്ളിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുക. ആക്ച്വലി ഈ ഒരു എയ്ഡ്സിന്റെ ഇൻഫെക്ഷന്റെ സമയത്ത് ഇവിടെ ഏറ്റവും അഫക്ട് ചെയ്യുക ആരെയാണെന്നറിയോ, അവർ മെയിൻലി അഫക്ട് ചെയ്യുക മാക്രോഫേജസ്. മാക്രോഫേജസ് എന്ന് പറഞ്ഞാൽ HIV ഫാക്ടറി എന്ന് അറിയപ്പെടുക. അപ്പൊ നമ്മുടെ മാക്രോഫേജസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ HIV ഫാക്ടറിയാണ്. HIV അത്രയധികം കൂടുതൽ എണ്ണം പ്രൊഡ്യൂസ് ചെയ്യും. മാക്രോഫേജസ് എന്ന് പറയുന്നത് HIV ഫാക്ടറി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇവിടെ TH ലിംഫോസൈറ്റ്സ് ആണ് ഏറ്റവും അറ്റാക്ക് ചെയ്യപ്പെടുക. നമ്മുടെ നോക്കൂ, ഈ ഡിസീസിന്റെ പേരെന്താ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ് ഇത് അഫക്ട് ചെയ്യുക. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മാക്രോഫേജസിലാണ് ഇവർ അഫക്ട് ചെയ്യുക. മാക്രോഫേജസ് HIV ഫാക്ടറി ആയിട്ട് മാറും. ഇവർ നമ്മുടെ T ഹെൽപ്പർ ലിംഫോസൈറ്റ്സിനെയാണ് അറ്റാക്ക് ചെയ്യുക ഗ്രാജുവലി. അപ്പൊ എന്ത് ചെയ്യും, TH കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. T ഹെൽപ്പർ ലിംഫോസൈറ്റ്സിന്റെ കൗണ്ട് കുറയാന്ന് പറഞ്ഞാൽ ഈ T ഹെൽപ്പർ ലിംഫോസൈറ്റ്സ് ആണ് നമ്മളുടെ TC സെൽസിനും അതേപോലെ B സെൽസിനും ആന്റിജൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കെമിക്കൽസ് റിലീസ് ചെയ്യുക. നോക്കൂ, അപ്പൊ TH സെല്ലിന്റെ അളവ് കുറയാന്ന് പറഞ്ഞാൽ ഇവരുടെ എഫിഷ്യൻസിയും കുറയും, ഇതിന്റെ നമ്പറും കുറയുന്നു, ഇവരുടെ എഫിഷ്യൻസിയും കുറയുന്നു. സോ നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് അവിടെ വീക്ക് ആവുന്നത്. എയ്ഡ്സ് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് നോട്ട് എ സിംറ്റം, ഇറ്റ്സ് നോട്ട് എ ഡിസീസ് അല്ലേ, അതൊരു ഗ്രൂപ്പ് ഓഫ് സിംറ്റം ആണ്. അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് ഇവിടെ വീക്ക് ആവുന്നത്. ഈ അസുഖത്തിന്റെ പേരിൽ നമുക്ക് യാതൊരു അസുഖവും വരുന്നില്ല, പക്ഷെ നമ്മുടെ TH ലിംഫോസൈറ്റ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എയ്ഡ്സ് വന്ന ആളുകൾ എങ്ങനെയാ മരിക്കുക, അവരുടെ ലൈഫ് സ്പാൻ വേരി ചെയ്യൂലേ. ചില ആളുകൾ പെട്ടെന്ന് മരിക്കും, ചില ആളുകൾ കുറെ കാലം ജീവിക്കും. അപ്പൊ നമുക്ക് അസുഖം വരുന്നതിനനുസരിച്ച് നമുക്ക് എത്ര അസുഖം വരുന്നോ ആ അസുഖമൊന്നും ക്യൂർ ആവില്ല, കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്കാണ്. അപ്പൊ ഒരുപാട് അസുഖങ്ങൾ വന്നാണ് നമുക്ക് എയ്ഡ്സ് വന്ന ആളുകൾ മരിക്കുക. അസുഖം വന്നാൽ അസുഖം പിന്നെ വരുന്നു, ഇമ്മ്യൂണിറ്റി കുറവാണ്, പിന്നെയും വേറെ അസുഖം വരുന്നു. അങ്ങനെ പല അസുഖങ്ങൾ വരുന്ന ഇമ്മ്യൂണിറ്റി വീക്ക് ആവുന്നതുകൊണ്ടാണ് ഈ എയ്ഡ്സ് വന്ന ആളുകൾ മരിക്കുക. ക്ലിയർ ആണോ? യെസ്, ബൈ ദ എൻഡ് ഓഫ് ഏപ്രിൽ, ജസ്റ്റ് ഒരു ആഴ്ചയൊക്കെ മുന്നേ, കുറച്ചുകൂടി ദിവസം കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക അഡ്മിറ്റ് കാർഡ്. ടേക്കിംഗ് അബൌട്ട് ഓൾ ടീച്ചേഴ്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.
താങ്ക് യു കേട്ടോ പ്രവീൺ. ഹലോ. യെസ്, അപ്പം TH ലിംഫോസൈറ്റ്സ് കുറയുന്നു, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആണ് അവിടെ ഉണ്ടാവുന്നത്. പേഴ്സൺസ് കൂടുതൽ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷന് വേണ്ടിയിട്ട് സസെപ്റ്റബിൾ ആകുന്നു. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ക്യാൻസർ ആണ്. സോ ദ നെക്സ്റ്റ് വൺ ക്യാൻസർ. ക്യാൻസറിന് എന്താണ്, നമ്മുടെ നോർമൽ സെൽസ് ക്യാൻസർ സെൽസ് ആയിട്ട് മാറുന്നു. ഓങ്കോജനിക് ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത് മക്കളെ. അപ്പം ഞാൻ നോർമലി നമ്മുടെ സെൽസ് എങ്ങനെയാ ബോഡിയിൽ ഇരിക്കുന്നതെന്ന് താങ്ക് യു റാത്വിക്. റാത്വിക് ഒരുപാട് കമന്റ്സ് PW ടീച്ചേഴ്സിന് തരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ നമ്മുടെ സെല്ലുകൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക. അല്ല എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നു എന്നല്ല, അപ്പൊ ശരിക്കും നമ്മളുടെ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നോക്ക്, അങ്ങനെ കറക്റ്റ് ഇന്റർസെല്ലുലാർ സ്പേസ് ഒക്കെ എടുത്ത് നമ്മുടെ സെല്ലുകൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ സെല്ലുകൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകത കാണാം. ഞാൻ ഈ ഒരു സെല്ലിനെ മാത്രം എടുക്കുന്നു കേട്ടോ. അതിന്റെ എല്ലാ സൈഡുകളും നോക്ക്, വേറെ കുറെ സെല്ലുകൾ ഇവിടെ ടച്ച് ആയിട്ടാണല്ലേ ഇരിക്കുന്നത് അല്ലേ. അപ്പം എല്ലാ സൈഡുകളും മറ്റു സെല്ലുകൾ വെച്ച് ടച്ച് ആയിട്ടുണ്ടെങ്കിൽ അതിനാണ് എന്തെന്ന് പറയുന്നത്, കോണ്ടാക്ട് ഇൻഹിബിഷൻ. കോണ്ടാക്ട് ഇൻഹിബിഷൻ, അവർ തമ്മിൽ ഒരു കോണ്ടാക്ട് ഇൻഹിബിഷൻ ഉണ്ട്. അപ്പം ഇങ്ങനെ ആ ഒരു കോണ്ടാക്ട് ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരിനി കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യത്തുന്നു, ആ നമ്പറിൽ തന്നെ നിൽക്കും. എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യില്ല, അവര് പ്രോപ്പർ നമ്പറിൽ അങ്ങനെ നിൽക്കും. ഒരു കോണ്ടാക്ട് ഇൻഹിബിഷൻ, കോണ്ടാക്ട് എല്ലായിടത്തും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സെൽ ഡിവിഷൻ ഇൻഹിബിറ്റഡാ. ആ രീതിയിൽ പ്രോപ്പർ ആയിട്ട് നമ്മുടെ നോർമൽ സെൽസ് ഇങ്ങനെ നിൽക്കും. പക്ഷെ ക്യാൻസർ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഈ കോണ്ടാക്ട് ഇൻഹിബിഷൻ അവിടെ ലോസ് ആകും. ഇവിടെ കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിലും കാര്യമില്ല, അവര് കോണ്ടാക്ട് വന്നാൽ പോലും ഡിവിഷൻ അവിടെ നിർത്തുന്നില്ല. കൂടുതൽ 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 സെല്ലുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കൂടുതൽ 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 സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ സംഭവിക്കുന്നു. അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ നടക്കുമ്പോൾ അവിടെ മാസ് ഓഫ് സെൽസ്, ആവശ്യത്തിൽ അധികമുള്ള മാസ് ഓഫ് സെൽസ് വരുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ ട്യൂമർ എന്ന് വിളിക്കുന്നത്. ട്യൂമർ രണ്ട് ടൈപ്പ് ഉണ്ട്, ബിനൈൻ ട്യൂമറും മാലിഗ്നന്റ് ട്യൂമറും. ഓക്കെ, ബിനൈൻ ട്യൂമർ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ. അപ്പൊ ബിനൈൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ട്യൂമർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ആ സെല്ലുകളൊക്കെ അവിടെ തന്നെ നിൽക്കുന്നു. ആ സെല്ലുകൾ ഇങ്ങനെ പൊഴിഞ്ഞു ചാടി വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ പോയി ട്യൂമർ ഉണ്ടാക്കുന്നില്ല. അവരവിടെ തന്നെ ആ ഒറിജിനേറ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ കൺഫൈൻ ചെയ്ത് നിൽക്കുന്നു. അങ്ങനെയുള്ള സെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അങ്ങനെയുള്ള ട്യൂമറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബിനൈൻ ട്യൂമർ. അത് പ്രശ്നകാരിയല്ല, അത് സ്പ്രെഡ് ചെയ്യില്ല, ഇറ്റ്സ് നോട്ട് ഡെഡ്, അത് അത്ര ഫെയ്റ്റാലിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ചില ട്യൂമേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിലുള്ള സെല്ലുകൾ ഇവിടുന്ന് സ്ലഫ് ഓഫ് എന്ന് വെച്ചാൽ പൊഴിഞ്ഞു ചാടിയിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീം വഴി വേറെ ഭാഗങ്ങളിൽ പോയിട്ടിരിക്കും. ഇത് ചിലപ്പോൾ ലങ്സിലായിരിക്കും ഒരു ട്യൂമർ ഉണ്ടായത്, അത് വേറെ നമ്മുടെ കാലിലോ അല്ലെങ്കിൽ നമ്മളുടെ വേറെ ഏതെങ്കിലും ഓർഗനിൽ, പാൻക്രിയാസിലോ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ആ സെല്ലുകൾ ഇതിന്ന് പൊഴിഞ്ഞു ചാടും. എന്നിട്ട് അവർ രണ്ടാമത് പോയിരിക്കുന്ന സ്ഥലത്തും എന്ത് ചെയ്യും, അവർ ഈ പറഞ്ഞ ട്യൂമർ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ട്യൂമറിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാലിഗ്നന്റ് ട്യൂമർ. ആ സിറ്റുവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ക്യാൻസർ എന്ന് പറയുന്നത്. അതിനാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പം ഒറിജിൻ ചെയ്ത സ്ഥലത്ത് കൺഫൈൻ ചെയ്യാണ്ട് ബ്ലഡ് വഴി വേറെ സ്ഥലത്ത് പോയി സ്ലഫ് ഓഫ് ചെയ്ത് പൊഴിഞ്ഞ് അവിടെ പോയിട്ട് അവിടെ വേറെ ട്യൂമർ പൊഴിഞ്ഞ് ചാടാനുള്ള നമ്മുടെ ട്യൂമർ സെൽസിന്റെ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ ഈ ടേംസ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. അൺകൺട്രോൾഡ് ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ ഉണ്ട്. ഇവർക്ക് കോണ്ടാക്ട് ഇൻഹിബിഷൻ ഉള്ള ലാക്ക് ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ, അവർ കോണ്ടാക്ട് ഇൻഹിബിഷൻ നഷ്ടപ്പെടുന്നു. അൺകൺട്രോൾഡ് ഗ്രോത്ത് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു, ട്യൂമർ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഈ ട്യൂമർ സെൽസിന് ഒരു പ്രത്യേകത ഉണ്ട്, അവർ ഡിഫറൻഷിയേറ്റ് ചെയ്യത്തില്ല. ആ പുതിയതായിട്ട് ഫോം ചെയ്ത ട്യൂമർ സെൽസ് അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി അത് മാത്രമല്ല, അവിടെ ഒരു മാസ് ഉണ്ടായി അവരവിടേക്ക് കൂടുതൽ ബ്ലഡ് സപ്ലൈയും കൂടുതൽ ന്യൂട്രിയൻസ് എല്ലാം അട്രാക്ട് ചെയ്യും. ഇപ്പം ഇവിടെ ഒരു മാസ് ഓഫ് ട്യൂമർ ഉണ്ടായതിനു ശേഷം അപ്പോൾ ഇവിടെ കൂടുതൽ ബ്ലഡ് സപ്ലൈ ഒക്കെ, പുതിയ നെർവ്സ് ഒക്കെ, ഇവിടെ പുതിയ ബ്ലഡ് വെസൽസ് ഒക്കെ, ആൻജിയോജനസിസ് ഒക്കെ നടക്കും, പുതിയ നെർവ്സ് ഒക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ട്യൂമർ സെൽസിന് ഒരു പ്രത്യേകതയുണ്ട്, അവർ കംപ്ലീറ്റ് ഇവിടെ നിന്നുള്ള കംപ്ലീറ്റ് ന്യൂട്രിയൻസും ബ്ലഡ് സപ്ലൈ എല്ലാം മാക്സിമം അച്ചീവ് ചെയ്ത് കംപ്ലീറ്റ് ന്യൂട്രിയൻസും ആവശ്യമുള്ള വസ്തുക്കളെല്ലാം ഇവരെടുക്കും. അപ്പം നമ്മുടെ നോർമൽ സെൽസ് എന്ത് ചെയ്യും, നോർമൽ സെൽസ് സ്റ്റാവ് ചെയ്യും, അവർക്ക് പ്രോപ്പറായിട്ട് എനർജി കിട്ടില്ല, ഇവർ വീണ്ടും നല്ലപോലെ ബൾക്കായിട്ട് ഗ്രോ ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട് നമ്മളുടെ
ക്യാൻസർ സെല്ലുകൾക്ക്. മെറ്റാസ്റ്റാസിസ് ഒറിജിൻ ചെയ്ത സ്ഥലത്ത് നിന്ന് പുതിയ സൈഡിലേക്ക് പൊഴിഞ്ഞു പോയി അവിടെ പുതിയ ക്യാൻസർ ഉണ്ടാക്കാനുള്ള പ്രോപ്പർട്ടിയാണ് മെറ്റാസ്റ്റാസിസ്. ട്യൂമർ 2 ടൈപ്പ്, ബിനൈൻ ട്യൂമർ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ. ഓക്കെ, മെറ്റാസ്റ്റാസിസ് ആണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന അവരുടെ പ്രോസസ്. പൊഴിഞ്ഞു ചാടുന്നു, ബ്ലഡ് വെസലിൽ എത്തുന്നു, പുതിയ സ്ഥലത്ത് ലോഡ് ചെയ്യുന്നു, അവിടെ പുതിയ ട്യൂമർ ഫോം ചെയ്യുന്നു. അതാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് സർജറി, ആ ട്യൂമർ വന്ന ഭാഗം സർജറി ചെയ്തെടുത്ത് കളയാം. റേഡിയേഷൻ തെറാപ്പി, റേഡിയേഷൻസ് ഉപയോഗിച്ച് ഇത് ചെയ്യാം. ഇമ്മ്യൂണോ തെറാപ്പി, സർജറി. ഓക്കെ, എക്സ്റേസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ക്യാൻസർ സെൽസിൻ്റെ DNA നശിപ്പിക്കാവുന്നതാണ്. സർജറി ഉപയോഗിക്കാം. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ കെമിക്കൽസ്, ഡ്രഗ്സ് ഉപയോഗിക്കാം, മരുന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി കീമോതെറാപ്പി തന്നെയാണ്, പക്ഷെ അവിടെ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ്, നമ്മൾ ഒരു ടൈപ്പ് ഓഫ് കീമോതെറാപ്പിയാണ്. അവിടെ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻ്റർഫെറോൺസ് എല്ലാം സെക്രീറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട്, ആൽഫ ഇൻ്റർഫെറോൺസ് എല്ലാം സെക്രീറ്റ് ചെയ്തുകൊണ്ട് ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കാനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞാൽ. ഓക്കെ, യെസ്, thank you to. Thank you so much, Ratvik. This will help you to revise your topics, your concepts. Fine. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. അപ്പോൾ ലാസ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്. അപ്പം നമ്മൾ ബൈ 10:15 നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ക്ലിനിക്കൽ പർപ്പസിന് മരുന്നായിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖത്തിൻ്റെ സമയത്ത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എന്താണ്, നമ്മൾ ഇത് ലൈക്ക് എന്താ പറയുക, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മെൻ്റൽ ഇൽനെസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യാൻ, ഡിപ്രഷൻ, ആൻസൈറ്റി, ഇൻസോംനിയ, ഉറക്കക്കുറവ്, നാർക്കോലെപ്സി, ഉറക്കം തൂങ്ങൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെഡേഷൻ, ഓപ്പറേഷൻ്റെ കേസിൽ അനാൾജസിക്, പെയിൻ കില്ലറായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ചില ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഡ്രഗ്സ് എല്ലാം എന്താ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അതൊരു പ്രശ്നമാകുന്നത്. നോൺ ക്ലിനിക്കലി ഡോക്ടർ ഒന്നും റെക്കമെൻഡ് ചെയ്യാണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. അപ്പോൾ മെയിൻലി നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. ഈ കാറ്റഗറി ഓഫ് കോമൺലി അബ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സും അവരുടെ കുറച്ച് കാര്യങ്ങളുമാണ് നമുക്ക് ഈ പോർഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ കോമൺലി അബ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒപ്പിയോയിഡ്സ്, കെനാബിനോയിഡ്സ്, കൊക്ക ആൽക്കലോയിഡ്സ് ആണ്. ഓക്കെ, അപ്പം ഇവരെ നമ്മൾ പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. അവർ സോഴ്സ് ആയിട്ട് എടുക്കുന്ന ആ പ്ലാന്റ്സിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സും അതേപോലെ ഫംഗസുകളിൽ നിന്നാണ് നമ്മൾ കോമൺലി ഈ പറഞ്ഞ ഡ്രഗ്സിനെ എടുക്കുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് കാറ്റഗറി ഒപ്പിയോയിഡ് ഡ്രഗ്സ്. ഓക്കെ, യെസ്. അപ്പോൾ ഒപ്പിയോയിഡ് ഡ്രഗ്സ്, ഓപ്പിയം, പോപ്പി, ഈ പ്ലാന്റ് നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പം ഓപ്പിയം, ഹെറോയിൻ, മോർഫിൻ, കൊഡിൻ, പെത്തിഡിൻ, മെത്തഡോൺ ഒക്കെ നമ്മൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. മോർഫിൻ്റെ കെമിക്കൽ സ്ട്രക്ചറാണ് പഠിച്ചു വെച്ചോളൂ. ഒപ്പിയോയിഡ് ഡ്രഗ്സ് ഡിപ്രസൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുക. ബോഡി ഫങ്ഷൻ സ്ലോ ഡൗൺ ചെയ്യും, പെയിൻ റിലീഫ് ഉണ്ട്, സെഡേഷനായിട്ട് യൂസ് ചെയ്യും. ഇവരെവിടെയാണ് ബൈൻഡ് ചെയ്യുന്നത്? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒപ്പിയോയിഡ് ഡ്രഗ്സ്, ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അവരെ അഫക്റ്റ് ചെയ്യുക. താങ്ക് യു റാത്വിക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പല ഫോംസ്. ഹെറോയിൻ എന്ന് പറയുന്നത് ഡൈഅസറ്റൈൽ മോർഫിൻ ആണ്. നമ്മുടെ മോർഫിൻ ഇല്ലേ, മോർഫിനിൽ 2 അസറ്റൈൽ ഗ്രൂപ്പ് അസറ്റൈലേഷൻ നടത്തി, 2 ഡബിൾ അസറ്റൈലേഷൻ നടത്തി ഡൈഅസറ്റൈൽ മോർഫിൻ ആണ് ഹെറോയിൻ എന്ന് പറയുന്നത്. സ്മാക്ക് എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, യെസ്. പോപ്പി പ്ലാന്റ്, പെപ്പാവസ് സോംനിഫെറം, ഒപ്പിയം, പോപ്പി പ്ലാന്റ് എന്നാണ് നമ്മളിത് ഡിറൈവ് ചെയ്ത് സ്നോട്ടിങ് ആൻഡ് ഇഞ്ചക്ഷൻ വഴിയാണ് എടുക്കുക. സെഡേറ്റീവ് ആൻഡ് പെയിൻ കില്ലറൊക്കെ ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യും നോർമലി സർജറിയുടെ ഒക്കെ സമയത്ത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് കെനാബിനോയിഡ്സ് ആണ്. കെനാബിസ് സറ്റൈവ, ദിസ് ഈസ് ദ വെൽ നോൺ സോ കോൾഡ് കഞ്ചാവ്. ഓക്കെ, അതിൻ്റെ സ്കെലിറ്റൽ സ്ട്രക്ചർ ആണ്. അത് കൂടാണ്ട് ദത്തൂര വേറൊരു കാറ്റഗറിയാണ്. അതിൻ്റെ ആ പിക്ചറൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. അപ്പോൾ കെനാബിസ് സറ്റൈവയുടെ മെഡിക്കൽ ബെനിഫിറ്റ്സ്, അവർ കെനാബിഡ് റിസപ്റ്റേഴ്സിലാണ് ബൈൻഡ് ചെയ്യുക. ബ്രെയിനിൻ്റെ കെനാബിഡ് റിസപ്റ്റേഴ്സിലാണ് മെയിൻലി ബൈൻഡ് ചെയ്യുക. ഒരു അതിൻ്റെ ഇൻഫ്ലോറസൻസ് നമുക്ക് ഒരുപാട് കെമിക്കൽസ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യും. ഫ്ലവർ ടോപ്സ്, റെസിൻസ്, ലീവ്സ് എല്ലാം യൂസ് ചെയ്യും. വേരിയസ് കോമ്പിനേഷൻസിൽ അബ്യൂസിന് വേണ്ടിയിട്ട് പല പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മരിജോന, ഹാഷിഷ്, ചറസ്, ഗഞ്ച ഒക്കെ അതിൻ്റെ ഒരു ഇതാണ്. ഇൻഹലേഷൻ ഓർ ഓറൽ ഇഞ്ചക്ഷൻ, അത് പ്രിപ്പയർ ചെയ്യുന്ന ഇതാണ്. ഓക്കെ, യെസ്. നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിലും അവർക്ക് ഇഫക്റ്റ് ഉണ്ട്. നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും, ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യും, ഫോഴ്സ് കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് കൂട്ടും. ഇത് ഹാലൂസിനേഷൻ കാറ്റഗറിയിൽ ഇത് ഹാലൂസിനേഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഇനി തേർഡ് കാറ്റഗറി കൊക്കെയിൻ ഓർ കോക്ക ആൽക്കലോയിഡ്സ്, കോക്കോ ക്രാക്ക് എന്ന് നമ്മൾ പറയും അല്ലേ. ഇത് എവിടെ നിന്ന് കിട്ടുന്നു? എറിത്രോക്സിലം കോക്ക. ഓക്കെ, കൊക്കെയിൻ സ്നോട്ടാണ് ചെയ്യുക നോർമലി. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് മെയിൻലി സ്റ്റിമുലേറ്റ് ചെയ്യുക. എക്സ്ട്രാ എനർജി, യൂഫോറിയ, ഒരു ടെമ്പററി ഫീലിംഗ് ഓഫ് വെൽബീങ് ഒക്കെ
ഒക്കെ കിട്ടും. ഹാലൂസിനേഷൻസ് കോസ് ചെയ്യും കൊക്കെയിൻ. അതേപോലെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിനുമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന ആളാണ് കൊക്കെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. ഇനി അടുത്തത് സ്മോക്കിംഗ് ആണ്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ മെയിൻലി ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനിലേക്കാണ് കേട്ടോ കിടക്കുന്നത്. ജസ്റ്റ് ഈ സ്മോക്കിങ്ങും കൂടെ കഴിഞ്ഞാൽ, സ്മോക്കിങ്ങും 1-2 ടെർമിനോളജീസും കൂടെ കഴിഞ്ഞാലും ഞാൻ ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ടൊബാക്കോ പ്ലാന്റ്സ്, ടൊബാക്കോ പ്ലാന്റ്സിന്റെ ക്യൂർഡ് ആൻഡ് ഡ്രൈഡ് ലീവ്സ് നമ്മൾ സ്മോക്കിംഗ് ച്യൂയിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കും. ഇതിലുള്ള മെയിൻ ആൽക്കലോയിഡ് കണ്ടന്റ് എന്ന് പറയുന്നത് നിക്കോട്ടിൻ ആണ്. നിക്കോട്ടിൻ ഒരു സ്റ്റിമുലന്റ് ആണ്. അത് അസിറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സ് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായിട്ട് ബൈൻഡ് ചെയ്യും. നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യും. നെർവ് കണ്ടക്ഷൻ ആൻഡ് ടയേർഡ് നെർവ്സിനെ ഇംപ്രൂവ് ചെയ്യാണ് അവർ മെയിൻലി ചെയ്യുന്നത്. അപ്പം നമ്മളുടെ നിക്കോട്ടിന്റെ ഇഫക്ട്സ് നോക്കുകയാണെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അഡ്രിനലിനും നോർ അഡ്രിനാലിനും കൂടുതൽ റിലീസ് ചെയ്യും. അതാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലാണ് ആക്ട് ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ വരുന്നത്. ത്രോട്ട് ക്യാൻസർ, ലങ് ക്യാൻസർ, യൂറിനറി ബ്ലാഡർ ക്യാൻസർ, ഓറൽ ക്യാൻസർ ഒക്കെ വരും. ഓക്കെ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ, കൊറോണറി ഹാർട്ട് ഡിസീസ്, ഗ്യാസ്ട്രിക്, ലങ്, ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചോളാം. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ അഡോളസെന്റ് പീരീഡിലുള്ള ആളുകൾ ഇതിൽ കൂടുതൽ വൾനറബിൾ ആണ്. അപ്പം നിങ്ങൾക്കുള്ള ബാക്കിയുള്ള അഡോളസെന്റ് ഗ്രൂപ്പിലുള്ള ഉപദേശങ്ങളാണ്. അതൊന്നും ഞാൻ ഫുള്ള് വായിക്കുന്നില്ല. അപ്പോൾ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പെഷ്യൽ ഇഫക്ട്സ്, ഇവിടുന്ന് കിട്ടുന്ന എക്സ്ട്രാ എനർജി, യൂഫോറിയ, ഹാലൂസിനേഷനോടൊക്കെയുള്ള ഒരു സൈക്കോളജിക്കൽ അറ്റാച്ച്മെന്റിനാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുക. ഈ ഒരു ടെർമിനോളജിയും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. ഡ്രഗ് ടോളറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രഗ്സ് പോയിട്ട് ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ കുറച്ച് ഡോസസിലൊക്കെ കിട്ടുമ്പോൾ ആദ്യം നല്ല രസം ഉണ്ടായിരിക്കും. പക്ഷെ പിന്നെ ആ ഒരു ഡോസ് കിട്ടുമ്പം ഒരു ഇഫക്റ്റ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അതിന്റെ ടോളറൻസ് ലെവൽ കൂടി. അതിനാണ് നമ്മൾ ഡ്രഗ് ടോളറൻസ് എന്ന് പറയുന്നത്. ആൽക്കഹോളും പ്രശ്നമാണ്. ലിവർ സിറോസിസ് ഒക്കെ വരും. ഹെപ്പറ്റൈറ്റിസ് ആൻഡ് ലിവർ കാർസിനോമ ഡിപ്രസൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആൽക്കഹോളിക് ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നം, ഫീറ്റൽ ആൽക്കഹോളിക് സിൻഡ്രോം വരും. അതായത് ആൽക്കഹോളിക് മദേഴ്സിന് ഉണ്ടാവുന്ന എന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിൽ ആൽക്കഹോൾ വളരെ കൺസ്യൂം ചെയ്യുന്ന പേരൻസിനുള്ള കുട്ടികൾക്ക്, മദേഴ്സിനുള്ള കുട്ടികൾക്ക് സ്മോൾ ഹെഡ്, ഡിഫക്റ്റീവ് ജോയിൻറ്റ്സ് ആൻഡ് കാർഡിയാക് പ്രോബ്ലം ഉണ്ടാവും. അതിനാണ് ഫീറ്റൽ ആൽക്കഹോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. സോ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, യെസ്, I scored full marks in biology in 12. The board as it is. Okay, very good, Ratvik. Nice talk. You are amazing. Okay, amazing student ആണ് രാധ്വിക് എന്ന് പറയുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. By 10 minutes we will be winding up the live. Okay. അപ്പോൾ ചോദ്യം നോക്കിക്കോളൂ. Match the following questions ആണ്. Match the following question. നോക്ക്. Cytokine barrier, physical barrier, cellular barrier, physiological barrier, mucus coating, tears from eyes, phagocytosis, interference. Very simple question, le. Very simple question. So try this question. Cytokine, le. Interferon. Physical barrier ഏതാ? Mucus coating, cellular barrier, phagocytosis, physiological barrier, tears from eyes. So A4 വരും. A4 വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. B1 വരും. B1. അപ്പോൾ ഇത് തെറ്റി. C3 and D2. Okay. So answer is option D. Okay. Yes. Okay. നമ്മളുടെ ബാലാജി വന്നല്ലോ. ബാലാജി വന്നു. Fine. Okay. അപ്പം okay, അടുത്ത ക്വസ്റ്റ്യൻ. ആന്റിബോഡീസ് ആർ സെക്രീറ്റഡ് ബൈ. ആന്റിബോഡീസിനെ സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്? ടി സെൽ, ബി സെൽ, ആൽഫ സെൽ, ബീറ്റ സെൽ. സിമ്പിൾ. ആന്റിബോഡീസിനെ സെക്രീറ്റ് ചെയ്യുന്നു. ബി സെല്ല് പ്ലാസ്മ സെല്ലായിട്ട് മാറുമ്പോൾ. ഫൈൻ. Okay, Balaji is here. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is passive immunization? Passive ആണ്, ആക്റ്റീവ് അല്ല. Okay. Injecting inactivated pathogens, injecting antigenic preparation, injecting preformed antibodies, injecting weakened pathogens. ഇത് രണ്ടും വാക്സിനേഷനിലാണ് വരിക. ആക്റ്റീവ് ആണ്. ഇൻജെക്ടിങ് ഇതെല്ലാം ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമാണ്. പ്രീഫോംഡ് ആന്റിബോഡീസ്, ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആന്റിബോഡീസിനെ ഇൻജെക്ട് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് വരിക? അവിടെ പാസീവ് ഇമ്മ്യൂണൈസേഷൻ വരിക. തെറ്റിപ്പോയോ? തെറ്റിയിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ. സോ ദിസ് ഇസ് ഓപ്ഷൻ സി. അടുത്തത്. ദ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ഇസ്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ. ഓക്കെ. യെസ്. ഇപ്പൊ നമ്മൾ കറക്റ്റ് ഇതിലെത്തി. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ഏതാണ്? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ. തെറ്റിക്കല്ലേ. ഇതെന്താ നിങ്ങൾ കുറെ സി പറയുന്നത്? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ
തെറ്റിയോ? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ഇതിലേതാ? ബോൺ മാരോ ആണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ. ഇതൊക്കെ എന്താ സെക്കൻഡറി ആണ് കേട്ടോ. തെറ്റിയിട്ടില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ഫീച്ചർ ഓഫ് സ്പ്ലീൻ? തൈമസ് ഉണ്ടോ? ഇതിൽ തൈമസ് ഇല്ലല്ലോ. തൈമസും ബോൺ മാരോ ആണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ. ഓക്കെ, യെസ്. സ്പ്ലീനിന്റെ ഫീച്ചർ ഇല്ലാത്ത ഇറ്റ് ഇസ് ലാർജ് റിസർവയർ ഓഫ് എറിത്രോസൈറ്റ്സ്. കറക്റ്റ് ആണ്. ഇറ്റ് ആക്ട് as ബ്ലഡ് ഫിൽറ്റർ. കറക്റ്റ് ആണ്. ഇറ്റ് ഷോസ് റിഡക്ഷൻ ഇൻ സൈസ് ഫ്രം ബർത്ത് ടു പ്യൂബർട്ടി. ബർത്ത് ടു പ്യൂബർട്ടി ആകുമ്പോഴത്തേക്കും റിഡക്ഷൻ ഇൻ സൈസ് കാണിക്കുന്ന ആരാ? തൈമസ് ആണ് അല്ലേ. ഓക്കെ, ഇറ്റ് ഇസ് എ ബീൻ ഷേപ്ഡ് ഓർഗൻ കണ്ടെയ്നിങ് ലിംഫോസൈറ്റ് ആൻഡ് ഫാഗോസൈറ്റ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇതാണോ നിങ്ങൾ പറഞ്ഞ സി? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ? ടോൺസിൽ, അപ്പൻഡിക്സ്, പെയേഴ്സ് പാച്ചസ്. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ആണ്. ഓപ്ഷൻ ബി തൈമസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മ്യൂക്കസ് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ മാൾട്ട് അല്ലെ. മ്യൂക്കോസ് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ഇസ് നോട്ട് ഫൗണ്ട് ഇൻ. ഇത് എവിടെ കാണുന്നില്ല? യൂറിനോജെനൈറ്റൽ ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്ട്, റെസ്പിറേറ്ററി ട്രാക്ട്, ടോൺസിൽസ്. ട്രാക്റ്റുകളിലൊക്കെയാണ് ഇവരെ നമുക്ക് കാണാൻ പറ്റുക. സോ ഇറ്റ് ഇസ് നോട്ട് സീൻ ഇൻ ടോൺസിൽ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇതില് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നിങ്ങളുടെ ആൻസേഴ്സ് കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം കേട്ടോ. All blood cells including lymphocytes are produced in bone marrow. Okay, എല്ലാം ബോൺ മാരോയിലാണ്. യെസ്, ബോൺ മാരോയിലാണ് എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യുക. ഡിഫറൻസിയേഷന് വേണ്ടിയിട്ട് പല പല ഭാഗങ്ങളിലേക്ക് പോകുന്നു. ലിംഫ് നോട്ട്സ് ആർ സ്മോൾ സോളിഡ് സ്ട്രക്ചേഴ്സ് ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് അലോങ് ലിംഫാറ്റിക് സിസ്റ്റം. കറക്റ്റ് ആണ്. Peyer's patches of small intestine is primary lymphoid organ. അല്ല, സെക്കൻഡറി ആണ്. Antigen trapped in lymph node are responsible for activation of lymphocytes present in lymph node and causes immune response. Antigen trapped in lymph node. Lymph node trap ചെയ്ത antigen are responsible for activation of lymphocytes present in lymph nodes and causes immune response. ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ? സി മാത്രമാണ്. ദാറ്റ് ഇസ് ഓപ്ഷൻ എ. നിങ്ങൾ എന്നേക്കാൾ ഫ്രണ്ടിൽ ആൻസർ പറഞ്ഞു തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ലിംഫോയിഡ് ടിഷ്യൂ ഇൻ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിൽ എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ കാണാൻ പറ്റുക? 50%. 50% കാണാൻ പറ്റുന്നത്. ഫൈൻ. അടുത്തത്, immunity provided to the fetus from the mother through placenta during pregnancy is. Immunity provided to the fetus from the mother through placenta during pregnancy. യെസ്, വെരി ഗുഡ് രാത്. ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ ആൻസേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഏത് ഇമ്മ്യൂണിറ്റി ആണ് പ്ലാസെന്റ ത്രൂ മദർ ഫീറ്റസിന് കൊടുക്കുന്നത്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണോ? അല്ല, പാസീവ് ആണ്. റെഡിമെയ്ഡ് ആന്റിബോഡീസിനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊന്നും അല്ല, പാസീവ് ആണ് കൊടുക്കുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, പ്രൊഡക്ഷൻ ഓഫ് ആന്റിബോഡീസ് അഗൈൻസ്റ്റ് ആന്റിജൻസ് ഇൻ ദ ബോഡി ഈസ്. ആന്റിജനെതിരെ നമ്മുടെ ബോഡിയിൽ തനിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഈ ഓപ്ഷൻ എല്ലാം തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൊഡ്യൂസ് ആന്റിബോഡീസ്? ഇതിൽ ആന്റിബോഡീസിനെ ആരാ പ്രൊഡ്യൂസ് ചെയ്യുക? മോണോസൈറ്റ്സ്, PMNL, പോളിമോർഫോ ന്യൂക്ലിയോ ലിംഫോസൈറ്റ്സ്, ല്യൂക്കോസൈറ്റ്സ്, T ലിംഫോസൈറ്റ്സ്, B ലിംഫോസൈറ്റ്സ്. ആരാണ്? B ലിംഫോസൈറ്റ് ആണ് അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം, the statements are not true for allergy. Okay, the statements are not true for allergy. Allergy ki true aayittallatha statement. Allergy is due to release of chemicals like histamine and serotonin. Correct aanu. Allergens are the substance which cause allergy. Correct aanu. The antibodies produced due to allergens are IgA type. തെറ്റാണ്. IgE type ആണ്. Okay, adrenaline and steroids quickly enhance the symptoms of allergy. തെറ്റല്ലേ? ഓക്കെ, സോ സിയും ഡിയും വരുന്ന ഓപ്ഷൻ എ ആണ്. ഓക്കെ, നോട്ട് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, HIV പാരസിറ്റൈസസ്. HIV എവിടെയാ പാരസൈറ്റൈസ് ചെയ്യുക? Y ഹെൽപ്പർ സെൽ. ആരാണത്? T ഹെൽപ്പർ സെൽ, K ഹെൽപ്പർ സെൽ, none of the above. HIV T helper cell. HIV can also spread through sharing water, breathing in infected droplets, sharing needles, kissing.
നീഡിൽസ് ഷെയർ ചെയ്യുന്ന വഴിയാണ് HIV സ്പ്രെഡ് ആവുക. HIV is thought to have originated from birds, mosquitoes, chimpanzees, none of the above. ചിമ്പാൻസിയിൽ നിന്നാണ് ആ സമയത്തത് സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് SIV എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഋത്വി, ഐ എം സീയിങ് യുവർ ആൻസർ. ഞാൻ നിങ്ങളുടെയൊക്കെ ഋത്വിയുടെയും റത്വിയുടെയും ബാലജിയുടെ ഒക്കെ ആൻസർ ഞാൻ കാണുന്നുണ്ട്. കറക്റ്റാണ് കേട്ടോ, കറക്റ്റാണ്. നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാണ് നിങ്ങൾ കറക്റ്റാണ് എന്താണേലും പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്തത് കേട്ടോ. ഓക്കെ, യെസ്, നീഡിൽസ് കറക്റ്റ്. അടുത്തത്, AIDS is characterized by which of the following? Reduction in the number of platelets, very less RBC count, reduction in the number of T4 lymphocytes. T4 lymphocytes എന്ന് വെച്ചാൽ എന്താ? T4 lymphocytes എന്ന് വെച്ചാൽ TH lymphocytes ആട്ടോ. T8 lymphocytes ആണ് TC എന്ന് പറയുന്നത്. വെരി ഹൈ ബ്ലഡ് പ്രഷർ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പം ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് ബിഹേവ് എസ് ഫാക്ടറി ഓഫ് HIV? HIV ഫാക്ടറിയുടെ ആൻസർ ചെയ്യുന്നത് എന്താ? വെരി ഡയറക്റ്റ്, മാക്രോഫേജസ് അല്ലേ? യെസ്, അബൌട്ട് ക്യാൻസർ. ക്യാൻസറസ് സെൽസ് ഷോ പ്രോപ്പർട്ടി ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. ക്യാൻസറസ് സെൽ ആ പ്രോപ്പർട്ടി കാണിക്കോ? ഇല്ല, ക്യാൻസറസ് സെല്ലിന് ആ പ്രോപ്പർട്ടി ലോസ് ആകും. മെറ്റാസ്റ്റാസിസ് ഇസ് ദ മോസ്റ്റ് വിയർഡ് പ്രോപ്പർട്ടി ഓഫ് malignant tumor. correct ആണ്. malignant tumors invade and damage the surrounding tissues. malignant tumor cells grow slowly, no, very fastly. തെറ്റാണ്. സോ എയും ഡിയും തെറ്റ്. അയ്യോ, ക്വസ്റ്റ്യൻ്റെ ബാക്കിയില്ല അല്ലേ? അപ്പം റോങ് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. റോങ് സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം എയും ഡിയും വരുന്ന ഓപ്ഷൻ സി ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ബിയും സിയും ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ബിയും സിയും. The chemical carcinogen present in tobacco smoke is cause of tobacco എന്ത് കോസ് ചെയ്യും? ലങ് ക്യാൻസർ കോസ് ചെയ്യും. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ അല്ലേ? പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ദിസ് ഇസ് ക്യാൻസറസ് സ്റ്റേറ്റ് ഓഫ് ബ്ലഡിന്റെ ക്യാൻസറസ് സ്റ്റേറ്റ്. യുറീമിയ, ക്ലോറീമിയ, ലുക്കീമിയ, പ്രോട്ടീനീമിയ. ആൻസർ ഇസ് ലുക്കീമിയ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി ഇസ് നോട്ട് എക്സിബിറ്റഡ് ബൈ എ ക്യാൻസറസ് സെൽ? ക്യാൻസറസ് സെല്ല് കാണിക്കാത്ത പ്രോപ്പർട്ടി. നോട്ട് എക്സിബിറ്റഡ് ബൈ എ ക്യാൻസറസ് സെൽ. നോ കോണ്ടാക്ട് ഇൻഹിബിഷൻ. നോട്ട് എക്സിബിറ്റഡ് ബൈ ക്യാൻസറസ് സെൽ ആണ്. ക്യാൻസറസ് സെല്ല് കാണിക്കാത്ത പ്രോപ്പർട്ടി. കാണിക്കുന്നതല്ല, കാണിക്കാത്ത പ്രോപ്പർട്ടി. അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ, അബ്നോർമൽ ഷേപ്പ് ആൻഡ് സൈസ്, ലിമിറ്റഡ് ലൈഫ് സ്പാൻ, നോ കോണ്ടാക്ട് ഇൻഹിബിഷൻ. അവർക്ക് കോണ്ടാക്ട് ഇൻഹിബിഷൻ ഇല്ല, അബ്നോർമൽ ഷേപ്പ് ആൻഡ് സൈസ് ഉണ്ട്, അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽ ഉണ്ട്. എല്ലാം കറക്റ്റാ. പക്ഷെ എന്താണ് നോട്ട് കാണിക്കാത്ത പ്രോപ്പർട്ടി? ലിമിറ്റഡ് ലൈഫ് സ്പാൻ. അത് നോർമൽ സെല്ലിന്റെ പ്രോപ്പർട്ടി, അവരുടെ അല്ല. അവരെങ്ങനെ നശിക്കത്തൊന്നുമില്ല. അലോൺ, പഠിപ്പ്. ഓക്കെ, കേരളത്ത് പെൺകുട്ടി. നീ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. യെസ്, ഡൗട്ട്. ബാലാജി ചോദിച്ചോളൂ, ഡൗട്ട് ചോദിച്ചോളൂ. ഐ ലവ് ഡൗട്ട്സ്. ഡൗട്ട് ചോദിക്കൂ. ഡൗട്ട് ചോദിച്ചോളൂ കേട്ടോ. ഹൗ ഡസ് ക്യാൻസർ സ്പ്രെഡ് ഫ്രം വൺ ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽ ടു അനദർ? ഡൗട്ട് ചോദിച്ചോളൂ കേട്ടോ, ഞാൻ കാണുന്നുണ്ട്. ഡൗട്ട് ചോദിച്ചോളൂ. ബാലാജി ഡൗട്ട് ചോദിച്ചോളൂ. യാര ബ്രോ, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഡൗട്ട് ചോദിച്ചോളൂ കേട്ടോ. ഹൗ ഡസ് ക്യാൻസർ സെൽ സ്പ്രെഡ് ഫ്രം വൺ ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽ ടു അനദർ? ടച്ചിങ്, കിസ്സിങ്, ഹഗ്ഗിങ്. കനോട്ട് സ്പ്രെഡ്. നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ് അല്ലേ? ഹൗ ഡു ക്യാൻസർ സെൽ സ്പ്രെഡ് ഫ്രം വൺ ബോഡി ഓർഗൻ ടു അനദർ? ഒരു ബോഡിയിൽ നിന്ന് ഒരു ഓർഗനിൽ നിന്ന് വേറെ ഓർഗനിലേക്ക്. ഹോർമോൺസ്, വാട്ടർ, വൈറസ്, ബ്ലഡ്. സ്മാക്ക് ഇസ് കെമിക്കലി. സ്മാക്ക് എന്താണ്? കെമിക്കലി സ്മാക്ക് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഡൈഅസറ്റൈൽ മോർഫിൻ. മോർഫിന് ഡൈഅസറ്റൈലേഷൻ നടത്തിയത്. എന്തായിരുന്നു ബാലാജി ഡൗട്ട്? യെസ്, സോ ദാറ്റ്സ് ദി എൻഡ്. താങ്ക് യു. കൺഫ്യൂസ്ഡ്. എന്താ കൺഫ്യൂഷൻ ആയത്? പറഞ്ഞോ. ഏത് ക്വസ്റ്റ്യൻ ആ? ക്വസ്റ്റ്യൻ നമ്പർ, ആ ക്വസ്റ്റ്യൻ ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് ജസ്റ്റ് ഒന്ന് പറയാവോ? ബാലാജിക്ക് ഡൗട്ട് വന്ന ക്വസ്റ്റ്യൻ. എടാ, നിങ്ങൾക്ക് ഡൗട്ട് വന്ന ക്വസ്റ്റ്യൻ ഒന്ന് പറയുമോ? എന്താണ് ബാലാജിയുടെ ഡൗട്ട്? ഐ വിൽ വെയിറ്റ്. ഓക്കെ, അപ്പൊ ഇന്ന് 22-ാം തീയതി നിങ്ങളുടെ എക്സാം ഓൺ May 3rd. സോ റിമൈനിങ് യു ഹാവ് 10 days. 10 ദിവസങ്ങൾ കൂടെ അല്ലേ? 10 more days for your examination. ഓക്കെ, നോ കോണ്ടാക്ട് ഇൻഹിബിഷൻ ഇല്ല. കോണ്ടാക്ട് ഇൻഹിബിഷൻ ഇല്ലല്ലോ അവർക്ക്. അതിലാണോ ഡൗട്ട്?
അവർക്ക് യു ഗോട്ട് കൺഫ്യൂസ്ഡ്. ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്കും കൺഫ്യൂഷൻ വന്നു. ഓക്കെ, നൗ യു ആർ ഓക്കെ എന്ന് വെച്ചാൽ നോട്ട് ഇങ്ങനെയാണ് നമ്മൾക്ക് പ്രശ്നം വരും. അപ്പൊ നമ്മൾ സ്ട്രെസ്ഡ് ആകും. നോട്ട് എക്സിബിറ്റഡ് ബൈ ഡബിൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ? ഷോ ഔട്ട് മൈ നെയിം. യെസ് Radvik, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓൺലി 10 days. അതായത് നോട്ട് എക്സിബിറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും കാണിക്കാത്തത്. അപ്പൊ ഓപ്ഷൻ പിന്നെയും ഡബിൾ നെഗറ്റീവായിട്ട് ഓപ്ഷന് നെഗറ്റീവായിട്ട് കാണിക്കാൻ നമുക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, നൗ ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഓക്കെ, 10 ദിവസങ്ങൾ കൂടിയാണ് നിങ്ങളുടെ എക്സാമിന് ബാക്കിയുള്ളൂ. പ്രോപ്പർ ആയിട്ട് നല്ലൊരു സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുക. 10 ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പേരുകൾ, സയന്റിസ്റ്റിന്റെ ഫോർമുലാസ്, ഇക്വേഷൻസ്, ഗ്രാഫ്സ്, അബ്രിവിയേഷൻസ്, ഇങ്ങനെ ടേംസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് കോൺസെപ്റ്റുകൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുക. ഫോർ എക്സാമ്പിൾ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നോക്കുക, മസിൽ കൺട്രാക്ഷൻ, കൗണ്ടർ കറന്റ്, ഇതൊക്കെ ഇങ്ങനെ നോക്കുക. പെട്ടെന്ന് നോക്കുക, അതെല്ലാം ഓക്കെ അല്ലേ എന്നൊന്ന് നോക്കുക. അതിലുള്ള കമ്പോണൻസ്, കുറെ അയോൺസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ റിവൈസ് ചെയ്യുക. എല്ലാം പെർഫെക്റ്റ് ആക്കുക. വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ എന്താ ചെയ്യേണ്ടത്? അതേപോലെ ഒരു കറക്റ്റ് ടൈം നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനും കൊടുക്കുക. ഫ്രീ ആയിട്ടിരിക്കുക. ഇനി അധികം സ്ട്രെസ്ഡ് ഒന്നും ആവണ്ട. ഫ്രീ ടൈം ഒക്കെ എടുക്കുക. നല്ല ഫുഡ്, നല്ല വെള്ളം, കാര്യങ്ങളൊക്കെ എടുക്കുക. വേറെ അസുഖങ്ങളൊന്നും വരുത്താതിരിക്കാനുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. നല്ലപോലെ വീട്ടിൽ തന്നെ ഇരിക്കുക. പുറത്തേക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് വല്ല ട്രിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോവാതിരിക്കുക. നല്ലപോലെ ഇരിക്കുക. അടിപൊളിയായിട്ടിരിക്കുക. പോസിറ്റീവ് ആയിട്ടിരിക്കുക. നമ്മൾ നമ്മളുടെ മാക്സിമം ചെയ്തു. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ സമയം വരെ, എക്സാം എഴുതുന്ന നിമിഷം വരെ നല്ലപോലെ ഇരിക്കുക. ടൈം മാനേജ്മെന്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അടിപൊളിയായിട്ട് ഉറങ്ങുക, എല്ലാം ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. വൺ മോർ ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു കേട്ടോ. എൻ്റെ ക്ലാസ്സിനൊക്കെ കുറേ കമൻസ് ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പൊ കമന്റ് ചെയ്യരുത്. ഇപ്പൊ കമന്റ് ചെയ്യണം. ഐ എം സോ ഹാപ്പി. ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കമന്റ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇത് കാണാൻ പറ്റും. ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. അവർക്കും നല്ലപോലെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ദാറ്റ്സ് വൈ ഐ എം ടെല്ലിങ്. ഓക്കെ, പിന്നെ യെസ്, അപ്പം നമുക്ക് ശുഭരാത്രി. നമുക്ക് ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അനിമൽസിൽ. ആ ഒരു ടിഷ്യൂന്റെ ഡീറ്റെയിൽസും ഫ്രോഗും കോക്രോച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും മറ്റന്നാളിലെ ക്ലാസ്സിൽ. അതിനുശേഷം മാരത്തോൺ ഉണ്ടായിരിക്കും. എല്ലാ സബ്ജക്ട്സിന്റെയും മോർണിംഗ് ടു ഈവനിങ് വരെ 5 years PYQ ആണ് മാരത്തോൺ. അപ്പൊ അത് നിങ്ങൾ ഇത് ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. കോമ്പറ്റീഷനൊക്കെ ടൈറ്റ് ആവട്ടെ. നിങ്ങൾ സെൽഫിഷ് ആയിട്ട് വേറെ ആരും ഇത് പഠിക്കേണ്ടെന്ന് വിചാരിച്ചിരിക്കരുത്. ഓക്കെ, അപ്പൊ സ്റ്റോറിയൊക്കെ വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാം അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. പ്രിപ്പറേഷൻ നല്ലപോലെ നടക്കട്ടെ. താങ്ക് യു. എല്ലാ ദിവസവും പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഗുഡ് നൈറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ. യെസ്, സോ ബൈ ട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.